ഹലോ മക്കളെ, എന്റെ പഞ്ചാര മുഞ്ചാരകളെ എല്ലാരും എവിടാ? എടാ ഇംപ്രൂവ്മെന്റ് എക്സാം പൊളിച്ചടുക്കാടാ. ഓരോ എക്സാമും നമ്മൾ എഴുതി പവർ ആക്കിക്കൊണ്ടിരിക്കുക. നാളത്തെ ദിവസം ഓർമ്മയുണ്ടാടാ. പവറാക്കണ്ടേ, ഉഷാറാക്കണ്ടേ, പൊളിച്ചടുക്കണ്ടേ. നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ എന്താ ഫുൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അടിച്ചു പൊളിക്കാൻ ഏത് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതണം? ഏതാ? നമ്മുടെ ബയോളജിയാ. തിമിർക്കണ്ടടാ, അടിച്ചു പൊളിക്കണ്ടടാ. ആൾക്കാരെവിടെ? എന്റെ മൊഞ്ചന്മാരും മൊഞ്ചത്തുകളും എവിടെ? എന്റെ പഞ്ചാര മുഞ്ചാരകൾ എവിടെ? എന്റെ ചുറുക്കന്മാരും ചുറുക്കത്തുകളൊക്കെ എവിടെ? എന്റെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആൾക്കാരൊക്കെ എവിടെ? കാണുന്നില്ലല്ലോ. ആൾക്കാരൊക്കെ എവിടെ? ആൾക്കാരൊക്കെ എവിടെ? എടാ, ഞാൻ വന്നാൽ അറിയാലോടാ. ഞാൻ വന്നാൽ എന്താ ചെയ്യേണ്ടത് അറിയാലോടാ. ഫറുറ, കത്തിക്കട, കാണട്ടെ, കത്തട്ടെ. വ്യൂസ് കാണുന്നില്ല. പിന്നല്ല, കത്തിക്കട, അങ്ങോട്ട് പവറാക്കടാ. കത്താൻ ഞാൻ തുടങ്ങൂലട്ടാ. ഞാൻ പണ്ടേ പണക്കാണ്. വേന്തങ്ങ് ഓക്കെ. പിന്നല്ല, തീരെ നമുക്ക് കളയാനില്ല എന്ന് വേഗം തുടങ്ങിയാല ഈ ക്വസ്റ്റ്യനൊക്കെ പരീക്ഷയ്ക്ക് വന്നാല വേഗം നമുക്ക് എഴുതണം. ഒരു മാർക്ക് പോലും പോകരുത്. ഞാനിപ്പോ 3 ചാപ്റ്റർ ഒറ്റ അടിക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാ. അതിനുശേഷം നമുക്ക് സുവോളജി തുടങ്ങണം. പവറാക്കിയിരുന്നോ? ഞാൻ പറഞ്ഞ വൃത്തിക്ക് ശ്രദ്ധിച്ചോ? എടാ, ഉത്തരം വേഗം കമന്റ് ചെയ്തോ. എന്നാൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ലൈഫ് ഈസ് വെരി ഷോർട്ട് നമ്പർ. ഓൾവേസ് ബി ഹാപ്പി. എടാ, എത്ര പഠിച്ചോ അതുകൊണ്ട് നമ്മൾ നാളെ പോയിരുന്ന് എഴുതും. വേറെ ഒന്നും നോക്കണ്ട. ഇനിയും കുറെ പഠിക്കാൻ കാണും, കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണും. ഉള്ള കോൺഫിഡൻസ് ഒന്ന് പോയി എഴുതണം മക്കളെ. എനിക്ക് അതേ പറയുള്ളൂ. പക്ഷെ എപ്പോഴും എന്ത് വേണം? ചിരിച്ചിരുന്നോ കേട്ടോ. എന്നാ വേഗം തുടങ്ങാം. സമയം കളയാനില്ല. വേഗം തുടങ്ങാം. ആരംഭിക്കലാം എന്റെ കാളയുടെ വിളയാട്ടത്തെ. തുടങ്ങിയാലോടാ. വേഗം തുടങ്ങാം. The unit of life. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ഏതാ സാറേ? പറ സാറേ. The unit of life. വേഗം തുടങ്ങാടാ. ലോങ്സ്റ്റ് സെൽ ആരാ? മക്കൾ പറയടാ. ലോങ്സ്റ്റ് സെൽ ആരാ? ഏറ്റവും നീളം കൂടിയ സെൽ ആരാ? ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് ചോദിച്ചാൽ ആരാടാ? അത് നെർവ് സെല്ല. വേറെ ഒരു സെല്ലും എഴുതല്ലേ. ഏറ്റവും നീളം കൂടിയത് ആരാ? നെർവ് സെല്ല്. എന്റെ പഞ്ചാര മുഞ്ചാരകൾ പറ. ഏറ്റവും നീളം കൂടിയത് ആരാടാ? നെർവ് സെല്ല. പറ, നെർവ് സെൽ. അടുത്ത പറ മക്കളെ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ? പഞ്ചാര മുഞ്ചാരകളെ പറയടാ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ സാറേ? ഞാൻ പറയാം സാറേ. പറയടാ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏതാളാണ്? പറയടാ. റോബർട്ട് ബ്രൗൺ. കരിഞ്ഞ ചങ്ങായി. ആരാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചേ? റോബർട്ട് ബ്രൗണാ അല്ലേടാ? അന്നാ പറ. സെൽ തിയറി കണ്ടുപിടിച്ച സയന്റിസ്റ്റുകൾ ആരൊക്കെ? സെൽ തിയറിയിലെ പോയിന്റുകൾ എന്തൊക്കെ? ഞാൻ വേഗം പറയാം. നമുക്ക് വേഗം തീർക്കാനുള്ളതുകൊണ്ട് കേട്ടോ. സെൽ തിയറി കണ്ടുപിടിച്ചത് ആരാ? 2 പേരല്ല, സത്യത്തിലെ 3 പേരാ സെൽ തിയറി കണ്ടുപിടിച്ച്. ആരൊക്കെ? സ്ലീഡൻ, ഷ്വാനെ, റുഡോൾഫ് ഫ്രിഷോ. ഇവര് 3 പേരും കൂടെ എന്ത് കണ്ടുപിടിച്ചേ? സെൽ തിയറി. സെൽ തിയറിയിലെ പോയിന്റ്സ് പറ മക്കളെ. പറ എന്റെ മക്കള് പറ. സെൽ തിയറിയിലെ പോയിന്റ്സ് ഏതൊക്കെയാ? എന്താ? ഒന്ന്, സെൽ തിയറിയിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ സെല്ലും എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാ? സെല്ല് വെച്ചാ. രണ്ടാമത്തെ എന്താണ്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പുത്തൻ സെല്ലുകൾ ഉണ്ടാകുന്ന എവിടെ നിന്നാ? പഴയ സെല്ലിൽ നിന്നാ. ഒരു പുത്തൻ സെൽ ഉണ്ടാകുന്നത് എവിടെ നിന്നാ മക്കളെ? പഴയ സെല്ലിൽ നിന്നാ. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ന്യൂ സെൽ ആർ formed from pre-existing cell. Pre-existing എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ സെല്ല്. പുതിയ സെൽ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? പഴയ സെല്ലിൽ നിന്നാ സാറേ. സെറ്റ് അല്ലേ? നാളെ സെറ്റ് ആക്കണം. സെറ്റ് ആക്കോടാ. ഞാനും എന്റെ ബയോളജി ടീമും 100% പ്രൊഫഷണലാടാ. പ്രൊഫഷണലാ മക്കളെ. ഞങ്ങൾ പ്രൊഫഷണലാ. ക്വസ്റ്റ്യൻ അതേ വരുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോടാ. എടാ, എനിക്ക് ഇത്രേ ഉള്ളൂ. എന്റെ ആഗ്രഹം ഇതാ. എടാ, എന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാല് 100% ക്വസ്റ്റ്യൻ വരുമ്പോ അതിൽ 80% നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും.
ബാക്കി 20% നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി എന്തിടും? ടഫ് ക്വസ്റ്റ്യൻ ഇടും. നമ്മുടെ ലക്ഷ്യം എന്താ? ഈ 80% ഏത് കുട്ടികൾക്കും കിട്ടും, ഈ 20% എന്റെ മക്കൾക്ക് കിട്ടണം. അതാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എന്താ, ടഫ് ചോദ്യവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യവും നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കാം. സെറ്റല്ലേ? അപ്പൊ 20% വേണ്ടിയുള്ള പോരാട്ടം കൂടിയാ. ബാക്കി എല്ലാവരും 80 മാത്രം എഴുതുമ്പോ എന്റെ മക്കളെ 20 കൂടി എഴുതി 100% ക്വസ്റ്റ്യൻ എഴുതണം. അതാ എന്റെ ആഗ്രഹം. സ്ക്രീൻ ക്ലിയർ അല്ല, ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലാരിറ്റി കുറവാ, നോട്ട് ക്ലിയർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേഗം പറ. 20%. 20% നമ്മളെ കുഴപ്പിക്കുന്ന സാധനങ്ങളാ. എടാ എന്റെ മക്കള് പറയണം, എടാ ഡബിൾ മെമ്പറൈനുള്ള സെൽ ഓർഗനൽ ആരൊക്കെ? സിംഗിൾ മെമ്പറൈനുള്ള സെൽ ഓർഗനൽ ആരൊക്കെ? നോൺ മെമ്പറൈൻ ആരൊക്കെ? പറ. 2 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? 1 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? 1 മെമ്പറൈനും ഇല്ലാത്തത് ആർക്കൊക്കെയാ? പറ കേക്കട്ടെ. സൗണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മക്കൾ? ഉണ്ടെങ്കിൽ പറയട്ടോ. സൗണ്ട് എന്താ പ്രശ്നം? ഓക്കേടാ, PDF ഗ്രൂപ്പ് ഇടല്ല, തന്നാണ്ടല്ല. സാറ് മാരീഡാണോ? കോൺസെൻട്രേഷൻ കിടാൻ ഓരോ ചോദ്യം. പറ മക്കളെ, ഡബിൾ മെമ്പർ ഉള്ളത് ആർക്കൊക്കെയാന്ന് അറിയാമോടാ? 2 മെമ്പർ ഉള്ളത് ആർക്കൊക്കെയാ? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്. ഇത്രയും പേർക്ക് എത്ര മെമ്പറൈൻ ഉണ്ട്? 2 മെമ്പറൈൻ ഉണ്ട്. 1 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, ലൈസോസോം ഉണ്ട്, വാക്യൂൾ ഉണ്ട്, മൈക്രോബോഡീസ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ? 1 മെമ്പറൈനേ ഉള്ളൂ. ചിലർക്ക് 1 മെമ്പറൈനും ഇല്ല, നോൺ മെമ്പറൈനാ. 1 മെമ്പറൈൻ ഇല്ലാത്തത് ആർക്കൊക്കെയാ? റൈബോസോം, സെൻട്രോസോം. 1 മെമ്പറൈനും ഇല്ലാത്തത് ആരൊക്കെയാ? റൈബോസോമും സെൻട്രോസോം. 2 മെമ്പറൈൻ ഉള്ളവരുണ്ട്, 1 മെമ്പറൈൻ ഉള്ളവരുണ്ട്. 1 മെമ്പറൈനും ഇല്ലാത്തവർ, 1 മെമ്പറൈനും ഇല്ലാത്തത് ആരൊക്കെയാ? റൈബോസോമും സെൻട്രോസോമും. സെറ്റല്ലേ? സാറിന് ലുക്കായല്ലോ. സെറ്റിൽ മക്കളാ? സെറ്റിൽ. ഓക്കെ, അടുത്ത പറ മക്കളെ. ഇത് പറയടാ. എടാ, കട്ടി കൂടിയ ഗ്ലൈക്കോ കാലിക്സിനെ ക്യാപ്സ്യൂൾ എന്നാ വിളിക്കുക. എങ്കിൽ കട്ടി കുറഞ്ഞ ഗ്ലൈക്കോ കാലിക്സിനെ എന്താ വിളിക്കുക? പറ. കട്ടി കുറഞ്ഞ ഗ്ലൈക്കോ കാലിക്സിനെ എന്താ വിളിക്കുക? മക്കള് പറയടാ. കട്ടി കുറവാണെങ്കിൽ എന്താ വിളിക്കുക? കട്ടി കുറവാണെങ്കിൽ വിളിക്കുന്ന പേരാണ് സാർ എന്ത്? സ്ലൈം ലെയർ. എന്താ വിളിക്കുക? സ്ലൈം ലെയർ. പിന്നല്ല. ഓക്കെ, അടുത്ത പറ മക്കളെ. ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? എടാ, ബാക്ടീരിയ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രൂപങ്ങൾ. ബാക്ടീരിയ ഫുഡിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്? ഇൻക്ലൂഷൻ ബോഡി. ഈ ഇൻക്ലൂഷൻ ബോഡിന്റെ എക്സാമ്പിൾ ഒക്കെ എന്താ? ഇൻക്ലൂഷൻ ബോഡിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ഞാൻ പറയാം സാർ. ഏത്? 1 ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്. ഏതാ? ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾ. അല്ലെങ്കിലോ സയാനോ ഫൈസിയം ഗ്രാന്യൂൾ. 1 ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾ, അല്ലെങ്കിൽ സയാനോ ഫൈസിയം ഗ്രാന്യൂൾ, അല്ലെങ്കിലോ ഗ്യാസ് വാക്യൂൾ, അല്ലെങ്കിലോ ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾ. ഈ 4 ഇൻക്ലൂഷൻ ബോഡിയാ. ഏതൊക്കെ? ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, സയാനോ ഫൈസിയം ഗ്രാന്യൂള്, ഗ്യാസ് വാക്യൂള്, പിന്നെ ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. ഈ 4 ആരാടാ? നമ്മുടെ ഇൻക്ലൂഷൻ ബോഡിയാ. സെറ്റല്ലേ? സെറ്റാണ് സാർ. എങ്കിൽ എടാ, പ്രോകാരിയോട്ടിക്സിൽ കാണുന്ന റൈബോസോം ഏത് ടൈപ്പാണ്? മക്കളെ, റൈബോസോം 2 ടൈപ്പാ. 1 70s, 2 ഏതാ? 80s. 2 ടൈപ്പ് റൈബോസോം. ഏതൊക്കെ? 70s-ഉം 80s-ഉം. 70s ആണ് എവിടെ കാണുക? പ്രോകാരിയോട്ടിക് സെല്ലില്. 80s മക്കളെ എവിടെ കാണുക? 1 പ്രോകാരിയോട്ടിക് ആണെങ്കിൽ മറ്റേത് ആരാടാ? യൂകാരിയോട്ടാ. അപ്പൊ 70s പ്രോകാരിയോട്ടിക് സെല്ലിൽ, 80s എവിടെ കാണുക? യൂകാരിയോട്ടിക് സെല്ലിൽ. സെറ്റല്ലേ? സെറ്റാണ് സാർ. ഇത് വരും. ഇതിർക്ക് അഖിൽ സാർ കഴിഞ്ഞ കൊല്ലം പറഞ്ഞപ്പോ കുറെ ക്വസ്റ്റ്യൻ വന്നല്ലോ. ഈ കൊല്ലം അഖിൽ സാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാ. മക്കളെ പറയടാ. എടാ, പ്ലാസ്മ മെംബ്രെയിനുമായി ബന്ധപ്പെട്ട് സിംഗറും നിക്കോൾസനും കൊണ്ടുവന്ന ഒരു മോഡൽ ഉണ്ട്. ആ മോഡലിന്റെ പേരെന്താ? പറ. ആ മോഡലിന്റെ പേരെന്താ? സെൽ മെംബ്രെയിന്റെ മോഡലിന്റെ പേരാണ് മക്കളെ. ഏതടാ? പറയടാ.
ഫ്ലൂയിഡ്, മൊസൈക്ക്, മോഡൽ. ഫ്ലൂയിഡ്, മൊസൈക്ക്, മോഡൽ. എടാ സെൽ മെമ്പറിനുമായി ബന്ധപ്പെട്ട മോഡൽ ആരാ? ഫ്ലൂയിഡ്, മൊസൈക്ക്, മോഡൽ അല്ലേ? ആണ് സാർ. എടാ ഏത് കമ്പോണന്റാ? 3 കമ്പോണന്റ് സെൽ മെമ്പറിൽ കാണാം. ആരൊക്കെ? 1 ലിപ്പിഡ് കാണാം, 2 പ്രോട്ടീൻ കാണാം, 3 കാർബോഹൈഡ്രേറ്റ് കാണാം. ഈ 3 പേരെ വെച്ച ആരുണ്ടാക്കിയേക്കണേ? ഈ 3 പേരെ വെച്ച ആരുണ്ടാക്കിയേക്കണേ? സെൽ മെമ്പറൈൻ. ഈ 3 പേരിൽ ആരാണ് 2 ലെയറായി കാണുക, ബൈ ലെയറായി കാണുക? എഴുതി വെച്ചോ. 2 ലെയറായി കാണുന്ന ഒരാൾ അതാരാ? ലിപ്പിഡാ. ബൈ ലെയറായി കാണുന്നത് ആരാ? ലിപ്പിഡാ സാറേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അടുത്ത് നോക്കും മക്കളെ. ടൈപ്പ് ഓഫ് പ്രോട്ടീൻ. എടാ സെൽ മെമ്പറിൽ കാണുന്ന 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഏതൊക്കെ സാറേ? സെൽ മെമ്പറിലെ 2 3ആണോ? അല്ല, 2 ടൈപ്പ് പ്രോട്ടീൻ കാണാം. ഒന്നാണ് മക്കളെ, ഏതാടാ? ഒന്നാമത്തെ പ്രോട്ടീൻ ഇന്റഗ്രൽ പ്രോട്ടീൻ. രണ്ടാമത്തെ പ്രോട്ടീന്റെ പേരെന്താ? പെരിഫറൽ പ്രോട്ടീൻ. അപ്പൊ പറ, സെൽ മെമ്പറിൽ കാണുന്ന 2 പ്രോട്ടീൻ ആരൊക്കെ? ഇന്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ. ഞാൻ ഇപ്പോഴും പറയാ, സെൽ മെമ്പർ ഉണ്ടാക്കിയിരിക്കുന്ന ആരൊക്കെ വെച്ച? ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്. ഈ 3 പേര് ഓർത്തു വെച്ചോ. ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്. അടുത്ത മക്കളെ, സെൽ വോള് ചത്ത ലെയറാ. സെൽ വോൾ എന്താ? ചത്ത ലെയറാ. എങ്കിൽ പറ, ആൽഗേന്റെ സെൽ വോളിൽ എന്തൊക്കെ കാണാം? ആൽഗേന്റെ സെൽ വോളിൽ കാണുന്നതാണ് മക്കളെ ആരാടാ? സെല്ലുലോസ് കാണാം, പിന്നെ ഗാലക്ടൻസ് കാണാം, പിന്നെ മന്നൻസ് കാണാം, പിന്നെ കാക്കോത്രി കാണാം. പറയടാ, ആൽഗേന്റെ സെൽ വോളിൽ എന്തൊക്കെയാ കാണുക? സെല്ലുലോസ് കാണാം, ഗാലക്ടൻസ് കാണാം, മന്നൻസ് കാണാം, കാക്കോത്രി കാണാം. സെല്ലുലോസ് കാണാം, ഗാലക്ടൻസ് കാണാം, മന്നൻസ് കാണാം, കാക്കോത്രി കാണാം. പറയടാ, ആൽഗേന്റെ സെൽ വോളിൽ സെല്ലുലോസ്, ഗാലക്ടൻസ്, മന്നൻസ്, കാക്കോത്രി. എടാ സെൽ വോളിന്റെ പണി എന്താ? സെൽ വോൾ നമുക്ക് എന്ത് കൊടുക്കും? സെൽ വോൾ ആണ് സെല്ലിന് എന്ത് കൊടുക്കുക? ഷേപ്പ് കൊടുക്കുക. സെൽ വോൾ എന്ത് പ്രിവെന്റ് ചെയ്യും? സെൽ വോൾ ആണ് എന്ത് തടയാ? സെല്ലിന്റെ രോഗങ്ങളെ തടയാ, സെല്ലിന്റെ ഇൻഫെക്ഷനെ തടയാ. അപ്പൊ പറമക്കളെ, സെൽ വോൾ എന്ത് കൊടുക്കുവാടാ? ഷേപ്പ് കൊടുക്കും സാറേ. പിന്നെന്താടാ? സെൽ വോൾ പ്രിവെന്റ് ചെയ്യും, തടയും. എന്തിനെ? വൈറസും ബാക്ടീരിയ ഒന്നും കേറാതെ ഇൻഫെക്ഷനിൽ നിന്ന് തടയും. അപ്പൊ ഏതൊക്കെയാ? സെൽ വോള് ഷേപ്പ് കൊടുക്കും, ഇൻഫെക്ഷൻ തടയും. അടുത്ത പറമക്കളെ, എന്താണ് പ്രൈമറി സെക്കൻഡറി സെൽ വോൾ? മക്കളെ, എന്റെ പൊന്നു മക്കളെ, എടാ ഇതൊരു പ്ലാന്റ് സെല്ല. ഇതേതാടാ? ഇതേത് സെല്ല? പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിന് ചുറ്റും ആദ്യം ഉണ്ടാകുന്ന സെൽ വോൾ, പ്ലാന്റ് സെല്ലിന് ചുറ്റും ആദ്യം ഉണ്ടാകുന്ന സെൽ വോൾ ആണ് ഏത്? പ്രൈമറി സെൽ വോൾ. പ്ലാന്റ് സെല്ലിന് ചുറ്റും ആദ്യം ഉണ്ടാകുന്ന സെൽ വോൾ ആരാ? പ്രൈമറി സെൽ വോൾ. പിന്നീട് ഈ പ്രൈമറി സെൽ വോൾ അങ്ങ് നശിക്കുമടാ. ഈ പ്രൈമറി സെൽ വോൾ അങ്ങ് നശിക്കും. എന്നിട്ട് ഉള്ളിൽ അടുത്ത സെൽ വോൾ ഉണ്ടാകും. ഉള്ളിൽ ഉണ്ടാകുന്ന ഈ സെൽ വോൾ ആണ് ആര്? സെക്കൻഡറി സെൽ വോൾ. പ്ലാന്റിലെ 2 സെൽ വോൾ കാണാം. ആദ്യം ഉണ്ടാകുന്ന ഏത് സെൽ വോളാ? പ്രൈമറി സെൽ വോൾ. പിന്നെ അത് നശിച്ചിട്ട് അടുത്ത അകത്തുണ്ടാകുന്ന സെൽ വോൾ ആരാ? സെക്കൻഡറി സെൽ വോൾ. ഇതാണ് പഠിക്കേണ്ടത്. പുറത്ത് നിൽക്കുന്നതാണ് ആര്? പ്രൈമറി. അകത്തേക്ക് കയറി വന്നവൻ ആരാ? സെക്കൻഡറി. പുറത്ത് നിൽക്കുന്നവൻ പ്രൈമറി സെൽ വോൾ, അകത്തേക്ക് കയറിയത് ആരാ? സെക്കൻഡറി സെൽ വോൾ. പ്ലാന്റ്സിലാണ് 2 ടൈപ്പ് കാണുക. എങ്കിൽ എന്റെ മക്കള് പറ, ആനിമൽസിൽ ഇതേപോലെ 2 ടൈപ്പ് കാണുമോ? ആനിമൽസിൽ എത്ര ടൈപ്പേ കാണുള്ളൂ? 1 ടൈപ്പ് അല്ലേ? അടി തെറിഞ്ഞാൽ. എടാ ആനിമൽസിൽ ഏതെങ്കിലും ടൈപ്പ് കാണുവോ? ആനിമൽസിന് എന്തില്ല? സെൽ വോൾ ഇല്ല. ആനിമൽസിൽ 1 ടൈപ്പ് സെൽ വോളും കാണില്ല. മുഹമ്മദ് ആദിലെ തലമണ്ടക്ക് തന്നാണ്ടല്ല 1 സെൽ വോളോ? അതിന് സെൽ വോളിനില്ലടാ. എങ്കിൽ എന്റെ മക്കൾ പറ, വാക്യൂൾ സ്റ്റോർ എക്സ്ക്രീറ്ററി വേസ്റ്റ്. വാക്യൂൾ ആണ് സെല്ലിലെ വേസ്റ്റ് സ്റ്റോർ ചെയ്യുക. എടാ വാക്യൂളിന്റെ മെമ്പറിന്റെ പേരെന്താ? ഇതറിയാതെ നാളെ പോകരുത്. വാക്യൂളിന്റെ മെമ്പറിന്റെ പേരെന്താ? ടൈപ്പ് ചെയ്യണം, അതിനുശേഷം മിണ്ടുള്ളൂ. പറ, വാക്യൂളിന്റെ മെമ്പറിന്റെ പേരെന്താ? വ്യൂസ് എന്താ കാണാതെ? എടാ ക്ലിയർ ഇല്ലാത്ത മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ എടുത്തിട്ട് അവിടെ ഹൈ ക്വാളിറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അഖിൽ സാർ ചൊറുക്കോട് കൂടി കാണാം. ഓക്കെ മക്കളെ, വാക്യൂളിന്റെ മെമ്പറിന്റെ പേരാണ് മക്കളെ എന്താടാ? ടോണോപ്ലാസ്റ്റ്. വാക്യൂൾ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന സെൽ ഓർഗനല്ല. വാക്യൂളിന്റെ മെമ്പറിന്റെ പേരെന്താ? ടോണോപ്ലാസ്റ്റ്. 3 ടൈപ്പ് വാക്യൂൾ ഉണ്ടാ. 3 ടൈപ്പ്. ഒന്ന് സാപ്പ് വാക്യൂൾ, രണ്ടാമത്തെ
ഫുഡ് വാക്യൂൾ. രണ്ടാമത്തെ ആരാ? ഫുഡ് വാക്യൂൾ. മൂന്നാമത്തത് കൺട്രാക്ടൈൽ വാക്യൂൾ. 3 വാക്യൂൾ ഏതൊക്കെ? സാപ്പ് വാക്യൂൾ ഉണ്ട് സാറേ, ഫുഡ് വാക്യൂൾ ഉണ്ട് സാറേ, കൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട് സാറേ. സാപ്പ്, ഫുഡ്, കൺട്രാക്ടൈൽ. സാപ്പ് വാക്യൂൾ എവിടെ കാണുക? പ്ലാന്റ്സിലാ കാണുക. പ്ലാന്റ്സിൽ കാണുന്ന വാക്യൂളിന്റെ പേര് സാപ്പ് വാക്യൂൾ. മക്കളെ, പ്രോട്ടിസ്റ്റകളിൽ കാണുന്ന വാക്യൂൾ ആണ് ആര്? ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫുഡ് വാക്യൂൾ. മക്കളെ, അമീബയിൽ കാണുന്നതാണ് ആര്? കൺട്രാക്ടൈൽ വാക്യൂൾ. പ്ലാന്റ്സിൽ കാണുന്നത് സാപ്പ് വാക്യൂൾ, പ്രോട്ടിസ്റ്റെ കാണുന്നത് ഫുഡ് വാക്യൂൾ, അമീബ കാണുന്നത് ആരാ? കൺട്രാക്ടൈൽ വാക്യൂൾ. സെറ്റാണോടാ? സെറ്റാണോ? എടാ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടോ, NCERT-ന്റെ അതേ ഓർഡറിലാണ് ഓരോ ക്വസ്റ്റ്യനും ഇട്ടേക്കണത്. എന്റെ മക്കൾ അതിന്റെ കൂടി ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയാ, നിങ്ങളുടെ നോട്ട് ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ നോട്ട് ബുക്കും എടുത്ത് എന്റെ കൂടി ഇങ്ങനെ വായിച്ച് പൊക്കോ. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ആ ടോപ്പിക്കിന് ചുറ്റുമുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിരുന്ന് ഇങ്ങനെ വായിച്ചോ. വായിക്കൂല്ലേടാ പഞ്ചാര മുഞ്ചാരകളെ? സെറ്റ് അല്ലേടാ? സെറ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാലോ? ഫയർ കാണുന്നില്ല, പഠിച്ചോനെ ചതിച്ച. ഇത് പഠിച്ചാൽ ഫുള്ള് കിട്ടുമോ? ഇത് പഠിച്ചാൽ ആ ടഫാക്കാനിരിക്കുന്ന 20% കൂടെ എളുപ്പമായി തോന്നുന്ന 80-ലെ പകുതിയും കിട്ടും. 60% ഇന്ന് സെറ്റ് ആവും. നാളെ രാവിലത്തെ കൂടെ കണ്ടാല് ആ 40 കൂടെ കിട്ടും, 100%. പിന്നെ അല്ല പവർ കണ്ടോടാ മക്കളെ. അടുത്ത് നോക്കിയോടാ. എടാ, സെല്ലിൽ കാണുന്ന ഈ നീളമുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട്. ഈ നീളമുള്ള പ്രോട്ടീൻസിനെ എന്തെന്ന് വിളിക്കുക? സൈറ്റോസ്കെലിറ്റൻ. സെല്ലിലെ വെള്ളത്തിൽ കാണുന്ന നീളമുള്ള പ്രോട്ടീൻ ആണ് ആര്? സൈറ്റോസ്കെലിറ്റൻ. ഈ സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ എന്താ? എടാ മക്കളെ, ഈ പ്രോട്ടീന എന്ത് കൊടുക്കുക? ഷേപ്പ് കൊടുക്കുക. ഈ പ്രോട്ടീനെ എന്ത് കൊടുക്കുക? പറയടാ, ഷേപ്പ് കൊടുക്കുക. സെല്ലിൽ കാണുന്ന നീളമുള്ള പ്രോട്ടീന്റെ പേരെന്താ? സൈറ്റോസ്കെലിറ്റനാ. ഈ പ്രോട്ടീനാണ് എന്ത് കൊടുക്കുക? സെല്ലിന് ഷേപ്പ് കൊടുക്കുക. എന്ത് കൊടുക്കുക? പറ, ഷേപ്പ് കൊടുക്കുക. എടാ, അടുത്തത് ഈ പ്രോട്ടീൻ മക്കളെ എന്തിന് സഹായിക്കുക? സെല്ലിന് ചലിക്കാൻ സഹായിക്കുക. സെല്ല് ചലിക്കണമെങ്കിൽ ആര് വേണം? ഈ പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീന്റെ പേരെന്താണ്? സൈറ്റോസ്കെലിറ്റൻ. പറ, സൈറ്റോസ്കെലിറ്റൻ. അടുത്ത മക്കളെ, ഈ പ്രോട്ടീന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാ. ഈ പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ മൈക്രോട്യൂബ്യൂൾസ്. എടാ പറയടാ, ഈ സൈറ്റോസ്കെലിറ്റന് എക്സാമ്പിൾ ആണ് ആര്? മൈക്രോട്യൂബ്യൂൾസ്. ആരാടാ ഈ സൈറ്റോസ്കെലിറ്റൻ എക്സാമ്പിൾ? ആരാ? മൈക്രോട്യൂബ്യൂൾ. സെറ്റ് അല്ലേ? പിന്നെ അല്ല. അപ്പൊ എന്താണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ? എന്താ? സെല്ലിക്കാണ് നീളമുള്ള പ്രോട്ടീനാ സാറേ. ഇത് എന്താ സഹായിക്കുക? എന്തിനാ സഹായിക്കുക? സെല്ലിന് ഷേപ്പ് കൊടുക്കും, സെല്ലിനെ ചലിക്കാൻ സഹായിക്കും. ഈ പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ ആയ ഒരു പ്രോട്ടീന്റെ പേര് പേരാ മൈക്രോട്യൂബ്യൂൾ. ആരാടാ? മൈക്രോട്യൂബ്യൂൾ. മക്കളെ, എന്റെ പൊന്നും മക്കളെ, എന്റെ പഞ്ചാര മുഞ്ചാരകളെ, ഈ മൈക്രോട്യൂബ്യൂൾ വെച്ചാണ് എന്തുണ്ടാക്കിയേക്കണേ? സെൻട്രിയോൾ. ഓർത്തു വെച്ചോ, ഈ മൈക്രോട്യൂബ്യൂൾ വെച്ച എന്തുണ്ടാക്കിയ സെൻട്രിയോൾ. ഈ മൈക്രോട്യൂബ്യൂൾ വെച്ച എന്തുണ്ടാക്കിയേക്കണേ? സീലിയ. ഈ മൈക്രോട്യൂബ്യൂൾ വെച്ച എന്തുണ്ടാക്കിയേക്കണേ? ഫ്ലജല്ല. ഈ 3 സാധനങ്ങളും ഈ മൈക്രോട്യൂബ്യൂൾ വെച്ച ഉണ്ടാക്കിയേക്കണേ. ആരൊക്കെ? സെൻട്രിയോൾ, സീലിയ, ഫ്ലജല്ല. ആരൊക്കെ? സെൻട്രിയോൾ, സീലിയ, ഫ്ലജല്ല. ഈ 3 പേരും ആര് വെച്ച ഉണ്ടാക്കിയേക്കണേ? മൈക്രോട്യൂബ്യൂളിനെ വെച്ച. സെറ്റല്ലേടാ? സെറ്റല്ലേ? ടഫ് ആകുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വരിക. നമ്മളെല്ലാം നോക്കിയിട്ട് പോകണ്ടേടാ. പിന്നെ അല്ല. ഓക്കെ, അടുത്ത മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് മൈക്രോട്യൂബിൾ, ഫ്ലജല്ല, സീലിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എടാ, പരീക്ഷ എങ്ങനെ ടഫായി കഴിഞ്ഞാലും ഒന്നും നോക്കണ്ട, ഇവിടെ പഠിപ്പിച്ചതേ വരുള്ളൂ എന്നാണ് അഖിൽ സാറും ബിലാൽ സാറും പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ നിങ്ങളെ +1 ബയോളജി എക്സാം എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് ബിലാൽ സാറൊക്കെ എക്സാം അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതേ വന്നിട്ടുള്ളൂ, പഠിപ്പിച്ചതേ വന്നിട്ടുള്ളൂ എന്നുള്ളത്. സോ എന്തായാലും എന്ത് ചെയ്യാം, അവസാനം വരെ നിങ്ങൾ ഈ ലൈവിൽ നിൽക്കുക എന്ന് മാത്രമല്ല, ലൈവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ നോട്ട്സും കൂടെ ഒന്നും കൂടെ നോക്കുക. ഉറപ്പായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ഇതിന്നേ വരുള്ളൂ. ആൻഡ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇത് ഇവിടെ 0 കാണിക്കുന്നു അല്ലെ? അത്യാവശ്യം നല്ല എന്തുണ്ട്, പിന്നെ വ്യൂസ് ഉണ്ട്, പക്ഷെ ഇവിടെ മുന്നിൽ 0 ആണ്. നീ ടെൻഷൻ അടിക്കണ്ട. സോ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ ആരെങ്കിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്, വേഗം തന്നെ ഷെയർ ചെയ്തോ. ഉറപ്പായിട്ട് ഇതേ വരുള്ളൂ. ബയോളജിയാണ് ഈ പഠിപ്പിക്കുന്ന, അങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു പോയാൽ മതി. മാത്സോ ഫിസിക്സോ പോലെയല്ല, ഇതേപോലത്തെ ചോദ്യം എന്ന് പോലും പറയുന്നില്ല. ഇത് മാത്രമേ വരുള്ളൂ.
ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് വെക്കാം. സൗണ്ടിന് പ്രശ്നമുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് തീരെ ടൈമില്ല. ഓക്കെ, അജാസിക്കന്റെ മോട്ടിവേഷൻ കഴിഞ്ഞപ്പോ നമുക്ക് വേറെ എന്ത് മോട്ടിവേഷൻ വേണം മക്കളെ? വേഗം വാ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വരും. എടാ മക്കളെ, ഇത് പോയി 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലൊന്നും ഈ ക്വസ്റ്റ്യൻ കിട്ടില്ലടാ. ഇത് ടെസ്റ്റിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നവനാ. ഇവനെ പിടിച്ചെടുക്കാനാ നമ്മുടെ ഗവൺമെന്റിന് ഭയങ്കര ഇഷ്ടം. ഇവനെ പിടിച്ചെടുത്ത് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ഇട്ടു തരും. നിങ്ങളൊന്ന് എഴുതിക്കെ കാണട്ടെ എന്ന്. ബാക്കിയുള്ളവർ അന്തം വിട്ട് മേളോട്ടിരിക്കും. എന്റെ മക്കൾ എഴുതും. പറയടാ, കേക്കട്ട. സെൻട്രിയോളിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? സെൻട്രിയോളിന്റെ ഫംഗ്ഷൻ എന്താ? സെൻട്രിയോളിൽ നിന്ന് എന്തിറങ്ങി വരിക? സ്പിൻഡിൽ ഫൈബേഴ്സ്. സെൻട്രിയോൾ ആണ് എന്തിന് ഉണ്ടാക്കുക? സ്പിൻഡിൽ ഫൈബേഴ്സിനെ ഉണ്ടാക്കുന്ന ആരാ? സെൻട്രിയോള. അടുത്ത മക്കളെ, ഈ സെൻട്രിയോളിൽ നിന്നാണ് ആരിറങ്ങി വരിക? സീലിയ ആയിക്കോട്ടെ, ഫ്ലജല്ല ആയിക്കോട്ടെ, ഇവരുടെ ബേസൽ ബോഡികള്. സീലിയക്കും ബേസൽ ബോഡി ഉണ്ട്, ഫ്ലജല്ലയ്ക്കും ബേസൽ ബോഡി ഉണ്ട്. ഇത് രണ്ടും ഇറങ്ങി വരുന്നത് എവിടെ നിന്നാ? സെൻട്രിയോളിൽ നിന്നാ. അപ്പൊ സെൻട്രിയോളിന്റെ പണി എന്താണ്? സെൻട്രിയോള സാറെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാക്കുക. സെൻട്രിയോള സാറെ സീലിയന്റെ ഫ്ലജല്ലന്റെ ബേസൽ ബോഡി ഉണ്ടാക്കുക. ബേസൽ ബോഡി സെൻട്രിയോൾ, സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രിയോൾ. ബേസൽ ബോഡി സെൻട്രിയോൾ, സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രിയോൾ. സെറ്റാടാ. അടുത്ത മക്കളെ, റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. പിന്നെ ഇതൊക്കെ എത്ര അറിയാം സാറേ? പറ മക്കളെ, ന്യൂക്ലിയോളസിന്റെ പണി എന്താ? ന്യൂക്ലിയോളസിന്റെ പണിയാ മക്കളെ എന്തിന് ഉണ്ടാക്കുക? RRNA. ന്യൂക്ലിയോളസ് ആണ് എന്തിന് ഉണ്ടാക്കുക? RRNA. പറ മക്കളെ, ഇത് വരും. കുറെ കൊല്ലമായി ചോദിക്കാതെ വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാ. ചോദിക്കും, ന്യൂക്ലിയോളസിന്റെ പണി എന്താ? RRNA ഉണ്ടാക്കുക. ന്യൂക്ലിയോളസിന്റെ പണി എന്താണ്? RRNA സിന്തസിസ്, RRNA പ്രൊഡക്ഷൻ. കമന്റ് ചെയ്യണം. കമന്റ് എല്ലാരും കമന്റ് കണ്ടാലും നമുക്കൊരു പവർ കിട്ടുള്ളൂ. കമന്റ് എവിടെ? ന്യൂക്ലിയോളസിന്റെ പണി എന്താ? RRNA ഉണ്ടാക്കാൻ സാറേ എന്നാ പറ മക്കളെ. സെൻട്രോമിയറിന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ക്രോമസോം ഉണ്ട്. ആ 4 പേരൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇത് അറിയാതെ ഒരുത്തനും പോകല്ലേ. 4 ടൈപ്പ് ക്രോമസോം ഏതൊക്കെ? ഇത് വരും. നിങ്ങളുടെ മെയിൻ എക്സാമിന് ചോദിച്ചതാ. ഈ വട്ടം വരാൻ അത്ര ചാൻസ് ഇല്ലെങ്കിലും വരാം. എനിക്ക് അതേ പറയുള്ളൂ. വേഗം പറയണം. 4 ടൈപ്പ് ക്രോമസോം. അത് തന്നെ ഏതാടാ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. 4 ടൈപ്പ് ഏതൊക്കെയാ പറ? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. അക്രോ, ടീലോ. ഈ 4 ടൈപ്പ് എന്താ? 4 ടൈപ്പ് ക്രോമസോമാ. എന്തിന്റെ അടിസ്ഥാനത്തിലാ? സെൻട്രോമിയറിന്റെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ, സെൻട്രോമിയറിന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ച് 4 ടൈപ്പ് ക്രോമസോം. സബ് അക്രോ, ടീലോ. മക്കളെ, ഈ ക്രോമസോം കണ്ടോ? ഇത് കറക്റ്റ് നടുക്കല്ലേ സെൻട്രോമിയർ? കറക്റ്റ് നടുക്കാണെങ്കിൽ ഇത് ഏത് ടൈപ്പാടാ? മെറ്റാസെൻട്രിക്ക. ഈ മെറ്റാസെൻട്രിക്കില് ഈ നടുക്ക് കാണുന്ന ഈ സാധനത്തിന്റെ പേരെന്താ? എന്റെ പേരെന്താ? എ ആരാ? പറ സാറേ. എ ആണ് മക്കളെ ആ ക്രോമസോമിന്റെ എന്ത്? സെൻട്രോമിയർ. കറക്റ്റ് നടുക്ക് കാണുന്നത് എന്താ? ക്രോമസോമിന്റെ എന്താ? പള്ള. ക്രോമസോമിന്റെ പള്ളേനെ എന്താ വിളിക്കുക? സെൻട്രോമിയർ. ഈ കാണുന്ന ഉണ്ടംപൊരി സി ആരാ? ചില ക്രോമസോമുകളുടെ മുകളിലെ ഒരു ഉണ്ടംപൊരി നിൽക്കും. ഈ ഉണ്ടംപൊരിന്റെ പേരാണ് എന്ത്? സാറ്റലൈറ്റ്. ഈ ഉണ്ടംപൊരിന്റെ പേരെന്താ? സാറ്റലൈറ്റ്. ഈ ഉണ്ടംപൊരി നിൽക്കുന്ന ഈ പപ്പടക്കമ്പി, എടാ ഇത് ക്രോമസോമാ. ഈ ക്രോമസോമിന്റെ മൂലമുണ്ട്. ഈ പപ്പടക്കമ്പിന്റെ മൂലിലെ ഒരു കഷ്ണം ക്രോമസോം നിൽക്കും. ഈ പപ്പടക്കമ്പിന്റെ പേരാണ് എന്ത്? ഈ ക്രോമസോമിന്റെ പേരാണ് സാറ്റലൈറ്റ്. ഈ പപ്പടക്കമ്പിന്റെ പേരാണ് മക്കളെ എന്താടാ? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. എന്താ വിളിക്കുക? സെക്കൻഡറി കൺസ്ട്രക്ഷൻ. നടുക്കുള്ളത് സെൻട്രോമിയർ, ഇത് സാറ്റലൈറ്റ്, ഇത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സെറ്റല്ലേ? സെൻട്രോമിയർ, പിന്നെന്താ? സാറ്റലൈറ്റ്, സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സെറ്റല്ലേ? സെറ്റാണ് സാർ. ഇത് നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലം നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയുണ്ടല്ലോടാ? പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ആരൊക്കെ? ക്ലോറോഫിൽ സ്റ്റോർ ചെയ്യുന്ന പ്ലാസ്റ്റിഡ് ആരാ? ക്ലോറോഫിൽ ഇട്ട് വെക്കുന്ന പ്ലാസ്റ്റിഡ് ആരാ? ക്ലോറോഫിൽ ഇട്ട് വെക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് സാറേ. ആരാ സാറേ? ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫിൽ ഇട്ട് വെക്കുന്ന പ്ലാസ്റ്റിഡ് ആരാ? ക്ലോറോപ്ലാസ്റ്റ. രണ്ടാമത്തെ പ്ലാസ്റ്റിഡ് ആരാ? ക്രോമോപ്ലാസ്റ്റ. ചില പ്ലാസ്റ്റിഡുകൾക്ക് കളർ ഇല്ലടാ. കളർ ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ആണ് ആര്?
ലൂക്കോപ്ലാസ്റ്റ്. അപ്പൊ 3 ടൈപ്പ് പ്ലാസ്റ്റ് ആരൊക്കെ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഈ 3 കളർ ഇല്ലാത്തത് ആരാടാ? ലൂക്കോപ്ലാസ്റ്റ് സാറേ. സെറ്റ് അല്ലേ? സെറ്റാണ് സാർ. എടാ ഈ ലൂക്കോപ്ലാസ്റ്റ് വീണ്ടും 3 തിരിക്കാം. 1, 2, 3. ചില ലൂക്കോപ്ലാസ്റ്റ് കാർബോഹൈഡ്രേറ്റിനെ സൂക്ഷിച്ചു വെക്കും. ഈ കാർബോഹൈഡ്രേറ്റ് സൂക്ഷിച്ചു വെക്കുന്ന ലൂക്കോപ്ലാസ്റ്റ് ആരാ? അത് ടൈപ്പ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് സൂക്ഷിച്ചു വെക്കുന്ന ലൂക്കോപ്ലാസ്റ്റ് ആരാ? കാർബോഹൈഡ്രേറ്റ് സൂക്ഷിച്ചു വെക്കുന്ന ലൂക്കോപ്ലാസ്റ്റ് ആരാ? അത് തന്നെ. കാർബോഹൈഡ്രേറ്റ് സൂക്ഷിക്കുന്നത് ആരാ? സൂക്ഷിക്കുന്നത് ആരാടാ? അമൈലോപ്ലാസ്റ്റ്. ആരാടാ? അമൈലോപ്ലാസ്റ്റ്. രണ്ടാമത്തെ ലൂക്കോപ്ലാസ്റ്റ് ആണ് ആര്? എലയോപ്ലാസ്റ്റ്. എലയോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റും. എലയോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റും. ചില ലൂക്കോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും. പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത് ആരാ? അവനാണ് സാറേ. അവനാരാ? അവന്റെ പേര് അല്യൂറോപ്ലാസ്റ്റ്. എന്താ പേര്? അല്യൂറോപ്ലാസ്റ്റ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത് അമൈലോപ്ലാസ്റ്റ്, ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യുന്നത് എലയോപ്ലാസ്റ്റ്, പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? അല്യൂറോപ്ലാസ്റ്റ്. സെറ്റ് അല്ലേ? എടാ ആ ചാപ്റ്റർ സെറ്റായോ? എന്റെ ചോദ്യം ഇതാ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ 4 മാർക്കും ചോദിച്ച എന്റെ മക്കൾ ഉത്തരം എഴുതുവോടാ? സെറ്റായോ? സെറ്റായെങ്കിലേ അഖിൽ സാറിന് എനർജി കുറവാ, എനർജിക്ക് കുറച്ച് ബൂസ്റ്റ് തന്നെ, തീ ആക്കിയും തന്നെ. എന്റെ നെഞ്ചത്തോട്ട് കുത്തി തീപ്പന്തം കൊണ്ട് എന്റെ നെഞ്ചത്ത് കുത്തിയൊക്കെ നോക്കട്ടെ. തീ ഉണ്ടെങ്കിൽ അഖിൽ സാർ ഓൺ ആകുള്ളൂ. പറയണം, തീ എവിടെ? പടച്ചോനെ, ഇതെന്താണ്? കലപ്പയാ? പിന്നല്ല, തീ വരുന്ന കണ്ടോടാ, തീ അല്ലടാ, നിങ്ങൾ തീക്കട്ടയാടാ. പിന്നല്ല. ലൈഫ് ഈസ് വെരി ഷോർട്ട് നമ്പർ. ചിരിക്കി ഓൾവേസ് ബി ഹാപ്പി. ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. അപ്പൊ നമ്മള് സെൽഫ് സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പഠിച്ചാലോടാ 4 മാർക്കിന്റെ ചാപ്റ്റർ ആടാ. വേഗം വാ മക്കളെ. എടാ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഈ ഫേസുകൾ ഏതൊക്കെയാ മക്കളെ? ഇത് G1 ആണ്. ഇതെന്താ? എസ് ഫേസ് ആയിരിക്കും. ബി ഏതാടാ? G2 ആയിരിക്കും അല്ലെ? G1 S G2. ഈ ചിത്രം നോക്കി വെക്കണം. G1 S G2. G1 എന്താ നടക്കുക? സെല്ല് വളരും, സെൽ ഗ്രോത്ത് നടക്കും. G1 എന്താ പറ്റുക? സെല്ല് വളരും. എസിലാണ് എന്ത് പറ്റുക? DNA 2 ആകുക. അതിനെന്താ വിളിക്കുക? DNA റെപ്ലിക്കേഷൻ. G2 എന്തുണ്ടാക്കുക? പ്രോട്ടീൻ ഉണ്ടാക്കുക, പ്രോട്ടീൻ സിന്തസിസ്. അപ്പം G1 സെൽ ഗ്രോത്ത്, എസിൽ DNA 2 ആകും, G2 പ്രോട്ടീൻ ഉണ്ടാകും, പ്രോട്ടീൻ സിന്തസിസ്. സെറ്റല്ലടാ? സെറ്റല്ലേ? സെൽ ഗ്രോത്ത്, DNA റെപ്ലിക്കേഷൻ, പ്രോട്ടീൻ സിന്തസിസ്. ഓക്കേടാ. അടുത്ത ഈ ചിത്രം കണ്ടിട്ട് പറയടാ, ഏതാ? എ ഏതാ? ബി ഏതാ? പറക്കട്ടെ. എ ഏതാ? എ ഏതാ? ബി ഏതാ? വേഗം പറയടാ. എ ഏതാ സാറേ? ബി ഏതാ സാറേ? പറ. എ ആ മക്കളെ, ക്രോമസോമുകൾ പൊട്ടി 2 അറ്റത്തേക്ക് പോവാ. 2 അറ്റത്തേക്ക് പോവാണെങ്കിൽ ആരാ? അനാഫൈസ. 2 അറ്റത്തേക്ക് പോവാണെങ്കിൽ ആരാ? അനാഫൈസ. 2 പേരും 2 അറ്റത്തേക്ക് പോയിട്ട് 2 ന്യൂക്ലിയസ് ആയി മാറി. 2 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതേത് ഫേസ് ആണ്? ടീലോഫേസ്. അതേതാണ്? ടീലോഫേസ്. അനാഫേസ്, ടീലോഫേസ്. ഓക്കെ അല്ലേ? സെറ്റ് ആണ് സാർ. എ അനാഫേസ്, ബി ടീലോഫേസ്. അടുത്ത മൈറ്റോസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ? പറയടാ. മൈറ്റോസിന്റെ ഉപയോഗങ്ങൾ ഞാൻ പറയാം. മൈറ്റോസിസിൽ എന്ത് മാറില്ല? ക്രോമസോം നമ്പർ മാറില്ല, ചേഞ്ച് ഉണ്ടാകൂല. മൈറ്റോസിസ് നടന്നാൽ അച്ഛന്റെയും മക്കളുടെയും എന്തു മാറൂല? ക്രോമസോം നമ്പർ മാറില്ല. ക്രോമസോം നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ക്രോമസോം നമ്പർ ഫോർ ബോത്ത് പേരന്റ് ആൻഡ് ഡോക്ടർ സെൽ. സെയിം ക്രോമസോം നമ്പർ ഫോർ ബോത്ത് പേരന്റ് ആൻഡ് ഡോക്ടർ സെൽ. എടാ മൈറ്റോസിസ് ആണ് എന്ത് നടത്തുക? സെല്ലിന് വളർച്ച ഉണ്ടാക്കുക. ഒരു സെല്ല് വളരണമെങ്കിൽ അവിടെ ഏതാ നടക്കണ്ടേ? മിയോസിസ് അല്ല. ഏതാ നടക്കണ്ടേ? മൈറ്റോസിസാ. സെല്ലിനെ വളർത്തുന്നത് ആരാണ്? മൈറ്റോസിസാ സാറേ. അടുത്ത സെല്ലിനെ റിപ്പയർ ചെയ്യും, സെല്ലിന്റെ കേടുപാടുകളൊക്കെ വൃത്തിയാക്കും. ആര്? മൈറ്റോസിസ്. അപ്പൊ പറയടാ, ക്രോമസോം നമ്പർ മാറ്റാറില്ല, സെല്ല് ഗ്രോത്ത് നടത്തും, സെല്ല് റിപ്പയർ ആക്കും. സെറ്റാണ് സാർ. എങ്കിൽ പറയടാ, പ്രോഫേസ് 1 സീക്വൻസുകൾ ഏതൊക്കെ? പ്രോഫേസ് 1 ഏതൊക്കെയുണ്ട്? ഞാൻ പറയാം. ഏതാ സാർ? 1 ലെപ്റ്റോട്ടീൻ.
2 സാറേ സൈഗോട്ടീൻ, 3 സാറേ പാക്കറ്റീൻ, 4 സാറേ ഡിപ്ലോട്ടീൻ, 5 സാറേ ഡയാ കൈനസിസ്. ആരൊക്കെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ലിപ്സിക്കിട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സിക്കിട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും, ലിപ്സിക്ക് ലെപ്റ്റോട്ടീൻ സുന്ദ 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 ആരാ? സുന്ദ സുന്ദരി സൈഗോട്ടീൻ, പാക്കറ്റ് ആരാ? പാക്കറ്റീൻ, ദീദി ആരാ? ഒന്ന് ദി ഡിപ്ലോട്ടീൻ, രണ്ടാമത്തെ ദി ആരാ? ഡയാകൈനസിസ്. ലിപ്സിക്കിട്ട സുന്ദരി പാക്കറ്റുള്ള ദീദിയും. പറടാ, ക്രോസിംഗ് ഓവർ എവിടെ വെച്ചാ നടക്കുക? ഈ 5 സ്റ്റേജില് എവിടെ മക്കളെ ക്രോസിംഗ് ഓവർ നടക്കുക? ക്രോസിംഗ് ഓവർ എവിടെ വെച്ച് നടക്കുക? ഈ 5 എണ്ണത്തിൽ എവിടെയാണ് ക്രോസിംഗ് ഓവർ നടക്കുക? ക്രോസിംഗ് ഓവർ നടക്കുക അവിടെ മക്കളെ പാക്കറ്റീൻ. ഓർത്താ മതി, ഈ 5 എണ്ണത്തിൽ സി ക്രോസിംഗ് ഓവർ സി ഉള്ളത് ആർക്ക് മാത്ര? പാക്കറ്റീനല്ലേ? അപ്പൊ പാക്കറ്റീല എന്ത് നടക്കുക? ക്രോസിംഗ് ഓവർ. പിന്നെ അല്ല, ഇതേത് ഫേസാ? ഈ ഫേസ് ക്രോമസോം നടുക്കാണെങ്കിൽ അതേത് ഫേസാ? ക്രോമസോം നടുക്കാണെങ്കിൽ അതാണ് മക്കളെ ഏത് ഫേസ്? മെറ്റാഫേസ്. ക്രോമസോം നടുക്കാണെങ്കിൽ ഏത് ഫേസ? മെറ്റാഫേസ. ഇങ്ങനെ നടുക്ക് നിൽക്കുന്നതിന് വിളിക്കുന്ന പേരെന്താ? നടുക്ക് നിൽക്കുന്നതിന് വിളിക്കുന്ന പേരാ മെറ്റാഫേസ് പ്ലേറ്റ്. ക്രോമസോം നടുക്കാണെങ്കിൽ ആ സ്റ്റേജ് മെറ്റാഫേസ്. ഈ നടുക്ക് നിൽക്കുന്നതിന് എന്താ വിളിക്കുക? മെറ്റാഫേസ് പ്ലേറ്റ് ആണ്. എന്താ വിളിക്കുക? മെറ്റാഫേസ് പ്ലേറ്റ് ആണ്. സെറ്റ് അല്ലേ? സെറ്റാണ്. അടുത്തെങ്കിൽ പറ, മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ എന്താ വിളിക്കുക? മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിനെ എന്താ വിളിക്കുക? ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാ, 1 മാർക്കിന്. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിന് എന്താ വിളിക്കുക? ഇന്റർകൈനസിസ്. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്താണ്? ഇന്റർകൈനസിസ്. പിന്നല്ല എന്റെ മക്കളെ, എല്ലാ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടല്ലോടാ, നിങ്ങൾ പൊളിയാടാ, നിങ്ങൾക്ക് A+ കിട്ടൂടാ, എന്റെ വാക്കാ. എനിക്ക് പറ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. നോക്കേ, ക്രോസിംഗ് ഓവർ എന്ന് കേട്ടാൽ ഏത് സ്റ്റേജാ? പാക്കറ്റീൻ. പാക്കറ്റീനിലാണ് എന്തുണ്ടാകുക? ക്രോസിംഗ് ഓവർ. സിനാപ്സിസ്, ക്രോമസോമുകൾ അടുത്തു വരുന്നതിന് വിളിക്കുന്ന പേരാ സിനാപ്സിസ്. ഇത് എവിടെ വെച്ച നടക്കാന്ന് അറിയാമോടാ? സൈഗോട്ടീൻ. സിമ്പിൾ ആടാ. എടാ, സിനാപ്സിസിൽ വൈ ഇല്ലേ? സൈഗോട്ടീനിലും വൈ ഇല്ലേ? സിമ്പിൾ. പാക്കറ്റീനിൽ സി ഇല്ലേ? അപ്പൊ ക്രോസിംഗ് ഓവറും സി ഇല്ലേ? ഓർത്താ മതി. സിനാപ്സിസ് എവിടെ നടക്കുക? സൈഗോട്ടീൻ. കയാസ്മേറ്റ് ഉണ്ടാകുന്ന എവിടാന്നറിയാമോ? ഡിപ്ലോട്ടീനില്ല. കയാസ്മേറ്റ് എവിടെ ഉണ്ടാകുക? ഡിപ്ലോട്ടീനില്ല. എന്നാൽ കയാസ്മേറ്റ് ഇല്ലാണ്ടാകുന്ന എവിടാ? ഡയാകൈനസിസ്. എടാ കയാസ്മേറ്റ് ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീൻ, ഇല്ലാതാകുന്നതോ ഡയാകൈനസിസ്. സെറ്റ് അല്ലേ? സെറ്റ് ആൻസർ. മക്കളെ, ആനിമൽ സെല്ലില് എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുക? ആനിമൽ സെല്ലിലെ നമ്മുടെ ആനിമൽ സെല്ലിൽ ഇതാരാ? സെൽ മെമ്പറൈന. ആനിമൽ സെല്ലിൽ ഇതാരാടാ? സെൽ മെമ്പറൈന. സെൽ മെമ്പറൈൻ ഉള്ളിലേക്ക് കുഴിയും. ഈ കുഴികൾ കൂട്ടിമുട്ടുമ്പോ 2 സെല്ലാകും. ഈ കുഴികളുടെ പേരെന്താ? ഫറോ. ആനിമൽസിന്റെ സെൽ മെമ്പറൈനുകൾ കുഴിഞ്ഞിട്ടാണ് സൈറ്റോകൈനസിസ് നടക്കുക. കുഴിയുന്നതിന് വിളിക്കുന്ന പേരെന്താ? ഫറോ. 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 അപ്പൊ എന്തുണ്ടാകും? ഫറോ ഉണ്ടാകും. എന്നാൽ പ്ലാന്റ് സെല്ലാണെങ്കിലോ അവിടെ എന്തുണ്ടാകും? സെൽ പ്ലേറ്റ്. ആനിമൽ ആണെങ്കിൽ ഫറോ, പ്ലാന്റ് സെല്ലാണെങ്കിലോ സെൽ പ്ലേറ്റ് ഉണ്ടാകും. ഓക്കെ മക്കളെ, സെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരില് മിയോസിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. എന്തിനാ മിയോസിസ്? മിയോസിസ് എന്ത് ചെയ്യും? ക്രോമസോം നമ്പർ ഹാഫ് ആക്കും. ക്രോമസോം നമ്പറിനെ പകുതിയാക്കുന്നത് കൊണ്ടാ എന്ത് ഇമ്പോർട്ടന്റ് ആയ മിയോസിസ്? സെക്ച്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് നടക്കണം? മിയോസിസ്. കാരണം എന്താ? മിയോസിസ് reduce chromosome number to half. Meiosis reduce chromosome number to half. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ഇത് എഴുതി വെച്ചാൽ മതി. ക്രോമസോം നമ്പർ പകുതിയാക്കും. എത്ര മാർക്കാ? 3 മാർക്ക് സുഖമായിട്ട് കിട്ടൂലേ? അടുത്ത മക്കളെ, മിയോസിസും മൈറ്റോസിസും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? പറക്കേട്ടെ. ഇവിടെ ഉണ്ട് സാറേ എന്ത്? മിയോസിസ്. ഇവിടെ ഉണ്ട് സാറേ എന്ത്? മൈറ്റോസിസ്. എടാ, മിയോസിസിന്റെ വേറൊരു പേരാണ് എന്ത്? റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസിന്റെ വേറൊരു പേരെന്താ? റിഡക്ഷൻ ഡിവിഷനാ. മൈറ്റോസിസിന്റെ വേറൊരു പേരെന്താടാ?
മൈറ്റോസിന്റെ പേരെന്താ പറ, വേഗം പറ. മൈറ്റോസിന്റെ വേറൊരു പേരെന്താ? എടാ മിയോസിന്റെ വേറൊരു പേര് റിഡക്ഷൻ ഡിവിഷൻ. എങ്കിൽ മൈറ്റോസിന്റെ പേരെന്താ? വേഗം പറ, വേഗം പറ, വേഗം പറ, വേഗം പറ, വേഗം പറ. മൈറ്റോസിന്റെ പേരെന്താ? മൈറ്റോസിന്റെ പേരെന്താ? വേഗം പറ. ഇക്വേഷണൽ ഡിവിഷൻ. മിയോസിസ് റിഡക്ഷൻ ഡിവിഷനാ, പക്ഷെ മൈറ്റോസിസ് എന്താ? ഇക്വേഷണൽ ഡിവിഷനാ. അല്ലേടാ? അല്ലേ? ആണ് സാർ. എടാ മിയോസിസിലെ ഒരു സെല്ല് എത്ര ആയിട്ടാ മാറുക? 4 സെല്ലായിട്ടാ. മിയോസിസിലെ ഒരു സെൽ എത്ര ആയിട്ട് മാറും? 4 സെല്ലായിട്ട്. എന്നാൽ മൈറ്റോസിസിലോ ഒരു സെൽ എത്ര ആയിട്ടാ മാറുക? 2 സെല്ലായിട്ടാ. ഒരു സെല്ല് 4 ആയാൽ മിയോസിസ്, ഒരു സെല്ല് 2 ആയാലോ മൈറ്റോസിസ്. അല്ലേ? ആണ്. എടാ മിയോസിസിലെ അച്ഛന്റെ ക്രോമസോം നമ്പർ 46 ആണെങ്കിൽ ഉണ്ടായ 4 മക്കൾക്കും പകുതിയെ കാണൂ. 23, 23, 23. ഇങ്ങനെ ക്രോമസോം നമ്പർ അച്ഛന്റെയും മക്കളുടെയും പകുതിയായാൽ അത് മിയോസിസ്. എടാ മൈറ്റോസിസിലെ ക്രോമസോം നമ്പർ അച്ഛന്റെ 46 ആണെങ്കിൽ ഉണ്ടാകുന്ന 2 മക്കൾക്കും എത്ര തന്നെ? 46. ക്രോമസോം നമ്പർ ഒട്ടും കുറയാത്തതാണ് എന്ത്? മൈറ്റോസിസ്. ക്രോമസോം നമ്പർ സെയിം ആണെങ്കിൽ അതെന്താ? മൈറ്റോസിസാ. പകുതിയാണെങ്കിൽ എന്താ? മിയോസിസാ. സെറ്റ് അല്ലേ? സെറ്റാ. എടാ മിയോസിസ് നടക്കുന്ന ഏത് സെല്ലിലാ? റീപ്രൊഡക്റ്റീവ് സെല്ലില. എന്നാൽ മൈറ്റോസിസ് നടക്കുന്ന ഏത് സെല്ലില? സൊമാറ്റിക് സെല്ലില. മിയോസിസ് നടക്കുന്നത് റീപ്രൊഡക്ഷൻ നടക്കേണ്ട സെല്ലില. എന്നാൽ മൈറ്റോസിസോ സൊമാറ്റിക് സെല്ലില നടക്കുക. ഒന്ന് റീപ്രൊഡക്ഷൻ, ഒന്ന് എന്താ ഏത് സെല്ലാടാ? സൊമാറ്റിക്. പറ മക്കളെ, എന്താണ് സിൻസീഷ്യം? പറക്കട്ടെ, എന്താണ് സിൻസീഷ്യം? ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് 2 മാർക്കിന്. എന്താണ് സിൻസീഷ്യം? പറടാ, പറടാ. എന്താ സിൻസീഷ്യം? എടാ ഒരു സെല്ലില് ഒരുപാട് ന്യൂക്ലിയസ് കാണുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഒരു സെല്ലിൽ ഒരുപാട് ന്യൂക്ലിയസ് കാണുക. മോർ ദാൻ 1 ന്യൂക്ലിയസ് ഇൻ എ സെൽ. പറടാ, വേഗം ടൈപ്പ് ചെയ്യ്, എല്ലാവരും ടൈപ്പ് ചെയ്യ്. എന്താ സിൻസീഷൻ? മോർ ദാൻ 1 ന്യൂക്ലിയസ് ഇൻ എ സെൽ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഒരുപാട് ന്യൂക്ലിയസ് കാണുക. ആരിലെ? ഒരൊറ്റ സെല്ലിലെ. ഇതിന് എക്സാമ്പിൾ ആ മക്കളെ തേങ്ങാവെള്ളം. തേങ്ങാവെള്ളത്തിന്റെ പേരെന്താ? എൻഡോസ്പോം. നമ്മൾ തേങ്ങാവെള്ളത്തിലെ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ ഉണ്ട്. അപ്പൊ സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ന്യൂക്ലിയസ്. ഇതിന് എക്സാമ്പിൾ ആരാ? എൻഡോസ്പോം. സെറ്റ് അല്ലേടാ? സെറ്റ് ആയിരുന്നോ മക്കളെ? ഇത്രയും ചോദ്യം മതിയടാ. ഇപ്പോഴും ഞാൻ പറയാ, ക്രോസിംഗ് ഓവർ എവിടെ? കയാസ്മേറ്റ് എവിടെ ഉണ്ടാകും? സിനാപ്സിസ് എവിടെ നടക്കുക? ക്രോമസോം എപ്പോഴാണ് വ്യക്തമായി കാണുക? അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ആ സെൽ സൈക്കിൾ അടയാളപ്പെടുത്താനൊക്കെ പഠിക്കൂലേ? സെറ്റ് ആണ്. എടാ ഈ ചാപ്റ്റർ സെറ്റ് ആണോ? 4 മാർക്ക് ചോദിച്ചാൽ എന്റെ മക്കൾ പറയോ? 4 മാർക്കും ചോദിച്ചാൽ എന്റെ മക്കൾ പറയോ? സെറ്റ് ആണെങ്കിൽ അഖിൽ സാറിനെ ഒന്ന് പവറാക്കിക്കടാ. അഖിൽ സാറിനെ ഒന്ന് പവറാക്കടാ. സെറ്റുമസ്. ജീപ്പ് വെള്ളം, താറ വെള്ളം. ഞാൻ റെഡിയാ വരുന്നേ, എക്സാമാണ് തലകിൽ വരുന്നേ. ഫിയറാണ്, പവറാണ്. എന്താ മോനെ പവറാക്കാൻ ഞങ്ങളില്ലേ? കൂടെ പോര്. ഞാൻ ടങ്ങ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് അടുത്ത ബിലാൽ സാർ കയറും ഈ ചാപ്റ്ററിന് ശേഷം. ഏതാടാ? ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. 6 മാർക്ക. ഇവനും റെസ്പിറേഷനുമാണ് നിങ്ങൾക്ക് ടഫ് അല്ലേ? ഇപ്പൊ സെറ്റാക്കി സാറാടാ. വേഗം വാ, പോരടാ. മസിൽ കയറുകൊണ്ടാന്ന് അറിയില്ല. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. എന്താണ് ഫോട്ടോസിന്തസിന്റെ ഉപയോഗങ്ങള്? എന്തിനാടാ ഫോട്ടോസിന്തസിസ് നടക്കണേ? 2 മാർക്കും ചോദിക്കും. ഫോട്ടോസിന്തസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ? പറക്കട്ടെ. എടാ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോ എന്ത് കിട്ടും? പ്രൊവൈഡ് ഓക്സിജൻ. ഫോട്ടോസിന്തസിസ് എന്ത് തരുമടാ? ഓക്സിജൻ തരും. എടാ ഫോട്ടോസിന്തസിസ് എന്ത് കൂടെ തരുമടാ? ഗ്ലൂക്കോസ് തരും. ആ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആരാ? ഫുഡാണ്. ഓക്സിജൻ വേണമെങ്കിലോ ഫുഡ് വേണമെങ്കിലോ എന്ത് നടക്കണമടാ? ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് എന്താ? പ്രൊവൈഡ് ഓക്സിജൻ, പ്രൊവൈഡ് ഫുഡ്. പ്രൊവൈഡ് ഓക്സിജൻ, പ്രൊവൈഡ് ഫുഡ് അല്ലേ? അടുത്ത പറ. ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കണ്ടുപിടിച്ചത് ആരാ? ഇത് പറയുന്നവൻ കിടുവാടാ. ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കണ്ടുപിടിച്ചത് ആരാ? വന്നിട്ടാങ്കടാ. എടാ ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കണ്ടുപിടിച്ചത് ആരാ? ഏഞ്ചലൂട്ടൻ. മാലാക മനുഷ്യനാ. മാലാകെ പോലെ ഭൂമിയിലേക്ക് വന്നവൻ. ആക്ഷനും അബ്സോർപ്ഷനും കണ്ടുപിടിച്ചത് ആരാ? ഏഞ്ചൽ മാനാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ.
ഈ കാണിച്ചിരിക്കുന്നത് ഫോട്ടോസിസ്റ്റമാ. ഫോട്ടോസിസ്റ്റത്തിന്റെ റിയാക്ഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏത് പിഗ്മെന്റാ? ഫോട്ടോസിസ്റ്റത്തിലെ റിയാക്ഷൻ സെന്റർ ആരാടാ? റിയാക്ഷൻ സെന്റർ അവനാടാ. ആരാടാ? ക്ലോറോഫിൽ എ. ഒരു ഫോട്ടോസിസ്റ്റത്തില് നടുക്കിയിരിക്കുന്നത് ആരാ? റിയാക്ഷൻ സെന്റർ. അവൻ ആരാ? ക്ലോറോഫിൽ എ. ചില പിഗ്മെന്റുകള് ഇങ്ങനെ സൈഡിലിരിക്കും. സൈഡിലിരിക്കുന്ന പിഗ്മെന്റുകൾ ആരാ? ആക്സസറി പിഗ്മെന്റ്. ഈ ആക്സസറി പിഗ്മെന്റുകൾ ആരൊക്കെയാ? ക്ലോറോഫിൽ ബി ആകാറുണ്ട്, സാൻഡോഫിൽ ആകാറുണ്ട്, പിന്നെ ആരാ? കരോട്ടീൻ. ഇവരൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാ? ആക്സസറി പിഗ്മെന്റ്. ക്ലോറോഫിൽ എ ആരാ? റിയാക്ഷൻ സെന്റർ. ഈ സൈഡിൽ ഇരിക്കുന്ന ആക്സസറി പിഗ്മെന്റ് ആരൊക്കെയാ? ക്ലോറോഫിൽ ബി ഉണ്ട് സാറേ, സാൻഡോഫിൽ ഉണ്ട് സാറേ, കരോട്ടീൻ ഉണ്ട് സാറേ. ഈ എന്താണ് ഈ ആക്സസറി? ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ആക്സസറി പിഗ്മെന്റുകളുടെ പണി. ആക്സസറി പിഗ്മെന്റാ മക്കളെ ആരെ പ്രൊട്ടക്ട് ചെയ്യുക? റിയാക്ഷൻ സെന്ററിനെ. അപ്പൊ ഒന്നാമത്തെ എന്താ? പ്രൊട്ടക്ട് റിയാക്ഷൻ സെന്റർ. ആക്സസറി പിഗ്മെന്റിന്റെ പണി എന്താടാ? പ്രൊട്ടക്ട് റിയാക്ഷൻ സെന്റർ. രണ്ട് എന്താ ഇവരുടെ പണി? എന്താ അറിയാമോ? ലൈറ്റിനെ വലിച്ചെടുക്കുക, റിയാക്ഷൻ സെന്ററിന് കൊടുക്കുക. ലൈറ്റിനെ വലിച്ചെടുക്കുക, റിയാക്ഷൻ സെന്ററിന് കൊടുക്കുക. ലൈറ്റിനെ വലിച്ചെടുക്കുക, റിയാക്ഷൻ സെന്ററിന് കൊടുക്കുക. അപ്പൊ എന്താ പറ്റുക പറ? ഇവര് റിയാക്ഷൻ സെന്ററിനെ പ്രൊട്ടക്ട് ചെയ്യും. രണ്ടെന്താ? ഇവർ ലൈറ്റ് വലിച്ചെടുക്കും, എന്നിട്ട് റിയാക്ഷൻ സെന്ററിന് കൊടുക്കും. ലൈറ്റ് അബ്സോർബ് ആൻഡ് ട്രാൻസ്മിറ്റ് ടു റിയാക്ഷൻ സെന്റർ. അബ്സോർബ് ആൻഡ് ഗീവ് ഇറ്റ് ടു റിയാക്ഷൻ സെന്റർ. അബ്സോർബ്, ഗീവ് ഇറ്റ്, അബ്സോർബ്, ഗീവ് ഇറ്റ്, അബ്സോർബ്, ഗീവ് ഇറ്റ്. സെറ്റ് അല്ലേ? സെറ്റ് ആണ് സാർ. എടാ റുബിസ്കോ രണ്ട് പ്രോസസ്സില് ഉണ്ട്. ആ പ്രോസസ് ഏതൊക്കെയാ? റുബിസ്കോ ഉള്ള ഒന്നാമത്തെ പ്രോസസ്സാണ് ഏത്? കാൽവിൻ സൈക്കിൾ. റുബിസ്കോ നടത്തുന്ന ഒന്നാമത്തെ, റുബിസ്കോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോട്ടീനാ റുബിസ്കോ. റുബിസ്കോ നടത്തുന്ന ഒന്നാമത്തെ പ്രോസസ് ഏതാ? കാൽവിൻ സൈക്കിൾ. രണ്ടാമത്തെ പ്രോസസ്സാണ് ഏത്? ഫോട്ടോ റെസ്പിറേഷൻ. റുബിസ്കോ നടത്തുന്ന രണ്ട് പ്രോസസ്, ഒന്ന് കാൽവിൻ സൈക്കിൾ, രണ്ടാരാ? ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ. In which process chloroplast is alone used as cell organelle? ഏത് പ്രോസസ്സിനാ ക്ലോറോപ്ലാസ്റ്റ് വേണ്ടേ? ഫോട്ടോസിന്തസിസിന്. ഏത് പ്രോസസ്സ് നടത്താനാ ക്ലോറോപ്ലാസ്റ്റ് വേണ്ടേ? ഫോട്ടോസിന്തസിസിന്. അല്ലേടാ? അല്ലേ? പിന്നെ അല്ല. ഈ ചിത്രം കണ്ടിട്ട് പറ, ഈ കാണുന്ന ആളാരാ? ഈ ചുമന്ന കട്ടയാരാ? ഈ ഡി ആണ് മക്കളെ. ആര്? സ്റ്റാർച്ച് ആണത്. കണ്ടോ? വേണ്ട, ഈ ക്ലോറോപ്ലാസ്റ്റ്, ഈ കാണുന്ന ചുമപ്പാരാ? സ്റ്റാർച്ചിന്റെ കൂട്ടമാ, സ്റ്റാർച്ച് ഗ്രാന്യൂൾസാ. ഈ കാണുന്ന സി, ഈ സ്ഥലം, ഈ സി ആരാ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ സ്ഥലം, അതാരാ? സ്ട്രോമ. ഈ കാണുന്ന സ്ഥലമാണ് ആര്? സ്ട്രോമ. ഈ കാണുന്ന ബി, ഇയാളാരാ? ബി ആരാ? ഒരുപാട് നാണയങ്ങളുടെ കൂട്ടം. ബി ആണ് ആര്? ഗ്രാന. എ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പാണ്, ഈ കാണുന്ന പൈപ്പ്. ഈ പൈപ്പിന്റെ പേരാണ് എന്ത്? സ്റ്റോമാ ലാമല്ല. എ ആരാ? സ്റ്റോമാ ലാമല്ല. എ സ്റ്റോമാ ലാമല്ല. ബി ഗ്രാന. സി സോമ. പിന്നെ ആ ചുമപ്പാരാ? സ്റ്റാർച്ചിന്റെ കട്ട, സ്റ്റാർച്ച് ഗ്രാന്യൂൾ. സെറ്റല്ലേ? സെറ്റല്ലേ? പിന്നെ അല്ല മക്കളെ. ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിന് പറയടാ. ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? ലൈറ്റ് ആൻഡ് ഡാർക്ക് നമ്മളെ വ്യത്യാസം എന്താ? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയില, പക്ഷെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടാടാ? സ്ട്രോമയില. ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയില്, ഡാർക്ക് റിയാക്ഷൻ എവിടെ വെച്ച് നടക്കുക? സ്ട്രോമയില്. ലൈറ്റ് റിയാക്ഷനിൽ എന്തുണ്ടാകും? ATPയും NADPH2. എന്തൊക്കെ ഉണ്ടാകുക? ATPയും NADPH. എന്നാൽ ഡാർക്ക് റിയാക്ഷനിൽ എന്താ ഉണ്ടാകുക? അവിടെ ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് ആണ്. ലൈറ്റ് ഗ്രാനയില്, ഡാർക്ക് സ്ട്രോമയില്. ലൈറ്റ് ഉണ്ടാകുന്നത് ATPയും NADPH2. ഡാർക്കിൽ എന്താ ഉണ്ടാകുക? ഗ്ലൂക്കോസ് ഉണ്ടാകുക. സെറ്റല്ലേ? സെറ്റല്ലേ? ഇത് മണി പോലെ എഴുതി വെക്കണം കേട്ടോ. പിന്നെ 2 മാർക്ക് നമുക്ക് അടിച്ചെടുത്തോണ്ട് പോവാണ്. സെറ്റ്. അടുത്ത പറ. സൈക്ലിക്കും നോൺ സൈക്ലിക് നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് നമ്മളെ വ്യത്യാസം എന്താ? ഞാൻ പറഞ്ഞുതരാം സാറേ. സൈക്ലിക് എവിടെ നടക്കുക? സൈക്ലിക് എവിടെ വെച്ച് നടക്കുക? സൈക്ലിക്ക് നടക്കുന്നത് അവിടാണ് മക്കളെ. എവിടെ? സ്റ്റോമ ലാമല്ലയില്. സൈക്ലിക്ക് എവിടെ നടക്കുക? സ്റ്റോമ ലാമല്ലയില. നോൺ സൈക്ലിക്ക് എവിടെ നടക്കുക? നോൺ സൈക്ലിക്ക് നടക്കുന്ന എവിടാണ്? തൈലക്കോടില, തൈലക്കോട് മെമ്പ്രെയിനില. സൈക്ലിക്ക് സ്റ്റോമ ലാമല്ലയില. നോൺ സൈക്ലിക്ക് എവിടെ വെച്ച് നടക്കുക? തൈലക്കോട് മെമ്പ്രെയിനില. സൈക്ലിക്കില് PS1 മാത്രം മതി, എന്നാൽ നോൺ സൈക്ലിക്കിലോ PS1ഉം PS2ഉം വേണം. സൈക്ലിക്ക് PS1, നോൺ സൈക്ലിക്ക് PS1ഉം PS2ഉം വേണം.
സൈക്ലിക്കില് ATP മാത്രമേ ഉണ്ടാകൂ, നോൺ സൈക്ലിക്കിലോ ATP ഉണ്ടാകും, NADPH2 ഉണ്ടാകും, രണ്ടും ഉണ്ടാകും നോൺ സൈക്ലിക്കില്. സൈക്ലിക്കില് വാട്ടർ സ്പ്ലിറ്റ് ആകൂല, എന്നാൽ നോൺ സൈക്ലിക്കിലോ വാട്ടർ എന്താകും? സ്പ്ലിറ്റ് ആകും. വാട്ടർ സ്പ്ലിറ്റ് ആകില്ല സൈക്ലിക്കില്, വാട്ടർ സ്പ്ലിറ്റ് ആകും എവിടെ? നോൺ സൈക്ലിക്കില്. സെറ്റ് അല്ലേ? സെറ്റാണ് സാർ. മക്കളെ, ഈ തന്നിരിക്കുന്ന ചിത്രം ഞാൻ വരാൻ ചാൻസ് ഉള്ള ചിത്രമാ. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചിത്രം തന്നാൽ പറയണം ഇതെന്താ? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഈ തന്നിരിക്കുന്ന എന്താ? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഈ തന്നിരിക്കുന്ന കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് കേട്ടോ. ഇപ്പൊ ഓർത്തോണം കേട്ടോ. ഈ തന്നിരിക്കുന്ന കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ആകുന്ന കാരണം കുറെ H+ ഉണ്ടാകണേ. NAD+ ഇതാരാ? എന്തായിട്ടാ മാറുക? NADPH2. അപ്പൊ 1 NADPH2. 2 ഇത് F0 അപ്പം ഇയാൾ ആരാ? F1. F0 F1 ചേർന്ന ATP സിന്തേസ് F1. 3 ആരാ? 3 ADP ആണ്. ADP ആണ് എന്തായിട്ട് മാറുക? ATP. അപ്പൊ 1 NADPH2, 2 ആരാ? F1, 3 ADP, 4 ATP. സെറ്റ് അല്ലേ? സെറ്റ് ആണ് സാർ. എടാ ഇനി കാൽവിൻ സൈക്കിൾ കണ്ടോ? ഇതാണ് കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? കാർബോക്സിലേഷൻ. ഇത് കാർബോക്സിലേഷൻ. ഈ സ്റ്റെപ്പ് ഏതാ? 3. രണ്ടാമത്തെ റിഡക്ഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാടാ? റീജനറേഷൻ. CRR. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാൽവിൻ സൈക്കിളിലെ ഓർത്ത് വെക്കണം കേട്ടോ. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഏത് പാത്വേ? ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഈ തന്നിരിക്കുന്നത് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണം അതിലെ സ്റ്റെപ്പുകള്. ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. കാൽവിൻ സൈക്കിളിലെ 3 സ്റ്റെപ്പ് പോലെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേയില് 1, 2, 3, 4, 5 സ്റ്റെപ്പ് ഉണ്ട്. 5 സ്റ്റെപ്പുകളുടെ പേര് എഴുതാൻ ചോദിക്കും. ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, പിന്നെ റീജനറേഷൻ. എടാ ഈ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ നടക്കണമെങ്കിൽ ഈ സെല്ല് വേണം. ഈ സെല്ലിന്റെ പേരാണ് എന്ത്? മീസോഫിൽ സെൽ. ഈ സെല്ലിന്റെ പേരാണ് എന്ത്? ബണ്ടിൽ ഷീത്ത് സെൽ. ഈ 2 സെല്ലും ഇങ്ങനെ നിൽക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ക്രാൻസ് അനാട്ടമി. എന്താ വിളിക്കുക? ക്രാൻസ് അനാട്ടമി. സെറ്റ് അല്ലേ? സെറ്റാ. ഫോട്ടോ റെസ്പിറേഷൻ എന്താ? ഫോട്ടോ റെസ്പിറേഷൻ എന്താന്ന് ഓർമ്മ ഉണ്ടല്ലോ? ഫോട്ടോ റെസ്പിറേഷനിൽ ATP ഉണ്ടാകൂല, ഷുഗർ ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്തെന്ന് വിളിക്കണേ? വേസ്റ്റ് പ്രോസസ്. അത് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. G3 C4 നമ്മളെ വ്യത്യാസങ്ങൾക്ക് ഓർക്കണം. G4 നല്ല ടെമ്പറേച്ചറിൽ നിൽക്കും. ക്രാൻസ് അനാട്ടമിന്റെ നല്ല ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അതുകൊണ്ട് C3നേക്കാൾ നല്ലത് ഏതാ? G4. അത് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് ഫാക്ടറുകളാണ്. ഫാക്ടർ ഓർമ്മയുണ്ടല്ലോ ഫോട്ടോസിന്തസിസിൽ ഏതൊക്കെയാ? ക്ലോറോഫിലിന്റെ എമൗണ്ട്, മീസോഫിലിന്റെ നമ്പർ, സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, വാട്ടർ. ഇത് നാളെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താ ഫോട്ടോസിന്തസിസിന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? ഇത് ഓരോന്നും എഴുതി വെക്കണം കേട്ടോ. സെറ്റ് അല്ലേ? തീരെ ടൈം ഇല്ലാന്നറിയാം. ഞാൻ എന്ത് ചെയ്തു? വേഗം നമ്മുടെ ബിലാൽ സാറിനെ വേഗം വിളിക്കാം. ഈ ക്വസ്റ്റ്യൻസും ഇത് ഓരോന്നും കടന്നു പോകണം കേട്ടോ. ഇത് ഓരോ നോക്കി അതേ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് വേണ്ട സുവോളജി സാർ വന്നേക്ക്. ബിലാൽ സാറ് നേരെ കയറി വന്നിക്കണ്. ബാ മക്കളെ വേഗം വേഗം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ഗായ്സ്, ഹലോ. അപ്പോ അഖിൽ ജി സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അഖിൽ സാറ് വീണ്ടും വരും. അഖിൽ സാറ് വീണ്ടും അടിപൊളിയായിട്ട് ദേണ്ട അടുത്ത ചാപ്റ്ററുകളുമായിട്ട് വരും. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ സോളജി ചാപ്റ്ററുകളിലേക്ക് പോകണം അല്ലെ? കുറച്ച് സോളജി ചാപ്റ്റേഴ്സിന് ശേഷം നമുക്ക് വീണ്ടും സോളജിയിലേക്ക് വരാം. സോ ഗായ്സ് സെറ്റ് ആയിട്ട് നിന്നോളൂ. നമ്മൾ നേരെ നമ്മുടെ സോളജിയിലെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കിന് നമ്മളോട് ചോദ്യം ചോദിക്കുന്ന കുറച്ച് ചാപ്റ്ററുകളാണ് നമ്മുടെ ആനിമൽ കിങ്ഡം, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസ് അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻ ഓർഡറിലൊന്നുമല്ല. അപ്പൊ ഓർഡറിൽ ഞാൻ ആഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകൾ എന്തായാലും അതിന്റെ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകണം. ആൻഡ് ലുക്ക് അറ്റ് ഹിയർ, ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നോക്ക്, നമ്മൾ ശരിക്കും ലൈക്ക് ലുക്ക്, നിങ്ങൾ എഡ്യൂപോർട്ടിനെ ശരിക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഫാൻസിന്റെ പവർ നമുക്ക് ഇന്ന് കാണിക്കണം മക്കളെ. ഓക്കെ, സോ എല്ലാവരും തന്നെ ആദ്യം പോയിട്ട് ഒരു പണി ചെയ്യും. ഒരു മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. എല്ലാവരും പെട്ടെന്ന് പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേ നമ്മുടെ ലൈവിന്റെ ലിങ്കും അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടേ കൊണ്ടുപോയിട്ട്. ഓക്കെ, വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എവ്രിവർ നോക്ക്. എന്നിട്ട് മതി, നമുക്ക് നാളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ ഉറപ്പായിട്ട് സെറ്റ് ആയിട്ട് നമ്മൾ വാങ്ങി തരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എഡ്യൂപോർട്ടിന്റെ ഫാൻസിന്റെ
പവർ കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് നമ്മുടെ ലിങ്ക് ഇട്ട മക്കളെ, നമുക്കിന്ന് മാക്സിമം നമുക്ക് ഇന്നത്തെ ദിവസം കേരളക്കരയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് ലൈവായിട്ട് എജുപോർട്ടിന്റെ ലൈവിനെ മാറ്റണം. എന്നിട്ട് നാളെ നമുക്ക് പറയണം ഞങ്ങൾ ലൈവിന് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം വന്നത് എന്ന് എല്ലാവരോടും പറയണം. ഓക്കെ, സോ സാർ ഹായ് തരുമെന്ന് പറഞ്ഞിട്ട് അർച്ചന ഹായ്, അർച്ചനയുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഹായ്. സോ കമോൺ ഗൈസ്, നമുക്ക് സെറ്റ് ആക്കണം. സോ എല്ലാവരും കൊണ്ട് ഇത് കുറച്ച് ഒന്നിട്ട് വന്ന മക്കളെ, സാർ ഇത്തിരി മോട്ടിവേഷൻ തരുമോ പ്ലീസ്? യെസ്, ഞാൻ ആദ്യമേ മോട്ടിവേഷൻ തരാൻ പോവാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മോട്ടിവേഷൻ, ദർ ആർ സം റിയാലിറ്റീസ് അല്ലെ. ഞങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച 1-2 കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ അതിന്റെ പേരിൽ നിങ്ങളുടെ സമയം പോയാലും പേടിക്കണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ അതിന് മൊത്തം നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരുപാട് സമയം ഇരുന്ന് സെറ്റ് ചെയ്ത സ്ലൈഡാണ് ഇതിനു വേണ്ടി മാത്രം. ഓക്കെ, സോ ഗൈസ് എല്ലാവരും കൊണ്ടുപോയിട്ട് ഒന്ന് കമന്റ് ഇട്ടില്ല, ഒന്ന് ഷെയർ ചെയ്തിട്ട് കുറച്ച് സ്റ്റാറ്റസ് കൊണ്ടുപോയിട്ട്. ഓക്കെ, ഒരു നല്ല പടമൊക്കെ വന്നിട്ട്. ഓക്കെ, അപ്പൊ ബിലാൽ സാർ ലൈവ് എടുത്തോണ്ടിരിക്കാന്നൊക്കെയുള്ള ഒരു സ്റ്റാറ്റസ് ഒക്കെ പോട്ടെ. ഓക്കെ മക്കളെ, അപ്പൊ ശരി, കം ഹിയർ ആൻഡ് ലുക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. സോ മക്കളെ നോക്കടാ, എക്സാം ഫിയർ അല്ലെ, ദാറ്റ്സ് അവർ പ്രോബ്ലം. നാളെ എക്സാം ആണ്, എനിക്കറിയാം നാളെ എക്സാം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാമിന്റെ വലിയ പേടി നമുക്കുണ്ടാവും. എന്തൊക്കെയാ ശരിക്കും 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. 2 കാര്യം ഒക്കെ എങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞിട്ട്, പക്ഷെ അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എന്താണ് നമ്മുടെ ശരിക്കും എക്സാമിന്റെ ഫിയർ? യെസ്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊന്നും ഓർമ്മയില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല. സാറേ ഭയങ്കര പേടിയാണ്, ഞങ്ങൾ ഇന്ന് മാത്സ് എഴുതി, കെമിസ്ട്രി എഴുതി, ഇനി ബയോളജി ഉണ്ട്, ഞങ്ങൾ കുത്തിയിരുന്ന് +2ന്റെ ഇടയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മാർക്ക് കൂടുമോ ഇല്ലേ എന്നുള്ള പേടിയാണ് അല്ലെ. അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ചത് തന്നെ ചോദിക്കോ, പഠിക്കാത്ത ഒരുപാട് വരൂലേ, അങ്ങനത്തെ പേടിയാണ്. ഇനിയോ മാർക്ക് കുറഞ്ഞ ഫ്രണ്ട്സ് കളിയാക്കൂലേ, ടീച്ചർമാർ എന്തെങ്കിലും കരുതൂലേ, ബാക്കിയുള്ളവർ കളിയാക്കൂലേ, ഇങ്ങനത്തെ ഒക്കെ പേടികളല്ലേ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ, പലസ്തീൻ ഇസ്രായേലിന്റെ ഇടയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നും ഇന്നലെയും ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ച യൂട്യൂബിൽ ഒരുപാട് ഇന്റർനാഷണൽ ന്യൂസ് ചാനൽസിന്റെ വീഡിയോസ് കണ്ടിട്ടാ. എത്രയോ പിഞ്ചു കുട്ടികൾ, നമ്മുടെ ഒന്നും പ്രായമില്ലാത്ത അത്രയും നിഷ്കളങ്കരായ, ലോകത്തെ മനുഷ്യർ തമ്മിലുള്ള ശത്രുത എന്താന്ന് പോലും അറിയാത്ത അത്രയും കുഞ്ഞു മക്കള്, എത്ര മക്കള് എന്താ പറയുക, എല്ലും തോലും അടക്കം കാണുന്ന രീതിയിൽ ഇഞ്ചേർഡ് ആയിട്ട് കൊല്ലപ്പെട്ട ചിത്രം ഞാൻ ഒരുപാട് കണ്ടു. ഞാൻ ഇന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ച സമയത്ത് നോക്കൂ, ലോകത്ത് ഒരു ദിവസം 22,000 കുട്ടികൾ പട്ടിണി മൂലം മരണപ്പെടുന്നുണ്ട്. നോക്കൂ, യുദ്ധങ്ങളുടെയും മറ്റും പേരിൽ മരണപ്പെടുന്നതിന് പുറമെ പട്ടിണി മൂലം ലോകത്ത് 22,000-ലധികം പേര് മരണപ്പെടുന്നുണ്ട്. നോക്കൂ, കുട്ടികൾ ഓരോ ദിവസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് നമുക്ക് എന്തിനാ കുറവുള്ളത്? നമുക്ക് ഭക്ഷണമുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, നമുക്ക് ക്ലാസ് കാണാനും എല്ലാ സൗകര്യവും ഉണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാന്യമായിട്ട് ജീവിക്കാനും നാളത്തെ ദിവസത്തെ സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ള ആ ഒരു കാര്യം പോലും നിഷേധിക്കപ്പെടുന്നവരാണ് ഈ ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും. അപ്പൊ അവർക്കിടയിൽ നോക്കൂ, നാളെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് ഒരുറപ്പുമില്ലാതെ ബോംബുകൾ വീഴുന്നതിനിടയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുള്ള ഈ ലോകത്ത് നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്രത്തോളം മനോഹരമായ ജീവിതമാണ് നമുക്ക് കിട്ടിയുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഒരു എക്സാമിൽ മാർക്ക് കുറയുന്നു, എക്സാമിൽ കുറയില്ല, എക്സാം ഞാൻ ഫുൾ മാർക്ക് വാങ്ങിത്തരും, പക്ഷെ എക്സാമിൽ മാർക്ക് കുറയുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ എന്തെങ്കിലും പറയുമോ എന്നുള്ള ചിന്തകളോ, ഇതൊന്നും നമ്മളെ നയിക്കേണ്ടുന്ന കാര്യങ്ങളെ അല്ല. ജീവിതം വളരെ വിശാലമാണ്, നമുക്ക് ഒരുപാട് ഇനിയും എക്സാമുകൾ വരാനുണ്ട്. ഈ എക്സാമിൽ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിയാലും ഇല്ലെങ്കിലും നമുക്ക് ജീവിതം ഒരുപാട് കിടക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു +1 എക്സാമോ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമോട് കൂടി അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ള കൃത്യമായ ബോധ്യം എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാവണം. ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് ലക്കിയാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾ ഇത്തരം ഫിയറുകളെ, നമുക്ക് എന്ത് ചെറിയ കാര്യങ്ങളാ, ടീച്ചർ എന്തെങ്കിലും വിചാരിക്കും, ലോകത്ത് ഒരാളും നിങ്ങളെ പറ്റി ഒന്നും വിചാരിക്കൂല. നിങ്ങളെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് മാത്രമാണ് നിങ്ങൾ. ആൻഡ് ബി ഓൺ ദ പോസിറ്റീവ് സൈഡ്. നമുക്ക് ഒറ്റ കാര്യം കൂടി പറയാം, നമ്മൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ തോന്നല, എക്സാം എടുക്കുമ്പോൾ ഞാനടക്കം നമുക്ക് എല്ലാവർക്കും തോന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. ദാറ്റ് ഈസ് ഫ്രം ദാറ്റ് ഫിയർ. ആ ഒരു പേടിയാണ്. കാരണം എന്താണെന്നറിയോ, എക്സാം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ധാരാളം അഡ്രിനാലിൻ വരും. ഹാവ് യു ഹിയർഡ് അബൌട്ട് സ്ട്രെസ് ഹോർമോൺസ് അല്ലെ, എമർജൻസി ഹോർമോൺസ്, അഡ്രിനാലിൻ വരും. ഈ അഡ്രിനാലിന് നമ്മൾ ഭയങ്കരമായിട്ട് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഈ സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും നന്നായിട്ട് ആ സ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ, എക്സാം ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നേരിടാൻ വേണ്ടി നമ്മളെ സെറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മളെ റിലാക്സ് ആക്കി ഇരുത്താത്തത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ് 98% നിങ്ങൾക്ക് അറിയുന്ന 2% കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയാത്തതുള്ളൂ. സത്യമായിട്ടും നമുക്ക് തോന്നുകയാണ് എന്ത്, നമുക്കൊന്നും അറിയില്ല എന്നുള്ളത് ആ അഡ്രിനാലിൻ റഷ് കാരണം നമുക്ക് തോന്നുക. കാരണം എന്താ, അങ്ങനെ തോന്നിയാലേ നമ്മൾ വർക്ക് ചെയ്യുകയുള്ളൂ. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി തോന്നുന്ന നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസം മാത്രമാണ് എന്റെ കുട്ടിയൊക്കെ ഒന്നും അറിയില്ല, ഒന്നും
ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി എന്നൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമുക്ക് നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് എത്ര ലൈവ് എജുപോർട്ട് തന്നിട്ടുണ്ട്. ആ ലൈവിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ലൈവ് കണ്ടാൽ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് സാർ ഞങ്ങൾക്ക് അറിയില്ല, സാർ ഞങ്ങൾ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട. ആൻഡ് ബി ഓൺ ദ പോസിറ്റീവ് സൈഡ്. നമുക്ക് നമ്മൾ പോസിറ്റീവ് മൈൻഡോട് കൂടി അല്ലാതെ പരീക്ഷയ്ക്ക് പോയിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. ഇതേ മെന്റാലിറ്റി ആവും. അറിയില്ല 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 എന്നുള്ളൊരു തോന്നലായിരിക്കും നാളെ പരീക്ഷ ഹാളെന്നും. അതുണ്ടാവരുത്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ ആഗോള സംഭവമൊന്നുമില്ല, ലോകം അവസാനിക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയുന്നതേ ചോദിക്കൂ. നിങ്ങൾ എത്ര നെഗറ്റീവ് ചിന്തിച്ചാൽ നോക്കൂ, ഓൾവേസ് ബി ഓൺ ദ പോസിറ്റീവ് സൈഡ്. നമ്മൾ വിചാരിച്ചാലും നാളെ എക്സാം വരും. നമ്മൾ എന്ത് ചിന്തിച്ചാലും നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി എഴുതി വെക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആകാൻ പോകുന്നില്ല. ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ പേടിച്ചത് കൊണ്ട് നാളത്തെ എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻ മാറിപ്പോകത്തില്ല. പക്ഷെ നമ്മൾ അമിതമായി പേടിച്ചു കഴിഞ്ഞാൽ നാളത്തെ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാ രീതിയിലും നഷ്ടപ്പെടും. ഇതുവരെ ബുക്ക് തൊട്ടിട്ടില്ല, ഇതുവരെ തുറന്നിട്ടില്ല, നോ പ്രോബ്ലം. ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഡബിൾ പാസ് ഒന്നുമില്ല, അതുക്കും മുകളിൽ ഫുൾ മാർക്കിന് അടുത്ത് തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ എന്താ ഫുൾ മാർക്ക് എന്ന് പറയാത്തത്? കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് എന്റെ വാപ്പ മുജീബ് റഹ്മാൻ അല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല. ഫുൾ ഇത് മാത്രമേ ചോദിക്കുള്ളൂ, എനിക്ക് ചോർത്താനും പറ്റിയിട്ടില്ല. ഓക്കെ, സോ അതർവൈസ് മഹാഭൂരിഭാഗവും നമ്മൾ പറയുന്ന കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. സോ കമോൺ ഗൈസ്, നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, സോ കം ഹിയർ. സോ ലുക്ക്, നമ്മൾ ആദ്യം തന്നെ ലിവിംഗ് വേൾഡ്, ഇറ്റ്സ് എ സോ സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ചാപ്റ്റർ ആണ്. സോ ഒന്നാമത്തെ ചോദ്യം നോക്ക്, അറേഞ്ച് ദ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. എന്തായിരുന്നു ടാക്സോണമിക്കൽ കാറ്റഗറി? ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് അല്ലെ? ഈ ടാക്സോണമിക്കൽ കാറ്റഗറികളെ അതിന്റെ കൃത്യമായ ഓർഡറിൽ എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. ദാറ്റ്സ് എ ഷ്യൂർ ക്വസ്റ്റ്യൻ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇവിടുന്ന് ചോദിക്കുക? വാട്ട് ഈസ് I'm sorry, something happened here. Yes, രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയാം, നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ICZNന്റെയും ICBNന്റെയും ഫുൾ ഫോം ചോദിക്കുക. എന്താണ് ICZNന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ കോഡ് ഓഫ്, എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സോളജിക്കൽ നോമൻക്ലേച്ചർ അല്ലെ? സോളജിക്കൽ നോമൻക്ലേച്ചർ, അതാണ് എന്ത്? ICZN. ഇനി ICZN അല്ല അടുത്തത് ICBN എന്താ? സോളജിക്കൽ നോമൻക്ലേച്ചർ എന്നതിന് പകരം എന്ത് കൊടുത്താൽ മതി? ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് കൊടുത്താൽ എന്തായി കുട്ടികളെ? ICBN ആയി അല്ലെ? അപ്പൊ ഇതൊരു ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, ICBNന്റെയും ICZNന്റെയും ഫുൾ ഫോം. അടുത്ത എന്താ? റൈറ്റ് എനി 2 റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഏതെങ്കിലും 2 റൂൾ 1 മാർക്കിന് നമ്മളോട് എഴുതാൻ പറയും. നമുക്കറിയാം, നമുക്ക് 5 റൂളുകൾ പറയാം. ഒന്നാമത്തെ റൂൾ എന്താ? ബയോളജിക്കൽ നെയിംസ് ആർ ഇൻ ലാറ്റിൻ ഓർ ദേ ആർ ലാറ്റിനൈസ്ഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ഒറിജിൻ. എന്താണ്? ഇർറെസ്പെക്റ്റീവ് ഓഫ് ഒറിജിൻ. ബയോളജിക്കൽ നെയിംസ് ആർ ലാറ്റിൻ ഓർ ദേ ആർ ലാറ്റിനൈസ്ഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ഒറിജിൻ. അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 വേർഡ്സ് അല്ലെ? 2 വേർഡുകൾ ഉണ്ടാകും. ഫസ്റ്റ് വേർഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യാ? ജീനസ്. ആൻഡ് സെക്കൻഡ് വേർഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യൂടാ? ഉറക്കെ പറ, സ്പീഷീസ് അല്ലെ? സെക്കൻഡ് വേർഡ് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താ? ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങും ആൻഡ് സ്പീഷീസ് നെയിം സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങും. ശരിയല്ലേ? നാലാമത്തെ റൂൾ എന്താ കുട്ടികളെ? ഇഫ് ഹാൻഡ് റിട്ടൺ, നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ, ഇഫ് ഹാൻഡ് റിട്ടൺ ബോത്ത് വേർഡ്സ്, 2 വേർഡ്സിനെയും സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് അല്ലെ? 2 വേർഡും സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. ശരിയല്ലേ കുട്ടികളെ? അല്ലെ? ഇനി ഇഫ് ടൈപ്ഡ് ആണെങ്കിൽ, ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ഫോണ്ട് യൂസ് ചെയ്യണം? ഇറ്റാലിക്സ് ഫോണ്ട് യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവർ മിക്കവാറും തരും എന്താണെന്നറിയോ? മാൻജിഫറ ഇൻഡിക്ക എന്ന് തരും. എന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റിക്കും. മാൻജിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ ആരുടെ? മാംഗോ ആണല്ലേ? മാംഗോയുടെ ബയോളജിക്കൽ നെയിം ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും തെറ്റിക്കും, എന്നിട്ട് നമ്മളോട് പറയും. ഓക്കെ, അപ്പോ ഇതിൽ നോക്ക്, നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങി ജീനസ് നെയിമോ സ്പീഷീസ് നെയിമോ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങി സെപ്പറേറ്റ്ലി എന്തായി? അണ്ടർലൈൻ ചെയ്തു. 2 വേർഡ് വന്നു. ലാറ്റിൻ ലാംഗ്വേജിലുള്ള വേർഡ് ആണ് അല്ലെ? ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അറിയേണ്ടത്. ഇനി അവസാനത്തെ ലോ എന്താ? നെയിം ഓഫ് ഓദർ. ഓദറുടെ പേര് നമ്മൾ എഴുതണം. എന്ത് രൂപത്തിലാണ് എഴുതേണ്ടത്? അബ്രിവിയേറ്റഡ് രൂപത്തിൽ എഴുതണം. ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം അല്ലെ? സ്പീഷീസ് നെയിമിന് ശേഷം അബ്രിവിയേറ്റ് ഫോമിൽ എഴുതണം. ഇതാണ് ചോദിക്കുക. ഇനി അടുത്ത ചോദ്യം വിൽ ബി റിലേറ്റഡ് ടു ദിസ് ബോക്സ്. ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ബോക്സ് പഠിച്ചിരിക്കണം. ഈ ബോക്സിന് എന്തായാലും ചോദ്യം വരും കേട്ടോ. ഓക്കെ, അപ്പോ ഈ ബോക്സിൽ തന്നിരിക്കുന്ന ബയോളജിക്കൽ നെയിം
ഇവർ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഇപ്പൊ മനുഷ്യൻ, നമ്മുടെ ബയോളജിക്കൽ നെയിം എന്താ? ഹോമോസാപ്പിയൻസ്. നമ്മുടെ ജീനസ് ഹോമോ ആണ്, നമ്മുടെ ഫാമിലി ഹൊമിനിഡയാണ്. വി ബിലോങ് ടു ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ അല്ലെ. അതേപോലെ ഹൗസ് ഫ്ലൈ എന്താ? മസ്ക ഡൊമസ്റ്റിക്ക, ജീനസ് മസ്ക, ഫാമിലി മസിഡെ, ഓർഡർ ഡിപ്റ്ററ, ക്ലാസ് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡ അല്ലെ. നോക്കൂ, നമ്മൾ പ്ലാന്റിന്റെ കേസിൽ, പ്ലാന്റുകളുടെ കേസിൽ നമ്മൾ ഫൈലം എന്നതിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു ടേം ഉണ്ടല്ലോ, എന്താ അത്? ഡിവിഷൻ അല്ലെ. പ്ലാന്റിന്റെ കേസിൽ നമ്മൾ ഡിവിഷൻ എന്നാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഡിവിഷൻ എന്ന് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്ലാന്റിന്റെ കേസിൽ നമ്മൾ നോക്കിയാൽ മാംഗോ എന്താ? മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ ജീനസ്, അനാകാർഡിയേസിയെ എന്നാണ് ഫാമിലി നെയിം. സാപ്പിൻഡൈൽസ് എന്നാണ് ഓർഡറിന്റെ പേര്. ഡൈകോട്ടിലിഡനെ എന്നാണ് ക്ലാസിന്റെ പേര്. ഫൈലം ആൻജിയോസ്പെർമിയ അല്ലെങ്കിൽ ഡിവിഷൻ ആൻജിയോസ്പെർമിയെ അല്ലെ, ആൻജിയോസ്പെർമേ. ഇനി സ്പെർമിയ അല്ല, സ്പേമ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, വീറ്റ്. വീറ്റിന്റെ ബയോളജിക്കൽ നെയിം എന്താ? ട്രിറ്റിക്കം ഈസ്റ്റിവം. ജീനസ് നെയിം ട്രിറ്റിക്കം. ഫാമിലി നോക്കടാ, പൊയേസിയെ. എന്താണ്? പൊയേസിയെ. ഇയാളുടെ ഓർഡർ എന്താ? പോയെയിൽസ് അല്ലെ. ഇയാളുടെ ഓർഡർ പോയെയിൽസ് ആണ്. ഇയാളുടെ ക്ലാസ് മോണോകോട്ടിലിഡനെ. ഇയാളുടെ ഫൈലവും അല്ലെങ്കിൽ ഡിവിഷനും എന്താണ്? ആൻജിയോസ്പെർമ ആണ് അല്ലെ. അപ്പൊ ഇതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൊത്തം കാണാതെ പഠിക്കണം. ഇത് കാണാതെ പഠിക്കാനുള്ള ട്രിക്സ് എല്ലാം ഞാൻ മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കാൻ വളരെ ഈസിയാണ്. 2-3 കാര്യങ്ങളെ കാണാതെ പഠിക്കാറുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അപ്പൊ ആ ട്രിക്കൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ച് തന്നതാണ്. ഓക്കെ, സോ ക്ലിയർ. ഇനി നോക്കടാ, ഇനി നമ്മളോട് ചിലപ്പോൾ വേറെ ചില ജീവികളുടെ ബയോളജിക്കൽ നെയിം ചോദിക്കും. ഇപ്പൊ ലയണിന്റെ എന്താ? പാന്തീറ ലിയോ അല്ലെ. ലെപ്പേർഡിന്റെ നോക്കടാ, പാന്തീറ പാരഡസ്. ഇനി നോക്ക്, ടൈഗറിന്റെ എന്താ? പാന്തീറ ടൈഗ്രിസ് അല്ലെ. ഇനി ബ്രിഞ്ചോളിന്റെ ബയോളജിക്കൽ നെയിം എന്താ? സൊളാനം മെലോഞ്ചിന. എന്താണ്? സൊളാനം മെലോഞ്ചിന. പൊട്ടറ്റോയുടെ ഏതോ? സൊളാനം ട്യൂബറോസ്. ഓക്കെ, സോ ദീസ് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്റർ നമ്മളോട് ആകെ ചോദിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡം. നോക്കൂ, ആനിമൽ കിങ്ഡം ആണ് നിങ്ങളുടെ +1 ബയോളജിയിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മളോട് വെയിറ്റേജിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം സാധാരണ. പക്ഷേ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ ആ ഒരു പാറ്റേണിൽ മാറ്റം വരുമോ എന്നുള്ള ഐ ഡോണ്ട് നോ, ബട്ട് മോസ്റ്റ്ലി വരാറില്ല. ഓക്കെ, സോ കം ഹിയർ. നമുക്ക് പെട്ടെന്ന് തന്നെ ആനിമൽ കിങ്ഡത്തിലേക്ക് പോകാം. നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ ഞാൻ പക്കാ ഓർഡറിലൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് നാളെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരുപാട് സമയം, ഏകദേശം 2 മണിക്കൂർ ഇരുന്ന് സെലക്ട് ചെയ്താണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസിനെ ഓർഡർ ചെയ്തതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് റൈറ്റ് എനി 2 ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ സീലോം. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ഗ്രൂപ്പ്. സീലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവികളെ 2 ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞു, എന്നിട്ട് എക്സാമ്പിൾ എഴുതാനും പറഞ്ഞു. നമുക്ക് 3 ഗ്രൂപ്പ് ആക്കി കൂടെ മക്കളെ. ഒന്നാമത്തെ ആരാ? അസീലോമേറ്റ് അല്ലെ, സീലോം ഇല്ലാത്ത ആളുകള്. രണ്ടാമത്തെ ആരടാ? സ്യൂഡോ സീലോമേറ്റ് അല്ലെ, സ്യൂഡോ സീലോമേറ്റ്. മൂന്നാമത്തെ ആരാ കുട്ടികളെ? സീലോമേറ്റ് അല്ലെ. നോക്ക്, അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ്. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ആരടാ? അപ് ടു പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും അസീലോമേറ്റ്. പോറിഫെറ, സീലിൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്. ഇത്രയും ആളുകൾ എന്താണ് കുട്ടികളെ? അസീലോമേറ്റ് ആണ്. ഇനി സ്യൂഡോസീലോമേറ്റ് ആയിട്ട് ഒരൊറ്റ ഫൈലല്ലേ ഉള്ളൂ, ആരടാ? ആസ്കെൽമിന്തസ് അല്ലെ, ആസ്കെൽമിന്തസ്. ഇനി സീലോമേറ്റോ അടുത്ത ഫൈലത്തിന്റെ പേരെന്താ? അനലീഡ. ആസ്കെൽമിന്തസ് കഴിഞ്ഞ അനലീഡയാണ്. അനലീഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും, അനലീഡ മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാവരും എന്താണ്? സീലോമേറ്റ് ആണ്. അപ്പൊ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഏതും പഠിക്കാം അല്ലെ. അസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ്. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ആര് മാത്രം? പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള എല്ലാവരും ഉൾപ്പെടുത്താം. ഇനി സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കെൽമിന്തസ് മാത്രം. സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ അനലീഡ മുതൽ കോർഡേറ്റ വരെ ആരും, അനലീഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ, ആരെ വേണമെങ്കിലും പറയാം അല്ലെ. സോ 3 മാർക്ക് നിങ്ങൾക്ക് ബാഗ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പോയിക്കിലോതേർമസ് ആനിമൽ ഫ്രം ദ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ നിന്ന് പോയിക്കിലോതേർമസ് ആനിമലിനെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ പോയിക്കിലോതേർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, എന്താ പോയിക്കിലോതേർമസ് എന്ന് പറഞ്ഞാൽ? കോൾഡ് ബ്ലഡഡ് ആനിമൽ എന്നാണല്ലേ അർത്ഥം, കോൾഡ് ബ്ലഡഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആരാ കുട്ടികളെ? ഹോമോയോതെർമ അല്ലെ. ഇങ്ങനെയാണ് സ്പെല്ലിംഗ്, നോക്ക്, ഹോമോ അയോതെർമസ് കേട്ടോ. ഹോമോ അയോതെർമസ്, ഹോമയോതെർമസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ വാം ബ്ലഡഡ് എന്ന് പറയും. എന്താ പറയാ? വാം ബ്ലഡഡ് എന്ന് പറയും. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലത്തെ ജീവികൾ, നമുക്ക് ഓൾവേസ് വി ക്യാൻ മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബോഡിക്ക്. വി ഓൾവേസ് ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത്തരം ജീവികളെ എന്ത് വിളിക്കുന്നു കുട്ടികളെ? ഹോമയോതെർമസ് അല്ലെ. ഹോമയോതെർമസ് ആയിട്ട് ആകെ ആരെ ഉള്ളൂ എന്നറിയോ? ബേർഡ് ആൻഡ് മാമൽ. ബേർഡും മാമലും മാത്രമാണ് എന്ത്? ഹോമയോതെർമസ്. ബാക്കി എല്ലാവരും എന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. ബേർഡും മാമലും അല്ലാത്ത വേറെ ഏതൊക്കെ ജീവികളുണ്ടോ ഓൾ ഓഫ് ദം ആർ കോൾഡ് ബ്ലഡഡ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഈസി ആയിട്ട് ആൻസർ കിട്ടും, 2 മാർക്ക് ബാഗ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് കിട്ടി അല്ലെ. അടുത്ത ചോദ്യം നോക്ക്, ഡയഗ്രാം ഓഫ് ആൻ ഇൻവെർട്ടിബ്രേറ്റ് ഓർഗാനിസം ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഞാനൊരു കാര്യം പറയാം, NCERT ഓൾ ഡയഗ്രാംസ്
ഓൾ ഡയഗ്രംസ്, ഈ ചാപ്റ്റർ തന്നിട്ടുള്ള എല്ലാ ഡയഗ്രത്തിലെയും ജീവികളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, സോ നമുക്ക് ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഈ ഓർഗാനിസത്തിന്റെ പേരെന്താ ചോദിക്കും. ഓരോരുത്തരുടെയും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സീലിൻഡ്രേറ്റയിലേക്ക് പോയാൽ നിങ്ങളുടെ NCERT രണ്ടാളുടെ ചിത്രം തന്നിട്ടുണ്ട്. സി എനിമോണിന്റെ ചിത്രം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒറേലിയയുടെ ചിത്രം തന്നിട്ടുണ്ട്. സോ ഒറേലിയയുടെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ദിസ് ഓർഗാനിസം എന്ന് നമ്മളോട് ചോദിക്കും. സോ ഈ ജീവിയെ കണ്ട ഒറേലിയ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്തായാലും NCERT എടുത്ത് നോക്കിയിട്ട് ഈ ചിത്രം കണ്ടിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക് ഗൈസ്, നോക്ക് ഈ ഓർഗാനിസത്തിന്റെ പേരെന്താ? ദിസ് ഈസ് പ്ലൂറോബ്രാക്കിയ അല്ലെ, പ്ലൂറോബ്രാക്കിയ എന്നാണ് ഈ ജീവിയുടെ പേര്. നെയിം ദ ഫൈലം ടു വിച്ച് ബിലോങ്സ്, ഏത് ഫൈലത്തിലാണ് ഇയാൾ ഉൾപ്പെടുന്ന കുട്ടികളെ? ടീനോഫോറയിലാണ് ഇയാൾ ഉൾപ്പെടുന്നത് അല്ലെ, ടീനോഫോറയിലാണ് ഇയാൾ ഉൾപ്പെടുന്നത്. നൗ റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫൈലം, ഈ ഫൈലത്തിന്റെ ഏതെങ്കിലും രണ്ട് ക്യാരക്ടർ പറയാനാ പറഞ്ഞത്. നോക്ക്, ഒന്നാമത്തെ ക്യാരക്ടർ വേണ്ട ഈ സംഭവം എന്താ? കോംബ് പ്ലേറ്റ് അല്ലെ, ഇവർക്ക് കോംബ് പ്ലേറ്റുകൾ ഉണ്ട്, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ കോംബ് പ്ലേറ്റുകൾ ഉണ്ട്, ലോക്കോമോഷൻ നടത്താൻ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ കുട്ടികളെ? ബയോലൂമിനസെൻസ് അല്ലെ, ബയോലൂമിനസെൻസ്. എന്താ ബയോലൂമിനസെൻസ്? ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് അല്ലെ, എമിറ്റ് എന്ന് പറഞ്ഞാൽ പ്രവഹിപ്പിക്കുക, ലൈറ്റിനെ പ്രവഹിപ്പിക്കാൻ, ലൈറ്റിനെ ഉണ്ടാക്കാനുള്ള കഴിവാണ് എന്ത്? ബയോലൂമിനസെൻസ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിഗർ ഷോയിങ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫൈലം കോർഡേസ് ഐ ഗിവൺ ബിലോ. നെയിം ദ പാർട്സ് ABCD. ഈ പാർട്സ്, ഈ ചിത്രം തന്നിട്ട് ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ചിലപ്പോ ചിത്രം തന്നിട്ട് ചിത്രത്തെ പകർത്തി വരക്കാനൊക്കെ പറയും കേട്ടോ. ചിലപ്പോ ചോദിച്ചേക്കാം ഈ ചിത്രത്തെ പകർത്തി വരക്കുക എന്ന് പറയും. ഓക്കെ, വീണ്ടും വരച്ചിട്ട് ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ഇത് കണ്ട ഭാഗങ്ങൾ ഏതൊക്കെ? ഈ A എന്ന് പറയുന്ന ഭാഗം എന്താ കുട്ടികളെ? ഡോർസൽ ഹോളോ നെർവ് കോഡ് അല്ലെ, ഡോർസൽ ഹോളോ നെർവ് കോർഡാണ്, നെർവ് കോർഡാണ് ഇത്. ഇനി B എന്ന് പറയുന്ന ഭാഗം ഏതാ കുട്ടികളെ? നോട്ടോകോർഡ്. എന്താണ്? നോട്ടോകോർഡാണ്. ഇനി D എന്താ സംഭവം കുട്ടികളെ? ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. എന്താണ്? ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ആണ്. ഇനി C എന്താടാ? പോസ്റ്റ് ആനൽ ടെയിൽ. ഓക്കെ, പോസ്റ്റ് ആനൽ ടെയിൽ ആണ്. നോക്കൂ, ഈ ചോദ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഈ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ദ പാർട്സ്. 2, കോർഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറുകൾ എന്തൊക്കെയാ ചോദിക്കാം. എന്താണ്? കോർഡേറ്റയുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറുകൾ എന്തൊക്കെയാ ചോദിക്കാം. അപ്പോഴും നിങ്ങൾ ഈ 4 കാര്യം പറഞ്ഞു: ഡോർസൽ ഹോളോ നെർവ് കോഡ്, നോട്ടോകോഡ്, പോസ്റ്റാനൽ ടെയിൽ, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇനി മറ്റൊരു ചോദ്യം, കോർഡേറ്റയും നോൺ കോർഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം, കോർഡേറ്റകളും നോൺ കോർഡേറ്റകളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാലും ഇതേ കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റ്. എന്താ? കോർഡേറ്റയ്ക്ക് ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്, നോൺ കോർഡേറ്റ്സിന്റെ നെർവ് കോഡ് വെൻട്രൽ ആണ്. നമ്മുടെ നെർവ് കോഡ് ഡോർസൽ ആണ്, ഡോർസൽ സൈഡിലാണ്, അവർക്ക് വെൻട്രൽ ആണ്. ഇനി അടുത്ത എന്താ? നമുക്ക് നോട്ടോ കോഡ് ഉണ്ട്, അവർക്ക് നോട്ടോകോഡ് ഇല്ല. 3, വി ഹാവ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, നമുക്ക് ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, അവർക്ക് ഗിൽ സ്ലിറ്റ്സ് ഇല്ല. വി ഹാവ് പോസ്റ്റ് ആനൽ ടെയിൽ ആൻഡ് ദേ ലാക്ക് പോസ്റ്റ് ആനൽ ടെയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാവുന്നതാണ്. അടുത്ത് നോക്കടാ, മാച്ച് കോളം A വിത്ത് കോളം B. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യാനാണ് അടുത്ത ചോദ്യം. നോക്കടാ, പ്രൊബോസിസ് ആർക്കാ ഉള്ളത്? ബലാനോഗ്ലോസസിനാണ്, ഹെമി കോർഡേറ്റ് ആണുള്ളത് അല്ലെ. ഇനി മാൽപീജിയൻ ട്യൂബ്യൂൾ ആർക്കാ ഉള്ളത്? സിൽക്ക് വർം, ദാറ്റ് ഈസ് നമ്മുടെ ഇൻസെക്റ്റുകളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെ. ഇനി റാഡുല ആരുടെ റാസ്പിംഗ് ഓർഗൻ ആണ്? പൈലയുടെ, ദാറ്റ് ഈസ് മൊളസ്കയുടെ റാസ്പിംഗ് ഓർഗൻ ആണ്. ഇനി കൊയാനോസൈറ്റ് അല്ലെങ്കിൽ കോളർ സെല്ല് ആർക്കാ ഉള്ളത്? സ്പോഞ്ചുകൾക്കാണ്, സൈക്കോൺ ആണ് ഉള്ളത് അല്ലെ കുട്ടികളെ. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നോക്കൂ, സ്പോഞ്ചുകളിൽ കാണുന്ന സിസ്റ്റം ആണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? കൊയാനോസൈറ്റ് സഹായിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കടാ. ലുക്ക്, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ ബിലോ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ഫൈലം. പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. ഏതാ ഫൈലം? നിഡേറിയ. അടുത്ത നോക്ക്, ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, മസ്കുലാർ ഫുട്ട്, വിസറൽ ഹംബ്. ആർക്കാണ് ഹെഡും മസ്കുലാർ ഫുട്ടും വിസറൽ ഹംബും ഉള്ളത്? മൊളസ്കാണ് ഹെഡ്, മസ്കുലാർ ഫുട്ട്, വിസറൽ ഹംബ്, പിന്നെ മാൻഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ, അത് മൊളസ്കാണ്. അടുത്ത് നോക്ക്, പ്രസൻസ് ഓഫ് ജോയിന്റഡ് അപ്പൻഡേജ് ആർക്കാ ഉള്ളത്? ആർത്രോപോഡക്കാണ് ഉള്ളത്. ഫ്ലെയിം സെൽ ആർക്കാടാ? പ്ലാറ്റി ഹെൽമിന്തസിനാണ് അല്ലെ. അടുത്ത് നോക്ക്, വീണ്ടും നോക്ക്, ബയോളജിക്കൽ നെയിം തന്നിട്ടുണ്ട്, കോമൺ നെയിം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഉച്ചറേറിയ. ആരുടെ മക്കളെ? ഉച്ചറേറിയ. ഫൈലേറിയൽ വേംസ്, മന്ത് വിരകളെ വിളിക്കുന്ന പേരാണ് ഉച്ചറേറിയ കേട്ടാ. ഫൈലേറിയൽ വേംസ് എന്ന് പറയുന്നത് നമുക്ക് +2 ഇവരെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇനി അടുത്ത് നോക്ക്, സിൽക്ക് വേമിന്റെ ജീനസ് നെയിം എന്താ? ബോംബിക്സ് അല്ലെ, ബോംബിക്സ്. ഫെറട്ടിമ എന്ന് പറഞ്ഞ ആരുടെ? എർത്ത് വേം, മണ്ണിരയുടെ പേരാണ് ഫെറട്ടിമ. ഇനി ഹണീബിയെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? എപ്പിസ് അല്ലെ. ഹണീബി എന്ന് പറഞ്ഞ ആരാണ്? എപ്പിസ് ആണ് ഹണീബി. അടുത്ത ചോദ്യം നോക്ക്, സെലക്ട് എ ലിംബ്ലെസ് ആംഫിബി. നമ്മളോട് ചോദിക്കും ലിംബ്ലെസ് ആംഫിബി ആരാന്നുള്ള എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വി ഷുഡ് നോ. ദാറ്റ് ഈസ് ഇത്തിയോഫിസ്. നമ്മൾ കുരുടി പാമ്പ് എന്നൊക്കെ വിളിക്കുന്ന ആളിലെ ഇയാളാണ് ലിംബ്ലെസ് ആംഫിബിയ എന്ന് പറയുന്ന ജീവി, കാലില്ലാത്ത ആംഫിബിയ. അതുപോലെ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഓവിപാരസ് മാമൽ ആരാന്ന് ചോദിക്കും. ഓവിപാരസ് മാമൽ ആരാന്ന് ചോദിക്കും. ആരടാ? ഓർണിത്തോറിഞ്ചസ് കേട്ടോ.
റിഞ്ചസ്. ഇയാളാണ് മുട്ടയിടുന്ന മാമൽ. ഓർണിത്തോറിഞ്ചസ് ഓർ ഇറ്റ് ഈസ് കോൾഡ് പ്ലാറ്റിപ്പസ് അല്ലെ, പ്ലാറ്റിപ്പസ്. ഓക്കെ, നമ്മുടെ ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു ടീമാണിത്. ഓക്കെ, ഓർണിത്തോറിഞ്ചസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് മുട്ടയിടുന്ന മാമലുകളാണ്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. സീലിൻഡ്രേറ്റ്സ്, ടീനോഫോറൻസ് ആൻഡ് എക്കിനോഡേംസ് ഹാവ് സിമിലർ ബോഡി പ്ലാൻ. സബ്സ്റ്റാൻഷിയേറ്റ്. സീലിൻഡ്രേറ്റക്കും ടീനോഫോറക്കും അഡൽട്ട് എക്കിനോഡെർമാറ്റക്കും കോമൺ ആയിട്ടുള്ള ബോഡി പ്ലാൻ ഏതാ കുട്ടികളെ? നമുക്ക് അറിയുന്ന കാര്യമാണ്. ദേ ആർ റേഡിയലി സിമെട്രിക്കൽ അല്ലെ, റേഡിയൽ സിമെട്രി ആണ് ഇവർക്ക് കോമൺ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്ക്. ഐഡന്റിഫൈ ദ ആനിമൽ ഇൻ ദിസ് പിക്ചർ. ഏതാ കുട്ടികളെ? ഹിപ്പോ ക്യാമ്പസ് ആണ്. നെയിം ദ ക്ലാസ് ഇറ്റ് ബിലോങ്സ്. ഏതാടാ? കോൺട്രിത്തൈസിലാണ് ഇയാൾ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? പെട്ടെന്ന് കമന്റ് ചെയ്യടാ, കമന്റ് ചെയ്യടാ, കമന്റ് ചെയ്യടാ. റെഡി ആണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, സെറ്റ് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്ക്. ദ ആനിമൽ ഹാസ് വേം ലൈക്ക് ബോഡി ആൻഡ് സ്റ്റോമോകോഡ്. ആർക്കാ ഉള്ളത് കുട്ടികളെ? ഹെമി കോർഡേറ്റക് ആണ് അല്ലെ, ഹെമി കോർഡേറ്റക് ആണ്. സ്റ്റോമോകോഡും വേം ലൈക്ക് ബോഡിയും. ഫൈലം കിട്ടി. റൈറ്റ് എനി ടു സാലിയന്റ് ഫീച്ചർ ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിൽ ഏതെങ്കിലും രണ്ട് ഫീച്ചർ എഴുതാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു. നമുക്കറിയാം ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാ? പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആനിമൽ കിങ്ഡം എപ്പോൾ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് പഠിക്കണം? എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. പിന്നെ ഇവരുടെ അടുത്ത പ്രത്യേകത, ഇവരുടെ സിമെട്രി എന്താ? ബൈലാറ്ററൽ സിമെട്രി ആണ്. അവർ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആരൊക്കെ, സിമെട്രി ആർക്കൊക്കെയാണുള്ളത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ബൈലാറ്ററൽ സിമെട്രി ആണെന്നോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്നോ ഒക്കെ എഴുതിയാൽ 2 പോയിന്റ് ആയി. അടുത്ത ചോദ്യം നോക്കണം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ 3 കോളംസ് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടേഴ്സ്. ഈ കാണുന്നതിനെ 3 ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്ക്, നോക്ക്. മാൻഡില്, ഫൂട്ട്, ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹംബ് ആൻഡ് മാൻഡിൽ. ആർക്കാ ഉള്ളത്? മൊളസ്കാണുള്ളത്. സോ ദേ ബിലോങ് ടു മൊളസ്ക. ഇയാൾ മൊളസ്കയിലാണ് ഉൾപ്പെടുക. ഇനി ശ്രദ്ധിക്കടാ, കോമ്പൗണ്ട് ഐ ആന്റിന. ശ്രദ്ധിക്ക്, ആന്റിനയും കോമ്പൗണ്ട് ഐയും ഏത് ജീവിക്കാനുള്ളത് എന്നറിയോ? നമ്മുടെ ആർത്രോപോഡകളുടെ സ്ട്രക്ചർ ആണ് കോമ്പൗണ്ട് ഐയും ആന്റിനയും. ഇനി നോക്ക്, സ്പോഞ്ചോസീല്, സ്പിക്യൂൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം. ഇത് രണ്ടും നമ്മൾ സ്പോഞ്ചിലാണ് കാണുക. എവിടെ കാണാം? സ്പോഞ്ചിലാണ് സ്പോഞ്ചോസീലിനെയും സ്പിക്യൂളിനെയും കാണാൻ പറ്റുക. ഓക്കെ, ദാറ്റ് ഈസ് പോറിഫറയിൽ കേട്ടോ. പോറിഫറയിലാണ് ഇത് രണ്ടും കാണാൻ പറ്റുക. അടുത്ത ചോദ്യം നോക്ക്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതാരാ ആള് കുട്ടികളെ? ഇതാരാ ആള്? ദിസ് ഈസ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. ശരിയല്ലേ? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് ആണ്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ് ദ ഓർഗാനിസം? ഇത് എന്തിനൊക്കെ സഹായിക്കുന്നത്? ഡിഫൻസ്, ക്യാപ്ചർ ഓഫ് പ്രേ അല്ലെ, പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഡിഫൻസിന്, ആങ്കറേജ്, എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ. ഡിഫൻസ്, ക്യാപ്ചർ ഓഫ് പ്രേ ആൻഡ് ആങ്കറേജ്. അടുത്ത ചോദ്യം നോക്കടാ. മെൻഷൻ എ സിംഗിൾ ടേം ഫോർ ദ ഫോളോയിങ്. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളസ്ക. എന്താ പേര്? റാഡുല. പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റിന് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ ബയോലൂമിനസെൻസ്. ഞാൻ പഠിപ്പിച്ചതാണ് കുറച്ചു മുമ്പ്. അടുത്ത് നോക്ക്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയ. നിഡേറിയയിലെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്താ വിളിക്കുക? മെറ്റാജനസിസ്. ഓർമ്മയുണ്ടോ? മെറ്റാജനസിസ്, മെറ്റാജനസിസ് എന്നാണ് വിളിക്കുക. അടുത്തത് ഹോളോ ബോൺ വിത്ത് എയർ കാവിറ്റീസ് ഇൻ ബേർഡ്സ്. ബേർഡ്സിൽ കാണുന്ന എയർ കാവിറ്റികളുള്ള ഹോളോ ബോണിനെ നമ്മൾ എന്താണ് വിളിക്കുക? ന്യൂമാറ്റിക് ബോൺ എന്നാണ് വിളിക്കുക. ഓർമ്മയുണ്ടാ? ന്യൂമാറ്റിക് ബോൺ അല്ലെ, ഇറ്റ് ഈസ് കോൾഡ് ന്യൂമാറ്റിക് ബോൺ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്ക്. A student collected some specimen during field trip and helped him to classify these animals to their respective phylum. അതായത് ഓരോന്നിന്റെയും ഫൈൽ ഏതാണെന്നാണ് ഇവന്മാര് ചോദിച്ചിട്ടുള്ളത്. നോക്ക്, സ്പോഞ്ചില്ല ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുന്നത്? സ്പോഞ്ചസിലാണ്, പോറിഫറയിലാണ് അല്ലെ. ഇറ്റ് ബിലോങ് ടു ഫൈലം പോറിഫറ. അടുത്ത് നോക്ക്, ടീനോപ്ലാസ അല്ല ടീനോപ്ലാന. ഏതിലാ കുട്ടികളെ? യെസ്, ടീനോഫോറയിലാണ് ഉൾപ്പെടുന്നത്. ടീനോഫോറയില്. ലാക്സിഫർ അല്ലെങ്കിൽ ലാക് ഇൻസെക്ട് ഏതിലാ? ആർത്രോപോഡയില്. കലോട്ടസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ലിസാർഡ് ആണ്. കലോട്ടസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ ലിസാർഡ്, റെപ്റ്റൈൽ ആണ്. സോ ഇറ്റ് ബിലോങ് ടു കോർഡേറ്റ. കോർഡേറ്റയിലാണ് ഇയാൾ ഉൾപ്പെടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. നമ്മളൊരു ഇംപ്രൂവ്മെന്റ് ചോദ്യമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരാം. പക്ഷെ പ്രശ്നമാക്കേണ്ട, നാളെ നമ്മൾ ഈ പറഞ്ഞതേ ചോദിക്കുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മെജോറിറ്റി പഠിപ്പിച്ചത് മാത്രം വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ ഇരുന്ന് സെറ്റ് ആക്കിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത് നോക്ക്. ഫിഗർ എ ആൻഡ് ബി ഷോസ് ദ ഫിഷസ് ഓഫ് 2 ഡിഫറെന്റ് ക്ലാസ്സസ്. ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. ഏതൊക്കെ ക്ലാസ് ആ കുട്ടികളെ? ഇത് ഇതാരാ കുട്ടികളെ? ദിസ് ഈസ് കോൺട്രിത്തൈസ് അല്ലെ, കോൺട്രിത്തൈസ് ആണിത്. ആൻഡ് ഇപ്പുറത്തുള്ളതോ ഒസ്റ്റീതൈസ് അല്ലെ, ഇപ്പുറത്തുള്ളത് ഒസ്റ്റീതൈസ് ആണ്. ഇനി ഇവർ തമ്മിൽ ഡിഫറൻസ് ആ ചോദിച്ചുള്ളത്. എന്താ കുട്ടികളെ? ഈ ആൾക്ക് കാർട്ടിലേജിനസ് സ്കെലിട്ടൺ ആണുള്ളത്. ഇപ്പുറത്തെ ആൾക്കോ ബോണി സ്കെലിട്ടൺ
സ്കെലിറ്റൺ ആണുള്ളത്, ബോൺ കൊണ്ടുണ്ടാക്കിയ സ്കെലിറ്റൺ ആണ്. അടുത്തത് ഒസ്റ്റിതൈസിന് എയർ ബ്ലാഡർ ഉണ്ട്. ഇറ്റ് ഹാസ് എയർ ബ്ലാഡർ അല്ലേ? എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല ഉഷാറായിട്ട് നീന്താൻ പറ്റും, വെള്ളത്തിൽ പൊന്തി നിൽക്കാൻ പറ്റും. അതേ സമയത്ത് ഇപ്പുറത്തുള്ള ആളുടെ പ്രത്യേകത എന്താ? ലാക്ക് എയർ ബ്ലാഡർ. ഇയാൾക്ക് എന്തില്ല? എയർ ബ്ലാഡർ ഇല്ല ഇയാളുടെ ബോഡിയിൽ. സോ ഇറ്റ് നീഡ് ടു സ്വിം കോൺസ്റ്റന്റ്ലി. ഈ പാവങ്ങൾ നിരന്തരമായിട്ട് സ്വിം ചെയ്യേണ്ടി വരും. കാരണം എന്താ? അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ന്നു പോകും. ഇവരുടെ ബോഡിയിൽ എന്തില്ല? എയർ ബ്ലാഡർ ഇല്ല. ഇനി ഇവരുടെ സ്കെയിലുകളുടെ പ്രത്യേകത എന്താ? പ്ലാക്കോയിഡ് സ്കെയിലാണ്. എന്താണ്? പ്ലാക്കോയിഡ് സ്കെയിലാണ്. ഇപ്പുറത്തുള്ളവർക്കോ സൈക്ലോയിഡ് സ്കെയിലാണ്. എന്താണ്? സൈക്ലോയിഡ് സ്കെയിലാണ്. അടുത്ത നോക്കൂ, ഇവർക്ക് ഗിൽ കവർ ഉണ്ട്. ഗിൽ കവർ ഉണ്ട്. ഇപ്പുറത്തുള്ള ടീമിന് ഗിൽ കവർ ആബ്സെന്റ് ആണ്. ഗിൽ കവർ ആബ്സെന്റ് ആണ്. ഗിൽ കവർ ഇല്ല. അപ്പൊ ഈ 5 പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചോദ്യം എങ്ങനെ വരിക? ഇവർ തമ്മിലുള്ള 4 ഡിഫറൻസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇവരുടെ 4 ക്യാരക്ടറുകൾ എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാം. കാർട്ടിലേജിനസ് സ്കെലിറ്റൺ ആണ്, ലാക്ക് എയർ ബ്ലാഡർ, പ്ലാക്കോയിഡ് സ്കെയിൽ, ഗിൽ കവർ ആബ്സെന്റ് അല്ലെ? നിങ്ങൾക്ക് ഇതേ കാര്യങ്ങൾ അവരുടെ ക്യാരക്ടർ ആയിട്ടും എഴുതാൻ പറ്റും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടും എഴുതാൻ പറ്റുന്നതാണ്. 2 രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അടുത്ത നോക്ക്, ഐഡന്റിഫൈ ആൻ ഓവിപാരസ് മാമൽ. ഞാൻ പറഞ്ഞ കാര്യമാണ്. ആരാ? ഓർണിത്തോറിഞ്ചസ് അല്ലെ? സെറ്റ് അല്ലെ? അടുത്ത ചോദ്യം നോക്ക്, മാച്ച് ദ കോളം. ദാറ്റ് ഈസ് എക്സ്ക്രീറ്ററി സ്ട്രക്ചറുകളെ മാച്ച് ചെയ്യാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞ ആരുടെ കുട്ടികളെ? അവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ? ഫ്ലെയിം സെല്ല് അല്ലെ? അനലീഡക്ക് ഏതാ എക്സ്ക്രീഷൻ? നെഫ്രീഡിയ. ആർത്രോപോഡക്ക് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഗിൽസ് മൊളസ്കയെ എന്തിന് സഹായിക്കുന്നു? റെസ്പിറേഷനും എക്സ്ക്രീഷനും. ഈ 2 കാര്യത്തിനും എന്താ സഹായിക്കുന്നത്? ഗില്ലാണ് സഹായിക്കുന്നത് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്ക്, സ്കോളിയോഡോൺ സംതിങ് ഹാവ് ഗിവൺ. ഇനി യെസ്, സ്കോളിയോഡോൺ, പ്രിസ്റ്റിസ്, കാർക്കാരോഡോണ്, ഇതൊക്കെ ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? പറ. കോൺട്രിത്തൈസ്. ഇവരെല്ലാം ഉൾപ്പെടുന്നത് കോൺട്രിത്തൈസിലാണ്. ലിസ്റ്റ് ഔട്ട് എനി 5 ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ക്ലാസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലേ, ഇവരുടെ 5 ക്യാരക്ടറുകൾ അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ചാണ് കുറച്ചു മുമ്പ്, എഴുതി തന്നതാണ്. ആ 5 ക്യാരക്ടർ ഡിഫറൻസ് ആയിട്ട് ചോദിച്ചാലും ക്യാരക്ടർ ആയിട്ട് ചോദിച്ചാലും നിങ്ങൾ അതന്നെ എഴുതിയാൽ മതി. ഇനി നോക്കടാ, സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. ഏത് ആനിമൽസിന്റെ സ്കിന്നാണ് കുട്ടികളെ സ്കെയിൽ ഒന്നും ഇല്ലാതെ, ചെതുമ്പലുകളില്ലാതെ മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നത്? ആരുടേതാ? ഫിഷസിന് ചെതുമ്പലുണ്ട്. ആർക്ക്? ആംഫീബിയ. വെരി ഗുഡ്. സോ ദിസ് ഈസ് ആംഫീബിയ. ബോഡി ഈസ് കവേർഡ് വിത്ത് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. എന്താ കോർണിഫൈഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ? ചെതുമ്പലുകളുള്ള സ്കെയിലുകളുള്ള സ്കിന്ന് കൊണ്ട് ബോഡി കവർ ആയിട്ടുണ്ട്. ഡ്രൈ ബോഡി കൂടിയാണ്. അതാരുടേതാ? യെസ്, വെരി ഗുഡ്. റെപ്റ്റൈൽസ് അല്ലെ? റെപ്റ്റൈൽസിന്റെതാണിത്. ഇനി ഷെഡ് സ്കെയിൽസ് സ്കിൻ കാസ്റ്റ്. ഇതും റെപ്റ്റൈൽസിന്റെതാണ്. ഓക്കെ. ഇനി ക്യാൻ ലീവ് ഇൻ അക്വാറ്റിക് as well as ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ്. ഇതാരുടേതാ? ഇതും ആംഫീബിയയുടേത്. അപ്പൊ ഇത് രണ്ടും ആംഫീബിയ, നടുവിലുള്ള രണ്ടും ആരാ? റെപ്റ്റൈൽ. അടുത്തത്, the following organs of certain animals. Select the organs help in excretion. പാരപോഡിയ ഉണ്ട്, പ്രൊബോസിസ് ഗ്ലാൻഡ് ഉണ്ട്. ഏത് അവയവ എക്സ്ക്രീഷന് സഹായിക്കുക? പ്രൊബോസിസ് ഗ്ലാൻഡ്. ആരെയാ സഹായിക്കുക? ഹെമികോർഡേറ്റയെ സഹായിക്കും. പാരപോഡിയ ആരുടെ അവയവ? അനലീഡയിലെ നെറീസിന്റെ അവയവാണ് അല്ലെ? നെറീസിന്റെ അവയവാണ്. നെറീസിന് ഇത് എന്തിനാ സഹായിക്കുക? അവർക്ക് പറ, നെറീസിന് എന്തിനാ സഹായിക്കുക? ഫോർ ലോക്കോമോഷൻ, സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് പാരപോഡിയെ സഹായിക്കുക. ഇനി നോക്ക്, ഈ ഒരു ഡയഗ്രാം ചിലപ്പോൾ നമ്മളോട് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിക്കും. ഇത് കാണാത്തവർക്ക് ഒരിക്കലും ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ല, കാരണം റിയലി കൺഫ്യൂസിംഗ് ആണ്. റിയലി കൺഫ്യൂസിംഗ് ആണ്. ലുക്ക് അറ്റ് ഹിയർ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പോറിഫറ. പിന്നെ എ എന്ന് പറയുന്ന ഭാഗം ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അവിടെ എന്താ നമ്മൾ എഴുതുക? ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. ബാക്കി 4 ലെവൽ ഇവിടെ വരിക. ഓക്കെ. ടിഷ്യൂ, ഓർഗൻ, ഓർഗൻ സിസ്റ്റം, 4 ലെവലും കൂടി, ബാക്കി 3 ലെവലും കൂടി നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. സെറ്റ് അല്ലേ? ഇനി അത് തന്നെ എടുത്താൽ റേഡിയൽ സിമെട്രി ആരൊക്കെയാ? സീലിൻഡ്രേറ്റയ്ക്ക് റേഡിയൽ സിമെട്രി ആണ്. ടീനോഫോറയ്ക്ക് റേഡിയൽ സിമെട്രി ആണ് അല്ലെ? അഡൽട്ട് എക്കിനോഡർമാറ്റിക് റേഡിയൽ സിമെട്രി ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കംപ്ലീറ്റ്ലി റേഡിയൽ സിമെട്രി ഉള്ളത് ആരാ? അഡൽട്ട് ആയാലും ആരായാലും റേഡിയൽ സിമെട്രി ഉള്ളത് സീലിൻഡ്രേറ്റയും ടീനോഫോറയും. അതുകൊണ്ടാണ് ഇവരെ ഇവിടെ കൊടുത്തുള്ളത്. NCERT-യിൽ തന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അതിൽ തന്നെ വിത്തൗട്ട് സീലോം. സീലോം ഇല്ലാത്തത് ആർക്കാ? പ്ലാറ്റി ഹെൽമിന്തസിനാണ് സീലോം ഇല്ലാത്തത്. ഇനി വിത്ത് സ്യൂഡോസീലോം, ഇവിടെ നമ്മൾ അതാ എഴുതുക. വിത്ത് സ്യൂഡോസീലോം ആരാ? ആസ്കെൽമിന്തസ് ആണ്. ഇനി വിത്ത് ട്രൂ സീലോം. ട്രൂ സീലോം ആർക്കൊക്കെ? അനലീഡ, ആർത്രോപോഡ, പിന്നെ ആരാ ഉള്ളത്? മൊളസ്ക, എക്കിനോഡർമാറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ. അല്ലേ കുട്ടികളെ? ഇസ് ദാറ്റ് ക്ലിയർ? ഇനി അടുത്ത ചോദ്യം നോക്ക്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? നോക്കൂ, നമ്മൾ ഫൈലം കോർഡേറ്റ് എടുത്തു കഴിഞ്ഞാല്
ശ്രദ്ധിക്ക്, ഫൈലം കോർഡേറ്റ എടുത്ത് അതിനകത്ത് 3 സബ് ഫൈലം ഉണ്ട്. ഏതൊക്കെയാ? യൂറോകോർഡേറ്റ, പിന്നെ സെഫലോകോർഡേറ്റ, പിന്നെ വെർട്ടിബ്രേറ്റ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ വെർട്ടിബ്രേറ്റകളും കോർഡേറ്റകളാണ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ്. ബട്ട് എല്ലാ കോർഡേറ്റകളും വെർട്ടിബ്രേറ്റ ആവണമെന്നുണ്ടോ? ഇല്ല. ഇത് ചിലപ്പോൾ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇത് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ പറഞ്ഞാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കടാ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ വെർട്ടിബ്രേറ്റെ 2 ഗ്രൂപ്പ് ആക്കി, അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ അല്ലെ. ഇനി അഗ്നാത്തയിൽ ഒരൊറ്റ ക്ലാസ്സാ ഉള്ളത്. ആരടാ? സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നോക്ക്, നാത്തോസ്റ്റൊമാറ്റ 2 സൂപ്പർ ക്ലാസ് ആക്കി, പിസസ്, ടെട്രാപോഡ. ശരിയല്ലേ? ടെട്രാപോഡയിൽ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ് അല്ലെ കുട്ടികളെ. ഇനി നോക്കടാ, പിസസിനകത്ത് രണ്ട് ക്ലാസ് ഉണ്ട്. സൂപ്പർ ക്ലാസ് പിസസില് 2 ക്ലാസ് ഉണ്ട്. ആരൊക്കെയാ? കോൺട്രിത്തൈസ്, ഒസ്റ്റീത്തൈസ് അല്ലെ. അപ്പൊ ഇത് ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ നമ്മളോട് ചോദിക്കും. അടുത്ത് നോക്ക്, ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. നോക്ക്, സ്റ്റാർ ഫിഷ്, ഡെവിൽ ഫിഷ്, ഡോഗ് ഫിഷ്, ജെല്ലി ഫിഷ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഡോഗ് ഫിഷ് മാത്രം എന്താണെന്നറിയോ? കോർഡേറ്റയാണ്. ദാറ്റ് ഈസ് നമ്മുടെ സ്രാവാണ്. അയാൾ മാത്രം കോർഡേറ്റയാണ്, ബാക്കിയെല്ലാം നോൺ കോർഡേറ്റയാണ്. അപ്പൊ ഇയാളാണ് ഓഡ് വൺ. അടുത്ത് നോക്ക്, ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, സോ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സോ ഫിഷ് മാത്രം കോൺട്രീത്തൈസ് ആണ്, ബാക്കി എല്ലാവരും എന്താണ്? ഒസ്റ്റീത്തൈസ് ആണ്. ഇനി നോക്ക്, സീ ലില്ലി, സീ ക്യുക്കുംബർ, സീ ഹെയർ, സീ അർച്ചിൻ. ഓക്കെ, ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നോക്കടാ, ഇതിലെ സീ ഹെയർ അപ്ലൈസിയ അല്ലെങ്കിൽ സീ ഹെയർ ഉൾപ്പെടുന്നത് നമ്മുടെ മൊളസ്കയിലാണ്. ബാക്കി എല്ലാവരും എവിടെയാണ്? എക്കിനോഡെർമാറ്റയിലാണ്. ഓക്കെ, ചിലപ്പോ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ, ചിലപ്പോൾ ഈ ചോദ്യം വന്നാലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങൾ നോക്കി വെച്ച കോമൺ നെയിം വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി ഫാസിയോളയുടെ പേര് തന്നിട്ടുണ്ട്. ആരാ? ലിവർ ഫ്ലൂക്ക്. അങ്ങനെയാണെങ്കിൽ ടീനിയയുടെ പേരെന്താ? ടേപ്പ് വേം. എന്താണ്? ടേപ്പ് വേം അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്ക് മക്കളെ. നോക്ക്, നമുക്കറിയാം ഒസ്റ്റീത്തൈസിന്റെ സൈക്ലോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ കോൺട്രിത്തൈസിന്റെ എന്താ കുട്ടികളെ? പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. ശരിയല്ലേ കുട്ടികളെ? ഇനി ഈ സിമ്മട്രി ഏതാ മക്കളെ? ബൈലാറ്ററൽ സിമ്മട്രി ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. നോക്ക്, പിസസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ കുട്ടികളെ. മത്സ്യങ്ങളാണ് പിസസിൽ ഉൾപ്പെടെ. സ്കോളിയോഡോൺ. ഇവരുടെ ഹാർട്ടിന്റെ പ്രത്യേകത 2 ചേംബർ ആണ് ഇവരുടെ ഹാർട്ടിന്. എത്ര ചേംബറാ? 2 ചേംബർ. ഓക്കെ, ഇനി മമേലിയയുടെ എക്സാമ്പിൾ അല്ലെ ഫെലിസ്. കാറ്റ് മമേലിയയുടെ എക്സാമ്പിൾ ആണ്. മമേൽസിന്റെ പ്രത്യേകത എന്താ? പ്രസൻസ് ഓഫ് ഹെയർ. മാമൽസിന്റെ ബാക്കി പ്രത്യേകത എന്താ? വി ഹാവ് എക്സ്റ്റേണൽ ഇയർ ഓർ പിന്ന. നമുക്ക് പിന്ന ഓർ എക്സ്റ്റേണൽ ഇയർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഉണ്ട്, മാമറി ഗ്ലാൻഡ്സ് ഉണ്ട്. ദീസ് ആർ അവർ ഫീച്ചേഴ്സ്. ഇനി ആർത്രോപോഡയുടെ എക്സാമ്പിൾ ആരാ കുട്ടികളെ? പറ. ഈഡിസ് മൊസ്കിറ്റോ ആർത്രോപോഡയുടെ എക്സാമ്പിൾ ആണ്. ആർത്രോപോഡയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് എന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോക്ക്, ഹാർട്ട് ഈസ് 3 or 4 ചേംബേർഡ്. ഇത് ആർക്കാണെന്നറിയോ? 3 അല്ലെങ്കിൽ 4 ചേംബർ ഉള്ള ഹാർട്ട് റെപ്റ്റൈൽസിനാണ്. റെപ്റ്റൈൽസിന് 3 ചേംബർ ഉള്ളവരുണ്ട്, 4 ചേംബർ ഉള്ളവരുണ്ട്. ഓക്കെ, ഇനി എക്സ്ക്ലൂസീവ് സീ വാൾനട്ട് എന്നറിയപ്പെടുന്ന ആരെ കുട്ടികളെ? കോംബ് ജെല്ലികളാണ്. പ്രബോസിസ് ഉള്ളത് ആർക്കാടാ? ഹെമികോർഡേറ്റക്കാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി യെസ്, പ്രോൺസ് ആൻഡ് ഇൻസെക്ട് ആർ ഫൈലം ആർത്രോപോഡ. then justify your answer. ഇവരുടെ ഹാബിറ്റേറ്റ് വ്യത്യസ്ത. അപ്പൊ പ്രോൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ്, ചെമ്മീൻ വെള്ളത്തിലാണ്, പക്ഷെ അതേസമയം കരയിലുള്ള ഇൻസെക്ട്. രണ്ടുപേരും ആർത്രോപോഡയാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ നമ്മൾ പറയേണ്ടതെന്ന് അറിയോ? ആർത്രോപോഡ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം. ആനിമൽസിലെ ഏറ്റവും വലിയ ഫൈലം ആർത്രോപോഡയാണ്. സോ ഇതിൽ വെള്ളത്തിലും കരയിലും ഒക്കെ കാണുന്ന അനേകം ജീവികളുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ബേർഡ്സ് ആർ അഡാപ്റ്റഡ് ഫോർ ഫ്ലൈയിങ്. എനി 3 ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്. ബേർഡിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ചോദിക്കും. ഒന്നാമത്തതാണ് കുട്ടികളെ, ദേ ഹാവ് ന്യൂമാറ്റിക് ബോൺ. അവർക്ക് എയർ ക്യാവിറ്റി ഉള്ള ബോൺ ഉണ്ട്. രണ്ടാമത്തേത് നോക്കൂ, ദേ ഹാവ് ഡ്രൈ സ്കിൻ. അവരുടെ സ്കിൻ എന്താണ് കുട്ടികളെ? വളരെ ഡ്രൈ ആണ്, അത് അവരെ പറക്കാൻ സഹായിക്കും. മൂന്നാമത്തേത് നിങ്ങൾക്ക് എഴുതാം, ദേ ഹാവ് വിങ്സ് ഉണ്ട്, അത് അവരെ പറക്കാൻ സഹായിക്കും. ക്ലിയർ അല്ലേ? ന്യൂമാറ്റിക് ബോൺ, ഡ്രൈ സ്കിന്ന്, വിങ്സ്, ഇത്രയും കാര്യങ്ങൾ ഇവരെ പറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത് നോക്ക്, നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദ ഫോളോയിങ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദെയർ നെയിംസ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ്. ഈ
ആനിമൽസിന് പേര് കിട്ടാനുള്ള കാരണം ചോദിച്ചിട്ടുള്ളത്. നിഡേറിയൊക്കെ പേരിട്ടാനുള്ള കാരണം എന്താ? നിഡോബ്ലാസ്റ്റിന്റെ പ്രസൻസ്. പോറിഫറൊക്കെ പേര് കിട്ടാനുള്ള കാരണം എന്താ? പ്രസൻസ് ഓഫ് ഒസ്റ്റിയ ഇൻ ദെയർ ബോഡി. ബോഡിയിൽ നിറയെ ഒസ്റ്റിയകളാണ് അല്ലെ, പോറുകളാണ്, അതുകൊണ്ടാണ് പേര് കിട്ടിയത്. കോർഡേറ്റകൾക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? നോട്ടോകോർഡ് കാരണം. എക്കിനോഡെർമാറ്റക്ക് എന്തുകൊണ്ടാണ് പേര് കിട്ടിയെന്ന് അറിയോ? ബിക്കോസ് ഓഫ് ദെയർ സ്പൈനി സ്കെലിറ്റൺ. അവരുടെ ബോഡിയിൽ സ്പൈനി ആയിട്ടുള്ള മുള്ളു പോലെയുള്ള സ്കെലിറ്റൺ ഉണ്ട്, അതുകൊണ്ടാണ് കിട്ടിയത്. ആർത്രോപോഡക്കോ ഡ്യൂ ടു ജോയിന്റഡ് അപ്പൻഡേജ് കാരണം. അനലീഡക്കോ ഡ്യൂ ടു ദെയർ മെറ്റാമെറിസം. എന്തുകൊണ്ടാണ്? അവരുടെ മെറ്റാമെറിസം കാരണമാണ് പേര് കിട്ടിയത്. ടീനോഫോറക്ക് വേറെ പേരില്ലേ കുട്ടികളെ? കോംബ് ജെല്ലീസ്. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഡ്യൂ ടു കോംബ് പ്ലേറ്റ്സ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി യെസ്, നോക്കൂ, സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് വിത്തൗട്ട് ജോ ഇല്ലാത്ത ആളുകൾ ആരാ? ജോ ഇല്ലാത്ത സർക്കുലർ മൗത്ത് ഉള്ള ആളുകള്. ദെൻ ബോഡിയിൽ സ്കെയിലുകളൊന്നും, ചെതുമ്പലുകളില്ല, അതേപോലെ ചിറകുമില്ല, പക്ഷെ ഫിഷുകളാണ്. ആരാണ് അവർ? സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റയുടെ 2 എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പറ. പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രേ ആൻഡ് മിക്സീൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംബ്രേ, മിക്സീൻ ഓർ ഹാഗ് ഫിഷ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ കുട്ടികളെ, ദാറ്റ് മീൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ അസീലോമേറ്റ് ഓർഗാനിസം ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. ഈ ലിസ്റ്റിലെ അസീലോമേറ്റ് ഓർഗാനിസം ആരാ കുട്ടികളെ? പറ. റൗണ്ട് വേം അസീലോമേറ്റ് ആണോ? അല്ല. ഹുക്ക് വേം, ഇതൊക്കെ ആസ്കൽമിന്തസ് ആണ്. ഇതിലെ ടേപ്പ് വേം, ടീനിയ മാത്രമാണ് കുട്ടികളെ അസീലോമേറ്റ് ഉള്ളത്. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്. ഇയാളെ ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുന്നത്? പ്ലാറ്റിഹെൽമിന്തസ്. മെൻഷൻ ഇറ്റ്സ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പ്ലാറ്റിഹെൽമിന്തസിലെ ടേപ്പ് വേം ഒക്കെ എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്? പാരസൈറ്റ്. ദേ ആർ പാരസൈറ്റ്. അതാണ് അയാളുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ആർത്രോപോഡ സീലോമേറ്റ് ആണെങ്കിൽ സ്യൂഡോ സീലോമേറ്റ് ആരാ കുട്ടികളെ? ആസ്കൽമിന്തസ് ആണ് സ്യൂഡോ സീലോമേറ്റ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, then we are going to the next chapter, that is biomolecule. Come here. Biomolecule ഇതേപോലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വലിയ ചാപ്റ്റർ അല്ലേ, പക്ഷെ പേടിക്കണ്ട, ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഷോയിങ് ദ നാച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. നമുക്കറിയുന്നതാണ്, എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കൂടി ചേർന്നാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും, പിന്നെ അത് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും, പിന്നെ അത് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ചിലപ്പോൾ ഇങ്ങനെ തരും, അല്ലെങ്കിൽ നമ്മളോട് പറയും ഈ സ്റ്റെപ്പുകളെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? എൻസൈം കമ്പൈൻ വിത്ത് സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ substrate bind to enzyme to form enzyme substrate complex. Then chemical reaction takes place to the substrate, then enzyme product complex is formed. Then enzyme product complex dissociate to release the product and we will get enzyme. അല്ലെ? ഇനി അടുത്ത് നമ്മളോട് ചോദിക്കും match the following. ചിലപ്പോൾ ചോദിക്കാം എൻസൈമുകളുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട 3 മാർക്ക് ക്വസ്റ്റ്യൻ. പറയടാ, ഹൈഡ്രോലൈസസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ദേ കാറ്റലൈസ് ഹൈഡ്രോലിസിസ്. ഹൈഡ്രോലിസിസിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളാണ്. ലയാസസോ റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളാണ് ലയാസസ്. ഓക്സിഡോ റിഡക്റ്റേസോ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ശരിയല്ലേ? ഐസോമറൈസസിന്റെ പ്രത്യേകത എന്താ? ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഐസോമേഴ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ് ഐസോമറൈസസ്. ലിഗേസസിന്റെ പ്രത്യേകത എന്താ? ലിങ്കിങ് ടുഗദർ. അല്ലെ, നമ്മൾ DNA ലിഗേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂളിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ഇനി ട്രാൻസ്ഫറൈസസോ ദേ കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സ്. അല്ലെ, ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന ആളുകളാണ്. ഇനി ചിലപ്പോൾ നമ്മളോട് ഈ ചിത്രം തന്നിട്ട് നമ്മളോട് ചോദിക്കും ഐഡന്റിഫൈ ദ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്താ? ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ, അല്ലെങ്കിൽ ഹൗ എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എങ്ങനെ എൻസൈം റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നു എന്നത് കാണിക്കുന്ന ഗ്രാഫാണ്. ദിസ് ഈസ് എ ഗ്രാഫ് ഷോയിങ് അല്ലെങ്കിൽ റെപ്രസെന്റിംഗ് ഹൗ എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി നോക്കൂ, മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ഇവന്മാര് ഇവിടെ എ എന്നിട്ടിട്ട് ഐഡന്റിഫൈ ദിസ്, അതുപോലെ ഇവിടെ ഏതെങ്കിലും ഇട്ടിട്ട് ഐഡന്റിഫൈ ദിസ്, ഇത് രണ്ടും എഴുതാൻ പറയും. അപ്പൊ നമുക്കറിയാം ദിസ് ഈസ് വിത്തൗട്ട് എൻസൈം. ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ആണ്. മുകളിൽ നമ്മൾ കാണുന്നത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ആണെങ്കിൽ താഴെ കാണുന്നത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം ആണ്. സോ എൻസൈം എന്താ ചെയ്യുന്നത്? എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ ഡിക്രീസിങ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്ന ആളുകളാണ് ആര്? എൻസൈമുകൾ. അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കൂ കുട്ടികളെ.
symbolic presentation of fundamental of a functional enzyme is given below. അല്ലെ, ഒരു എൻസൈമിന്റെ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചെന്നറിയോ? റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം. കോഫാക്ടറും അപ്പോ എൻസൈമും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്. വാട്ട് ഈസ് ദ കോഫാക്ടർ ഫോർ എൻസൈം? കാർബോക്സിപെപ്റ്റിഡേസ്. നൗ വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം എൻസൈം? ഇത്തരത്തിൽ 3-4 ചോദ്യങ്ങളാണ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കോഫാക്ടറുകളെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയുന്ന കാര്യമാണ്, ചില എൻസൈമുകളിൽ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാകും. ആ പ്രോട്ടീൻ പാർട്ടിന്റെ കൂടെ, ആ പ്രോട്ടീൻ പാർട്ട് നമ്മൾ എന്താ വിളിക്കുക? അപ്പോ എൻസൈം എന്ന് വിളിക്കും അല്ലെ, അപ്പോ എൻസൈം എന്ന് വിളിക്കും. ആ പ്രോട്ടീൻ പാർട്ടിന്റെ കൂടെ എൻസൈം ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആര് കൂടെ വേണം? ചില നോൺ പ്രോട്ടീൻ പാർട്ട് കൂടെ വേണം. അവരെ നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കും. കോഫാക്ടേഴ്സ് 3 വിധത്തിലാണ്. ദേ ആർ, ഒന്നാമത്തെ ഗ്രൂപ്പാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, രണ്ടാമത്തെ ആളാണ് കോ എൻസൈം, മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് കോഫാക്ടർ ആണ് മെറ്റൽ അയോൺ അല്ലെ. നോക്കൂ, മെറ്റൽ അയോണിന്റെ ഒരു എക്സാമ്പിൾ ആണ് നോക്ക്, കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈം. അതാണ് ചോദ്യം. ആ കാർബോക്സി പെപ്റ്റിഡൈസിലെ കോഫാക്ടർ ആരാണ് കുട്ടികളെ? കാർബോക്സി പെപ്റ്റിഡൈസിലെ കോഫാക്ടർ സിങ്ക് ആണ്. അതൊരു മെറ്റൽ അയോൺ ആണ്. ഇനി അടുത്തത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പും അതുപോലെ തന്നെ കോ എൻസൈമും തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടതെന്ന് അറിയോ? ശ്രദ്ധിക്കും മക്കളെ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് അപ്പോ എൻസൈമിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കും, പ്രോട്ടീൻ പാർട്ടിലേക്ക് സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. അതേസമയത്ത് കോ എൻസൈമോ വളരെ വീക്ക് ആയിട്ടേ ബൈൻഡ് ചെയ്യുള്ളൂ. ആൻഡ് ദ ബൈൻഡിങ് ഈസ് ഓൺലി ഡ്യൂറിങ് കാറ്റലിസിസ്. ഈ കാറ്റാലിസിസ് നടത്തുന്ന സമയത്ത് മാത്രം ബൈൻഡ് ചെയ്യാം, അല്ലാത്ത സമയത്തൊന്നും എന്താക്കൂല, ബൈൻഡ് ചെയ്യത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ഡിഫറൻസ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ആ എക്സാമ്പിളൂടെ പഠിച്ചു വെക്കുക. നമുക്ക് പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ്. ഹീം ഈസ് എ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഇൻ 2 എൻസൈംസ്, പെറോക്സിഡൈസ് ആൻഡ് കാറ്റലൈസ്. ഈ രണ്ടെണ്ണത്തിലും ആരാ? ഹീം ആണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ 2 എൻസൈമിലും. ഇനി കോ എൻസൈമിന് 2 ഉദാഹരണം, NAD ആൻഡ് NADP. ആരൊക്കെയാണ്? NADയും NADPയും. ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം ചോദിക്കും. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, അതുപോലെ നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്. ഇത് രണ്ടുമാണ് എന്ത്? അതിന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിക്കും. ഇനി ഈ 2 കോഫാക്ടറുകളിലും നമ്മൾ കാണുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്. ആ വൈറ്റമിന്റെ പേര് ചിലപ്പോൾ ചോദിച്ചേക്കാം. അയാളാണ് നിയാസിൻ. ആരാണ്? നിയാസിൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കടാ. Analyze the graph showing activity of an enzyme influenced temperature. Okay, influenced. Okay, so what is meant by temperature? Okay, so temperature ന്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. What is meant by optimum temperature? എന്താ optimum temperature? നമുക്കറിയാം, the temperature at which activity is maximum. enzyme maximum activity കാണിക്കുന്ന ടെമ്പറേച്ചറിനെ optimum temperature. അടുത്തത്, why does enzyme activity declines at too low and too high temperature? വല്ലാണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴും എൻസൈമിന്റെ ആക്ടിവിറ്റി കുറയാനുള്ള കാരണം എന്താണെന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ടു ലോ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറഞ്ഞാൽ മോളിക്കുലാർ മൂവ്മെന്റ് ഡിക്രീസസ്. നോക്ക്, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഡിക്രീസ് ചെയ്താൽ നോക്കൂ, സബ്സ്ട്രേറ്റിന് ആക്റ്റീവ് സൈറ്റിലേക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോയി ഇരിക്കണ്ടേ, എന്നാലല്ലേ കാറ്റലിസിസ് നടക്കുള്ളൂ. സോ മോളിക്കുലാർ മൂവ്മെന്റ് ഡിക്രീസസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് എൻസൈമിന്റെ ആക്ഷൻ കുറയുന്നത്. ഹൈ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക, എൻസൈമിന്റെ ടേർഷ്യറി സ്ട്രക്ചർ നശിക്കാൻ കാരണമാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡീനാച്ചുറേഷൻ എന്ന് പറയും. എന്താണ് ഡീനാച്ചുറേഷൻ? സോ at high temperature the enzyme activity decreases due to denaturation of enzyme. എൻസൈമിന് എന്ത് സംഭവിക്കുന്നു? ഡീനാച്ചുറേഷൻ നടക്കുന്നത് കൊണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഗ്രാഫ് ആണ് കിട്ടുക. ഇതേപോലെ തന്നെയാണ് pH ന്റെ ഗ്രാഫ് ഉണ്ടാവുക. യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഗ്രാഫ് കിട്ടുക. ഇവിടെ നമ്മൾ ആക്ടിവിറ്റി എടുക്കുന്നു, ഇവിടെ നമ്മൾ pH എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഗ്രാഫ് ആണ്. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? ഒപ്റ്റിമം pH അല്ലേ? ഒപ്റ്റിമം ടെമ്പറേച്ചർ പോലെ തന്നെ ഇവിടെ എന്ത്? ഒപ്റ്റിമം pH ഉണ്ടാകും. the pH at which maximum activity is there. അപ്പോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയെ കാണിക്കുന്ന ദേണ്ടേ ആൻസർ മൊത്തം 4 ഫാക്ടറുകളെയും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എൻസൈം ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഈ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിനകത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മളോട് കൂടുതലായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിന്റെ എക്സാമ്പിൾ ചോദിക്കും. നോക്കൂ, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിന്റെ പ്രത്യേകത എന്താ? സബ്സ്ട്രേറ്റുമായിട്ട് കോമ്പറ്റീഷൻ നടത്തും ഫോർ ദ ആക്റ്റീവ് സൈറ്റ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി മെലോണൈറ്റ്. ആരാണ്? മെലോണൈറ്റ്. നോക്കൂ, മെലോണൈറ്റ് പോയിട്ട് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക. ആര് ഇൻഹിബിറ്റ് ചെയ്യും? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസിനെ. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത് നോക്കൂ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്ത് ചോദിക്കുക. നോക്കൂ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ എഫക്ട് എങ്ങനെയാണ് കുട്ടികളെ? ഇനീഷ്യലി വെലോസിറ്റി ഇൻക്രീസസ്, then it become a constant. അല്ലെ?
ഇനീഷ്യലി വെലോസിറ്റി ഇൻക്രീസസ് ദെൻ ഇറ്റ് ബിക്കം എ കോൺസ്റ്റന്റ്. പിന്നീട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അതിന്റെ കാരണം നമ്മളോട് ചോദിക്കും. എന്തുകൊണ്ടാണ് ആദ്യം വെലോസിറ്റി കൂടി വന്ന് പിന്നെ കോൺസ്റ്റന്റ് ആവുന്നത്? അതിന്റെ റീസൺ ചോദിക്കും. അപ്പൊ എന്താ ഉത്തരം എഴുതുക? ഇറ്റ് ഈസ് ബിക്കോസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ബിക്കം മോർ ദാൻ എൻസൈം കോൺസെൻട്രേഷൻ. നമ്മൾ ഇങ്ങനെ വെലോസിറ്റി കൂടി കൂടി വരുമല്ലോ അല്ലെ, സബ്സ്ട്രേറ്റ് കൂട്ടുന്നതിനനുസരിച്ച് പിന്നെ കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് ആവുന്നതിന്റെ കാരണം എൻസൈമിന്റെ എണ്ണത്തെക്കാൾ സബ്സ്ട്രേറ്റിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ബിക്കം മോർ ദാൻ ദ എൻസൈം കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് എൻസൈം. കേട്ടോ, സാച്ചുറേഷൻ ഓഫ് എൻസൈം എന്ന് പറയാം. അത് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ പറയാം. ഇതാണ് ഈ ചോദ്യം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ പറയാ ഇറ്റ് ഈസ് ബിക്കോസ് സബ്സ്ട്രേറ്റിന്റെ എണ്ണത്തെക്കാൾ എൻസൈമിന്റെ എണ്ണം കുറവാകും. ദാറ്റ് ഈസ് സബ്സ്ട്രേറ്റിന്റെ എണ്ണം കൂടുതലാകും ആരെക്കാൾ? എൻസൈമിനേക്കാൾ. അതുകൊണ്ടാണ് പിന്നീട് എന്താവുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഒരു പോയിന്റ് അങ്ങ് കാച്ചി കൊടുത്താൽ 2 മാർക്ക് നമുക്ക് കിട്ടും. അടുത്ത നമുക്ക് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഫോർമുല ഗിവൺ ബിലോ ഐഡന്റിഫൈ ദ ക്ലാസസ് ഓഫ് എൻസൈം. ഇത് വെച്ചിട്ട് എൻസൈമുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേതാ കുട്ടികളെ? ഓക്സിഡോ റിഡക്റ്റേസ്. ഇതാരടാ? ലയാസസ്. ഇതാരടാ? ട്രാൻസ്ഫറൈസസ് അല്ലെ? മൂന്നാമത്തത് ട്രാൻസ്ഫറൈസ്. അടുത്തത് നമ്മളോട് ചോദിക്കുക പ്രോട്ടീൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതേത് സ്ട്രക്ചറാ മക്കളെ? സെക്കൻഡറി സ്ട്രക്ചർ. ഇതേത് സ്ട്രക്ചറാ? ടെർഷ്യറി സ്ട്രക്ചർ. ശരിയല്ലേ കുട്ടികളെ? അടുത്ത ചോദ്യം നോക്ക്. നെയിം 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ വിച്ച് ആർ നോട്ട് 3 ഡയമെൻഷണൽ. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആര് മാത്രം കുട്ടികളെ? ടെർഷ്യറി മാത്രമാണ് 3 ഡയമെൻഷണൽ. അപ്പൊ 3 അല്ല. അതുപോലെ ക്വാർട്ടർണറിയും ടെർഷ്യറിയും ക്വാർട്ടർണറിയും 3 ഡയമെൻഷണൽ ആണ്. അപ്പോഴോ 3 ഡയമെൻഷണൽ അല്ലാത്തതോ? യെസ്, പ്രൈമറിയും സെക്കൻഡറിയും എന്തല്ല? 3 ഡയമെൻഷണൽ അല്ല. അടുത്ത നോക്ക്. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോട്ടീൻ ഹാവിംഗ് ക്വാർട്ടർണറി സ്ട്രക്ചർ. ക്വാർട്ടർണറി സ്ട്രക്ചർ ഉള്ള പ്രോട്ടീനിന്റെ എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചത്. ആരടാ? ഹീമോഗ്ലോബിൻ. nobody other than ഹീമോഗ്ലോബിൻ. അതിന്റെ പ്രത്യേകത ഹീമോഗ്ലോബിൻ ഹാസ് 2 ആൽഫ സബ് യൂണിറ്റ് ആൻഡ് 2 ബീറ്റ സബ് യൂണിറ്റ് അല്ലെ? 2 ആൽഫ സബ് യൂണിറ്റും 2 ബീറ്റ സബ് യൂണിറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത് പഴയ പിക്ചർ ആണ്. നിങ്ങളുടെ പുതിയ NCERT തന്ന പിക്ചറുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കും ദിസ് ഈസ് പ്രൈമറി സ്ട്രക്ചർ. ഇത് നോക്കൂ, ഇത് രണ്ടും സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഈ സെക്കൻഡറി സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. യു ക്യാൻ സീ ദാറ്റ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്നൊന്നും പറയണ്ട, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ദിസ് ഈസ് കോൾഡ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ക്വാർട്ടർണറി സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കാം. അടുത്ത് നോക്ക്, പ്രോട്ടീൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കാം. ഈ ബോക്സ് ഗിവൺ ഇൻ യുവർ NCERT. ഓരോ പ്രോട്ടീനുകളുടെ പേരും അവരുടെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചേരുംപടി ചേർക്കാൻ വേണ്ടി പഠിക്കണം. ഈ ബോക്സ് ലൈവ് കഴിഞ്ഞ പാട് NCERT എടുത്തൊന്ന് നോക്കിക്കോ. 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതിലെ GLUT4 is one of the most important person. What is the function of GLUT4? It enable glucose transport into cell. സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ട് നടക്കാൻ സഹായിക്കുന്ന ആളാണ്. അടുത്ത നോക്ക്, മെറ്റബോളൈറ്റ്സിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ലുക്ക് വാട്ട് ആർ 2 types of മെറ്റബോളൈറ്റ്സ്. ആരൊക്കെ? പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച് ടൈപ്പ്. ഓരോന്നിന്റെയും എക്സാമ്പിൾ. പ്രൈമറി മെറ്റബോളൈറ്റിന്റെ എക്സാമ്പിൾ നമുക്ക് ആരെയും പറയാം. നമുക്ക് ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ഒക്കെ പറയാം. സെക്കൻഡറി മെറ്റബോളൈറ്റിന്റെയോ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റിയാൽ മതി അല്ലെ? ദാറ്റ് ഈസ് മോർഫിൻ പറയാം, കൊഡീൻ പറയാം, അബ്രിൻ പറയാം, റിസിൻ പറയാം, ഏതെങ്കിലും ആളെ പറയാം. ഇനി എക്സ്ട്രീം ലെവലിൽ പോയാൽ ചിലപ്പോ ഇത് ചേരുംപടി ചേർക്കാൻ ചോദിച്ചിട്ട് വന്നേക്കാം. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ചിലപ്പോ വന്നേക്കാം. അപ്പൊ ഈ ബോക്സ് ഇതുവരെ പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഭയങ്കര സ്ട്രെസ് ചെയ്യണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കാൻ ഒരു സാധ്യതയുണ്ട്. പറ്റുമെങ്കിൽ രാത്രി ഇരുന്നിട്ട് ഒരു കുറച്ച് സമയം വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. നൗ ഗീവ് 4 എക്സാമ്പിൾ. നമ്മൾ ലൈവ് 11:40 ആകുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് എന്തായാലും തീരും കേട്ടോ. നൗ ഗീവ് 4 എക്സാമ്പിൾ ഓഫ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡിന്റെ ഏതെങ്കിലും 4 എക്സാമ്പിൾ പറയാൻ പറ്റുമോ? യെസ്, നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാ കുട്ടികളെ? ഗ്ലൈക്കോജൻ പറയാ, സ്റ്റാർച്ച് പറയാ, ഇനുലിൻ പറയാം, നമുക്ക് കൈറ്റിൻ പറയാം. 4 എക്സാമ്പിൾ പറഞ്ഞൂടെ? ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, ഇനുലിൻ, കൈറ്റിൻ. അതുപോലെ സെല്ലുലോസ് പറയാം. സെല്ലുലോസ് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അടുത്ത നോക്ക്. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ. ഇത് കറക്റ്റ് ആണ്. സെല്ലുലോസ് ഈസ് നോട്ട് എ പോളിസാക്കറൈഡ്. ഇത് തെറ്റാ. സെല്ലുലോസ് ഈസ് എ പോളിസാക്കറൈഡ് അല്ലെ? സെല്ലുലോസ് ഒരു പോളിസാക്കറൈഡ് ആണ്. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുക, ഈ സ്ട്രക്ചർ തന്നിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഹു ഈസ് ദിസ്? 6 വശങ്ങളുണ്ട്, ഒരു മൂലയിൽ ഓക്സിജൻ ഉണ്ട്. ആരാ? ഗ്ലൂക്കോസ്. ഇനി നോക്ക്, 5 വശങ്ങളുണ്ട്, ഒരു മൂലയിൽ ഓക്സിജൻ ഉണ്ട്. ആരാ? റൈബോസ്. ഇത് ഐഡന്റിഫൈ ചെയ്യാനേ പറയത്തുള്ളൂ. ഇനി നോക്ക്,
നോക്കടാ, CH3 ഒരു 14 തവണ, CH2 14 തവണ, പിന്നെ COOH. ഇതാരാന്ന് ചോദിക്കും, ആരാ? ഫാറ്റി ആസിഡ്, ഒരു പാൽമിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് ആണിത്. അപ്പൊ പാൽമിറ്റിക് ആസിഡ് നമുക്ക് എഴുതാൻ പറ്റണം. ഇനി നോക്ക്, ഈ മോളിക്കൂൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറയും. സോ ആരാ? ഗ്ലിസറോള്. ചിലപ്പോൾ ഇത് വരക്കാനും ചോദിക്കാം. CH2OH, CHOH, CH2OH. ഇനി നമ്മളോട് ഇത് തന്നിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ നോക്ക്, ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഗ്ലിസറോളിന്റെ ഒരു ഭാഗം കാണാം, പിന്നെ കുറെ RCOOയും കാണാൻ പറ്റും, R1, R2, R3. ദിസ് ഈസ് കോൾഡ് ട്രൈഗ്ലിസറൈഡ്. ഇയാൾ എന്താ വിളിക്കുക? ട്രൈഗ്ലിസറൈഡ്. ഇനി നോക്കടാ, ആ ട്രൈഗ്ലിസറൈഡിന്റെ ഏകദേശ സ്ട്രക്ചർ നോക്ക്. RCO ഒക്കെ ഉണ്ട്, പ്ലസ് അതിനകത്തൊരു ഫോസ്ഫേറ്റ് കൂടിയുണ്ട് അല്ലെ. സോ ഇയാളെ നമ്മൾ ലെസിത്തിൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്. ഇത് ലെസിത്തിൻ എന്ന് പറയുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ്. ഇത് നോക്ക്, തേനീച്ചക്കൂട് പോലെയുള്ള ഒരു ചിത്രം. ഇത് കണ്ട ആരാന്ന് പറയണം? കൊളസ്ട്രോൾ. ആരാന്ന് പറയണം? കൊളസ്ട്രോള്. ഓക്കെ, ഇനി നോക്ക് മക്കളെ, കണ്ടോ, നേരത്തെ ഓക്സിജൻ കണ്ടു നമ്മളൊരു മൂലയിൽ. ഇത് ഓക്സിജൻ അല്ല, നൈട്രജൻ ആവുള്ളൂ അല്ലെ. സോ ഇറ്റ് ഈസ് എ നൈട്രജൻ ബേസ്. ഇനി നമുക്ക് രണ്ട് നൈട്രജൻ ബേസുകളുടെ സ്ട്രക്ചർ NCERT ഉള്ളത്, അഡിനിന്റെയും യുറാസിലിന്റെയും. അഡിനിൻ അടിപൊളിയാണ്, വലുതാണ്, അങ്ങനെ ഓർത്തോ. അഡിനിൻ അടിപൊളിയാണ്, വലുതാണ്. ഓക്കെ, സോ അഡിനിൽ 2 റിങ് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് അഡിനിൻ. യുറാസിൽ ചെറുതാണ്, അപ്പോ യുറാനസിനൊക്കെ ചെറുതാണ് യുറാസിൽ അല്ലെ. സോ ഒരു തലക്കലുള്ള, വളരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, അതാണ്. ഓക്കെ, സോ യുറാസിൽ ഈസ് എ പിരിമിഡിൻ. യുറാസിൽ പിരിമിഡിൻ ആണ്. സോ ഈ ചിത്രം തന്നിട്ട് ആൾ ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഇപ്പൊ അഡിനിനെയും യുറാസിലിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി വാട്ട് ഈസ് ന്യൂക്ലിയോസൈഡ്? എന്താ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഒരു പെൻഡോസ് ഷുഗറിലേക്ക് ആര് അറ്റാച്ച് ചെയ്യാം? നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇതിനെ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഇതിന്റെ പേരെന്താന്ന് ചോദിക്കും. ഇറ്റ് ഈസ് കോൾഡ് അഡിനോസിൻ. അഡിനിൻ അറ്റാച്ച് ചെയ്താൽ എന്ത് വിളിക്കുന്നു? അഡിനോസിൻ. ഇനി ഇതുപോലെ യുറാസിൽ അറ്റാച്ച് ചെയ്താൽ എന്ത് വിളിക്കും? യൂറിഡിൻ എന്ന് വിളിക്കും. ഈ ചിത്രം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഇനി നോക്ക്, എപ്പോഴാ ന്യൂക്ലിയോസൈഡ് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുക? നോക്ക്, ഇവിടെ നിങ്ങൾക്ക് ഫോസ്ഫേറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷേ ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. അപ്പൊ അഡിനിൻ വരുന്ന ന്യൂക്ലിയോടൈഡിന്റെ പേരെന്താന്ന് ചോദിക്കും. ഇറ്റ് ഈസ് കോൾഡ് അഡിനൈലിക് ആസിഡ്. ഇതിന് എന്താ വിളിക്കുക? അഡിനൈലിക് ആസിഡ്. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചിലപ്പോ, അമിനോ ആസിഡുകളുടെ സ്ട്രക്ചർ വരക്കാൻ പറയും. വരക്കാനാ പറയാ, തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനല്ല. അപ്പൊ അവരുടെ സ്ട്രക്ചർ നമുക്ക് C ഉണ്ട്, COOH, NH2H. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് H വന്നാൽ ഗ്ലൈസിൻ, CH3 വന്നാൽ അലാനിൻ, CH2OH വന്നാൽ സെറീൻ. ബാക്കിയെല്ലാം എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ഇവരെ വരക്കാൻ പറയും നമ്മളോട് കേട്ടോ. കന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനല്ല, പകരം വരക്കാൻ വേണ്ടിയിട്ട് പറയും. ഇനി ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ, ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ ആരാ കുട്ടികളെ? റുബിസ്കോ അല്ലെ. റുബിസ്കോ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ. അതിന്റെ ഫുൾ ഫോം ചോദിക്കും. എന്താ? റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി ആനിമൽസിന്റെ ഇടയിൽ മാത്രം മോസ്റ്റ് അബണ്ടന്റ് ആരാ? കൊളാജൻ അല്ലെ. കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊളാജനെയാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഒക്കെ അടുത്ത് നോക്ക്, അമിനോ ആസിഡുകൾക്കിടയിൽ, ഒരു പ്രോട്ടീനിലെ 2 അമിനോ ആസിഡുകൾക്കിടയിലുള്ള ബോണ്ടിന്റെ പേരെന്താ കുട്ടികളെ? ഇറ്റ് ഈസ് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട്. എന്താ വിളിക്കുക? പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ഇനി ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ഇടയിലുള്ള ബോണ്ട് നോക്കൂ. ഷുഗറിന്റെയും ന്യൂക്ലിയോടൈഡിലെ ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ഇടയിലുള്ള ഈ ബോണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. എന്താ വിളിക്കുക? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. അടുത്ത ചോദ്യം നോക്കണം. ദാറ്റ് ഈസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ ആണ്. ശ്രദ്ധിച്ചോളൂ. നോക്ക്, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഡയഫ്രം ആൻഡ് അതർ മസിൽസ്. Okay, so look, so come on guys, ഡയഫ്രത്തിന്റെ റോൾ എന്താന്ന് നമ്മളോട് ചോദിക്കും. സോ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം contract ആയി കഴിഞ്ഞാൽ that lead to ഡയഫ്രം contract ആയാൽ എന്ത് സംഭവിക്കും? യെസ്, ഡയഫ്രം contract ആവുന്നു, ഇന്റർകോസ്റ്റൽ മസിൽ contract ആവുന്നു, the thoracic volume increases. thoracic volume കൂടിയ lung volume കൂടും. thoracic volume കൂടിയ lung volume കൂടും. lung volume കൂടിയാൽ എന്ത് സംഭവിക്കും? ഇൻട്രാ പൾമണറി പ്രഷർ കുറയും, എയർ ലങ്ങിലേക്ക് കയറും അല്ലെ. അതാണ് ഇൻസ്പിരേഷൻ. ഇനിയോ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യും, അപ്പൊ thoracic volume കുറയും, അപ്പൊ ലങ് വോളിയം കുറയും, അപ്പൊ ഇൻട്രാ പൾമണറി പ്രഷർ കൂടും, എയർ പുറത്തോട്ട് പോകും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പിരേഷൻ അല്ലെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ് നമ്മളോട് ചോദിക്കും. അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടൈഡൽ വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം, അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി, അതുപോലെ തന്നെ മറ്റ് കപ്പാസിറ്റികളും ചോദിക്കും. അപ്പൊ നമുക്കറിയാം ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ്
ഡ്യൂറിംഗ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് ഇൻസ്പയറോ എക്സ്പയറോ ചെയ്യുന്ന വോളിയത്തെയാണ് ടൈഡൽ വോളിയം. അതിന്റെ വാല്യൂ എത്രയാ? 500 ml ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ടി വി എന്താന്ന് പറഞ്ഞു. ഇനി എന്താ റെസിഡുവൽ വോളിയം? നമ്മൾ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ നടത്തിയാൽ പോലും the volume of air remaining in the lungs even after a forceful expiration. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന്റെ ശേഷം പോലും the volume of air remaining in the lungs even after a forceful expiration, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിഡുവൽ വോളിയം. വാല്യൂ പഠിച്ചോളൂ, 1100 മുതൽ 1200 ml ആണ്. അടുത്ത് നോക്കൂ, വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി ഭയങ്കര ഈസിയാ. നമ്മുടെ ലങ്ങിൽ ടോട്ടലി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എയർ, the total volume of air that can be accommodated in the lungs. ഇത്ര പഠിച്ചാൽ മതി. the total volume of air that can be accommodated in the lungs. അത് കിട്ടാൻ നമ്മൾ എന്തൊക്കെ കൂട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി നമ്മൾ പഠിച്ച എല്ലാ വോളിയങ്ങളും, നമ്മൾ 4 വോളിയം പഠിച്ചിട്ടില്ലേ? ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV, ഇത് 4ഉം കൂടി അങ്ങ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. ക്ലിയർ അല്ലേ? ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന്റെ ശേഷം പരമാവധി എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ദ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. അങ്ങനെ പഠിച്ചാൽ മതി. ഇത് നോക്കണ്ട, മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന് ശേഷം നമുക്ക് പരമാവധി എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി. സോ വൈറ്റൽ കപ്പാസിറ്റി കിട്ടാൻ നമ്മൾ എന്തൊക്കെ കൂട്ടണം എന്നറിയാം കുട്ടികളെ? ERV പ്ലസ് TV പ്ലസ് IRV, ERV പ്ലസ് TV പ്ലസ് IRV. മറ്റുള്ളതും ചോദിക്കാം. മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടതാണ്. ഈ എല്ലാ വോളിയംസും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കപ്പാസിറ്റികളും പഠിക്കേണ്ടതാണ്, പക്ഷേ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള 2 നമ്മൾ ഇട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, observe the diagram and answer the following question. ഇവിടെയുള്ള this is a diagram showing gas exchange അല്ലെ. ഇവിടെയുള്ള പ്രതിഭാസം എന്ത് പ്രതിഭാസത്തിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ചോദിക്കും. that is simple diffusion. എന്ത് പ്രതിഭാസമാണ്? സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി നോക്ക്, what happen when partial pressure of oxygen become same in the alveoli and capillary. ഈ 2 ഭാഗത്തും പാർഷ്യൽ പ്രഷർ സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും? the diffusion will stop. എന്ത് നടക്കൂല? ഡിഫ്യൂഷൻ നടക്കത്തില്ല എന്നുള്ളതാണ്. അടുത്ത് നോക്ക്, what is depicted by this graph. ഈ ഗ്രാഫ് എന്തിനെയാണ് കാണിക്കുന്നത് കുട്ടികളെ? ദിസ് ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അത് പറഞ്ഞാൽ മതി. അടുത്ത് നോക്ക്, റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ആൾട്ടർ ദിസ് ഗ്രാഫ്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഈ 2 ചോദ്യത്തിന്റെയും ഉത്തരം ഒന്നാണ്. ഏതൊക്കെ ഫാക്ടറുകളാണ് കുട്ടികളെ? നമുക്കറിയാം. PCO2, ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ. ഓർമ്മയുണ്ടോ? PCO2 കൂടുക, ടെമ്പറേച്ചർ കൂടുക, H+ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ. ഇനി PCO2 കുറയുക, ടെമ്പറേച്ചർ കുറയുക, H+ കുറയുക, ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ അല്ലെ. ഈ 3 ഫാക്ടറിനെ ഒന്നുകിൽ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ ഗ്രാഫിനെ ഓൾട്ടർ ചെയ്യുന്ന ഫാക്ടർ ആണോ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അങ്ങനെയും എഴുതാം. അടുത്തത്, ഈ ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന ചോദ്യം. ഈ ഗ്രാഫ് നമ്മളെ എന്തിനാ സഹായിക്കുന്നത്? ടു സ്റ്റഡി ദ എഫക്ട് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓൺ ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷനിലും ഡിസോസിയേഷനിലുമുള്ള വ്യത്യസ്ത ഫാക്ടറുകളുടെ റോൾ അറിയാനാണ്. അടുത്ത ചോദ്യം നോക്കടാ, നെയിം ഡിഫറെന്റ് റെസ്പിറേറ്ററി സെന്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള വ്യത്യസ്ത റെസ്പിറേറ്ററി സെന്ററുകൾ ഏതൊക്കെ? നെയിം ദെയർ റോൾ ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മോഡറേറ്റിംഗ് റെസ്പിറേറ്ററി റിതം. സിമ്പിൾ ആണ് മക്കളെ. റെസ്പിറേറ്ററി റിതം സെന്റർ ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൈമറി സെന്റർ. ഇയാളാണ് പ്രൈമറി സെന്റർ എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ പ്രൈമറി സെന്റർ ഫോർ റെസ്പിറേഷൻ. ഇനി രണ്ടാമത്തെ ആളാണ് കുട്ടികളെ, ദാറ്റ് ഈസ് ന്യൂമോടാക്സിക് സെന്റർ. എന്താണ് ന്യൂമോടാക്സിക് സെന്റർ? ഇയാളുടെ റോൾ എന്താ? ഇറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടുന്ന ആളാണ് ഇയാള്. മൂന്നാമത്തെ ആളാണ് കുട്ടികളെ കീമോസെൻസിറ്റീവ് ഏരിയ. ആരാണ്? കീമോസെൻസിറ്റീവ് ഏരിയ. നമ്മുടെ ബ്രെയിനിലുള്ള CO2വിന്റെയും H+ന്റെയും കോൺസെൻട്രേഷനോട് ഇയാൾ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് ടു CO2 ആൻഡ് H+ കോൺസെൻട്രേഷൻ. ഇയാൾ നമ്മുടെ ബോഡിയിലെ CO2വിന്റെയും H+ന്റെയും കോൺസെൻട്രേഷനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അടുത്തത് നോക്കൂ, ഈ ഒരു റിയാക്ഷനിലെ A എന്ന് പറയുന്ന ആൾ ആരാന്ന് ചോദിക്കും. ദാറ്റ് ഈസ് കാർബോണിക് എൻഹൈഡ്രേസ്. ആരാണ്? കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. അടുത്ത നോക്കൂ, ആസ്മ ആൻഡ് എംഫൈസിമ ആർ 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംറ്റംസ്. നോക്കൂ, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആസ്മയുടെ സിംറ്റവും അതുപോലെ തന്നെ ആസ്മയുടെ കോസും ഇത് രണ്ടും നമ്മളോട്, അതുപോലെ തന്നെ എംഫൈസിമയുടെയും. എന്താ ആസ്മ?
in asthma there is difficulty in breathing അല്ലെ, breathing difficulty ഉണ്ടാകും, and that lead to wheezing അല്ലെ, breathing difficulty ഉണ്ടാകും. അത് കാരണം നോക്കൂ, നമ്മുടെ അഖിൽ സാറിനെ വെയിറ്റ് ചെയ്യാണ്ടോ, അഖിൽ സാർ ഇപ്പൊ വരും. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, നമ്മൾ നമ്മുടെ ബോട്ടണി ഡിസ്കഷനിലേക്ക് വീണ്ടും പോവാണ്. നമ്മുടെ അഖിൽ സാറും ദേവപ്രേമിസും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ദേ ആർ, ഐ ആം വെൽക്കമിങ് ദം. കം ഓൺ അഖിൽ സാർ പെട്ടെന്ന് വരൂ. സോ ലുക്ക്, ആസ്മയിൽ എന്താ സംഭവിക്കുന്നത്? there is difficulty in breathing ഡിഫിക്കൽറ്റി ഉണ്ടാകും. അത് കാരണം വീസിംഗ് സൗണ്ട് ഉണ്ടാകും. എന്താണ് വീസിംഗ് സൗണ്ട് ഉണ്ടാകും? അടുത്ത് മെൻഷൻ ദ കോസ് ഓഫ് ആസ്മ. ആസ്മയുടെ കോസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി, ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് ആൻഡ് വീസിംഗ്. അടുത്ത് നോക്ക്, എംഫൈസിമയുടെ കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ദ മെയിൻ റീസൺ ഈ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെ. ഇത് മെഡിക്കലി ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, പക്ഷെ നമുക്ക് ബോർഡ് എക്സാമിന് അങ്ങനെ പഠിച്ചാൽ മതിയല്ലോ അല്ലെ. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തെ പ്രശ്നം എന്താ? യെസ്, ദ ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് അല്ലെ, ആൽവിയോളസിന്റെ വാള് ഡാമേജ് ആയിട്ടുണ്ടാകും. ദാറ്റ് ലീഡ് ടു ഡിഫിക്കൽട്ടീസ് അല്ലെ. സോ ദാറ്റ്സ് ദ ഐഡിയ. ക്ലിയർ ആണോ മക്കളെ? പ്ലീസ് ഡു കമന്റ്. ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യൂ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, the alveolar walls are damaged due to cigarette smoking ആണ് കാരണം. ഓക്കെ, സോ അഖിൽ സാർ come on പെട്ടെന്ന് വരൂ, നമ്മുടെ കുട്ടികൾ വെയിറ്റ് ചെയ്യുകയാണ്. സോ ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ 3 ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് നമ്മുടെ ബോട്ടണി ഡിസ്കഷന് ശേഷം നമുക്ക് സെറ്റ് ആക്കാവുന്നതാണ് മക്കളെ. സോ come on. ഓക്കെ, സെറ്റ് ആണോ മക്കളെ? പ്ലീസ് ഡു കമന്റ്. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, നമ്മൾ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമുക്ക് അറിയുന്നതാണ്, വേറെ ഭയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം. സോ കമോൺ, വെർ ഈസ് അഖിൽ സാർ എവിടെ? ഓക്കെ, ഐ ആം വെയിറ്റിംഗ് ഹിം. ഓക്കെ, അഖിൽ സാർ ഇവിടെ പുറത്ത് വളരെ ആകാംക്ഷഭരിതനായി നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഹൂ ഈസ് കമ്മിങ് ഹിയർ? വെർ ഈസ് അഖിൽ സാർ? ദേവപ്രിയാണോ? കമോൺ. ഓക്കെ, ദേവപ്രേമിസ് എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുന്നു. ദേവപ്രിയ is actually my junior in medical college. Okay, she was my junior. Okay, so come on മക്കളെ, നമ്മൾ ഏറ്റവും വലിയ ചാപ്റ്ററുകളൊക്കെ തീർത്ത്, അഖിൽ സാറും വലിയ ചാപ്റ്ററുകളൊക്കെ തീർത്ത് തന്നു. ദേവപ്രേമിസ് ആണ് ഇത്ര വരുന്നത്. അപ്പൊ ദേവപ്രേമിസിനെ കുറച്ച് തീം ഒക്കെ ഇട്ട് കൊടുത്തേ. ഓക്കെ, സോ യെസ് കമോൺ. ദേവപ്രേമിസ് ദേവപ്രേമിസ് കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കുറെ കണ്ടിട്ട്. മെലിഞ്ഞിട്ടൊന്നുമില്ല, പണ്ടത്തേക്കാൾ തടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ കമോൺ. ഞാൻ മെലിഞ്ഞതാണ് കേട്ടോ, ഞാൻ മണ്ണൊന്നും വെച്ചിട്ടില്ല. ഞാൻ പോസ്റ്റിംഗ് കയറി മെലിഞ്ഞിട്ടുണ്ട്. ചുരിദാറൊക്കെ ഇട്ടിരുന്നെങ്കിൽ തോന്നുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നോ ബയോളജിയിൽ ആദ്യത്തെ നമ്മളെ 4 ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട്? ഭയങ്കര ടയേർഡാന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡാ. നിങ്ങൾ വേണം ഓണാക്കി എടുക്കാൻ കേട്ടോ. എന്താണ് അവസ്ഥ? എല്ലാരും ഇങ്ങനെ അടിപൊളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര എനർജിയിലാണ് എന്നൊക്കെ എനിക്കറിയാം. നാളെ നമ്മളുടെ എക്സാം. സോ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെ അല്ല, ഇതിങ്ങനെ വെക്കാം. ഓക്കെ ഇത് മതി. ഓക്കെ, നാളത്തെ എക്സാം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടിരിക്കുന്നത്. പുതുതായിട്ട് ഒന്നും നമുക്കിനി പഠിക്കാനൊന്നുമില്ല. നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഉള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി. ഓക്കെ, ഇനി ഈ ലൈവ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? ഇന്നലെ വരെയും നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നാളെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നെ ഒരു വെള്ളത്തിൽ വീണൊക്കെ ഇരിക്കുന്നു. ഇവിടെ മഴയടാ, കോഴിക്കോടൊക്കെ നല്ല മഴയുണ്ട്. ഞാൻ മഴയൊക്കെ നനഞ്ഞു വന്നത്. മിസ് മൈൻഡ് ആക്കുന്നുണ്ടല്ലോ. നിങ്ങളെ മൈൻഡ് ആക്കാതെ ഇവിടെ പിന്നെ ആരെ മൈൻഡ് ആക്കാനാ? കമോൺ. സോ സ്റ്റാർട്ട് ചെയ്താലോ, ഒട്ടും ടൈം കളയുന്നില്ല. ആദ്യത്തെ ബോട്ടണിയുടെ 4 ചാപ്റ്റേഴ്സ് ബാക്കി അഖിൽ സാർ എടുക്കും. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ശരിക്കും ആദ്യത്തെ 4 ചാപ്റ്റർ എടുത്തിട്ട് ബാക്കിയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ എന്റെ പോസ്റ്റിംഗ് അതിന് സമ്മതിച്ചില്ല. ഞാൻ കാഷ്വാലിറ്റി പോസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ഹെക്ടിക് സാധനമാണ്, അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. എക്സ്റ്റൻഷൻ വരും. എല്ലാം കഴിഞ്ഞ് 8 മണിക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓടി എത്തിയത് ഇവിടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. സോ ചാപ്റ്റർ 1, ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഒന്നും പറയുന്നില്ല, ഭയങ്കര എക്സ്ട്രാ ആയിട്ട് അവിടുന്ന് ഒന്നും പറയാൻ നമുക്ക് സമയമില്ല. നാളെ നമ്മളുടെ എക്സാം. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം. ജസ്റ്റ് എന്തൊക്കെയാ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. RS വിറ്റാക്കർ കൊണ്ടുവന്നതാണ്. 5 കിങ്ഡം ഏതൊക്കെയാ? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇതായിരുന്നു 5 കിങ്ഡം. അറിയാമേ? ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. അതില് ഫസ്റ്റ് കിങ്ഡം ആയിരുന്നു കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറ 2 ആയിട്ട് തിരിക്കാം, യു ബാക്ടീരിയം, ആർക്കി ബാക്ടീരിയം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ആള്. അയാളുടെ 3 ആള് ഹാലോഫൈറ്റ്സ്, തെർമോഅസിഡോഫൈറ്റ്സ്, മെത്തനോജൻസ് എവിടെ താമസിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം.
യു ബാക്ടീരിയയിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ഓട്ടോട്രോഫിക് ബാക്ടീരിയയിൽ തന്നെ ഫോട്ടോ ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ, അവരെ വിളിക്കുന്ന വേറൊരു പേരുണ്ടല്ലോ, എന്താ സൈനോ ബാക്ടീരിയ? ബ്ലൂ ഗ്രീൻ ആൽഗെ. വെരി ഗുഡ്. ആ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നുള്ള പേര് അറിഞ്ഞിരിക്കണം. അവരുടെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെല്ലിന്റെ പേരാണ് ഹെറ്ററോസിസ്റ്റ്. വെരി ഗുഡ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് കിങ്ഡം കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ എടാ, നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സ്പീഡിന് പറയുകയാണ്. നമ്മൾ ഒരു ബ്രഷ് അപ്പിംഗ് അത്രേ ഉള്ളൂ. കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയില് 5 ആൾക്കാര്: ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻ. അതില് കിങ്ഡം ഫംഗയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ലൈം മൗൾസ് ആണ് കിങ്ഡം ഫംഗയുമായിട്ട് റിലേറ്റഡ് ആയി വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ കിങ്ഡം ഫംഗൈ. കിങ്ഡം ഫംഗൈനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ക്ലാസ്: ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്രോമൈസീഡ്സ്. മെയിൻലി ഈ 3 കിങ്ഡം ആണ് നമുക്കുള്ളത്. ബാക്കി എല്ലാവരും കുറച്ച് പഠിക്കാനേ ഉള്ളൂ. ഈ പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും അതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നുമില്ല. അതൊക്കെ നമ്മൾ ബാക്കി ചാപ്റ്ററുകളിൽ പഠിച്ചു പോകും. ഈ 3 കിങ്ഡം ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. പിന്നെ തുടക്കത്തിൽ പറയുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും. ഇത്രയും സാധനങ്ങളിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫൈനലി ലാസ്റ്റ് വരുന്ന വൈറസും ലൈക്കൻസും കുറച്ചുകൂടെ സിമ്പിൾ ആണ് നോക്കാനായിട്ട്. ക്ലിയർ? ക്വസ്റ്റ്യൻ നോക്കിയേ. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 5 കിങ്ഡം അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് was given by R.H. Whittaker. Okay, R.H. Whittaker ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞു. State the criteria followed by Whittaker for this classification. So 5 kingdom classification criteria എന്താണ് എന്നാ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. 5 kingdom classification criteria എന്താ? 5 kingdom classification criteria ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. 1 മാർക്കിനാ ചോദിച്ചിട്ടുള്ള മിനിമം 2 ക്രൈറ്റീരിയ എങ്കിലും എഴുതണം. നമുക്കൊരു 4 ക്രൈറ്റീരിയ എങ്കിലും പറയാം. ഏതൊക്കെയാ ക്രൈറ്റീരിയ? 1, സെല്ലിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ സെല്ലിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ബോഡി ഓർഗനൈസേഷൻ. അവരുടെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? പിന്നെ അവര് എങ്ങനെ ഫുഡ് കഴിക്കുന്നു, ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവരെങ്ങനെ റീപ്രൊഡക്ഷൻ നടത്തുന്നു. പിന്നെ വേണമെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അതും എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു 4 എഴുതി വെച്ചിരുന്ന ഫുൾ മാർക്ക്. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിന് മാക്സിമം വെയിറ്റേജ് 1 മാർക്ക്. 1 മാർക്കേ ചോദിക്കാനുള്ളൂ ഈ ചാപ്റ്റർ. സോ എപ്പോഴും നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതൊന്നെങ്കിൽ ഇതുപോലെ ഒരു ഫസ്റ്റ് പെയറിനെ നോക്കി ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ എഴുതാൻ. ഇതൊക്കെയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതെങ്ങനെയാ വരിക? മൊണീറ പ്രോകാരിയോട്ട് ആണെങ്കിൽ പ്രോട്ടിസ്റ്റേഴ്സ് യൂകാരിയോട്ട്. ഡൗട്ട് ഒന്നുമില്ല, പ്രോട്ടിസ്റ്റേഴ്സ് യൂകാരിയോട്ട് അല്ലെ? നെക്സ്റ്റ്, രാമു ഡിസൈഡ് ടു കൺസ്ട്രക്ട് എ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി മെത്തനോജൻസ് വേണം. അയാളെ വീട്ടിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നെയിം ദ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. ഏത് ബാക്ടീരിയ ആണ് ഇൻവോൾവ് ആവുന്നത്? ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി ആർക്കി ബാക്ടീരിയയിൽ തന്നെ വരുന്ന യെസ് മെത്തനോജൻസ് ആണ് വേണ്ടത്. ഓക്കെ, മെത്തനോജൻസ് ആണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കരോളസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ R.H. Whittaker എന്ത് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത്? പുള്ളിയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, നേരെ തിരിച്ചു ചോദിക്കാം. R.H. Whittaker 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡാഷ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത്? കരോളസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ്. അത് തിരിച്ചു മറിച്ചു ചോദിക്കാം. നെക്സ്റ്റ്, തെർമോ എസിഡോഫൈൽസ് എക്സ്ട്രീം ഹീറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ഹാലോഫൈൽസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ താമസിക്കുന്നവരാണ്. ക്ലിയർ? ഓക്കെ, ഡൺ. ഉത്തരം പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഡയാറ്റംസ് ആരിൽ വരുന്നതാ? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ക്രൈസോഫൈറ്റ്സിൽ വരുന്നവരാ. ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷൻ ആൻഡ് ആർ യൂസ്ഫുൾ ഇൻ മെനി വേസ്. അവരെ കൊണ്ട് ഉപയോഗം ഉണ്ടെന്ന്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ ഡയാറ്റംസ് എങ്ങനെയാണ് ഉപയോഗം വരുന്നത്? സോ നമ്മൾ എഴുതണം, ഡയാറ്റത്തിന്റെ സെൽ വോൾ ഡെപ്പോസിറ്റ്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായി മാറും? അവരൊരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഡൈഅറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഈ ഡൈഅറ്റോമേഷ്യസ് എർത്ത് ആണ് നമുക്ക് ഉപയോഗമുള്ള സാധനം. എങ്ങനെ ഡൈഅറ്റോമേഷ്യസ് എർത്ത് ഉപയോഗമുള്ളതായി മാറുന്നേ? because this diatomaceous earth can be used for polishing and filtration. പോളിഷിങ്ങിനും
ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യാം. എന്തിന്റെയൊക്കെ ഫിൽട്രേഷനാ? ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. സിറപ്പും ഓയിൽസും ഒക്കെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഈ ഡയറ്റോമേഷ്യസ് എർത്ത് യൂസ് ചെയ്യാം. ക്ലിയർ? this is how ഡയറ്റോമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയറ്റംസ് become important. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചത്. നെക്സ്റ്റ്, the network of hyphae in fungi. ഫംഗയില് നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ വിളിക്കുന്ന പേര്, ഓരോന്നിനെയും ഓരോ നൂല് പോലുള്ളതിനെ നമ്മൾ ഇതിനെ ഓരോന്നിനെയും നമ്മൾ ഹൈഫേ എന്ന് വിളിക്കും. കുറെ ഹൈഫ ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് മൈസീലിയം എന്നാ വിളിക്കുക. യെസ്, മൈസീലിയം. നെക്സ്റ്റ്, ഡിഫൈൻ മൈക്കോറൈസ. ഹൗ ഇസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? ആദ്യം എന്താ മൈക്കോറൈസ എന്ന് പറയണം. വാട്ട് ഇസ് മൈക്കോറൈസ? എന്താണ് മൈക്കോറൈസ? അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. സോ വി സേ ഇറ്റ് ഇസ് എ symbiotic association. It is a symbiotic association between symbiotic association രണ്ട് പേര് വരും. മൈക്കോറൈസയിൽ ആരൊക്കെയാ വരിക? Between fungi and roots of higher plants. ഫംഗസും അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് പറഞ്ഞത്. ഇതാണ് ഫസ്റ്റ് ആൻസർ. സെക്കൻഡ്, ഹൗ ഇസ് മൈക്കോറൈസ ഹെൽപ്ഫുൾ ടു പ്ലാന്റ്സ്? എങ്ങനെയാ മൈക്കോറൈസ പ്ലാന്റ്സിന് ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്? കാരണം മൈക്കോറൈസ വിൽ ഹെൽപ്സ് ടു അബ്സോർബ് ദ വാട്ടർ ആൻഡ് മിനറൽസ്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് മിനറൽസും വാട്ടറും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അസോസിയേഷന് സാധിക്കും. ഏതിനാ? മൈക്കോറൈസൽ അസോസിയേഷന് വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്. എടാ, ഒരാൾ പറഞ്ഞു ഇറ്റ് ഇൻക്രീസ് ദ സർഫസ് ടെൻഷൻ അല്ല, ഇറ്റ് ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ആ. കേട്ടോ, സർഫസ് ടെൻഷൻ അല്ല, ഒരാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരുത്തിയത്. ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ ആൽഗൽ കമ്പോണന്റ് ഇൻ ലൈക്കൻ. ലൈക്കനിലുള്ള ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട് എന്നാ വിളിക്കുക. ഫൈക്കോബയോണ്ട് എന്നാ വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ലൈക്കൻസ് ആർ സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ആൽഗെ ആൻഡ് ഫംഗൈ. സോ ആൽഗയും ഫംഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷന്റെ പേരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് സിംബയോസിസ്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് സിംബയോസിസ്? സിംബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മ്യൂച്വലി ഹെൽപ്ഫുൾ അസോസിയേഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ്. ഓർഗാനിസംസ് പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് സിംബയോസിസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. ലൈക്കൻസിനെ കൊണ്ട് നമുക്ക് എക്കണോമിക്കലി എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ ലൈക്കൻസിനെ കൊണ്ട്? ഉറപ്പായിട്ടും ഉണ്ട്. ദേ ആർ വെരി ഗുഡ്. ലൈക്കൻസ് ആർ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അവർ വളരെ നല്ല പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതെങ്ങനെ അവർ ഭയങ്കര നല്ല പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയത്? they do not grow in polluted areas. That is, they do not grow in polluted areas. അവർ പൊല്യൂട്ടഡ് ഏരിയാസിൽ വളരില്ല. സോ ലൈക്കൻസ് എവിടെയെങ്കിലും വളരുന്നുണ്ടെങ്കിൽ ആ ഏരിയ പൊല്യൂട്ടഡ് അല്ല എന്നാണ് അർത്ഥം. സോ പൊല്യൂട്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ലൈക്കൻസിന് പങ്കെടുക്കാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ്, an organism that completely lack a cell wall. ആരാ? സെൽ വോൾ ഇല്ലാത്ത ആളുടെ പേരാണ് mycoplasma. It is the smallest non-organism, so still mycoplasma. It can survive without oxygen. Adu mycoplasma. Name the organism. Mycoplasma. Clear? Okay. Next, കഴിഞ്ഞു. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അറിയാമേ? എന്റെ മക്കൾക്ക് ഈ ക്വസ്റ്റ്യനിലൊന്നും ഒരു ഡൗട്ടും ഇല്ലേ? ഇല്ലല്ലോ. ഓക്കെ ആണേ? ക്ലിയർ? Okay, clear. Next question, plant kingdom. So plant kingdomത്തിലേക്ക് കടക്കാം. plant kingdom എന്ന് പറയുമ്പോൾ എത്ര? ഈ plant kingdomത്തെ നമ്മൾ 5 ആയിട്ട് തിരിക്കും. ഈ 5 ഗ്രൂപ്പിൽ 4 എണ്ണത്തിനെ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ? സോ ലാസ്റ്റ് വൺ നമുക്ക് വേണ്ട. നമുക്ക് 4 പേരെ പഠിക്കാനുള്ളൂ. ആരൊക്കെയാ 4 പേര്? plant kingdomത്തിലുള്ള 4 പേര്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൽഗെ, സെക്കൻഡ് ഗ്രൂപ്പ് ബ്രയോഫൈറ്റ്സ്, തേർഡ് ഗ്രൂപ്പ് pteridophytes and fourth group gymnosperms. ഈ 4 ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ആൽഗെ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് ആൽഗയുടെ 3 ക്ലാസ്സസ് ഉണ്ട്.
ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ എന്ന് പറയുന്ന 3 ആൽഗൽ ക്ലാസ്സസ്. എല്ലാ ആൽഗൽ ക്ലാസിന്റെയും കോമൺ നെയിം എന്ത്, സ്റ്റോർഡ് ഫുഡ് എന്ത്, അവരിൽ കാണുന്ന പിഗ്മെന്റ് എന്ത്, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അവരെ കോമൺ നെയിം, അവരെ പിഗ്മെന്റ്, അവരെന്ത് ഫുഡാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ? സോ ക്ലോറോഫൈസിയെ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആൽഗ എന്നാണ് അതിനെ വിളിക്കുക. ക്ലോറോഫിൽ എയും ബിയും കാണും, അവരെ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്. ഫിയോഫൈസിയെ എന്ന് പറയുമ്പോൾ ബ്രൗൺ ആൽഗ എന്ന് വിളിക്കും. ക്ലോറോഫിൽ എയും സിയും, ബ്രൗൺ കളർ നൽകുന്ന പിഗ്മെന്റ് ഫ്യൂക്കോസാന്തിൻ, സ്റ്റോർഡ് ഫുഡ് മാനിറ്റോളും ലാമിനാറും. റോഡോഫൈസി എന്ന് പറയുമ്പോൾ റെഡ് ആൽഗെ, പിഗ്മെന്റ്സ് എയും ഡിയും, മെയിൻ റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ഫൈക്കോ എറിത്രിൻ, ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. അവർ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, ഇത്രയാണ് ആൽഗയിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫുൾ ആൽഗയിൽ നിന്ന് അവിടുന്ന്. നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഈ ബ്രയോഫൈറ്റ്സിനെ 2 ഗ്രൂപ്പ് ആൾക്കാരായിട്ടാണ് നമ്മൾ പഠിക്കുക. ഒന്ന് ലിവർവേർട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും രണ്ടാമത്തത് മോസസ് എന്ന് പറയുന്നതും. അല്ലെ, ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവരെ മെയിൻ പ്ലാൻ ബോഡി എന്താടാ? അവരെ മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? അവരെ മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആളാണ് അവരെ മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്. സോ ലിവർവേർട്ട് ആയാലും മോസസ് ആയാലും അവരുടെ മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ് ആണോ? ആണ്. ഓക്കെ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 3 മാർക്കല്ലേ വെയിറ്റ് ചെയ്യുന്നു. എടാ ഭയങ്കര ചാൻസ് കുറവാ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ 3 മാർക്ക് ചോദിക്കാനായിട്ട് കേട്ടോ. മാക്സിമം 1 to 2 മാർക്സ്, മാക്സിമം 2 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ബ്രയോഫൈറ്റ്സിലെ ലിവർവേർട്സ് ഇതൊന്നും പറഞ്ഞില്ലേ? അതിൽ തന്നെ ഈ ലിവർവേർട്സിൽ ഒരു മെയിൻ ആള്, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് മാർക്കാൻഷ്യ എന്ന് പറയുന്ന ഒരാളാ. ഈ മാർക്കാൻഷ്യയിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ബഡ് ഉണ്ട്. ആ ബഡിന്റെ പേര്, അവര് അസെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു ബഡ് ഉണ്ട്. ആ ബഡിന്റെ പേരാണ് ജെമ്മെ എന്ന് പറയുന്നത്. ഈ കാര്യമാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ജെമ്മെ ഓർത്തിരിക്കണം. അതുപോലെ മോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ആള് ഫ്യൂണേറിയ. ഫ്യൂണേറിയ ആണ് മോസസിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ. ഈ ഫ്യൂണേറിയയിൽ നിങ്ങൾ അറിയേണ്ട കാര്യം, ഫ്യൂണേറിയയില് അവരുടെ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ്, ആ ഗാമറ്റോഫൈറ്റ് സ്റ്റേജിന് 2 സ്റ്റേജുകളുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജും സെക്കൻഡ് സ്റ്റേജ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നതുമാണ്. സോ ഇത് രണ്ടും അവരുടെ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ്. സോ വാട്ട് ഈസ് പ്രോട്ടോണിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് ബ്രയോഫൈറ്റ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഡൺ. നെക്സ്റ്റ്, ഇതാണ് നമ്മളുടെ ഒരു ബ്രയോഫൈറ്റ്. ഈ ബ്രയോഫൈറ്റിന്റെ മെയിൻ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഇതാരാ? നമ്മളുടെ ബ്രയോഫൈറ്റിന്റെ ബോഡിയാണ് കാണിച്ചിട്ടുള്ളത്. ബ്രയോഫൈറ്റിന്റെ ബോഡിയിൽ ഇതാണ് അവരെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്. ഇത്രയും വരുന്ന അവരെ ഗാമറ്റോഫൈറ്റിക് ഫേജും ബാക്കി ഇത്രയും വരുന്ന അവരെ സ്പോറോഫൈറ്റിക് സ്റ്റേജുമാണ്. ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലാണ് ഈ റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ഉള്ളത്. പിന്നെ ഇതവരെ മെയിൻ ലീഫ് ലൈക്ക് സാധനങ്ങളും. ഇനി അവര് സ്പോറോഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന പോർഷനെ നമ്മൾ ഫൂട്ട് എന്ന് വിളിക്കും, ഈ സ്റ്റോക്കിനെ സീറ്റ എന്ന് വിളിക്കും. ഇതാണ് കാപ്സ്യൂൾ. ഈ പാർട്സ് ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആൽഗെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഇല്ലേന്ന്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആൽഗൽ യൂസസ്. അത് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ വിട്ടു കളഞ്ഞത്. ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഫൈനലി ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ടെറിഡോഫൈറ്റിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെറ്ററോസ്പോറി എന്താണ്? ആരൊക്കെയാണ് ടെറിഡോഫൈറ്റിൽ ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള ആൾക്കാർ? ആരൊക്കെയാ ടെറിഡോഫൈറ്റിൽ ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ളത്? 2 ആൾക്കാരാണ്. ഒന്ന് സെലാജിനെല്ലയും രണ്ടാമത്തത് സാൽവീനിയം. സെലാജിനെല്ല ആൻഡ് സാൽവീനിയാണ് ആരൊക്കെ? നമ്മളുടെ ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള 2 ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, അവർ മാത്രമേ ഹെറ്ററോസ്പോറി കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ടെറിഡോഫൈറ്റ്സും ഹോമോസ്പോറസ് ആണ്. ക്ലിയർ? ഓക്കെ, ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഈ ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ? അവരെ മെയിൻ പ്ലാൻ ബോഡി ഏതാ? ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? ഇവരെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. ഇനി ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇവരുടെ ഗാമറ്റോഫൈറ്റിനെ, ടെറിഡോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റിനെ നമ്മളൊരു പേര് വിളിക്കും
പ്രോതാലസ് എന്നാ വിളിക്കുക. സോ ദി ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഇസ് കോൾഡ് പ്രോതാലസ്. വാട്ട് ഇസ് പ്രോതാലസ് എന്നൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Thalloid gametophyte of pteridophyte. It is prothallus. Okay. Next, gymnosperms. Gymnosperms എന്താ? അതിൽ മെയിൻ ആയിട്ടും അവരുടെ കുറച്ച് സിംബയോട്ടിക് അസോസിയേഷൻസ് ഉണ്ട്. 2 സിംബയോട്ടിക് അസോസിയേഷൻസ് ജിംനോസ്പോമിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് കോറലോയിഡ് റൂട്ട്. സോ ഈ 2 സിംബയോട്ടിക് അസോസിയേഷൻസും ആണ് ജിംനോസ്പോമിൽ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ളതാ? മൈക്കോറൈസ എന്ന് പറയുമ്പോൾ ഫംഗയും ജിംനോസ്പോമിന്റെ റൂട്ട്സും തമ്മിലുള്ളത്. കോർലോയിഡ് റൂട്ട്സ് എന്ന് പറയുമ്പോഴോ അവിടെയും റൂട്ട്സ് അങ്ങനെ തന്നെ നിപ്പുണ്ട്. പിന്നെ ആരുമായിട്ടുള്ളതാ? നൈട്രജൻ ഫിക്സിങ് സയനോ ബാക്ടീരിയ ആയിട്ടുള്ളത്. ഓക്കെ, സയനോ ബാക്ടീരിയ ആയിട്ടുള്ളത്. ഇതാണ് ജിംനോസ്പോമിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഒരു ലാഗ് ഇല്ല, സ്പോട്ടിൽ പോണം. ക്വസ്റ്റ്യൻ, ആൽഗൻ ബ്രൗൺ ആൽഗയിൽ നിന്നാണെങ്കിൽ കെരാറ്റിൻ ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ, നോ ഡൗട്ട്. Match the following. Prothallus, it is the thalloid gametophyte of pteridophyte. So it is gametophyte എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. കോർലോയിഡ് റൂട്ട് സൈക്കസിൽ കാണുന്ന ആണ്, ഇതാണ്ട് ജിംനോസ്പോം സൈക്കസ്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആരുടെ സ്റ്റോർഡ് ഫുഡ് ആണ്? റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ്. പ്രോട്ടോണിമ ആരിൽ കാണുന്നതാ? മോസസിന്റെ ഗാമറ്റോഫൈറ്റിനെ തന്നെയാണ് നമ്മൾ പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്രാം ആരെയാ കാണിച്ചിട്ടുള്ളത്? ഐഡന്റിഫൈ ദിസ് ബ്രയോഫൈറ്റ്. ഏത് ബ്രയോഫൈറ്റിനെ അവരിവിടെ കാണിച്ചിട്ടുള്ളത്? ദിസ് ഇസ് ഫ്യൂണേറിയ. ഫ്യൂണേറിയ എന്ന് പറയുന്ന ബ്രയോഫൈറ്റിനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലേബൽ ദ പാർട്സ് എ, ബി ആൻഡ് സി. 3 പാർട്സും ലേബൽ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗാമറ്റോഫൈറ്റിന്റെ ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് എ. അതിന്റെ പേരെന്താ? യെസ്, റൈസോയിഡ്സ് എന്നാണ് എ. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പോറോഫൈറ്റിന്റെ ആ സ്റ്റോക്ക് ലൈക്ക് സാധനത്തെയാണ് ബി എന്ന് പറഞ്ഞു ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഇസ് ബി? ബി ആണ് സീറ്റ. സി എന്താ? സി അവരുടെ ഏറ്റവും മുകളിൽ ഉണ്ട പോലെ ഇരിക്കുന്നത്, അതിനകത്താണ് സ്പോർ ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഇസ് capsule. So A is rhizoid, B is seta and C is capsule. Done? Okay. Next question. Match the following. ഈ ചാപ്റ്ററിന് match the following ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. Match the following ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സിമ്പിളാ, ഏറ്റവും സിമ്പിൾ ആയിട്ട് കിട്ടും. വോൾവോക്സ് ഏത് ഗ്രൂപ്പിൽ വരുന്നവരാ? ആൽഗെ, കൊളോണിയൽ ആൽഗെ. വെരി ഗുഡ്, വോൾവോക്സ് ആൽഗെ. പൈനസ്, ജിംനോസ്പോം സൈനസും പൈക്കസും. സൈനസും പൈക്കസും നിന്റെ പൊന്നെ, സൈക്കസും പൈനസും ജിംനോസ്പെർമ. സാൽവിനിയ, സെലാജിനെല്ല സാൽവിനിയ ടെറിഡോഫൈറ്റ. മാർക്കാൻഷ്യ, ഫിനേറിയ മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ. കഴിഞ്ഞു. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം the male and female sex organ in bryophyte. ബ്രയോഫൈറ്റിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആൻതെറിഡിയം. ഫീമെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം. കഴിഞ്ഞു, 2 മാർക്ക്. ജസ്റ്റ് പേര് എഴുതിയാൽ മാത്രം മതി, ഒരു എക്സ്പ്ലനേഷനും വേണ്ട, ജസ്റ്റ് പേര്. നെക്സ്റ്റ്, which plants are known as the amphibians of plant kingdom? Amphibians of plant kingdom എന്നറിയപ്പെടുന്നത് ഏത് പ്ലാന്റ് ഗ്രൂപ്പാ? Bryophytes. ഒന്നും ആലോചിക്കാനില്ല, Bryophytes are known as the amphibians of plant kingdom. Why these Bryophytes are known as the amphibians of plant kingdom? എന്തുകൊണ്ട് അവരെ amphibians of plant kingdom എന്ന് പറയുന്നു? Why? എടാ why എന്തുകൊണ്ടാ? Because they live in land but still they need water for their sexual reproduction. കരയിൽ താമസിക്കുകയാണെങ്കിൽ പോലും വെള്ളം ഉണ്ടെങ്കിൽ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് they need water. സോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ these plants live in soil. അവർ താമസിക്കുന്നത് സോയിലിൽ തന്നെയാണ്, but still they need water for their സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, സെലാജിനെല്ല
and Salvinia show a unique feature in spore production. Selaginelleയും Salvinium എവിടെ വരുന്നയാ? ടെറിഡോഫൈറ്റിൽ വരുന്നേ. അവര് സ്പോർ പ്രൊഡക്ഷൻ ഒരു യുണീക് ഫീച്ചർ കാണിക്കും. വാട്ട് ഇസ് ദാറ്റ് ഫീച്ചർ? അതിന്റെ പേരെന്താ? രണ്ട് ടൈപ്പ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ്, ഹെറ്ററോസ്പോറി. ഹെറ്ററോസ്പോറി ആണ് അവർ കാണിക്കുന്ന യുണീക് ഫീച്ചർ. കമന്റ് ഓൺ ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഹെറ്ററോസ്പോറി ആണ്, അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ ഈ ഹെറ്ററോസ്പോറി എടുത്തു പറയുന്നത്? യെസ്, ഹെറ്ററോസ്പോറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. കാരണം ഹെറ്ററോസ്പോറി ഇറ്റ് ഈസ് എ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഹെറ്ററോസ്പോറി is the precursor to the seed habit in higher plants. Higher plants ല് സീഡ് ഹാബിറ്റിന് ഒരു പ്രീകേഴ്സർ ആയിട്ട് കാണിക്കുന്നതാണ് ഈ ഹെറ്ററോസ്പോറി. എന്താ ഈ സീഡ് ഹാബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? സീഡ് ഹാബിറ്റ് മീൻസ് ദ ഫീമെയിൽ gametophyte with the developing embryo. ആ ഡെവലപ്പിംഗ് എംബ്രിയോയുടെ കൂടെ ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ അവർ എവിടെ സൂക്ഷിച്ചു വെക്കും? is retained inside their parent sporophyte. അവരുടെ ആ എംബ്രിയോനെ ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ എവിടെ വെച്ചിരിക്കും? അവരുടെ മെയിൻ സ്പോറോഫൈറ്റ് ബോഡിക്കുള്ളിൽ വെച്ചിരിക്കും. ഇതിനെയാണ് സീഡ് ഹാബിറ്റിന് പ്രീകേഴ്സർ ആയിട്ട് ഇവർ ചെയ്യുന്ന ഹെറ്ററോസ്പോറി നമ്മൾ പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ആരാ ഈ പരിപാടി കാണിക്കുക? നമ്മളുടെ ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. പക്ഷെ ഇവരും അത് കാണിച്ചില്ലേ? അതുകൊണ്ടാണ് അതിനെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മളൊരു സിഗ്നിഫിക്കൻസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ ദ ഫീമെയിൽ ഗാമറ്റോയിഡ് വിത്ത് ദി ഡെവലപ്പിംഗ് എംബ്രിയോ is retained inside the parent sporophyte for variable period. കുറച്ച് വേരിയബിൾ പീരീഡിലേക്ക് അതിനെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യും. ഇതാണ് അവരുടെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ക്ലിയർ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. Now match the following. Prothallus. ആരാ പ്രോതാലസ്? It is the thalloid gametophyte of pteridophytes. അതുണ്ടോ നോക്ക്. ഉണ്ട്. It is the thalloid gametophyte of pteridophyte. Protonema എന്താ? It is the gametophyte of mosses. മോസസിന്റെയാ the gametophytic stage of mosses. Antheridium, sex organ in bryophyte അല്ലേ? Antheridium എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻ ഇൻ bryophyte. ജമ്മേ എന്ന് പറഞ്ഞാൽ എന്താ? asexual buds in liverworts. എന്താ? asexual buds in liverworts. Clear? Yes. നെക്സ്റ്റ്, ഒരു പ്ലാന്റിനെ തന്നിരിക്കുക. പ്ലാന്റിനെ കണ്ടാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ഇത് ഏതാ പ്ലാന്റ് എന്ന്. ഏത് പ്ലാന്റാ ഇവിടെ തന്നിട്ടുള്ളത്? ഈ പ്ലാന്റിനെ കണ്ട സ്പോട്ടിൽ പറഞ്ഞിരിക്കണം ദിസ് ഇസ് മാർക്കാൻഷ്യ. കറക്റ്റ്, ദിസ് പ്ലാന്റ് ഇസ് മാർക്കാൻഷ്യ. സോ ഐഡന്റിഫൈ ദ പ്ലാന്റ് എന്നൊരു ക്വസ്റ്റ്യൻ അവർക്കുണ്ട്. സോ ദ പ്ലാന്റ് ഇസ് മാർക്കാൻഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ അസെക്ഷുവൽ ബഡ്സ് സീൻ ഓൺ ഇറ്റ്. അതിനകത്ത് കാണുന്ന അസെക്ഷുവൽ ബഡ്സിന്റെ പേരെന്താ? യെസ്, ജെമ്മെ എന്നാണ് അതിന്റെ അസെക്ഷുവൽ ബഡ്സിന്റെ പേര്. ഇതാണ് അതിന്റെ അസെക്ഷുവൽ ബഡ്സ്, അതാണ് ജെമ്മെ. ഈ ജെമ്മയുടെ ഫീച്ചേഴ്സ് എഴുതാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഫീച്ചേഴ്സ് എന്തെയാ? ദേ ആർ ഗ്രീൻ, multicellular, asexual buds in markantia. മാർക്കാൻഷ്യയിലുള്ള asexual buds ആണ്. Forward for asexual reproduction. in അല്ല, ഇനി നമ്മൾ പറഞ്ഞു എവിടാണെന്ന് പറഞ്ഞു. സോ asexual reproduction വേണ്ടിയിട്ടുള്ള buds ആണ്. They are formed inside. അതും കൂടെ പറയാം. They are formed inside. എന്ത് കപ്പിനുള്ളിലാണ് ഇവർ ഫോം ചെയ്യുന്നത്? They are formed inside ജെമ്മെ കപ്സ്. ജെമ്മെ കപ്സിനുള്ളിലാണ് ഇവർ ഫോം ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞിരിക്കണം. ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, algae are useful to man in a variety of ways. Suggest any 4 uses of algae. algae ഏതെങ്കിലും സ്പെഷ്യൽ 4 യൂസസ്. സ്പെഷ്യൽ യൂസസ്, റിമെമ്പർ സ്പെഷ്യൽ യൂസസ്. ഒന്ന്, ആൽഗേനെ നമുക്ക് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാം. സോ മിനിമം ഒരു 2 എക്സാമ്പിൾ എങ്കിലും എഴുതിയിരിക്കണം ഏതൊക്കെ ആൽഗയാണ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, പോർഫൈറ എന്ന് പറയുന്ന ആൽഗെ. 2, ലാമിനാരിയ എന്ന് പറയുന്ന ആൽഗെ. 3, സർഗാസം എന്ന് പറയുന്ന ആൽഗെ. നെക്സ്റ്റ്, ഫുഡ് അല്ലാതെ രണ്ടാമത്തത്, ചില ആൽഗേനെ സ്പേസ് ട്രാവലേഴ്സ് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യും. സ്പേസ് ട്രാവലേഴ്സ്
ഫുഡ് ആയിട്ട് യൂസ് ചെയ്യും. ഏത് ആൽഗെ അത്? ക്ലോറെല്ല എന്ന് പറയുന്ന ആൽഗെ. ചില ആൽഗയിൽ നിന്നും അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊക്കെ ആൽഗയിൽ നിന്നാ? യെസ്, ഗ്രാസിലേറിയ ജലീഡിയം എന്ന് പറയുന്ന ആൽഗയിൽ നിന്നാണ് നമ്മൾ അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ എടുക്കുന്നത്. ഫൈനലി ചില ആൽഗയിൽ നിന്ന് നമുക്ക് ഹൈഡ്രോകൊളോയിഡ്സിനെ കിട്ടും. വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള ഹൈഡ്രോകൊളോയിഡ്സ്. സോ 2 ടൈപ്പ് ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ട്. ആൽജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡും ഉണ്ട്, കെരാജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡും ഉണ്ട്. ആൽജിൻ എവിടെ നിന്ന് കിട്ടും? ആൽജിൻ കിട്ടുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നും, കെരാജിൻ കിട്ടുന്നത് റെഡ് ആൽഗയിൽ നിന്നും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഡിസ്റ്റിങ്ഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസ് റോഡോഫൈസിയ. റോഡോഫൈസിയയുടെ മെയിൻ ഡിസ്റ്റിങ്ഷിംഗ് ഫീച്ചേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരിൽ കാണുന്ന പിഗ്മെന്റ് ഏതാടാ? അവരിൽ ക്ലോറോഫിൽ എ കാണും, ക്ലോറോഫിൽ ഡി കാണും. മെയിൻ റെഡ് കളർ നൽകുന്ന പിഗ്മെന്റിന്റെ പേരാണ് ആർ ഫൈക്കോ റിത്രിൻ. ഓക്കെ, നെക്സ്റ്റ് അവരുടെ സ്റ്റോർഡ് ഫുഡിന്റെ പേരെന്താ? അവരുടെ സ്റ്റോർഡ് ഫുഡിന്റെ പേരാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ക്ലിയർ? നെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്കോറൈസ ആൻഡ് കോർലോയിഡ് റൂട്ട്സ്. സോ നിങ്ങൾ എഴുതണം, മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് ഫംഗൈ. റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും ഫംഗൈയും തമ്മിൽ കാണുന്നതാണ്. എക്സാമ്പിൾ അത് എവിടെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈനസിൽ കാണുന്നതാണ്. നെക്സ്റ്റ്, കോർലോയിഡ് റൂട്ട്സ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ. നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയം ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ഇത് എവിടെ കാണുന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കസ് എന്ന് പറയുന്ന ചെടിയിൽ കാണുന്നതാണ്. കഴിഞ്ഞു, 2 മാർക്ക്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഈ ഒരു ടേബിൾ തന്നിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ. സോ ഈ ഒരു ടേബിൾ തന്നിട്ട് ചറപ്പറ ക്വസ്റ്റ്യൻ ചോദിക്കും, അറിഞ്ഞിരിക്കണം. ക്ലോറോഫൈസിയെ, അതിനകത്ത് ക്ലോറോഫിൽ എയും ബിയും ഉണ്ട്. നെക്സ്റ്റ് അവരുടെ സ്റ്റോർഡ് ഫുഡ് ഏതാ? സ്റ്റാർച്ച്, ഓൾസോ കോൾഡ് ഗ്രീൻ ആൽഗെ. ഫിയോഫൈസിയെ, ഓൾസോ കോൾഡ് ബ്രൗൺ ആൽഗെ. അവരുടെ പിഗ്മെന്റ് എയും സിയും, പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താ? യെസ്, ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. അവരുടെ സ്റ്റോർഡ് ഫുഡ് ലാമിനാരൻ മാനിറ്റോൺ. ക്ലോറോഫിൽ എയും ബിയും കാണുന്ന, ഫൈക്കോറിത്രിൻ കാണുന്ന ആൾക്കാരാണ് റോഡോഫൈസിയെ, അല്ലെ? റോഡോഫൈസിയെ. അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഇസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ക്ലിയർ? ഇനി ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, കഴിഞ്ഞു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ആ ചാപ്റ്റർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമോ? അത്രയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യൂ, ചോദിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും അവർ ചോദിക്കുന്ന 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്നൊരു പടം ഉണ്ടായിരിക്കും, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടായിരിക്കും. ആ ഡയഗ്രാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റർ ചോദിക്കുന്ന എല്ലാ ഡയഗ്രാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ഡയഗ്രാം നാളെ ഉറപ്പാ ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല, നാളെ ഡയഗ്രാം ഉറപ്പാ. സോ മോർഫോളജി, ദാറ്റ് മീൻസ് സ്റ്റഡി ഓഫ് ദി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഒരു പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. എന്തൊക്കെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇത്രയും എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റൂട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. ഫിഗർ, പടമാണ് ഈ ചാപ്റ്റർ ചെയ്യുന്നത്. നാളത്തെ ക്വസ്റ്റ്യൻ പടമാണ്. ഏതോ ഒരു ഫിഗർ ചോദിക്കാൻ പോവാ, പക്ഷെ ആ ഫിഗർ ഈ ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും. ആ ഫിഗർ വിട്ടുകളയല്ലേ, നോക്കിയോ. സോ ഈ പടം എന്താ? റൂട്ടിനെ തന്നിരിക്കുക. വി ഹാവ് ടു ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് എ, ബി ആൻഡ് സി ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഹെയർസ്. എ എന്താ? റീജൻസ് ഓഫ് റൂട്ട് ആണ് തന്നിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള, ഇറ്റ് ഇസ് ദി റീജൻ ഓഫ് മെച്ചുറേഷൻ. വെരി ഗുഡ്. റീജൻ ഓഫ് മെച്ചുറേഷൻ ആണ് ഏറ്റവും മേളിലുള്ളത്. നടുക്ക് വരുന്ന ബി ആണ് റീജൻ ഓഫ് റീജൻ ഓഫ് എലോങ്ങേഷൻ. അത് തന്നെ, റീജൻ ഓഫ് എലോങ്ങേഷൻ. നെക്സ്റ്റ് സി, ഏറ്റവും ടിപ്പിൽ കാണുന്ന ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റികൾ, അവരാണ് ദ റീജൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. യെസ്, വെരി ഗുഡ്, മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, യെസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് റൂട്ട് ഹെയർസ്? റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്താ? റൂട്ട് ഹെയർസ് ഒരുപാട് ഉള്ളത് കാരണം സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഇൻക്രീസ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. സോ their function is to increase
the surface area for absorption of water and minerals. Surface area for absorption of water and മിനറൽസ്. ശരിക്കും ഡോക്ടർമാർ എഴുതുന്ന കണക്ക് ഒരു വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് എഴുതുകയാണ്. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്നതും കൂടെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റൻ വലിയ ഭയങ്കര സംഭവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പടം ഡയഗ്രാം നോക്കുക. The following figures A and B show two different types of phyllotaxy. Phyllotaxy. Define phyllotaxy. എന്താ phyllotaxy? It is the arrangement of phyllotaxy arrangement അല്ലെ. It is the arrangement of leaves on the stem or branch. സ്റ്റെമ്മില് അല്ലെങ്കിൽ ബ്രാഞ്ചില് ലീവ്സിന്റെ അറേഞ്ച്മെന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് phyllotaxy. Very good. അത്രേ ഉള്ളൂ phyllotaxy. Next, write the name of the phyllotaxy A and B. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആ, കാരണം അവര് ജസ്റ്റ് എയും ബിയും നെയിം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എ നോക്കിയേ, ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ അറൈസ് ചെയ്യുന്നുള്ളൂ. സോ എ ഇസ് alternate phyllotaxy. In alternate phyllotaxy, from a node only one leaf arises. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് മാത്രമേ വരൂ. സെക്കൻഡ്, ഇവിടെ നോക്കിയേ ബിയില് ഒരു നോഡിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ലീഫ് വരും. സോ from a node, if two leaf arises, that type of phyllotaxy is called opposite phyllotaxy. ഇനി രണ്ടിൽ കൂടുതൽ ലീഫ് അറൈസ് ചെയ്താൽ ഇറ്റ് ഇസ് വേൾഡ് phyllotaxy. നമ്മൾ പഠിച്ചായിരുന്നു വേൾഡ് phyllotaxy. ഓക്കെ, ഡൺ. യെസ്, നെക്സ്റ്റ് ഫ്ലവറിന്റെ പടം തന്നിരിക്കുന്നത്. നമുക്ക് അറിയാല്ലേ അത് ഫ്ലവറിന്റെ പടമാണെന്ന്. യെസ്, ദ ഗിവൺ ഫിഗർ ഷോസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദെയർ ഓവറി. ഓവറിയുടെ പൊസിഷൻ വെച്ച് ഫ്ലവറിനെ നമ്മൾ മൂന്നാക്കി തിരിക്കും. ഹൈപ്പോഗൈനസ് ഫ്ലവർ, എപ്പിഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് സുപ്പീരിയർ ഓവറിയുള്ള ഫ്ലവർ, എപ്പിഗൈനസ് ഇൻഫീരിയർ ഓവറിയുള്ള ഫ്ലവർ, പെരിഗൈനസ് ഹാഫ് സുപ്പീരിയർ ഹാഫ് ഇൻഫീരിയർ എന്ന് ഓവറിയുള്ള ഫ്ലവർ. ക്ലിയർ? യെസ്. സോ ഐഡന്റിഫൈ എ ആൻഡ് ബി എന്നാ പറയുന്നത്. എ നോക്കിയടാ, എ നോക്കിയപ്പോ അവരെ ഓവറിയാണ് ഏറ്റവും മുകളിൽ, ബാക്കി പാർട്സ് എല്ലാം ഓവറിയുടെ താഴെ നിന്ന് വരിക. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവർ. സോ എ ഇസ് എ ഹൈപ്പോഗൈനസ് ഫ്ലവർ. ബി നോക്കിയേ, ബിയിൽ ഓവറിയുടെ ഏതാണ്ട് നടുക്ക് നിന്നാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സും വരുന്നത്. സോ ഹാഫ് ഇൻഫീരിയർ ആയിട്ടുള്ള ആ ഓവറിയുള്ള ബി ആണ് ഒരു പെരിഗൈനസ് ഫ്ലവർ. ക്ലിയർ? സോ എ ഏതാ ബി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എപ്പിഗൈനസ് ഫ്ലവർ. എക്സ്പ്ലെയിൻ എപ്പിഗൈനസ് ഫ്ലവർ. സോ ജസ്റ്റ് ഇൻഫീരിയർ ഓവറി എന്ന് മാത്രം എഴുതിയിരുന്നാ പോരാ. വി ഹാവ് ടു റൈറ്റ് epigynous flower is the flower with inferior ovary. Inferior ovary ഉള്ള flower ആണ്. That is, all other floral parts arise from a part above the ovary. അതായത് ബാക്കി എല്ലാ പാർട്ടും അറൈസ് ചെയ്യുന്നത് ഓവറിക്ക് മുകളിൽ നിന്നാണ്. That is why it is called a epigynous flower. Clear? Done. Next, പിന്നെയും ഫിഗർ തന്നിരിക്കുക. Observe the following diagram and identify the placentation. Just identify ചെയ്ത് പേര് എഴുതാനേ ഉള്ളൂ. ഫസ്റ്റ് പ്ലാസന്റേഷൻ നോക്ക്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒബ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് മാർജിനൽ പ്ലാസന്റേഷൻ. ഇത് നോക്ക്, ദാ ഇങ്ങനെ കുറെ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഓരോ കമ്പാർട്ട്മെന്റിലും ഒബ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് ആക്സൈൽ പ്ലാസന്റേഷൻ. 1 minute. വാട്ട് ഇസ് പ്ലാസന്റേഷൻ? സപ്പോസ് അവർ നാളെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫൈൻ പ്ലാസന്റേഷൻ ആണെങ്കിലോ, ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഒബ്യൂൾസ് ഇൻ ദി പ്ലാസന്റ ഇൻസൈഡ് ദി ഓവറി. പ്ലാസന്റയ്ക്കകത്ത് ഒബ്യൂൾസിനെ അറ്റാച്ച് ചെയ്തിട്ട് ഓവറിക്കകത്തുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. സിമ്പിൾ. ഓക്കെ, ക്ലിയർ? ഓക്കെ എടാ കാർത്തിക അടിപൊളി, എല്ലാരും പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് അടുത്ത നോക്ക്. ഇതാണ് നമ്മളുടെ ഓവറി. ആ ഓവറിയുടെ പെരിഫറിയിലായിട്ട് അറ്റത്തായിട്ട് ചുമ്മാ ഒബ്യൂൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ദിസ് ഇസ് പാരൈറ്റൽ പ്ലാസന്റേഷൻ. നെക്സ്റ്റ് ഇത് നോക്കിയേ, ഇത് ഓവറി, കമ്പാർട്ട്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് നടുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് സെന്ററില് ഒബ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഇസ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. സോ നമ്മൾ എല്ലാ പ്ലാസന്റേഷൻസും
ഐഡന്റിഫൈ ചെയ്തു, we got 2 marks. Clear? Yes. Next figure. അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ള ഫിഗർ ആണ് ഇത്. What is this? This is venation. ലീവ്സിന്റെ വീനേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ലീഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുന്ന ലീഫും, രണ്ടാമത്തെ ലീഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെയിൻസ് അറേഞ്ച് ചെയ്ത ലീഫും. ഒരു ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വീനേഷൻ. വാട്ട് ഇസ് വീനേഷൻ? വീനേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദി ലാമിന ഓഫ് ദി ലീഫ്. ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ്. ഇത് അറേഞ്ച്മെന്റ് ആ അല്ലെ? ഇറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് veins and veinlets in the lamina of leaf. lamina of leaf. ലീഫിന്റെ ലാമിനയില് വെയിൻസും വെയിൻലെറ്റ്സിനെയും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വീനേഷൻ. സോ ഇവര് പറയുന്ന നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് വീനേഷൻ ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലും ഉള്ള എയിലെ വീനേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ദറ്റ് ഇസ് റെറ്റിക്കുലേറ്റ് വീനേഷൻ, ആൻഡ് ബിയിലെ വീനേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ദിസ് ഇസ് parallel venation. എന്താ reticulate venation? Reticulate venation the veins and veinlets are arranged in a network like pattern. അല്ലെ, ഒരു നെറ്റ്വർക്ക് ലൈക്ക് പാറ്റേൺ പോലാണ് റെറ്റിക്കുലേറ്റ് വിനേഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് പാരലൽ വിനേഷൻ ആണെങ്കിലോ ഹിയർ all other veins are arranged parallel to ആർക്ക് പാരലൽ ആയിട്ടാ? പാരലൽ ടു ദി മിഡ്രിബ്. മിഡ്രിബിന് പാരലൽ ആയിട്ടാണ് അവിടെ ബാക്കി എല്ലാ വെയിൻസിനെയും വെയിൻലെറ്റ്സിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇതാണ് അവരുടെ വ്യത്യാസം. രണ്ട് ടൈപ്പ് വീനേഷൻ ഒക്കെയാണ്. യെസ്. നെക്സ്റ്റ് പടമല്ല, നെക്സ്റ്റ് ഒരു കാര്യമാണ് ഇൻഫ്ലോറസൻസ്. ഡിഫൈൻ ഇൻഫ്ലോറസൻസ്. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ്. സോ ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. We have two types of inflorescence. Racemose inflorescence ഉണ്ട്, cymose inflorescence ഉണ്ട്. അവരിവിടെ റെസിമോസിൽ ചോദിച്ചിരിക്കുന്നത് any two peculiarities of racemose. റെസിമോസിന്റെ പെക്യുലാരിറ്റി എന്താ? ഒന്നാമത്തത്, റെസിമോസിൽ ഫ്ലവേഴ്സ് ബേസിപിറ്റൽ ഓർഡറിലാണോ അക്രോപീറ്റൽ ഓർഡറിലാണോ? യെസ്, ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ അക്രോപീറ്റൽ ഓർഡർ. ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അക്രോപീറ്റൽ ഓർഡറിലാണ്. ഇനി അവരുടെ ആ മെയിൻ ആക്സിസിന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കോ, ഗ്രോ ചെയ്തോണ്ടേ ഇരിക്കോ, അതോ ലിമിറ്റഡ് ഗ്രോത്തേ ഉള്ളോ? their main axis continue to grow. their main axis continue to grow. അങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നത് കാരണം അവർക്ക് അൺലിമിറ്റഡ് ഗ്രോത്ത് ആണോ ലിമിറ്റഡ് ഗ്രോത്ത് ആണോ? they have unlimited growth. അവർ അൺലിമിറ്റഡ് ഗ്രോത്ത് ഉള്ള ആൾക്കാരാണ്. ക്ലിയർ? ഓക്കെ, യെസ്. നേരെ മറിച്ച് ഇത് സൈമോസിന്റെ ക്വസ്റ്റൻ ചോദിച്ചെങ്കിൽ അക്രോപീറ്റലിന് പകരം നമ്മൾ പറയും ബേസിപിറ്റൽ ഓർഡറിലാണ്. മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? their main axis terminates in a flower എന്ന് പറയും. അൺലിമിറ്റഡ് ഗ്രോത്തിന് പകരം ലിമിറ്റഡ് ഗ്രോത്ത് എന്ന് പറയും. ഏതെങ്കിലും രണ്ട് പെക്യുലാരിറ്റി എഴുതിയാൽ മതി. ഞാൻ ഇവിടെ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, അടുത്ത പടം ഈ ഫിഗറും ചോദിക്കും. വാട്ട് ഇസ് ദിസ്? ഈസ്റ്റിവേഷൻ ആണ് തന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ 3 types of ഈസ്റ്റിവേഷൻ ആണ്. ഫസ്റ്റ് ഈസ്റ്റിവേഷൻ എങ്ങനെയാ? ചുമ്മാ ജസ്റ്റ് ടച്ച് ഈച്ച് അതർ. സോ ദിസ് ഇസ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. രണ്ടാമത്തെ എങ്ങനെയാ? കറക്റ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ഇൻ എ പെർട്ടിക്കുലർ മാനർ. സോ ദിസ് ഇസ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. മൂന്നാമത്തേത് എന്താ? മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനെ വിളിക്കുന്ന പേരാണ് വെക്സിലറി ഈസ്റ്റിവേഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇവിടെ. What are the peculiarities of corolla in the flowers with ഈസ്റ്റിവേഷൻ C? സിയിലുള്ള കൊറോളയുടെ പെക്യുലാരിറ്റി എന്താണ്? സി നോക്കിയേ, അവർക്ക് 3 ടൈപ്പ് പെറ്റൽസ് ഉണ്ട്. ഒരു വലിയ പെറ്റൽ, ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് പെറ്റൽ. ആ വലിയ പെറ്റലിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് വിളിക്കും. പിന്നെ 2 ചെറിയ പെറ്റൽസ്, അവരെയാണ് നമ്മൾ വിങ് പെറ്റൽസ് എന്ന് വിളിക്കും. ഏറ്റവും താഴെ 2 കുഞ്ഞു പെറ്റൽസ് ഉണ്ട്, അവരെയാണ് നമ്മൾ കീൽ പെറ്റൽസ് എന്ന് വിളിക്കുക. സോ ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പെറ്റൽസ് ഉള്ള കൊറോളയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൊറോളയാണ് വെക്സിലറി ഈസ്റ്റിവേഷനിൽ. ഓക്കെ, ഡൺ, വെരി ഗുഡ്. നെക്സ്റ്റ്, one word question. The type of inflorescence in which the main axis continues to grow. വളർന്നുകൊണ്ടേയിരിക്കുന്ന ആക്സിസ് ഉള്ള ടൈപ്പ് ഓഫ് inflorescence is racemose inflorescence. ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A flower which is having both androecium and gynoecium. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേര് മെയിൽ ഫ്ലവർ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ആൻഡ്രീഷ്യം ഉണ്ട് ഗൈനീഷ്യം ഉണ്ട്. ഫീമെയിൽ ഫ്ലവർ എന്ന് വിളിക്കാൻ പറ്റില്ല, ആൻഡ്രീഷ്യം ഉണ്ട് ഗൈനീഷ്യം ഉണ്ട്. 2 സെക്സും ഉള്ളത് കാരണം we call it
ബൈസെക്ഷുവൽ ഫ്ലവർ. അതിനൊരു ബൈസെക്ഷുവൽ ഫ്ലവർ എന്നാ വിളിക്കാം. ഓക്കെ, യെസ്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ചെയ്യാൻ വീനേഷൻ ചോദിക്കാം, ഫില്ലോടാക്സ് ചോദിക്കാം, ഈസ്റ്റിവേഷൻ ചോദിക്കാം, പ്ലാസന്റേഷൻ ചോദിക്കാം, ഇൻഫ്ലോറസൻസ് ചോദിക്കാം. സോ ഈ 5 ടേംസും ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ വാട്ട് ഇസ് ഈസ്റ്റിവേഷൻ എന്നാ അവർ ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ അതും അറേഞ്ച്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ്, ആരുടെ അറേഞ്ച്മെന്റ്? ഒന്നെങ്കിൽ സെപ്പൽസിന്റെ അല്ലെങ്കിൽ പെറ്റൽസിന്റെ. സോ ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ദി തലാമസ്. തലാമസിലുള്ള അറേഞ്ച്മെന്റ് ആണ് വിത്ത്, ഞാൻ ഈ വിത്തിന് സി ബാർ എന്നിടുന്നത് ഇങ്ങനെ ഞാൻ ഇട്ടില്ലേ, 2-3 എടുത്ത് ഇപ്പൊ അറിയാതെ വരുന്നുണ്ട്. ഇത് എപ്പോഴാ വരുന്നതെന്ന് അറിയോ? നമ്മൾ ഈ കേഷീറ്റ് ഒക്കെ എഴുതുന്ന നേരത്താടാ. ഇപ്പൊ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് കേഷീറ്റ് എഴുതാൻ നേരത്ത് ഷോർട്ട് ഫോംസ് കുറെ ഉണ്ട്. അതിൽ ഇതിനെ വിത്ത് എന്നാ വായിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്. സോറി, എക്സ്ട്രീംലി സോറി കേട്ടോ. ഞാൻ എഴുതാൻ പാടില്ല, ഞാൻ ആലോചിക്കണ്ടേ, എന്ത് മന്ദബുദ്ധിയാ ഞാൻ അല്ലേ. സോ ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ ദി thalamus with respect to other members of the same world. With respect to other members of the same world. ആ സെയിം വേൾഡിൽ തന്നെയുള്ള അതർ മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ സെപ്പൽസും പെറ്റൽസും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷനും പടവും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, what is placentation? എന്താ placentation? It is very simple. Placentation is also arrangement. It is the arrangement of എന്താ ovules in the placenta within an ovary. ഒരു ഓവറിക്കുള്ളില് within an ovary. പ്ലാസന്റയില് ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് placentation. ഓക്കെ, നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗിവൻ ഫ്ലോറൽ ഡയഗ്രാം. ഈ പടവും ചോദിക്കും, പക്ഷെ എളുപ്പമാ. ഫ്ലോറൽ ഡയഗ്രാം തന്നാൽ നമുക്ക് ഒരു ഒറ്റ ഫാമിലി മാത്രമേ പഠിക്കാനുള്ളൂ സ്പോട്ടില്. അതേതാ? സൊളാനേഷ്യേ. ഫ്ലോറൽ ഫോർമുല തന്നു, നമുക്ക് ഒറ്റ ഫാമിലിയെ പഠിക്കാനുള്ളൂ. ആൻസർ സൊളാനേഷ്യേ. സോ ഇതും കണ്ണും പൂട്ടി നമ്മൾ പറയും ഇറ്റ് ഇസ് സൊളാനേസിയെ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഐഡന്റിഫൈ ദ ഫാമിലി. യെസ്, ഇറ്റ് ഇസ് സൊളാനേസിയെ. റൈറ്റ് എനി 2 ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഏതെങ്കിലും ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ എന്താ ഇവരെ ആൻഡ്രീഷ്യം കണ്ടു. അവരെ ആൻഡ്രീഷ്യം എപ്പി പെറ്റാലസ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ്രീഷ്യത്തിനകത്ത് എത്ര സ്റ്റേമൻ? 1, 2, 3, 4, 5. സോ 5 സ്റ്റേമൻസ് ഉള്ള എപ്പി പെറ്റാലസ് ആൻഡ്രീഷ്യം. അല്ലെങ്കിൽ വേണ്ട, ഇവരെ ഗൈനീഷ്യത്തിന്റെ കാര്യം ഞാൻ പറയാം. ഇവരെ ഗൈനീഷ്യം നോക്ക്. ഇവരെ ഗൈനീഷ്യം നോക്കിയപ്പോ എത്ര കാർപ്പൽ ഉണ്ട് അതിനകത്ത്? 2 കാർപ്പൽ ഉണ്ട്. ഇവരെ ഓവറി എങ്ങനെയാ? സുപ്പീരിയർ ഓവറി ഉള്ള ആൾക്കാരാണ്. ഇവരുടെ പ്ലാസന്റേഷൻ എങ്ങനെയാ? ആക്സൈൽ പ്ലാസന്റേഷൻ. എത്ര പോയിന്റ് വേണമെങ്കിലും എഴുതാം. ഏതെങ്കിലും ഒരു 2 ക്യാരക്ടേഴ്സ് എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് 2 economically important plants. Solanaceae family is also called പൊട്ടറ്റോ ഫാമിലി. പൊട്ടറ്റോ ഫാമിലി എന്നാണ് സൊളാനേഷ്യ ഫാമിലി വിളിക്കുന്നത്. സോ പൊട്ടറ്റോ ഫാമിലിക്ക് ആരൊക്കെ വരും? പൊട്ടറ്റോ വരും, ടൊമാറ്റോ വരും, ബ്രിഞ്ചോള് വരും, ചില്ലി വരും. ഇവരൊക്കെയാ വരുന്നത്. ആരെങ്കിലും 2 പേരെ സാമ്പാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇവരൊക്കെ ഏതെങ്കിലും ഒക്കെ എഴുതി വെക്കണം. ഓക്കെ, ബ്രിഞ്ചോൾ ഇടുമോ സാമ്പാറിൽ? ബ്രിഞ്ചോൾ ഇടും. ഓക്കെ, ബ്രിഞ്ചോൾ ഇടും. ഓക്കെ, സോ നെക്സ്റ്റ്, the arrangement of flowers on the floral axis is called inflorescence. ഒന്നും ചോദിക്കാനില്ല. നെക്സ്റ്റ്, can you differentiate between an actinomorphic flower from a zygomorphic flower? എന്താണ് actinomorphic flowerും zygomorphic flowerും തമ്മിലുള്ള വ്യത്യാസം? എന്താ നിങ്ങൾ ആക്ടിനോമോർഫിക് ഫ്ലവറും സൈഗോമോർഫിക് ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം? ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this flower is having radial symmetry. റേഡിയൽ സിമെട്രി ഉള്ള ഫ്ലവറിനെയാണ് ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് വിളിക്കുക. വൈ? കാരണം this flower can be divided into 2 equal halves by passing through any plane through its center. അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു പ്ലെയിനിനും ആ പ്ലാന്റിനെ ആ ഫ്ലവറിനെ 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് a radial symmetry flower, actinomorphic flower. What about a zygomorphic flower? എന്ത് ടൈപ്പ് ഓഫ് സിമെട്രി അവർക്കുള്ളത്? Zygomorphic flower is having a Zygomorphic flower is having a bilateral
സിമെട്രി. എന്റെ കിളി പാറിയിരിക്കുക കേട്ടോ, ശരിക്കും എന്റെ കിളി പാറിയിരിക്കാന്ന് തോന്നുന്നു. ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി മീൻസ്, പക്ഷെ പറയുന്നത് തെറ്റിപ്പോന്നില്ല കേട്ടോ. ഞാൻ ഇനി എത്ര ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചാടി കഴിഞ്ഞിട്ട് ഇതാണ് എന്നിങ്ങനെ പറയും. എന്റെ +1 +2 സമയത്ത് പോലും എനിക്ക് ഇത്രയും കിടിലായിട്ട് ഇത് അറിയത്തില്ലായിരിക്കും. കാരണം എന്ത് ഇതല്ലേടാ പണി, ഇത് കുറച്ച് കാലമായിട്ട് ഇത് തന്നെ പണി. 3-4 കൊല്ലമായിട്ട് ഈ മോട്ടർ തന്നെ പഠിപ്പിച്ചടിച്ച് എനിക്ക് MBBS ടോപ്പിക്കുകളെക്കാളും നന്നായിട്ട് ഇത് അറിയാവുന്നത്. So zygomorphic flower is having a bilateral symmetry. That means this flower can be divided into 2 equal halves only by passing through a single plane through its center. അതിന്റെ സെന്ററിലൂടെ ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ അതിന് 2 ഈക്വൽ ഹാഫ് ആക്കാൻ പറ്റൂ. ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ഒരു പടം, അടുത്ത പടം. ഇതിന് ചോദിക്കാനുള്ള അടുത്ത പടമാണ്. ഈ ചാപ്റ്റർ ഫുൾ പടമാണ്. ഞാൻ പറഞ്ഞല്ലോ നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫിഗറാണ്. സോ which the diagram shows the parts of a true fruit. ഒരു ട്രൂ ഫ്രൂട്ടിന്റെ പാർട്സ് ആണ്. അതിൽ A ഏതാ B ഏതാ? A പുറത്തുള്ള തൊലി, B അകത്തുള്ള മാംസം. A വിളിക്കുന്ന പേരാണ് എപ്പികാർപ്പ്, B യെ വിളിക്കുന്ന പേരാണ് മീസോകാർപ്പ്. ഓക്കെ, സോ അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഇസ് ദ ടെക്നിക്കൽ നെയിം ഓഫ് ദ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം എ മോണോകാർപ്പുലറി സുപ്പീരിയർ ഓവറി? ആ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രൂപ്പ് എന്നാ വിളിക്കുക. ലേബിൾ ദ പാർട്സ് A and B. എയും ബിയും നമ്മൾ ലേബിൾ ചെയ്തു. Can you distinguish a parthenocarpic fruit from the given fruit? ഈ ഫ്രൂട്ടും പാർത്തനോകാർപ്പിക് ഫ്രൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് is formed without fertilization. So fertilization നടക്കാതെ ഫോം ചെയ്ത ഫ്രൂട്ടിനെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നും, given fruit എന്ന് പറയുമ്പോൾ it is formed after fertilization. ഈ ഫ്രൂട്ട് given fruit, true fruit is formed after fertilization and the parthenocarpic fruit is formed before fertilization or without fertilization. Okay, next തീർന്നു. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് കൊളിയോപ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലൂമ്യൂൾ റിലേറ്റഡ് ആണ് കൊളിയോപ്റ്റൈൽ എങ്കിൽ റാഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പേര് ഇറ്റ് ഇസ് കൊളിയോറൈസ. എന്താ അത്? പ്ലൂമ്യൂളിന്റെ കവറിംഗ് ആണ് കൊളിയോപ്റ്റൈൽ, റാഡിക്കലിന്റെ കവറിംഗ് ആണ് കൊളിയോറൈസ. ലാസ്റ്റ് പടം, ഈ ചാപ്റ്റർ ചോദിക്കാനുള്ള നെക്സ്റ്റ് ഒരു ലാസ്റ്റ് പടമാണ് ദിസ് മോണോകോട്ട് സീഡ്. മോണോകോട്ട് സീഡിന്റെ പടം, മോണോകോട്ട് സീഡാണിത്. സോ ഒരു 1 എന്നും പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ? മുകളിലുള്ള പ്ലൂമ്യൂൾ. ഈ 2 എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് നമ്മളുടെ പ്ലൂമ്യൂൾ. ആ പ്ലൂമ്യൂളിന്റെ കവറിംഗ് ആണ് മേളിലുള്ള 1. സോ ആ കവറിങ്ങിനെ നമ്മൾ കൊളിയോപ്റ്റൈൽ എന്ന് വിളിക്കും. 3 എന്ന് പറയുന്നത് താഴെയുള്ള റാഡിക്കിൾ ആണ്. സോ ആ റാഡിക്കിളിന്റെ കവർ ആണ് 4. അതിനെ നമ്മൾ കൊളിയോറൈസ എന്ന് വിളിക്കും. 2 മാർക്കാ ജസ്റ്റ് പേര് എഴുതുന്നതിന്. ഓക്കെ, കഴിഞ്ഞു. ചാപ്റ്റർ കംപ്ലീറ്റ്, പക്ക കംപ്ലീറ്റ്. ചാപ്റ്റർ കംപ്ലീറ്റ്, ഒന്നുമില്ല ഇനി പറയാൻ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ചാപ്റ്റർ തുടക്കത്തിൽ ഞാൻ ഒന്നും പറയാഞ്ഞതിന് കാരണം, ഇൻട്രൊഡക്ഷൻ പോലെ ഒന്നും പറയാഞ്ഞതിന് കാരണം ആ ചാപ്റ്ററിൽ ഫുൾ ഫിഗേഴ്സ്, ഈ ഫിഗേഴ്സ് ആണ് പഠിച്ചിരിക്കുന്നത്. നാളെ ഒരു ഫിഗർ പോലും, നാളെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഓടിച്ച ഫിഗറുകൾ എല്ലാം ഒന്ന് നോക്കിയിരിക്കണേ. വാൽവേറ്റ് ചെയ്ത, ഈസ്റ്റുവേഷൻ ഇംബ്രിക്കേറ്റ് ചെയ്ത, ട്വിസ്റ്റഡ് ചെയ്ത, എക്സലർ ചെയ്ത എന്നൊക്കെ ഒന്ന് ഈസ്റ്റുവേഷനും നോക്കണം, ഫ്ലാസിനേഷനും ഒക്കെ ഒന്ന് നോക്കിയിട്ട് കാരണം കേട്ടോ. യെസ്, ലാസ്റ്റ് ചാപ്റ്റർ ഇറ്റ് ഇസ് ദി അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഒരു ചാപ്റ്റർ നമ്മൾ 15 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, അതിന് മുന്നേ തീരും ഇപ്പോ. സോ ഇറ്റ് ഇസ് last chapter, the anatomy of flowering plants. Anatomy of flowering plants. Anatomy നേരത്തെ പഠിച്ച മോർഫോളജി, ഇപ്പൊ പഠിക്കുന്ന anatomy, it means it is the study of internal features. So internal features ന്റെ സ്റ്റഡിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് പറയുന്ന പേരാണ് anatomy. So anatomy യെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? സ്പീഡ് ആക്കാനോടെ, ഇതിൽ സ്പീഡ് ഒന്നും ഇല്ല, തീർന്നു ചാപ്റ്റർ തീർന്നു. സോ ഇവിടെ നമ്മള് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. ഏതൊക്കെ ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്? 3 ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. ഒന്നാമത്തത് ഏറ്റവും പുറമേ കാണുന്ന എപ്പിഡേമൽ ടിഷ്യൂ സിസ്റ്റം, പിന്നെ അവരുടെ സൈലോ ഫ്ലോയും കൂടി ചേരുന്ന വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിന് വേറൊരു പേര് കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. ഇത് രണ്ടും അല്ലാതെ ബാക്കി വരുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അല്ലെങ്കിൽ അവരെ നമ്മൾ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഈ 3 ടിഷ്യൂ സിസ്റ്റത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതില് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ആണ് ഇത്. ഈ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ് തന്നിട്ടുള്ളത്, രണ്ടും അറിഞ്ഞിരിക്കണം. ഇത് ഏത് ടൈപ്പ് അറേഞ്ച്മെന്റാ? ഇത് റേഡിയൽ അറേഞ്ച്മെന്റ്. കാരണം സൈലം ഒരു റേഡിയസിലും ഫ്ലോയം വേറൊരു റേഡിയസിലും. സോ റേഡിയൽ അറേഞ്ച്മെന്റ്. ഇത് രണ്ടും എന്താ? ഇത് രണ്ടും കൺജോയിന്റ് ആണ്. അതില് ഇവിടെ കേമ്പിയം ഇല്ല, സോ ദിസ് ഇസ് കൺജോയിന്റ് ക്ലോസ്ഡ്. ഇവിടെ കേമ്പിയം ഉണ്ട്, സോ ദിസ് ഇസ് കൺജോയിന്റ് ഓപ്പൺ. റേഡിയൽ എവിടെ കാണുക? റേഡിയല് റൂട്ടിലും, കൺജോയിന്റ് കാണുന്നത് സ്റ്റെമ്മിലും. അതിൽ ക്ലോസ്ഡ് കാണുന്നത് മോണോകോട്ട് സ്റ്റെമ്മിലും, ഓപ്പൺ കാണുന്നത്
ഡൈക്കോട്ട് സ്റ്റെമ്മിലും. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ടും തന്നിട്ടുള്ളത് എന്താ? റൂട്ടിന്റെ പടവാ. ഈ കാണിച്ചിട്ടുള്ളത് ഡൈക്കോട്ട് റൂട്ടും ഈ കാണിച്ചിട്ടുള്ളത് മോണോക്കോട്ട് റൂട്ടും. സോ നാളെ ഈ പടം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഒരു പടം കണ്ടാൽ അതിനർത്ഥം റൂട്ട് ആണെന്നാ. സ്റ്റെം ആണെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള രണ്ട് പടവാ. സോ സ്റ്റെമ്മും റൂട്ടും തമ്മിൽ മനസ്സിലാക്കാൻ എളുപ്പം ഇതാ, ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇങ്ങനെ വന്നാൽ ഇത് റൂട്ടാ. അതിൽ മോണോക്കോട്ട് ആണോ ഡൈക്കോട്ട് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇതാ ഇത്രയും ആലോചിച്ചാൽ മതി. ഇതിനകത്തുള്ള ദാ ഈ വാസ്കുലാർ ബണ്ടിൽസ് ഇല്ലേ, ഇത് എന്ത് കളറിലാണ്? ഈ വാസ്കുലാർ ബണ്ടിൽസ് നോക്കിയാൽ മതി. കണ്ടോ, ഈ വാസ്കുലാർ ബണ്ടിൽസിന്റെ എണ്ണം നോക്കുക. വാസ്കുലാർ ബണ്ടിൽസ് 6 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, 6 എണ്ണമോ അല്ലെങ്കിൽ 6ൽ കൂടുതലോ ഉണ്ടെങ്കിൽ മോണോക്കോട്ട്, 6ൽ കുറവാണെങ്കിൽ ഡൈക്കോട്ട്. 6ൽ കുറവ് ഡൈക്കോട്ടും 6ൽ കൂടുതൽ, ഇവിടെ നോക്ക് 1 2 3 4 5 6 7 8 8 ഉണ്ട്. സോ ദിസ് ഇസ് മോണോക്കോട്ട്. ഇവിടെ നോക്കിയേ 1 2 3 4 എണ്ണയുള്ളൂ. സോ ദിസ് ഇസ് ഡൈക്കോട്ട്. ക്ലിയർ? അങ്ങനെ മനസ്സിലാക്കാം, ജസ്റ്റ് അത് ആലോചിച്ചാൽ മതി. ഇനി ഇത് കണ്ട സ്പോട്ടിൽ മനസ്സിലാവും ഇത് സ്റ്റെം ആണെന്നുള്ളത്. സോ ഇതും സ്റ്റെം ആണ്, ഇതും സ്റ്റെം ആണ്. വ്യത്യാസം കണ്ടുപിടിക്കാനും വലിയ സംഭവമൊന്നുമില്ല. റിംഗ് അറേഞ്ച്മെന്റിലാണെങ്കിൽ ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മും, റിംഗ് അല്ല സ്കാറ്റേർഡ് ആയിട്ട് വാസ്കുലാർ ബണ്ടിൽ കിടക്കുന്നെങ്കിൽ ഇത് മോണോക്കോട്ട് സ്റ്റെം. ഇത് തമ്മിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പർ ഇങ്ങനെ ഒരു അപ്പർ എപ്പിഡെർമിസും ഉണ്ട്, ലോവർ എപ്പിഡെർമിസും ഉണ്ട്. ഇവിടെയും അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. സോ ദിസ് ഇസ് ലീഫ്. ലീഫ് ആണെന്ന് മനസ്സിലാവും. പടം കണ്ടിട്ട് ഡൈക്കോട്ട് ലീഫ് ആണോ മോണോക്കോട്ട് ലീഫ് ആണോ? ഡൈക്കോട്ട് ലീഫ്. ഡൈ 2 ടൈപ്പിലുള്ള മീസോഫിൽ സെല്ലുകൾ ഉണ്ടെന്ന് ആലോചിക്കണം. ആ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാലിസൈഡ് മീസോഫിലും താഴോട്ട് സ്പോഞ്ചി മീസോഫിലുള്ള 2 ടൈപ്പ് മീസോഫിലുള്ള സെല്ലാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡൈക്കോട്ട് ലീഫ്. നേരെ മറിച്ച് നോക്കുമ്പോൾ എല്ലാ സെല്ലുകളും ഒരുപോലുള്ള സെല്ലുകളുള്ള ഈ ടൈപ്പ് ഓഫ് ലീഫ് ആണെങ്കിൽ അത് മോണോക്കോട്ട് ലീഫ്. സോ ഈ ചാപ്റ്ററിലെ പടങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെ. ക്ലിയർ? കഴിഞ്ഞു. പടങ്ങൾ ഐഡന്റിഫൈ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ നോക്ക്. നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ഏതാണ് ഇത്? സൈലം ഒരു റേഡിയസിൽ, ഫ്ലോയം വേറൊരു റേഡിയസിൽ. സോ ദിസ് വാസ്കുലാർ ബണ്ടിൽ ഇസ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. കഴിഞ്ഞു. നെക്സ്റ്റ് കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റെമ്മിൽ ആരാണ്, റൂട്ടിന്റെ ആരാണ്, ലീഫിന്റെ ആരാണ് എന്ന് പറയണം. സ്പോഞ്ചി പാരൻകൈമ, പാലിസൈഡും സ്പോഞ്ചിയും പാരൻകൈമും വരുന്നത് ലീഫില്. ഹൈപ്പോഡെർമസ് ഉള്ളത് സ്റ്റെമ്മിന് അല്ലെ. ഡൈക്കോട്ടിനും മോണോക്കോട്ടിനും ഹൈപ്പോഡെർമസ് ഉള്ളത് സ്റ്റെമ്മിനാണ്. റൂട്ടിന് ഹൈപ്പോഡെർമസ് ഇല്ല. എക്സാർച്ച് സൈലം. സോ നമ്മളെ കോഡ് ആലോചിക്കുക. സെന്റ് എന്നാണ് നമ്മളുടെ കോഡ്. അതില് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മും എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡാർച്ച് എന്ന് പറയും. സോ സ്റ്റെമ്മില് എൻഡാർച്ച് ആണ്. സോ റൂട്ടില് എക്സാർച്ച്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാർച്ച് സൈലം എന്ന് പറയുന്നത് റൂട്ടിലാണ്. കൺജോയിന്റ് എന്ന് കേട്ടാൽ തന്നെ സ്റ്റെം. സോ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ സ്റ്റിൽ സ്റ്റെമ്മിലാണ്. ലാർജ് എം ടി ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എവിടാ? ലീഫിൽ കാണുന്ന മോഡിഫൈഡ് സെല്ലുകളാണ് ബുള്ളിഫോം സെൽസ്. എൻഡോഡെർമസ് വിത്ത് ഗാസ്പേറിയൻ സ്ട്രൈറ്റ്സ് അതാരില്ല, അത് റൂട്ടിലാണ് കാണുന്നത്. സോ റൂട്ടിന്റെ 2 എണ്ണം, സ്റ്റെമ്മിന്റെ 2 എണ്ണം, ലീഫിന്റെ 2 എണ്ണം. പക്ക? ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഓൾ ദ ടിഷ്യൂസ് ടു ദ ഇന്നർ സൈഡ് ഓഫ് എൻഡോഡെർമസ്. അതായത് എൻഡോഡെർമസിന് അകത്തോട്ട് വരുന്നത്, എൻഡോഡെർമസ് ഇല്ല, എൻഡോഡെർമസിന്റെ പിന്നെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ ടിഷ്യൂനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്നാ നമ്മൾ വിളിക്കുക. സോ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പെരിസൈക്കിൾ വരും, വാസ്കുലർ ബണ്ടിൽസ് വരും, കൺജക്റ്റീവ് ടിഷ്യൂ വരും, പിന്നെ വരുന്നത് ആരാ? പിത്ത് വരും. ഇത്രയും പേരെയും കൂടെ ചേർത്താണ് നമ്മൾ സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു conjoined vascular bundles differ from radial vascular bundle. Conjoined vascular bundle radial vascular bundle എങ്ങനെയാണ് വ്യത്യാസം? Conjoined vascular bundle എങ്ങനെയായിരിക്കും? അവിടെ xylem phloem same radius ലായിരിക്കും. Here the xylem and the phloem are arranged in same radius ലായിരിക്കും xylem phloem arrange ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് radial vascular bundle എന്ന് പറയുമ്പോൾ here the xylem and the phloem are arranged in different radii. Phloem are arranged in different radii ആയിരിക്കും. ഇനി
കൺജോയിന്റ് എവിടെടാ കാണാ? കൺജോയിന്റ് സ്റ്റെമ്മിലാ കാണാ. റേഡിയൽ എവിടാ കാണാ? റേഡിയൽ റൂട്ടിലാ കാണാ. ഓക്കെ, ഡൺ. ലൈവ് മാത്രം കണ്ടാൽ A+ കിട്ടുമെന്ന്. എടാ ലൈവ് മാത്രം കണ്ടിട്ട് നീ നാളെ പോയി ഫുൾ മാർക്ക് മേടിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ടെൻഷൻ അടിക്കണ്ട എടാ, ഒന്നും ടെൻഷൻ അടിക്കണ്ട. ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? എടാ ടെൻഷൻ അടിക്കണ്ട. നാളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വേറെ ഒന്നും ആലോചിക്കണ്ട. നാളെ ഇംപ്രൂവ് ചെയ്തിട്ട് റിസൾട്ട് വരുമ്പോ ബയോളജിക്ക് ഫുൾ മാർക്ക് മേടിക്കുന്നത് ആഗ്രഹിച്ച് ഇന്ന് കിടക്കുക. നമ്മൾ ഈ പറയുന്ന ലൈവ് ഫുള്ള് കണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കുക. നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഓക്കെ, ചെയ്ത് പോയിട്ട് നാളെ ഫുൾ മാർക്ക് മേടിച്ചിട്ട് നാളെ ഞങ്ങൾക്ക് റിവ്യൂ തരണം. എനിക്ക് മെസ്സേജ് അയക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചേച്ചി എളുപ്പമായിരുന്നു ചേച്ചി, ഫുൾ മാർക്ക് ഉറപ്പ് എന്നുള്ള രീതിയിൽ പറയണം. ഓക്കെ, ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട. ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കത്തില്ല. ഫ്ലോറൽ ഫോർമുല എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും ചോദിക്കില്ല. ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ 4 കമ്പണന്റ്സ് ഓഫ് സൈലം. സൈലത്തിൽ 4 ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് സൈലത്തിന്റെ വെസൽസ്, രണ്ടാമത്തത് സൈലത്തിന്റെ ട്രക്കീഡ്സ്, മൂന്നാമത്തത് സൈലം പാരൻകൈമ, നാലാമത്തത് സൈലം ഫൈബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are bulliform cells and mention their function? Bulliform cells ആരാണ്? അവരുടെ ഫംഗ്ഷൻ എന്താണ് എന്നാ ചോദിക്കുക. Bulliform cells എന്ന് പറഞ്ഞാൽ they are large empty ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള മോഡിഫൈഡ് എപ്പിഡാമൽ സെൽസ് ആണ് അവര്. മോഡിഫൈഡ് എപ്പിഡാമൽ സെൽസ് ഇൻ ഗ്രാസസിൽ കാണുന്നതാണ്. വാട്ട് ഈസ് ദെയർ ഫംഗ്ഷൻ? എന്താ അവരുടെ ഫംഗ്ഷൻ? എന്താ ഈ എപ്പിഡാമൽ സെൽസിന്റെ ഫംഗ്ഷൻ? ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ. ബുള്ളിഫോം സെൽസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ കൺട്രോൾ ദി എക്സ്പോസിംഗ് ആൻഡ് കേളിംഗ് ഓഫ് ഗ്രാസസ് ലീഫ്. ഗ്രാസസിന്റെ ലീഫ് എക്സ്പോസ് ചെയ്തിരിക്കണോ കേൾ ചെയ്തിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ ബുള്ളിഫോം സെൽസാ. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഇതാണ് അവരുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tissue between the upper and lower epidermis in a dorsiventral leaf. Dorsiventral leaf എന്ന് പറഞ്ഞാൽ എന്ത് ലീഫ്? അത് ഡൈക്കോട്ട് ലീഫിനെയാണ് നമ്മൾ ഈ ഡോൾസി വെൻട്രൽ ലീഫ് എന്ന് വിളിക്കുക. അതിനെയാണ് മീസോഫിൽ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിം ദ 2 types of cells in mesophil tissue. ഏതൊക്കെയാ 2 types of cells? ഒന്ന് പാലിസൈഡ് മീസോഫിലും രണ്ടാമത്തത് സ്പോഞ്ചി മീസോഫിലും. കഴിഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് മീസോഫിൽ സെൽ? മീസോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഫോട്ടോസിന്തസിസ് നടത്തുക. അവരിലല്ലേ ക്ലോറോഫിൽ ഉള്ളത്. സോ ഫോട്ടോസിന്തസിസ് നടത്തുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ്, differentiate endarch and exarch xylem. Endarch exarch xylem differentiate ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്താ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? Endarch xylem means here the protoxylem is located towards the center. Exarch ആണെങ്കിലോ here the protoxylem is located towards the periphery. Protoxylem പെരിഫറിയിലേക്കാണെങ്കിൽ എക്സാർച്ചും എൻടാർച്ച് ആണെങ്കിൽ സെന്ററിലായിരിക്കും. ഇനി എൻടാർച്ച് എവിടെ കാണാ? എൻടാർച്ച് സ്റ്റെമ്മിലും. എക്സാർച്ച് എവിടെ കാണാ? എക്സാർച്ച് റൂട്ടിലോ കാണാ. ഓക്കെ, നെക്സ്റ്റ്. നെയിം എനി 2 anatomical difference between stem and root. സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള അനാറ്റമിക്കൽ ഡിഫറൻസ് ഏതെങ്കിലും 2. ഒന്ന്, സ്റ്റെമ്മിൽ എന്തുണ്ട്? ഹൈപ്പോഡെർമസ് ഉണ്ട്. ഇവിടെ ഹൈപ്പോഡെർമസ് ഉണ്ടോ? ഹൈപ്പോഡെർമസ് പ്രസന്റ് ആണ്. ഇവിടെ ഹൈപ്പോഡെർമസ് ആബ്സെന്റ് ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റെമ്മില് എക്സാർച്ച് ആണോ എൻഡാർച്ച് ആണോ? സ്റ്റെമ്മില് എൻഡാർച്ച് ആണ്, റൂട്ടില് എക്സാർച്ച് ആണ്. ഇനി സ്റ്റെമ്മില് കൺജോയിന്റ് ആണ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയാം. ഇവിടെ ആണെങ്കിലോ ഇവിടെ റേഡിയൽ ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതാം. ഇനി സ്റ്റെമ്മില് കാസ്പേറിയൻ സ്ട്രൈപ്സ് ആബ്സെന്റ് ആണ്, റൂട്ടില് കാസ്പേറിയൻ സ്ട്രൈപ്സ് പ്രസന്റ് ആണ്. അങ്ങനെ പല പല സാധനങ്ങൾ പറയാം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. വാസ്കുലർ ബണ്ടിൽസ് which have cambium between xylem and phloem. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് cambium ഉണ്ടെങ്കിൽ they are called open vascular bundles. Next,
Stomata are small openings present in the epidermis of leaves. So, these stomata are bounded by guard cells. ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ. ഡൈക്കോട്ടിലെ ഗാർഡ് സെല്ലിന്റെ ഷേപ്പ് കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ്. മോണോകോട്ടിലെ ഗാർഡ് സെല്ലിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്ഡ്. ഓർത്തിരിക്കണം. Mention the role of guard cells in the stomatal mechanism. So, guard cellum stomatal mechanism തമ്മിലുള്ള ആ ഒരു റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഗാർഡ് സെൽസ് ടേർജ്ഡ് ആണെങ്കിലും ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആണെങ്കിലും ആണ് ടൊമാറ്റൽ മെക്കാനിസം നടക്കുന്നത്. ടൊമാറ്റൽ അല്ല, സ്റ്റൊമാറ്റൽ. സോ ഗാർഡ് സെൽസ് ടേർജ്ഡ് ആണെങ്കിൽ എന്ത് പറ്റും? ദിസ് സ്റ്റൊമാറ്റ വിൽ ഓപ്പൺ. ഗാർഡ് സെൽസ് ഫ്ലാസിഡ് ആണെങ്കിൽ ഈ സ്റ്റൊമാറ്റ ക്ലോസ് ആയി പോവും. ഇങ്ങനെയാണ് ഗാർഡ് സെൽസ് റെഗുലേറ്റ് ചെയ്തത്. സെന്റൻസ് ആക്കി എഴുതി വെക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, രണ്ട് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് തന്നിരിക്കുന്നതാണ്. വി ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാസ്കുലർ ബണ്ടിൽ. രണ്ടിന്റെയും ഫീച്ചർ എഴുതണം. ഫസ്റ്റ് വണ്ണിൽ കേമ്പിയം ഒന്നുമില്ല. സോ ദിസ് ഇസ് കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. ഇവിടെ കേമ്പിയം, ഇതെന്താ? ഇത് കേമ്പിയമാണ്. സോ ദിസ് ഇസ് conjoined open. ഇത് മാത്രം പറഞ്ഞാൽ പോരാ. വാട്ട് ആർ ദി ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സ് എഴുതണം. എന്താ ഫീച്ചേഴ്സ്? കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ മീൻസ് ഹിയർ ദ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയസ്. അതായത് ഇവിടെയും സെയിം ആണ്, ഇവിടെയും കൺജോയിന്റ് ഓപ്പണിലും സെയിം ആണ്. സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയസ്. പക്ഷെ കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഹിയർ കേമ്പിയം ആബ്സെന്റ് ആണ്, ഇവിടെ കൺജോയിന്റ് ഓപ്പണില് കേമ്പിയം പ്രസന്റ് ആണ്. ഇനി കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഇത് ആരിലാ കാണുക? ഇത് മോണോകോട്ട് സ്റ്റെമ്മിലാ കാണുക. ഇത് കൺജോയിന്റ് ഓപ്പൺ ആയിട്ടുള്ളതോ സോറി ഡൈക്കോട്ട് സ്റ്റെമ്മിലാ കാണുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. The internal anatomy of dicot and monocot stem shows many differences. So dicot stem-ഉം monocot stem-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള എത്ര? 4 ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. ഡൈക്കോട്ട് സ്റ്റെം നോക്കുക. ഡൈക്കോട്ട് സ്റ്റെം നോക്കുമ്പോ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുക? കോളൻ കൈമ കൊണ്ടുണ്ടാക്കിയിരിക്കുക. മോണോകോട്ടിന്റെ ആണെങ്കിലോ അത് സ്ക്ലീറൻ കൈമ കൊണ്ടുള്ള ഹൈപ്പോഡെർമിസ് ആണ് അവർക്ക്. ഓക്കെ, ഇനി മോണോകോട്ടില് നോക്കാൻ നേരത്ത് മോണോകോട്ടില് എന്ത് അറേഞ്ച്മെന്റിലാണ് വാസ്കുലർ ബണ്ടിൽസ്? സ്കാറ്റേർഡ് ആയിട്ട് കൊടുക്കുക. സോ ഓരോ വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. ഇവിടെ ആണെങ്കിലോ വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ്? റിംഗ് അറേഞ്ച്മെന്റിലാണ്. ഇനി ഇവരുടെ വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെ? യൂണിഫോം ആണോ? അല്ല, നോൺ യൂണിഫോം. വലുതും ചെറുതുമായിട്ടുള്ളതല്ലേ? നോൺ യൂണിഫോം വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഇവിടെ ആണെങ്കിലോ എല്ലാം ഒരു സൈസിലുള്ള യൂണിഫോം സൈസിലുള്ള വാസ്കുലർ ബണ്ടിൽസ് ആണ്. ഇനി വാസ്കുലർ ബണ്ടിലിനെ കവർ ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ട്. സോ മോണോകോട്ടില് ബണ്ടിൽ ഷീത്ത് പ്രസന്റ് ആണ്. ഡൈക്കോട്ടില് ഈ ബണ്ടിൽ ഷീത്ത് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. ഇവർക്ക് ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് അല്ലേ? പല പല ലെയർ ഇല്ലേ? സോ ഡൈക്കോട്ടിന് ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് ആണ്. ഇവർക്കാണെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടാണ് അവരെ ഗ്രൗണ്ട് ടിഷ്യൂ അടക്കം. ഇങ്ങനെ ഏതെങ്കിലും മൂന്നാളിനെ എഴുതാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇവിടെ കൺജോയിന്റ് ഓപ്പൺ ആണ്, ഇവിടെ കൺജോയിന്റ് ക്ലോസ്ഡ് ആണ് എന്നൊക്കെ എഴുതാം. ഓക്കെ, ക്ലിയർ? ഓ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Suggest a method for identification of stem and root based on protoxylem. പ്രോട്ടോസൈലത്തെ ബേസ് ചെയ്ത് സ്റ്റെമ്മും റൂട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റെമ്മില് പ്രോട്ടോസൈലമസ് ടുവേർഡ്സ് ദി സെന്റർ, അതുകൊണ്ട് അതിനെ നമ്മൾ എൻഡാർച്ച് സൈലം എന്നാ പറയാ. റൂട്ടില് പ്രോട്ടോസൈലമസ് ടുവേർഡ്സ് ദി പെരിഫറി, സോ വി കോൾ ഇറ്റ് എക്സാർച്ച് സൈലം എന്നാ വിളിക്കുക. യെസ്, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദിസ്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ
നാളെ എന്റെ മക്കളുടെ എക്സാമിന് ചോദിക്കും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ അറിയാവുന്ന നിങ്ങൾക്ക് നാളത്തെ മാർക്ക് എത്ര? ബയോളജിയുടെ മാർക്ക് എത്ര? ഫുൾ മാർക്ക്. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ബയോളജിക്ക് ഫുൾ മാർക്ക് ആയിരിക്കും, നോ ഡൗട്ട്. ഓക്കെ ആണോ? സോ നമുക്ക് അടുത്തതിലേക്ക് കയറിയാലോ. ബാക്കി ചാപ്റ്റർ ഇല്ലേ? കുറച്ചുകൂടി ഉണ്ട്, അതുകൂടെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇത് കഴിഞ്ഞ് നല്ല സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് റിവിഷനും കഴിഞ്ഞ് പെട്ടെന്ന് വരിക. സോ ഇനി എക്സാമിന് മുന്നേ ഞാൻ കാണുന്നില്ല നിങ്ങളെ. നാളത്തെ ലൈവിന് കാണുമല്ലോ. നാളെ രാവിലെ ഒരു കുഞ്ഞ് നമുക്ക് റാൻഡം റിവിഷൻ കൂടെ ഉണ്ടല്ലോ, അതിലൂടെ കാണും. സോ അതിനും വരിക. ഇന്ന് ഇപ്പൊ ഉറങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കോ. നാളെ നിങ്ങൾക്ക് എളുപ്പമാണ്, നാളെ നിങ്ങളുടെ ദിവസമാ. ഓക്കെ? സോ നല്ല ഹാപ്പി ആയിട്ട് ഫുൾ മാർക്ക് മേടിച്ചു. വേറെ ഒന്നുമില്ല, ഞാനൊരു 1/2 മാർക്കും 1/4 മാർക്കും പുള്ളി കുറയാൻ പറയില്ല. ഫുൾ മാർക്ക് കിട്ടി വിളിച്ചു പറയാ, ഫുൾ മാർക്ക് ഉണ്ട് എന്ന് വിളിച്ചു പറയാ. ഓക്കെ? സോ പിന്നെ കാണാം. ബൈ ബൈ. അടുത്ത ലൈവിൽ സർ ഇപ്പൊ കേറും, സാറിനെ വിളിക്കാട്ടോ. അഖിൽ സാർ എത്തി. സോ സാറിനെ കൊടുക്കാണ്. നന്നായി പഠിക്കാം. വീണ്ടും ഞാൻ പഠിക്കാം. നാളെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്, ഒരു ടെൻഷനും വേണ്ട. നാളെ നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചോണ്ടേ വരത്തുള്ളൂ. ഓക്കെ? സാർ ഇവിടെ, സാർ എത്തി. അപ്പൊ ശരിയാടാ, ബൈ ബൈ. മക്കളെ, ഞാൻ പറഞ്ഞടാ മക്കളെ, നമ്മൾ വീണ്ടും 2 ചാപ്റ്ററുകൾ ഇനിയും പഠിക്കാനുണ്ടെന്ന കാര്യം മറന്നു പോയടാ. പഞ്ചാര മുഞ്ചാരകളെ. അഖിൽ സാറേ ഓടി വായോ, ഞാൻ വന്നൂടാ. ഇവിടെ ഗേള് ഒന്ന് ഹാപ്പി ആവോ പ്ലീസ്. ഞാൻ ഉറങ്ങിയില്ല, അതാ പ്ലീസ്. അയ്യേ, ഉറക്കം വരുന്നില്ല. ഓക്കെ, പിന്നെ സിയാന ഷെറിനെ റാമ സിയാനൊക്കെ ടാറ്റ കൊടുക്കുമല്ലോ. അഖിൽ സാറിനൊരു താ. ഓക്കെ, നാളെ എക്സാം ജയിക്കണ്ടേ? നാളത്തെ എക്സാം ജയിക്കില്ല. നാളത്തെ എക്സാം ഫുൾ A+ വാങ്ങിക്കോളടാ. നാളത്തെ എക്സാമിന് നമ്മൾ A+ വാങ്ങിച്ചിരിക്കോടാ. പിന്നെ അല്ലാതെ എവിടെ പാനാ? ഈ പാതിരാത്രി ഇത്രയും സമയമായിട്ടും ഞങ്ങള് കിടന്നിങ്ങനെ വർത്താനം പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പടച്ചോൻ കാണുന്നുണ്ട്. ഈ സമയത്ത് ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് നെറ്റും തീർത്തിരുന്ന് ഈ വീഡിയോ കാണുന്നതും പടച്ചോൻ കാണുന്നുണ്ട്. എടാ, കഷ്ടപ്പെടുന്നവർക്കല്ലേടാ പടച്ചോൻ എന്തെങ്കിലും കൊടുക്കുള്ളൂ. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എക്സാം ഈസിയാക്കി പടച്ചോൻ എന്നെ സന്തോഷിപ്പിക്കും. നിങ്ങളും കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എക്സാം ഈസിയാക്കി പടച്ചോൻ നിങ്ങളെയും സന്തോഷിപ്പിക്കും. എനിക്ക് ഇതാണ് പറയാനുള്ളത്. സാർ ഏത് ഹോസ്പിറ്റലാണ്? മെന്റൽ ഹോസ്പിറ്റലാണ് മക്കളെ. ഓക്കെ, ഞാൻ ഏത് ഡോക്ടറാണ് ചോദിക്കരുത്. ഓക്കെ, ഞാൻ ഓക്കെ സാർ ഒരു ഹായ് തരുമോ സാർ? ഇത് വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജ്. അയ്യോ മിസ്റ്റർ ഡെവില്, വെയിറ്റിംഗ് ഫോർ മെസ്സേജ് തന്നാണ്ടല്ല. പാതിരാത്രി കോഴിത്തരം കാട്ടാണ്. കാട്ടുകോഴി, മരക്കോഴി, കളർകോഴി. എന്റെ പുന്നാറ മക്കളെ, ഞാൻ വന്നാൽ വേഗം അങ്ങോട്ട് ഫയർ ഇട്ടേ. സമയം തീരെ കരാനില്ല. വേഗം ഫയർ ഇടടാ. സാർ പൊളിക്കണ്ട. ക്ലാസ് ആരംഭിക്കുന്നു. ആരംഭിക്കലാമാ. സാറിന്റെ പേര് ഷഗിൽ. ഫയർ കത്തട്ടെ. ഓക്കെ, അങ്ങനെ തന്നെ. ഓക്കെ, മസിൽ കൂടിയ കാരണം നടക്കാൻ പറ്റില്ല മക്കളെ. ഓക്കെ, ഫയർ കാണുമ്പോൾ സന്തോഷമുണ്ടല്ല. പഠിച്ചോനി എന്റെ മോന്ത എന്താ ഇങ്ങനെ? ഓക്കെ, ക്യാമറ കൂടെ നോക്കുമ്പോൾ ഒരു വൃത്തികെട്ട മോന്തയല്ലടാ. ഓക്കെ, ചുമ്മാല്ലായിരുന്നു വലിഞ്ഞു വളയാലാത്ത. ഓക്കെ, സാർ ഇച്ചിരി മോട്ടിവേഷൻ ഒന്നും തരാനില്ല. ഞാനൊരു കാര്യം പറയടാ. എന്റെ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ സമയത്ത് എന്റെ വീട്ടിലേക്ക് വരാത്ത അമ്മേന്റെ സുഹൃത്തുക്കളും അപ്പുറത്ത് തെങ്ങിച്ചേർന്ന ശശിയേട്ടൻ, തുണി അലക്കാൻ തങ്ങാണ് മീച്ചി, പിന്നെ അപ്പുറത്തെ കുട്ടീന്റെ അമ്മ, എല്ലാരും വന്നിക്കണേ റിസൾട്ട് നോക്കാൻ. വേറെ ഒരു പരിപാടിക്ക് അവരെന്റെ വീട്ടിൽ വരില്ല. അന്ന് റിസൾട്ട് വന്നപ്പോ മാത്രം വന്നിക്കണേ.
എനിക്ക് ഫുൾ എ പ്ലസ് ആന്ന് പറഞ്ഞ കഴിഞ്ഞപ്പോ അവരെന്നെ അഭിനന്ദിച്ചു വേഗം വീട്ടിൽ പോയി. എന്നിട്ട് നേരെ പോയിട്ട് തങ്കമ്മി ചേച്ചി, ശശിയേട്ടനെ, പൊന്നമ്മച്ചിയൊക്കെ അവരുടെ മക്കളെ ഉപദേശിക്കല. മക്കളെ ഇത്രയും കാലം നമ്മൾ എന്ത് പഠിച്ചോ, നമുക്ക് പറ്റുന്നത്ര നമ്മൾ മെനക്കെട്ടിട്ടുണ്ട്. അതിന് പോയിരുന്ന് നമ്മൾ എഴുതാൻ പോവാ. കിട്ടുന്ന മാർക്ക് എന്താ? നമ്മൾ മെനക്കെട്ട ലെവലിലുള്ള മാർഗ. ബാക്കിയുള്ള തങ്കമ്മി ചേച്ചിന്റെ മോനായിക്കോട്ടെ, ശശിന്റെ മോളായിക്കോട്ടെ, പൊന്നമ്മച്ചീന് തേങ്ങ മാങ്ങ എന്തെങ്കിലും ആയിക്കോട്ടെ, അവര് പലതും പഠിച്ചിട്ടുണ്ടാകും. നല്ല പോലെ പഠിച്ചു, അവർക്ക് സമയം കിട്ടി, അവർ നല്ല മാർക്ക് വാങ്ങിച്ചോട്ടെ. നമുക്ക് പല സാഹചര്യത്തിൽ അത്രയും നല്ല പോലെ പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ നമുക്ക് അത്രയും മാർക്ക് കുറയും. ഇപ്പൊ എനിക്ക് പലരും മെസ്സേജ് അയച്ചാ, സാറെ ടെൻഷൻ അടിക്കുക, സാറെ ഡബിൾ പാസ് ആകാമെന്ന് കരുതിയത്, സാർ എന്താ മാത്സ് കുറച്ച് ടഫായിരുന്നു സാർ, ബയോളജി പിടിക്കാന്ന് കരുതിയേ, ബയോളജിന്റെ കോൺഫിഡൻസും പോവാ സാറേ. പോകില്ല. ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾ ഈ ലൈവ് മനസ്സിരുത്തി കാണുന്നുണ്ടെങ്കിൽ പണ്ട് കിങ്ങിണി സാർ തന്ന അതേ വാക്കുപോലെ നാളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോ നിങ്ങൾ എന്നെ ഓർക്കുവടാ. പണ്ട് നിങ്ങൾ ഓർത്ത പോലെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും. അഖിൽ സാറിന് ഒറ്റ വാക്കുള്ളൂ, ഓ നാണും വേണ്ട പിള്ളേരും പ്രൊഫഷണലാ സാറേ, വണ്ട പ്രൊഫഷണൽ. ഓക്കെ സാർ മൃഗ ഡോക്ടർ ആണോ? ഞാൻ മൃഗ ഡോക്ടറാ. എന്റെ ഫസ്റ്റ് പേഷ്യന്റ് ഇജ്ജ്. ഓക്കെ പോട്ടറ. അപ്പൊ ഓക്കെ, സമയം കളയാനില്ല. പഠിച്ച് മാക്സിമം നാളെ എക്സാമിന്റെ അരമണിക്കൂർ മുമ്പ് വരെ വായിക്കുക, എന്നിട്ട് പോയി എഴുതുക. ആ വായിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന മാർക്ക് കിട്ടട്ടടാ. പോവാണ് പോട്ടടാ. ഈ എക്സാം അല്ല വേറെ എത്ര എക്സാം വരുന്നുണ്ട്. തൂങ്ങിച്ചാണെന്ന് പറ്റൂലല്ലോ. ഈ എക്സാം തോറ്റെന്ന് പറഞ്ഞെന്താ? എനിക്ക് ഫസ്റ്റ് ഇംപ്രൂവ്മെന്റിന് മുമ്പ് ഇംപ്രൂവ്മെന്റ് ഇംഗ്ലീഷിന് 180 മാർക്ക്, 5+ ഉള്ളൂ. കൂട്ടുകാരന്മാരെല്ലാം കൂടെ ട്രോഫി വാങ്ങിക്കുമ്പോഴേ എനിക്ക് ട്രോഫി കിട്ടിയിട്ടില്ല. എന്നാൽ എന്തെങ്കിലും ട്രോഫി കിട്ടണമെന്ന് കരുതി ഞാൻ ഇംപ്രൂവ് ചെയ്തു. ടീച്ചറിന്റെ പിന്നാലെ കൂടി 180 ഞാൻ ഇംപ്രൂവ് ചെയ്ത് 195 ആക്കിക്കണേ. പറ്റുമടാ, ആർക്കും പറ്റും. തുടങ്ങിയോ സാർ? തുടങ്ങി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാടാ? റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. 6 മാർക്കിന്റെ ചാപ്റ്റർ. എങ്കിലും എന്റെ മക്കൾ പറയാമോ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ. എന്റെ ചോദ്യം ഇതാ, C4 പ്ലാന്റ്സിനേക്കാൾ C4 പ്ലാന്റ്സിനേക്കാൾ ഉഷാർ, സോറി C3 പ്ലാന്റ്സിനേക്കാൾ ഉഷാർ C4 പ്ലാന്റ്സ് ആണ്. ഇതിന്റെ കാരണം എന്താ? C4 പ്ലാന്റ്സിനേക്കാൾ ഭയങ്കര ഉഷാർ C3 ആണ്. കാരണം എന്താ? എന്റെ ചോദ്യം ഏതാ പറ. കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിർത്തിയ കഴിഞ്ഞ PPT-യില്. ഇതിന്റെ ഉത്തരം പറ. അവിടെ കോഴിത്തിരക്ക് നിർത്തിക്കോ. കോഴിത്തിര കാട്ടിലെ കാട്ടുകോഴി, മരക്കോഴി, കളർക്കോഴി, പിന്നാക്ക് കോഴികളെ കോഴിത്തരം കാട്ടാനുള്ള സമയമില്ല. C4-നേക്കാൾ C3 അടിപൊളിയാ. കാരണം എന്താ? C4-ന്റെ കയ്യിൽ എന്തുണ്ട്? C4-ന്റെ കയ്യിൽ എന്തുണ്ട്? ക്യാൻസ് അനാട്ടമി ഉണ്ട്. C4-ന്റെ കയ്യിൽ എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അവരെന്ത് ചെയ്യും? ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ. അവർ ടെമ്പറേച്ചറിനെ നല്ലപോലെ സഹിക്കും. ആര്? C4 പ്ലാന്റ്സ്. അവരുടെ കയ്യിൽ എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ എന്ന വാഴ പ്രോസസ് ഇല്ല. അവരുടെ കയ്യിൽ എന്തുണ്ട്? ക്രാൻസ് അനാട്ടമി ഉണ്ട്. സെറ്റല്ലേ? ഇത് മൂന്നും നാളെ വരും. 2 മാർക്കിന്. C3-നേക്കാൾ നല്ലത് C4 ആണ്. കാരണം എന്താന്ന് ചോദിക്കും. എന്റെ മക്കൾ എഴുതിയില്ലേ? എന്നാ വേഗം പോവാം. എന്റെ മക്കൾക്ക് അറിയാന്ന് എനിക്കറിയാണ്. അഖിൽ സാറിന് 6 മാർക്കിന്റെ ചാപ്റ്ററിലേക്ക് പോയാലോ? ആരംഭിക്കലാമ. പിന്നല്ല, റെസ്പിറേഷൻ. മക്കളെ എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാടാ, എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? അതിന് 2 എക്സാമ്പിൾ പറയാമോ എന്നാ ചോദിച്ചേക്കണേ. എന്താ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്താടാ? എടാ, നമ്മൾ റെസ്പിറേഷന്റെ സമയത്ത് ഏതിനെയാണോ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കുന്നത്, ആ സാധനമാണ്, ആ സബ്സ്റ്റൻസ് ആണ് ഏത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എന്താടാ? റെസ്പിറേഷന്റെ സമയത്ത് ഏത് സബ്സ്റ്റൻസിനെയാണോ നിങ്ങൾ ഓക്സിഡൈസ് ചെയ്യുന്നത്, ബോണ്ട് പൊട്ടിച്ച് എനർജി ഉണ്ടാക്കുന്നത്, ആ സാധനമാണ് ഏത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പറ, എല്ലാം പറയടാ, എല്ലാവരും പറ. സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. പറ, സബ്സ്റ്റൻസ് ആരാടാ പിരാകണേ? പറടാ. സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. ആരും പറയുന്നില്ല. ആരും എന്താന്ന് പറയാത്ത വേഗം കമന്റിങ്ങനെ ഒഴുകട്ടടാ.
സബ്സ്റ്റൻസ് ഓക്സിഡൈസ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ സമയത്ത് ഏതിനെയാണോ ഓക്സിഡൈസ് ചെയ്യുക, അതാണ് റെസ്പിറേറ്ററി സബ്സ്റ്റൻസ്. അതിന് എക്സാമ്പിൾ ആരാ? എക്സാമ്പിൾ ഒന്ന് ഗ്ലൂക്കോസിനെ പൊട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീനെ പൊട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫാറ്റിനെ പൊട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡിനെ പൊട്ടിക്കാറുണ്ട്. ഇവരൊക്കെ എന്താ? റെസ്പിറേറ്ററി സബ്സ്റ്റൻസ്. കാർബോഹൈഡ്രേറ്റ് അതാണ് ഗ്ലൂക്കോസ്, പ്രോട്ടീന്, ഫാറ്റ്, ഓർഗാനിക് ആസിഡ്. സെറ്റ് അല്ലേ? ഇതൊക്കെ ആരാ സാറേ? റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ആണ് സാറേ. ഓക്കെ, എങ്കിൽ പറ എന്താ സാറേ ആർക്യു എന്ന് പറഞ്ഞാൽ? ആർക്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കിന്റെ ഇക്വേഷൻ പറ. ആർക്യു ഈസ് ഈക്വൽ ടു, ആർക്യു എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഭാഗം ഉപയോഗിച്ച ഓക്സിജൻ. നമ്മൾ റെസ്പിറേഷന്റെ സമയത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളഞ്ഞോ അതിനെ ഉപയോഗിച്ച ഓക്സിജൻ കൊണ്ട് ഹരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ഭാഗം ഓക്സിജൻ, പുറത്തു പോയ കാർബൺ ഡൈ ഓക്സൈഡ് 4 എണ്ണം, ഉപയോഗിച്ച ഓക്സിജൻ 6 എണ്ണം. അപ്പൊ ആർക്കും എത്ര? 4/6. ആർക്കും എത്ര വരിക? 4/6 വരിക. സെറ്റ് അല്ലേ? സെറ്റ് ആണ് സാർ. എടാ ആർക്യു, കാർബോഹൈഡ്രേറ്റിന് ആർക്യു എത്ര? 1. 1 ആർക്യു എങ്കിൽ നമ്മൾ റെസ്പിറേഷൻ ഉപയോഗിച്ച സാധനം ഏതാ? കാർബോഹൈഡ്രേറ്റാ. ഏതിനെ ഓക്സിഡൈസ് ചെയ്ത്? കാർബോഹൈഡ്രേറ്റാ. എടാ ഫാറ്റിന്റെ ആർക്യു എപ്പോഴും എത്രനേക്കാൾ കുറവായിരിക്കും? 1 കുറവായിരിക്കും. കാർബോഹൈഡ്രേറ്റിന്റെ ആർക്യു 1, ഫാറ്റിന്റെ ആർക്യു 1 കുറവായിരിക്കും. എങ്കിൽ എന്റെ മക്കൾ പറ പ്രോട്ടീന്റെ ആർക്യു എത്ര? 0.9. എങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സ് കത്തിച്ച് ആറാടാൻ, പഞ്ചാര മുഞ്ചാരകളാകാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ? ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? ഇത് പറയുന്നവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. പറടാ, പറ, ആരാ പറയാം? പറ ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? ആറാടി, നിങ്ങൾ ആറാടി, ആറാടി നിങ്ങൾ പഞ്ചാരയിലെ മുഞ്ചാരയാടാ. പിന്നെ അല്ല. ആർക്യു എത്ര? ട്രൈപാൽമിറ്റിന്റെ ആർക്യു എത്ര? 0.7. എത്ര സാറേ? പറ. 0.7. സെറ്റ് അല്ലേ? സെറ്റാ. എന്തുകൊണ്ടാ റെസ്പിറേഷനെ ആംഫിബോളി പാത്വേ എന്ന് വിളിക്കണേ? എന്തുകൊണ്ടാ റെസ്പിറേഷൻ ആംഫിബോളി പാത്വേ ആയേ? കാരണം സാറേ റെസ്പിറേഷനിൽ എന്തുണ്ട്? കാറ്റബോളിസവും ഉണ്ട്. റെസ്പിറേഷനിൽ എന്തുണ്ട്? ആനബോളിസവും ഉണ്ട്. കാറ്റബോളിസവും ആനബോളിസവും രണ്ടുമുള്ളത് കൊണ്ടാ റെസ്പിറേറ്ററി പാത്വേ എന്തായേ? ആംഫിബോളി പാത്വേ. ബോത്ത് കാറ്റബോളിസം ആൻഡ് ആനബോളിസം. സെറ്റല്ലേ? സെറ്റാണ്. അടുത്ത എന്തുകൊണ്ടാ സാറേ പ്ലാന്റ്സുകൾക്ക് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തത്? പറയടാ, എന്തുകൊണ്ടാ നമ്മുടെ പ്ലാന്റ്സുകൾക്ക് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തത്? നമുക്ക് ശ്വസിക്കാൻ ലങ്സ് ഇല്ലേ? ശ്വാസകോശം. ഇതേപോലൊരു റെസ്പിറേറ്ററി ഓർഗൻ ആർക്കില്ല? പ്ലാന്റ്സിനില്ല. നമുക്ക് ലങ്സ് ഉള്ളതുപോലെ റെസ്പിറേറ്ററി ഓർഗൻ ആർക്കില്ല? പ്ലാന്റ്സിനില്ല. കാരണം എന്താ? എടാ നമുക്ക് ഓക്സിജൻ ഇങ്ങനെ വലിക്കല്ലേ, വലിച്ചെടുക്കുന്ന പോലെ, നമ്മൾ ഓക്സിജനെ വലിച്ചെടുക്കുന്ന പോലെ ആർക്ക് ഓക്സിജനെ വേണ്ട? പ്ലാന്റ്സിന് വേണ്ട. ദേ നീഡ് ലെസ് ഓക്സിജൻ. എന്താടാ? ദേ നീഡ് ലെസ് ഓക്സിജൻ. അടുത്ത എന്താ മക്കളെ? ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. അവരുടെ പാരങ്കൈമ സെല്ലുകള് ഇങ്ങനെ ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. അതുകൊണ്ട് ഇതുവഴി കയറുന്ന ഓക്സിജൻ പതുക്കെ ഒഴുകി ഈ വശത്തെത്തും. ലൂസ് ആയിട്ട് പാരങ്കൈമ അടുക്കി വെച്ചേക്കണേ. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കയറുന്ന വായു, ഓക്സിജൻ പതുക്കെ ഒഴുകി വേറൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിവുണ്ട്. അപ്പൊ എന്താ? ദേ നീഡ് ലെസ് ഓക്സിജൻ, ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. അടുത്താണ് മക്കളെ എന്താ? പ്ലാന്റ്സിന്റെ ഉൾഭാഗത്ത് ഒരു ചത്ത സെല്ലുകളാ കാണുക. ഉൾഭാഗത്തെ ഇന്നർ സെൽസ് ആർ ഡെഡ്. പ്ലാന്റ്സിലെ ഉള്ളിലുള്ള സെല്ലുകൾ എന്താ? ചത്തതാ. ഉള്ളിലുള്ള സെല്ലുകൾ ചത്തതല്ലേ? അപ്പൊ അവർക്ക് ഓക്സിജൻ വേണോ? വേണ്ട. അപ്പൊ അത്രയും കുറച്ച് ഓക്സിജൻ വലിച്ചെടുത്താ പോരെ? അപ്പൊ കുറച്ച് ഓക്സിജൻ വലിച്ചെടുക്കാൻ നമ്മളെ പോലെ ഒരു ലങ്സ് ഇവർക്ക് വേണോ? വേണ്ട. അപ്പൊ പറയടാ എന്തൊക്കെയാ? അവർക്ക് കുറച്ച് ഓക്സിജൻ മതി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലങ്സ് ഇങ്ങനെ ഓർഗൻ വേണ്ട. അവരുടെ പാരങ്കൈമ ലൂസ് ആയിട്ട് വെച്ചേക്കണേ. ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ.
പിന്നെന്താ എടാ ഇവരുടെ പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള സെൽസ് എന്താ? ചത്ത സെല്ലുകളാ. ചത്ത സെല്ലായോണ്ട് അവർക്ക് ഓക്സിജൻ വേണോ? വേണ്ട. അപ്പൊ പ്ലാന്റ്സ് ഓക്സിജൻ വലിച്ചെടുക്കുമ്പോ അവർക്കൂടെ വേണ്ടാത്തത് വലിച്ചെടുത്താ പോരെ? അത്രയും കുറച്ച് വലിച്ചെടുത്താ പോരെ? നമ്മുടെ ഉൾഭാഗത്തെ സെല്ലുകൾ ഡെഡ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ എന്താ, ഉള്ളിലുള്ള സെല്ലുകൾ കൂടി നമ്മൾ എന്ത് വലിച്ചെടുക്കണം? ഓക്സിജൻ. ഇവരുടെ ഉള്ളിലുള്ള സെൽ എന്താ? ഡെഡാ. അപ്പൊ അവർ വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. കുറച്ച് വലിച്ചെടുത്താൽ മതി. സെറ്റ് അല്ലേ? സെറ്റാ. They need less oxygen, loose arrangement of parenchyma, inner cells are inactive. എങ്കിൽ പറയടാ എന്റെ മക്കൾ പറ, എവിടെയാണ് ഗ്ലൈക്കോളൈസിസ് നടക്കുക? പറയടാ. ഇത് അറിയാത്ത ഒരുത്തനും പോകല്ലേ. എവിടെ ഗ്ലൈക്കോളൈസിസ് നടക്കുക? ഇതറിയാത്ത എന്റെ പഞ്ചാര മുഞ്ചാരകള്, എന്റെ മൊഞ്ചന്മാര് മൊഞ്ചത്തുകൾ എവിടെയും പോകല്ലേ. പറയടാ എവിടെ നടക്കുക? ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന എവിടെ വെച്ച മക്കളെ? സൈറ്റോപ്ലാസം. സൈറ്റോസോൾ എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം. സെറ്റ് അല്ലേ? ഇത് എവിടെ വെച്ച് നടക്കുക? സൈറ്റോ മാർക്കർ തറയിൽ പോയി മക്കളെ. എവിടെ വെച്ച നടക്കുക? സൈറ്റോപ്ലാസം. എങ്കിൽ പറ, ഈ എ എന്താ? ഈ കാണുന്ന എ എന്താ? ഈ ബി എന്താ? ഈ സി എന്താ? ഈ ഡി എന്താ? പറ കേക്കട്ടെ. ഒന്ന് പറയടാ. എ ബി സി ഡി എന്താ? പറ. ഞാൻ പറയാൻ സാർ, ശ്രദ്ധിച്ചോ. ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. അത് അടുത്ത് എന്തായിട്ട് മാറുക? അതെന്തായിട്ട് മാറുക? അതാണ് എ. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുക? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അല്ലേ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അല്ലേ? അത് പിന്നെ എന്തായി? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. അത് രണ്ടായിട്ട് മുറിഞ്ഞു. ഒന്നേതാ? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. രണ്ടേതാ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ്ഫോസോ ഗ്ലിസറിക് ആസിഡ് ആയി. 1,3 ബിസ്ഫോസോ ഗ്ലിസറിക് ആസിഡ് അടുത്ത് എന്തായിട്ടാ മാറുക? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്. എന്തായിട്ടാ മാറുക? 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ്. ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി. അതാണ് ബി എന്താ? 3 ഫോസ്ഫോഗ്ലിസറേറ്റ്. അത് പിന്നെ എന്തായി? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി. 2 ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തായിട്ട് മാറുക? PEP. അതാണ് സി ആരാ? PEP, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. PEP ലാസ്റ്റ് എന്തായിട്ട് മാറുക? നമുക്ക് വേണ്ടവനാകുക. അതാരാ? പൈറുവിക് ആസിഡ്. PA, പൈറുവിക് ആസിഡ്. അതാണ് നാലാമത്തെ ഡി. എ എന്താടാ? എ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ബി 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറേറ്റ്, സി പെപ്പ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്, ഡി എന്താ? പൈറുവിക് ആസിഡ്. സെറ്റ് അല്ലേ? സെറ്റ് ആണ് സാർ. എങ്കിൽ പറയടാ, ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ഈ എൻസൈമിന്റെ പേരെന്താ? ഈ സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? മക്കൾ പറ. ഈ വട്ടം നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യനാ. മെയിൻ എക്സാമിന്, പബ്ലിക് എക്സാമിന് അന്തം വിട്ട് മേലോട്ടിരുന്ന ക്വസ്റ്റ്യനാ. അപ്പുറത്തെ ചേട്ടനും ചേച്ചിയും എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ച ക്വസ്റ്റ്യനാ. ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ക്വസ്റ്റ്യനാ. ആ മക്കളെ, എടാ ഗ്ലൈക്കോളൈസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന എൻസൈം ആരാ? എക്സോകൈനേസ്. ഫസ്റ്റ് സ്റ്റെപ്പിലെ എൻസൈം ആരാ? എക്സോകൈനേസ്. എങ്കിൽ പറ, രണ്ടാമത്തെ ഈ സ്റ്റെപ്പിലെ എൻസൈം ആരാ? രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈം ആരാ? രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈം പറടാ. രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈമാ മക്കളെ. ഈ സ്റ്റെപ്പിലെ എൻസൈം ആണ് ഏത്? ഐസോമറൈസ്. ഏതാടാ രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈം? ഏതാ? ഐസോമറൈസാ. സെറ്റ് അല്ലേ? സെറ്റാ. ഈ രണ്ട് എൻസൈം ഓർത്താ മതി. ഒന്നാമത്തെ സ്റ്റെപ്പിലെ എക്സോകൈനേസ്. രണ്ടാമത്തെ സ്റ്റെപ്പിലെ ചോദിച്ചാലാ നമ്മൾ ഓർത്തിരിക്കണ്ടേ? പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചു പോന്നെയാണോ എന്റെ മക്കള്? അല്ല, അടുത്ത ചാൻസ് ഉള്ളതും കൂടെ എന്റെ മക്കൾ പഠിക്കും. അപ്പൊ പറ, രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈം ആരാ? ഐസോമറൈസാ. പിന്നെ അല്ല സാ. എങ്കിൽ പറടാ, ഈ പാത്വേ ഏതാ? പറ. കൊള്ളാലോ സാറേ. ഇത് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ട്, ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ട്, സക്സിനിക് ആസിഡ് ഉണ്ട്, മാലിക് ആസിഡ് ഉണ്ട്. ഇതേതാ? ക്രെബ്സ് സൈക്കിൾ. അത് തന്നെ. കുറെ ആസിഡുകൾ ഇങ്ങനെ ഒരു വട്ടത്തിൽ കണ്ടാൽ, കുറെ ആസിഡുകൾ കിടക്കുന്ന കണ്ടാൽ അതേതാടാ? ക്രെബ്സ് സൈക്കിളാ. ക്രെബ്സ് സൈക്കിളിന്റെ വേറൊരു പേരെന്താ? സിട്രിക് ആസിഡ് സൈക്കിൾ. അല്ലെങ്കിൽ വേറൊരു പേരെന്താ? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. 3 പേരും പഠിക്കണം. ക്രെബ്സ് സൈക്കിളിന്റെ 3 പേര് ഏതൊക്കെ? ക്രെബ്സ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. പറയടാ. ക്രെബ്സ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. എന്റെ മക്കൾ പറ, ഈ ക്രെബ്സ് സൈക്കിൾ എവിടെ വെച്ചാ നടക്കുക? ഇത് എവിടെ വെച്ചാ നടക്കുക? പറയടാ.
ഇതെവിടെ വെച്ച് നടക്കാം, ഇതെവിടെ വെച്ച് നടക്കാം പറക്കട്ടെ മക്കളെ. ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ ക്രബ്സ് സൈക്കിൾ നടക്കുന്ന എവിടാണ്? മൈറ്റോകോൺട്രിയന്റെ ഉൾഭാഗത്താ. മൈറ്റോകോൺട്രിയന്റെ ഉൾഭാഗത്തെ എന്താ വിളിക്കുക? മാട്രിക്സ് എന്നാ വിളിക്കുക. അപ്പൊ പറ, നമ്മുടെ ക്രബ്സ് സൈക്കിൾ എവിടെ വെച്ച് നടക്കാം? മൈറ്റോകോൺട്രിയന്റെ ഉൾഭാഗം മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാ. ക്രബ്സ് സൈക്കിൾ എവിടെ നടക്കുക? മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാ. സെറ്റ് അല്ലേ? സെറ്റ് ആണ്, സെറ്റ് ആണ്. ഈ കാണുന്ന എല്ലാ ആസിഡുകളുടെ പേര് ഓർത്ത് വെക്കണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇതെന്താ? ഓക്സലമ്മ സിട്രേറ്റ. അതാരാ? ഓക്സലമ്മ. ആരാ? ഓക്സാലോ അസറ്റിക് ആസിഡ്. സിട്രേറ്റ സിട്രിക് ആസിഡ്. ഓക്സലമ്മ സിട്രേറ്റ. ഓക്സലമ്മ സിട്രേറ്റ. ഓക്സലമ്മ ഓക്സാലോ അസറ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് ആരാ? ആരാ? സിട്രേറ്റ് ആരാ? സിട്രിക് ആസിഡ്. തീർന്നു. ഇനി അടുത്ത പാട്ട് നോക്കേ. വണ്ടി പത്തര ഇപ്പൊ തീരാറായതുള്ളൂ. 10:45. ഇനിയാ? ആയിക്കോട്ടെ. അപ്പം ഓക്സലമ്മ സിട്രേറ്റ. അപ്പൊ എന്താ? ഓക്സാലോ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. 2 ആസിഡ് തീർന്നു മക്കളെ. ഇനി ബാക്കി 3 ആസിഡ് എങ്ങനെ ഓർക്കാൻ നോക്കിക്കോ, ശ്രദ്ധിച്ചോടാ. ബാക്കി 3 ആസിഡ് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ബിലാൽ സാർ വന്നിട്ട് എങ്ങനെ നിൽക്കുകയാണ്. അഖിലെ വേഗം അറിയിക്കോ, എനിക്ക് എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടോ, നമുക്ക് വേഗം തീർക്കാം. അല്ലെങ്കിൽ മൂപ്പരെ പേടിയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല പട്ടച്ചോനെ. ഓക്കെ, അപ്പൊ പറയാം മക്കളെ, ശ്രദ്ധിച്ചോ. ഇതാരാ? ഈ ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. എങ്ങനെ? വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്, വണ്ടിക്കേറ്റിയ സൂസിക്ക കല്യാണേ, വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്, വണ്ടിക്കേറ്റിയ സൂസിക്ക കല്യാണേ. വണ്ടി കേട്ടല്ലേ ചേട്ടാ, വണ്ടി കേറ്റല്ലേ. എന്താ? ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്. വണ്ടി കേറ്റല്ലേ ചേട്ടാട്ടാറാണ്, വണ്ടി കേറ്റിയ സൂസി ആരാ? സക്സിനിക് ആസിഡ്. സൂസി മോൾ ആരാ? അയ്യോ, എന്റെ ഗേൾഫ്രണ്ട് അല്ല. സൂസി ആരാ? സക്സിനിക് ആസിഡ്. വണ്ടി കേറ്റില്ല ചേട്ടാട്ടാറാണ്, വണ്ടി കേറ്റിയ സൂസിക്ക് കലിയാണ്. കലി എന്നോർക്കുമ്പോ എന്തോർക്കണം? കലി എന്നോർക്കുമ്പോ എന്തോർക്കണം? മാലിക് ആസിഡ്. സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ പാട്ട് എങ്ങനെ? ഓക്സലമ്മ സിട്രേറ്റ. ഓക്സലമ്മ സിട്രേറ്റ. തീർന്നു. ഓക്സാലോ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. തീർന്നു. ബാക്കി 3 എങ്ങനെ ഓർക്ക? വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്, വണ്ടിക്കേറ്റിയ സൂസിക കലിയാണ്, വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്, വണ്ടിക്കേറ്റിയ സൂസിക കലിയാണ്. എല്ലാവരും ആ പാട്ടൊന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും പാട്ടൊന്ന് കമന്റ് ചെയ്തേ. പാട്ട് ഇപ്പൊ കിട്ടണം എനിക്ക്. പാട്ടിങ്ങനെ ഇളകി മറിയണം. വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്, വണ്ടിക്കേറ്റിയ സൂസിക കലിയാണ്, വണ്ടിക്കേറ്റല്ല ചേട്ടാട്ടാറാണ്. പിന്നെ അല്ല സീനുള്ള ലെവലാണ്. എടാ ഒരു കാര്യം ഓർക്കണം, ഈ സിട്രിക് ആസിഡില് എത്ര കാർബൺ ഉണ്ട് മക്കളെ? 6 കാർബൺ ഉണ്ട്. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിൽ 5 കാർബൺ, സക്സിനിക് ആസിഡ് 4, മാലിക് ആസിഡ് 4, ഓക്സാലോ ആസിഡ് 6 കാർബൺ ഉള്ളത് ആരാ? ക്രബ്സ് സൈക്കിളിൽ 6 കാർബൺ ഉള്ളത് ആർക്കാ? നമ്മുടെ സിട്രിക് ആസിഡാ. 5 കാർബൺ ഉള്ളത് ആർക്കാ? ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡാ. ഈ സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ആകുമ്പോൾ, സിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. ഈ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴും ഒരു കാർബൺ ഡയോക്സൈഡ് വെളിയിൽ പോകുന്നുണ്ട്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് എവിടേക്കാ വെളിയിൽ പോവാ? കാർബൺ ഡയോക്സൈഡ് പോകുന്നതിന് വിളിക്കുന്ന പേരാ ഡീകാർബോക്സിലേഷൻ. എവിടേക്കാ ഡീകാർബോക്സിലേഷൻ നടക്കുക? സിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് പോകുന്നുണ്ട്. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴും കാർബൺ ഡയോക്സൈഡ് പോകുന്നുണ്ട്. അപ്പൊ എവിടൊക്കെ കാർബൺ ഡയോക്സൈഡ് പോകുന്നേ? സിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ആകുമ്പോൾ, ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോൾ ഈ സ്റ്റെപ്പിലാണ് എന്ത് പോവാ? കാർബൺ ഡയോക്സൈഡ് പോവാ. ഡീകാർബോക്സിലേഷൻ നടക്കുക. കാർബൺ ഡയോക്സൈഡ് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡീകാർബോക്സിലേഷൻ. സെറ്റ് അല്ലേ? എങ്കിൽ പറയടാ, എന്തി പറ. അസറ്റൈൽ കോ എൻസൈമയിൽ എത്ര കാർബൺ ഉണ്ട്? ഇതിന്റെ ഉത്തരം പറയണം. പറ, അസറ്റൈൽ കോ എൻസൈമയിൽ എത്ര കാർബൺ ഉണ്ട്? പറ കേക്കട്ടെ. ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അസറ്റൈൽ കോ എൻസൈമയിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. പറ, അത് പറഞ്ഞവൻ നാളെ വേറെ ലെവൽ ഫുൾ മാർക്ക്. പറ, അസറ്റൈൽ കോ എൻസൈമയിൽ 4 കാർബണോ? ഗഫൂറേ മോനെ, അമ്മേ കിസാ മോനെ, അമ്മ വലിക്കോ പുല്ലിങ്ക ഭേദേ. എടാ എന്താ പറ? അസറ്റൈൽ കോ എൻസൈമിൽ എത്ര കാർബൺ ഉള്ളൂ? 2 കാർബൺ ചങ്ങായിയേ. അസറ്റൈൽ കോ എൻസൈമിൽ 2. ഓക്കെ, ഈ അസറ്റൈൽ കോ എൻസൈം എയില് 2, ഓക്സാലോ അസറ്റിക് ആസിഡിൽ 4. ഇവർ തമ്മിൽ ചേർന്നുണ്ടാകുന്നതിൽ എത്രയാണ്? 6. 2ഉം 4ഉം എത്ര? 6.
അസറ്റോൻസമയിൽ 6. സെറ്റാണ്. എടാ എയറോബിക്കും അനേറോബിക്കും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? എയറോബിക് റെസ്പിറേഷനും അനേറോബിക്കും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ പറയാൻ പറ്റുമോടാ? എയറോബിക്ക് 2 കോളം അങ്ങ് വരയ്ക്കാം. എന്റെ മക്കള് സാർ ചോദിച്ചാൽ 2 കോളം വരയ്ക്കും സാറേ. ഒന്ന് എയറോബിക്, രണ്ടാമത്തത് ഞാൻ പറയാം സാർ അനേറോബിക് റെസ്പിറേഷൻ. ഒന്ന് എയറോബിക് റെസ്പിറേഷൻ, 2 അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് എന്താടാ? in the presence of oxygen, ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് ഏത്? എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ ആബ്സെൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് ഏത്? അനേറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഉണ്ടെങ്കിൽ എയറോബിക്, ഓക്സിജൻ ഇല്ലെങ്കിലോ അനേറോബിക് റെസ്പിറേഷൻ. സെറ്റല്ലേ? സെറ്റാ. എടാ എയറോബിക് റെസ്പിറേഷനിൽ ഹൈ എനർജി ഉണ്ടാകും, ഒരുപാട് എനർജി ഉണ്ടാകും. എടാ അനേറോബിക്കിലോ ലെസ് എനർജി ഉണ്ടാകുള്ളടാ, ലെസ് എനർജി. എടാ എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന എവിടേക്ക് വെച്ചാ? എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയിലുമാ. പക്ഷെ അനേറോബിക് നടക്കുന്ന എവിടെ മാത്രമാ? സൈറ്റോപ്ലാസത്തിലാ. എയറോബിക് സൈറ്റോപ്ലാസും മൈറ്റോകോൺട്രിയും വേണം, അനേറോബിക് നടക്കാനോ സൈറ്റോപ്ലാസം മാത്രം മതി. സെറ്റല്ലേ? സെറ്റാ. എടാ ഇത് നടക്കുന്നത് നമ്മുടെ പ്ലാന്റിലും ആനിമലുമാ. എല്ലാ പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും പൊതുവെ നടക്കുന്നത് ഏതാ? എയറോബിക് റെസ്പിറേഷനാ. അനേറോബിക് നടക്കുന്ന എവിടാ? ഈസ്റ്റിന്റെ സെല്ലില് അല്ലെങ്കിൽ നമ്മുടെ മസിൽ സെല്ലില്. ഈസ്റ്റും മസിൽ സെല്ലിലും ഒക്കെ എന്ത് നടക്കുക? അനേറോബിക് റെസ്പിറേഷൻ അല്ലേ? ഇവിടെ ഓക്സിജൻ വേണം, ഓക്സിജൻ വേണ്ട. ഹൈ എനർജി ഉണ്ടാകും, ലോ എനർജി ഉണ്ടാകും. ഇവിടെ നടക്കണമെങ്കിൽ സൈറ്റോപ്ലാസും മൈറ്റോകോൺട്രിയും വേണം, ഇത് സൈറ്റോപ്ലാസം മാത്രം മതി. ഇവിടെ പ്ലാന്റിലും ആനിമൽസിലുമാണ് നടക്കല്, ഇത് ഈസ്റ്റിലും മസിൽ സെല്ലിലുമാണ് നടക്കല്. സെറ്റല്ലേ? സെറ്റാണോ? സെറ്റ് ആണെങ്കിൽ ഒരു പവർ താടാ. സെറ്റ് ആണെങ്കിൽ ഒരു പവർ താ. സെറ്റ് ആണെങ്കിൽ ഒരു പവർ താ എന്റെ മക്കളെ. സെറ്റ് ആണെങ്കിൽ ഒരു പവർ താ. പവർ എന്ന് പറഞ്ഞ എന്താ? സെറ്റുമസ്. ആ അതന്നെ, സെറ്റുമസ് പറ. സെറ്റിട്ടൊരു ഫയർ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ സാറേ ഞങ്ങൾക്ക് ഇന്നൊരു പേടി? സെറ്റിട്ടൊരു ഫയർ ഉണ്ട് പിന്നെന്തിനാ സാറേ ഞങ്ങൾക്ക് ഇന്നൊരു പേടി? ഓക്കെ, സെറ്റ് മക്കളെ. മസിൽ കൂടിയോണ്ട് നടക്കാൻ പറ്റുന്നില്ല. സെറ്റുമസ് സാർ. ജിപ്പ് വെള്ളം, തറ മക്കളുടെ കയ്യിലൊരു ബാങ്ക്. ഓക്കെ, തറ മക്കളുടെ കയ്യിലൊരു മാർക്ക്. അതാണ് നമ്മുടേത്. ഓക്കെ, ജിപ്പ് വെള്ളം, തറ മക്കളുടെ കയ്യിലൊരു മാർക്ക്. ശ്രദ്ധിച്ചോ, ഇതാണ് മക്കളെ എന്തിന്റെ ചിത്രം? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ ചിത്രം തന്നിട്ട് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇത് എവിടെ വെച്ച നടക്ക? ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറൈനില്ല. മൈറ്റോകോൺട്രിയക്ക് എത്ര മെമ്പറൈൻ ഉണ്ട്? 2 മെമ്പറൈൻ ഉണ്ട്. അതിലെ അകത്തുള്ള മെമ്പറൈനിലാണ് ആരിയ്ക്കണത്? ETS. ആരിയ്ക്കണത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെ ഇരിക്കുക പറ? മൈറ്റോകോൺട്രിയന്റെ ഇന്നർ മെമ്പറൈനില്ല. സെറ്റല്ലേ? സെറ്റാ മക്കളെ. ഇതിന്റെ പണി എന്താ അറിയാമോടാ? എടാ ഈ ഒരു NADH-നെ 3 ATP ആക്ക, അല്ലെങ്കിലോ ഒരു FADH-നെ 2 ATP ആക്ക. ഇങ്ങനെ ഒരു NADH-നെ 3 ATP ആക്കാനോ ഒരു FADH-നെ 2 ATP ആക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആര്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ആരാ മക്കളെ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സെറ്റല്ലേ? സെറ്റാ. എടാ അതിൽ 5 കോംപ്ലക്സ് ഉണ്ട്. ഒന്നാമത്തെ കോംപ്ലക്സ് ആണ് ഇവൻ. ആരാ? NADH ഡീഹൈഡ്രോജിനേസ്. ഈ കോംപ്ലക്സ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. കോംപ്ലക്സിന്റെ പേരുകൾ പഠിക്കണം. കോംപ്ലക്സ് 1 ആരാ? NADH ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 2 ഇതല്ല, ഇതാണ് കോംപ്ലക്സ് 2. കോംപ്ലക്സ് 2വിന്റെ പേരേതാ? കോംപ്ലക്സ് 2വിന്റെ പേരാണ് മക്കളെ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജിനേസ്, കോംപ്ലക്സ് 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 3 ഇതല്ല, ഇതാണ് കോംപ്ലക്സ് 3. ആരാ? സൈറ്റോക്രോം BC1. സെറ്റ് അല്ലേ? അടുത്ത 4ാമത്തെ കോംപ്ലക്സ് ആണ് സൈറ്റോക്രോം C ഓക്സിഡേസ്. ലാസ്റ്റ് കോംപ്ലക്സ് ആണ് 5ാമത്തെ കോംപ്ലക്സ് ആണ് ആര്? ATP സിന്തേസ്. ഈ 5 കോംപ്ലക്സിലെ ATP ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ആരാ? 5ാമത്തെ കോംപ്ലക്സ്. അതാരാ? ATP ഉണ്ടാക്കുന്നുണ്ട്, അവന്റെ പേരെന്താ? ATP സിന്തേസ്. 5 കോംപ്ലക്സിൽ ATP ഉണ്ടാക്കുന്നത് ആരാ? ATP സിന്തേസ്. അതുകൊണ്ട് അവന്റെ പേരെന്താ?
ATP ഉണ്ടാക്കുന്ന ATP സിന്തേസ. അതിന് രണ്ട് ഭാഗമുണ്ട്. ഈ വലിയ ഭാഗമാണ് F0, ഈ വട്ടത്തിലിരിക്കുന്ന ഭാഗമാണ് F1. ATP സിന്തേസ് എന്ന കോംപ്ലക്സിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നാണ് ആര്? F0, രണ്ടാരാ? F1. എപ്പോഴാണോ മക്കളെ ഈ കോംപ്ലക്സിലൂടെ H+ കടന്നു പോവാ, എപ്പോഴാണോ ഈ ATP സിന്തേസിലൂടെ H+ കടന്നു പോവാ, അപ്പോഴാണ് ഇവിടെ എന്തുണ്ടാകുക? ATP ഉണ്ടാകുക. ഈ കോംപ്ലക്സ് 5ലൂടെ എപ്പോഴാണോ H+ കടന്നു പോവുക, അപ്പോഴാണ് ഈ കോംപ്ലക്സ് എന്തുണ്ടാക്കുക? ATP ഉണ്ടാക്കുക. ഇത്ര ഓർത്താ മതി. 5 കോംപ്ലക്സിന്റെ പേര്. ഇത് എവിടെ ഇരിക്കണേ? ഇന്നർ മെമ്മറിയിലാണ്. അടുത്ത ഈ കോംപ്ലക്സ് 5 ആരാ? ATP സിന്തേസ്. അതിന്റെ രണ്ട് ഭാഗം F0, F1. സെറ്റാണോ? സെറ്റാണ്. പിന്നെ അല്ല, ഓരോ കോംപ്ലക്സിന്റെ പേരും പഠിക്കണം കേട്ടോ. പഠിക്കൂലേ? പഠിക്കും മക്കളെ. ഇത് കണ്ടോ, ഈ കോംപ്ലക്സ് കൂടി ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്. FMN, FES, പിന്നെ യുബിക്യുനോൺ, പിന്നെ യുബിക്യുനോൺ UQH2 ആകും. പിന്നെ അത് സൈറ്റോക്രോം ബിക്ക് കൊടുക്കും. ബി ആർക്ക കൊടുക്കുക? FES കൊടുക്കും. സൈറ്റോക്രോം C1 കൊടുത്തു. സൈറ്റോക്രോം C1 സൈറ്റോക്രോം സിക്ക് കൊടുത്തു. സൈറ്റോക്രോം C സൈറ്റോക്രോം എക്ക് കൊടുത്തു. A3 കൊടുത്തു. കോപ്പറിന് കൊടുത്തു. ലാസ്റ്റ് ഈ ഇലക്ട്രോണെ വാങ്ങിക്കുന്നത് ആരാടാ? ഓക്സിജൻ. ഇത് പറയണ ഞാൻ ഇത്രയും പറഞ്ഞേ. ETSലെ ലാസ്റ്റ് ഇലക്ട്രോണെ വായിക്കുന്നത് ആരാ? ഇലക്ട്രോണുകൾ ഇങ്ങനെ കോംപ്ലക്സ് കൂടെ ഒഴുകി ലാസ്റ്റ് ആരുടെ അടുത്താ വന്നേ? ഓക്സിജൻ. ETSലെ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഓക്സിജൻ. എല്ലാരും ടൈപ്പ് ചെയ്യടാ. ETSലെ ലാസ്റ്റ് ഇലക്ട്രോണെ വാങ്ങിക്കുന്നത് ആരാ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ലാസ്റ്റ് ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജൻ. വേഗം ടൈപ്പ് ചെയ്യടാ. ലാസ്റ്റ് ഇലക്ട്രോൺ വാങ്ങിക്കുന്നത് ആരാ? ഓക്സിജനാ. സെറ്റല്ലേ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ETS ആരാ? ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാ? ഓക്സിജനാ. വേഗം ടൈപ്പ് ചെയ്യടാ. സെറ്റല്ലേ? പിന്നെ അല്ല. ഓക്കെ, ആ ചാപ്റ്റർ സെറ്റ് ആയോടാ? ആ ചാപ്റ്റർ സെറ്റ് ആയോ? ആ ചാപ്റ്റർ സെറ്റ് ആയെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്റെ മക്കൾ പറയണം. കോംപ്ലക്സ് 2വിന്റെ പേരെന്താ? കോംപ്ലക്സ് 2വിന്റെ പേരെന്താ? പറ. ഇത് പറ, ഞാൻ പഠിപ്പിക്കില്ല. കോംപ്ലക്സ് 2വിന്റെ പേരെന്താ? ETSലെ കോംപ്ലക്സ് 2വിന്റെ പേരെന്താ? പറയാൻ പറ്റുമോ? 5 കോംപ്ലക്സ് ഉണ്ട്. 5 കോംപ്ലക്സിന് ഓരോ പേരുണ്ടെന്ന് എനിക്കറിയാം മക്കളെ. ഇതിൽ കോംപ്ലക്സ് 2വിന്റെ പേരെന്തുവാടാ? കോംപ്ലക്സ് 2വിന്റെ പേര് പറടാ. കോംപ്ലക്സ് 2വിന്റെ പേര് വന്നിട്ടാകടാ. അന്ത കാളിയുടെ വിളയാട്ടത്തെ ആരംഭിക്ക പോലെ. എടാ പറയടാ, ആ കോംപ്ലക്സിന്റെ പേരെന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സ് 2വിന്റെ പേരെന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഈ കോംപ്ലക്സ് 2 എപ്പോഴേ ആക്റ്റീവ് ആകുള്ളൂ? FADH2 വരുമ്പോഴേ ആക്റ്റീവ് ആകുള്ളൂ. ഇത് എപ്പോ ആക്റ്റീവ് ആകൂല? NADH2. ETSന്റെ അടുത്ത് NADH2 വന്നാൽ ഈ കോംപ്ലക്സ് ആക്റ്റീവ് ആകില്ല. എപ്പോഴാണോ FADH2 വരിക, അപ്പോഴാണ് കോംപ്ലക്സ് 2 ആക്റ്റീവ് ആകുക. അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ മക്കളെ. ഓക്കേടാ. അടുത്താണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. 4 മാർക്ക് നമ്മൾ സെറ്റ് ആക്കാൻ പോവാ. എടാ, റെസ്പിറേഷൻ മനസ്സിലായെങ്കിൽ വേഗം ഒരു ഫയർ താടാ. റെസ്പിറേഷൻ മനസ്സിലായെങ്കിൽ വേഗം ഒരു ഫയർ താ. ഫയർ വേണം. ഇല്ല ഞങ്ങളില്ല. ഫയർ വേണം. ഇല്ല ഞങ്ങളില്ല. ഫയർ. പിന്നല്ല, സാറിന് ആക്ടർ ധനുഷിന്റെ ലുക്ക് ഉണ്ട്. ഓക്കെ മക്കളെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്താണ്? നമ്മൾ പഠിക്കാൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പഠിച്ചോനെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ഉത്തരം പറയണമെന്നുണ്ട് മക്കളെ, സമയമില്ലാത്തോണ്ട്. അപ്പോട്ടെ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ശ്രദ്ധിച്ച് 4 മാർക്ക്. എടാ, പ്ലാന്റ് ഗ്രോത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? പ്ലാന്റ് ഗ്രോത്ത് എന്താണെന്നറിയാമോടാ? ഓപ്പൺ ആയിരിക്കും. പ്ലാന്റ് ഗ്രോത്ത് എപ്പോഴും നടക്കും. അതുകൊണ്ട് എന്താ വിളിക്കുക? ഓപ്പൺ എന്നാ വിളിക്കുക. പ്ലാന്റ് ഗ്രോത്ത് എന്താ? ഇഷ്ടം പോലെ ജീവിതകാലം മുഴുവൻ നടക്കും. അതുകൊണ്ട് എന്താ വിളിക്കുക? ഇൻഡിറ്റർമിനേറ്റ് ആണ്. പ്ലാന്റ് ഗ്രോത്ത് ഓപ്പൺ ആണ്. പ്ലാന്റ് ഗ്രോത്ത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. പിന്നെന്താ വിളിക്കുക? പ്ലാന്റ് ഗ്രോത്ത് പ്ലാന്റിന്റെ ചില സ്ഥലങ്ങളിൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് എന്താ വിളിക്കുക? ലോക്കലൈസ്ഡ് എന്നാ വിളിക്കുക. പ്ലാന്റ് ഗ്രോത്തിന്റെ പ്രോപ്പർട്ടി ഏതൊക്കെ? പ്ലാന്റ് ഗ്രോത്ത് ഓപ്പൺ ആണ്, ഇൻഡിറ്റർമിനേറ്റ് ആണ്, ലൊക്കേഷൻ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഗ്രോത്ത് നടക്കൂ. അതുകൊണ്ട് എന്താ വിളിക്കുക? ലോക്കലൈസ്ഡ്. ഓപ്പൺ, ഇൻഡിറ്റർമിനേറ്റ്, ലോക്കലൈസ്ഡ്. പ്ലാന്റ് ഗ്രോത്ത് ഓപ്പൺ ആണ്, ഇൻഡിറ്റർമിനേറ്റ് ആണ്, ലോക്കലൈസ്ഡ്. എങ്കിൽ പറ, പ്ലാന്റ് ഗ്രോത്തിലെ ഫേസുകൾ ഏതൊക്കെ? പറ.
മക്കളെ 3 ഫേസുകൾ ഉണ്ടടാ. ഒന്നാമത്തെ ഫേസ് ഏതാടാ? ഒന്നാമത്തെ ഫേസ് എന്താ? മെറിസ്റ്റമാറ്റിക് ഫേസ്. എടാ ഒന്നാമത്തെ ഫേസ് ഏതാ? മെറിസ്റ്റമാറ്റിക് ഫേസ്. രണ്ടാമത്തേത് ഇലോങ്ങേഷൻ ഫേസ്. രണ്ടാമത്തെ ഏതാ? ഇലോങ്ങേഷൻ ഫേസ്. മൂന്നാമത്തെ ഫേസ് ആടാ ഏത്? മെച്ചുറേഷൻ ഫേസ്. നിങ്ങളിത് മോർഫോളജിയിൽ പഠിക്കുന്ന റൂട്ടിന്റെ സ്ട്രക്ചർ തന്നിട്ട് കാണിക്കും. റൂട്ട് തന്നിട്ട് ഈ റീജിയൻ ഏതാ, ഈ റീജിയൻ ഏതാ ചോദിക്കാറില്ലേ? പറ. മെറിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്. മെറിസ്റ്റമാറ്റിക്, ഇലോങ്ങേഷൻ, മെച്ചുറേഷൻ. മെമ്മി നോർത്താ മതി. മെമ്മി 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 ഏതാ? മെറിസ്റ്റമാറ്റിക്, ഇലോങ്ങേഷന്, മെച്ചുറേഷന്. മെമ്മി. ഓക്കെ. നിങ്ങളുടെ മെയിൻ എക്സാമിന് വന്ന ഈ ഗ്രാഫ് കണ്ടാൽ എന്റെ മക്കൾ എന്താന്നാ പറയാ? ഈ ഗ്രാഫ് കണ്ടാൽ എന്റെ മക്കൾ എന്താന്നാ പറയാ? ഈ ഗ്രാഫ് കണ്ടാൽ എന്റെ മക്കൾ എന്താന്നാ പറയാ? വേഗം പറ. ഈ ഗ്രാഫ് കണ്ടാൽ ഏതാടാ? ഈ ഗ്രാഫ് കണ്ടാൽ ഏതാടാ? ഈ ഗ്രാഫ് കണ്ടാൽ ഏതാന്നാ പറയാ? വേഗം. ഇപ്പൊ ബിലാൽ സാർ ചാടി വരും. പാവാണ്, എനിക്ക് പേടിയൊന്നുമില്ല. ഓക്കെ. ഈ ഗ്രാഫ് കണ്ടാൽ ഏതാന്നാ പറയാ? വേഗം പറ മക്കളെ. ഇങ്ങനെ ഒരു ഗ്രാഫ് കണ്ടാൽ ഏത് ഗ്രോത്ത് കർവാന്ന് ചോദിച്ചാൽ എഴുതണം മക്കളെ. ഏത്? സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. ഏതാടാ? സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. എങ്കിൽ പറ അതിന്റെ ഈ ഫേസ് എന്താ? അതിന്റെ ഈ ഫേസ് എന്താ? അതിന്റെ ഈ ഫേസ് എന്താ? അതിന്റെ ഈ ഫേസ് എന്താ? 3 ഫേസുകൾ ഏതൊക്കെ? ഓ താങ്ക് യു നിങ്ങൾ മുത്താണ്. 3 ഫേസ് പറ. മുക്കാൽ പേര് ഞാൻ ഉണ്ടാ. ഓക്കെ പറ. എ ഫേസ് പറ, ബി ഫേസ് പറ, സി ഫേസ് പറ. പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കഴിയില്ലടാ. പറ. എടാ ഈ കാണുന്ന ഫേസ് ആണ് ഏത്? ലാഗ് ഫേസ്. ഈ കാണുന്ന ഫേസ് ഏതാ? ലാഗ് ഫേസാ. ഈ കാണുന്ന ഫേസ് ഏതാടാ? എക്സ്പോണൻഷ്യൽ ഫേസ്. ഈ കാണുന്ന ഫേസ് ആണ് ഏതടാ? സ്റ്റേഷനറി ഫേസ്. ഏതൊക്കെ? ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്. നമ്മൾ എങ്ങനെ ഓർക്ക ഇത്? LES. നമ്മളെങ്ങനെ ഓർക്ക? LES. ലെഗ്സ് സോപ്പ്. മെമ്മി ലെഗ്സ്, മെമ്മി ലെഗ്സ്. ലെഗ്സ് എന്താ? ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്. LES. ഒരു പെണ്ണ് കിട്ടുമോ? ഡാട്ട് ഗെയിമിങ്. പാതിരാത്രി എല്ലാരും പഠിപ്പിക്കുമ്പോഴും മരത്തലയാ, മരം കൊത്തി മോറ, അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കളിയാക്കണേ. എന്താണ് ചോദിക്കണത്? രാമ ഭാഗ്യമാ, കുട്ടികൾക്കൊക്കെ നല്ലത് വരുത്തണേ. ഓക്കെ, ശ്രദ്ധിച്ചോടാ. LES എന്താണ്? ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്. സെറ്റ് അല്ലേടാ? സെറ്റാണ്. ഓക്കെ, നേടാം. ഓക്കെ മക്കളെ, അടുത്ത പറ. എന്താ മക്കളെ പ്ലാസ്റ്റിസിറ്റി? എന്താടാ പ്ലാസ്റ്റിസിറ്റി? മക്കള് പറ. എന്താടാ പ്ലാസ്റ്റിസിറ്റി? മക്കള് പറ. എന്താ? ബ്ലൂ മൂണാ? എവിടെ? പഠിച്ചോനെ തുണിയൊന്നും അറിയില്ലല്ലോ. ഓക്കെ, പറയടാ. എന്താണ് പ്ലാസ്റ്റിസിറ്റി? മക്കളെ പറയടാ. എന്താ പ്ലാസ്റ്റിസിറ്റി? പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല് ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ഓർ ലൈഫ് ഫേസ്. എടാ ചില പ്ലാന്റിന്റെ ഫ്രൂട്ട് ആകാം, ലീഫ് ആകാം, ഫ്ലവർ ആകാം. അങ്ങനെ പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിൽ ചേഞ്ച് വരും. ഏതിനനുസരിച്ച്? അവരുടെ ചുറ്റുപാട് എൻവയോൺമെന്റ് ചേഞ്ച് ആയാലോ, അവരുടെ ലൈഫ് മാറിയാലോ, അവർ ചിലപ്പോ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരിക്കും. ഈ പ്ലാന്റിന്റെ ലീഫ് എടുത്തോ. ലീഫ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ലീഫ് ഇങ്ങനായിരുന്നു. അവര് വളർന്ന് വലിയ മുതുക്കനായിപ്പോയോ അവർ ലീഫ് ഇങ്ങനായി. ആദ്യം ലീഫ് ചെറുപ്പത്തിൽ ഇങ്ങനെ, അവർ വളർന്ന് അവർ വലുതായപ്പോ ഇങ്ങനായി. അപ്പം ജീവിത കാലഘട്ടം മാറി. ആദ്യം ചെറുക്കനാ, വളർന്ന് മുതുക്കനായിക്കണേ. അപ്പൊ എന്താ? ലൈഫിന്റെ ഘട്ടങ്ങൾ മാറിയപ്പോ അവരുടെ ലീഫിന്റെ സ്ട്രക്ചർ മാറി. ഇങ്ങനെ പ്ലാന്റ് അവരുടെ ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ടാക്കാം. ലീഫിൽ തന്നെ ആകണമെന്നില്ല, സ്റ്റെമ്മിന്റെ കളർ ആകാം, അല്ല ഫ്രൂട്ട് ആകാം, ഫ്ലവർ ആകാം. ഇങ്ങനെ പ്ലാന്റ്സ് ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ടാക്കും. എപ്പം? അവരുടെ ചുറ്റുപാടിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചോ, അവരുടെ ജീവിത കാലഘട്ടം മാറുന്നതിനനുസരിച്ചോ. സെറ്റ് അല്ലേടാ? ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ഓർ ചേഞ്ച് ഇൻ ലൈഫ് ഫേസ്. പറയടാ. ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ഓർ ചേഞ്ച് ഇൻ മുതുക്കൻ ടു തന്ത. സോറി, തെറ്റിപ്പോയി മക്കളെ. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് പറഞ്ഞ എന്താ? ചെറുക്കൻ ടു മുതുക്കനായപ്പോ എന്ത് പറ്റി? പ്ലാന്റിന്റെ ലൈഫിന്റെ സ്ട്രക്ചർ, അവരുടെ സ്ട്രക്ചറിൽ മാറ്റം വന്നു. പ്ലാന്റ് ഡിഫറെന്റ് സ്ട്രക്ചർ ഉണ്ടാക്കും. എപ്പം? അവരുടെ ചുറ്റുപാട് മാറിയാലോ, അവരുടെ ലൈഫിന്റെ ഘട്ടങ്ങൾ മാറിയാലോ. സാറിന് ടൊവിനോയുടെ ബോഡിയാണ്,
പഠിച്ചോനെ ഈ ക്യാമറ കൂടെ നിങ്ങൾ എന്തൊക്കെയാടാ കാണുന്നേ? ദൈവമേ, ശ്രദ്ധിച്ചോടാ. മക്കളെ അടുത്ത പറയടാ. മക്കളെ, മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് സെല്ലാകുന്നതിന് എന്താ വിളിക്കുക? പറ മക്കളെ, മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് സെല്ലാകുന്നതിന് എന്താ വിളിക്കുക? ടൊവിനെ പോലെയാണ് മക്കളെ, നമുക്ക് എന്താ മസിൽ കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. മക്കളെ, മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് സെല്ലായാൽ എന്താ വിളിക്കുക? മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന സെല്ല്. എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന സെല്ലാണ് ആര്? മെരിസ്റ്റമാറ്റിക് സെല്ല്. ഇവർ കുറച്ചു നേരം കഴിയുമ്പോൾ എന്താവും? ബംഗാളികളാകും, പണിയെടുക്കാൻ പോകും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് സെല്ല് പണിയെടുക്കാൻ പോയാൽ വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെല്ല്. ഒരു സെല്ല് എപ്പോ നോക്കിയാലും എന്ത് ചെയ്യുക? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഈ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ് മെരിസ്റ്റമാറ്റിക് സെല്ല്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവർ ഡിവൈഡ് ചെയ്യാതെ ഇവർ ഓരോരുത്തരും പണിയെടുക്കാൻ പോകും. പണിയെടുക്കാൻ പോകുന്ന സെല്ലുകൾ എന്താ വിളിക്കുക? പെർമനന്റ് സെൽ. എപ്പോ നോക്കിയാലും പ്രസവിക്കുന്ന സെല്ലുകൾ ആരാ? മെരിസ്റ്റമാറ്റിക് സെൽ. എപ്പോ നോക്കിയാലും ബംഗാളി പണി ചെയ്യുന്നത് ആരാ? പെർമനന്റ് സെൽ. ഇങ്ങനെ പണിയെടുക്കാത്ത എപ്പോഴും വിഭജിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകൾ പണിയെടുക്കുന്ന സെല്ലുകളാകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫറൻഷിയേഷൻ. എന്താ വിളിക്കുക? ഡിഫറൻഷിയേഷൻ. മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് സെല്ലായാൽ എന്താ വിളിക്കുക? ഡിഫറൻഷിയേഷൻ. സെറ്റ് അല്ലേ? എങ്കിൽ പറ, പെർമനന്റ് സെല്ല് മെരിസ്റ്റമാറ്റിക് ആയാൽ എന്താ വിളിക്കുക? പറ മക്കളെ, മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ. എങ്കിൽ പറ, പെർമനന്റ് സെല്ല് മെരിസ്റ്റമാറ്റിക് ആയാൽ എന്താ വിളിക്കുക? പറടാ, പെർമനന്റ് സെല്ല് മെരിസ്റ്റമാറ്റിക് ആയാൽ എന്താ വിളിക്കുക? എന്താ വിളിക്കുക മക്കൾ? പറ. അല്ല ഞാൻ പറയും. പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? നടക്കില്ല. ഉത്തരം വന്നു. ബിന്ദു പ്രേമം. ബിന്ദു പ്രേമമോ? എന്താ? ഓക്കെ മോളെ, പറയാതെ വായിച്ചിട്ടോ, എനിക്ക് അറിയില്ലടാ. ഓക്കെ പറ. പെർമനന്റ് സെല്ല് മെരിസ്റ്റമാറ്റിക് ആയാൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഫറൻഷിയേഷൻ. സെറ്റല്ലേ? മെരിസ്റ്റമാറ്റിക് പെർമനന്റ് ആയാൽ ഡിഫറൻഷിയേഷൻ, പെർമനന്റ് മെരിസ്റ്റമാറ്റിക് ആയാൽ ഡിഫറൻഷിയേഷൻ. സെറ്റല്ലേ? പിന്നെ അല്ല സാറേ, എങ്കിൽ പറയടാ, ഓക്സിനുകൾ രണ്ട് ടൈപ്പ്, സിന്തറ്റിക്കും നാച്ചുറലും. എടാ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓക്സിൻ ആണ് ആര്? സിന്തറ്റിക് ഓക്സിൻ. പ്ലാന്റിൽ തന്നെ കാണുന്ന ഓക്സിൻ ആരാ? നാച്ചുറൽ ഓക്സിൻ. നാച്ചുറൽ ഓക്സിനുകൾ ആരൊക്കെ? ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ അസറ്റിക് ആസിഡ്. അല്ലെങ്കിലോ IBA, ഇൻഡോ ബ്യൂട്ടറിക് ആസിഡ്. നാച്ചുറൽ ഓക്സിൻ ആരൊക്കെയാണ്? ഇൻഡോൾ അസറ്റിക് ആസിഡ് IAA, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് IBA. സെറ്റ് അല്ലേ? സിന്തറ്റിക് ഓക്സിൻ മക്കളെ ഒന്ന് NaA, നാഫ്തലിൻ അസറ്റിക് ആസിഡ് NaA. സിന്തറ്റിക് ആരാ? നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓക്സിൻ ആരൊക്കെ? NaA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്. അല്ലെ, പ്ലാന്റിൽ തന്നെ അടുത്ത സിന്തറ്റിക് ഓക്സിൻ ആണ് ആര്? 2,4-D. അടുത്ത സിന്തറ്റിക് ഓക്സിൻ ആരാ? 2,4-D. NaA 2,4-D IA. സെറ്റ്. സാറിനെ സൈഡിൽ നോക്കുമ്പോ ലിജോ വിജയ് പോലെ ഉണ്ട്. ഞാൻ ആരാടാ മക്കളെ? എല്ലാ നടന്മാരും ഉണ്ടല്ലോ എന്റെ ദേഹത്ത്. എന്തിന്റെ കുഞ്ഞാപ്പൊ ഞാൻ? ശ്രദ്ധിച്ചോ, എന്തിന്റെ കുഞ്ഞാണോ? ഓക്കെ, ശ്രദ്ധിച്ചോ. എഥിലീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗ്യാസ് ഹോർമോൺ അല്ലേ? എഥിലീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗ്യാസ് പുകയായിട്ടുള്ള ഹോർമോൺ ആരാടാ? എഥിലീന. എഥിലീൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഏതൊക്കെ? ഗ്യാസ് ഹോർമോൺ ആരൊക്കെ? എഥിലീൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഏതൊക്കെ? മക്കളെ, എഥിലീൻ ആണ് എന്ത് ചെയ്യുക? ഫ്രൂട്ടിനെ പഴിപ്പിക്കുക. ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്ന ആരാ? എഥിലീന. ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്നത് ആരാ? എഥിലീന. എഥിലീൻ എന്ത് കൂട്ടും അറിയാടാ? റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടും. പ്ലാന്റ്സിലെ റെസ്പിറേഷന്റെ എണ്ണം കൂട്ടും. ആര്? എഥിലീന്. അടുത്താണ് മക്കളെ, എന്തുണ്ടാക്കും? എഥിലീൻ നമ്മുടെ പ്ലാന്റ്സിന്റെ അറ്റം ഇങ്ങനെ ചുരുളാൻ സഹായിക്കും. അങ്ങനെ ചുരുളുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ. അപ്പൊ പറയണ, എഥിലീന്റെ പണി എന്തൊക്കെ? ഫ്രൂട്ടിനെ പഴിപ്പിക്കും. സത്താലും മറക്കല്ലേ, ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്ന ഹോർമോൺ ആരാ? എഥിലീന. ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്ന ഹോർമോൺ ആരാ? എഥിലീന. എടാ, എഥിലീൻ ഉപയോഗിച്ചാൽ പ്ലാന്റ്സിലെ റെസ്പിറേഷന്റെ എണ്ണം കൂടും. അതിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. എന്താ വിളിക്കുക? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ചില പ്ലാന്റുകളുടെ അറ്റം ഇങ്ങനെ വളയാൻ സഹായിക്കും, ഇങ്ങനെ കൊളുത്ത് പോലാക്കും. ഈ കൊളുത്ത് പോലാക്കുന്നത് ആര് കാരണമാ? എഥിലീൻ കാരണമാ. അതിന്റെ പേരാണ് എപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ.
സെറ്റാണ്. ഫ്രൂട്ട് റൈപ്പനിങ്, റെസ്പിറേറ്ററി, ക്ലൈമാറ്റിക്, എപ്പിക്കൽ ഒക്കെ ഫോർമേഷൻ. സെറ്റ് അല്ലേ? സെറ്റാണ്. എടാ അബ്സിസിക് ആസിഡിനെ എന്ത് വിളിക്കാറ്? സ്ട്രെസ് ഹോർമോൺ. ഗ്യാസ് ഹോർമോൺ എഥിലീന എങ്കിൽ സ്ട്രെസ് ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഈ ഹോർമോൺ പ്ലാന്റ് ഭയങ്കര സ്ട്രെസ്സിൽ ഇരിക്കുമ്പോഴോ ഉണ്ടാകുക. പ്ലാന്റ്സിൽ എപ്പോഴാ അബ്സിസിക് ആസിഡ് ഉണ്ടാകുക? എപ്പോഴാ ഉണ്ടാകുക? പ്ലാന്റ് ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുമ്പോ, ഭയങ്കര സ്ട്രെസ്സിൽ ഇരിക്കുമ്പോഴാ ആ പ്ലാന്റ്സിനുള്ളിൽ എന്തുണ്ടാകുക? അബ്സിസിക് ആസിഡ്. അതുകൊണ്ട് അവർ എന്തെന്ന് വിളിക്കണേ? സ്ട്രെസ് ഹോർമോൺ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. ഇത് പൊളിയ മക്കളെ. എപ്പിക്കൽ ഡോമിനൻസിനെ കൂട്ടുന്ന ഹോർമോൺ ആരാ? കുറയ്ക്കുന്ന ഹോർമോൺ ആരാ? പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എപ്പിക്കൽ ഡോമിനൻസിനെ കൂട്ടുന്ന ഹോർമോൺ ആരൊക്കെ? കുറയ്ക്കുന്ന ഹോർമോൺ ആരൊക്കെ? പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എടാ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന്റിന്റെ മുകൾ ഭാഗം നല്ല പോലെ വളരുക. ഒരു പ്ലാന്റ് നല്ല പോലെ മുകൾ ഭാഗം വളരുക, അതാണ് എപ്പിക്കൽ ഡോമിനൻസ്. ഇത് കൂട്ടുന്ന ഓക്സിൻ ആണ് മക്കളെ. ഇത് കൂട്ടുന്ന ഹോർമോൺ ആണ് മക്കളെ. ആര്? അങ്ങനെ ഓർത്തായി. പ്ലാന്റ് നല്ലപോലെ വളരുകയല്ലേ, അപ്പൊ നമ്മള് ഓക്സിൻ. ഈ എപ്പിക്കൽ ഡോമിനൻസ് കുറയ്ക്കുന്നവൻ ആരാ? അപ്പൊ എന്താ? ആരാ? സി തുടങ്ങണം. സൈറ്റോകൈനിൻ. അപ്പൊ പറ എടാ, എപ്പിക്കൽ ഡോമിനൻസ് കൂട്ടുന്നത് ആരാ? ഓക്സിന. കുറയ്ക്കുന്നത് ആരാ? സൈറ്റോകൈനിന. പ്ലാന്റ്സിന്റെ മുകൾ ഭാഗം വളരുന്നതാണ് എന്ത്? എപ്പിക്കൽ ഡോമിനൻസ്. സെറ്റ് അല്ലേ? ഇങ്ങനെ പ്ലാന്റ് മുകളിലേക്ക് വളരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? എപ്പിക്കൽ ഡോമിനൻസ് ഇല്ലാണ്ടാക്കാൻ എന്താ ചെയ്യണ്ടേ? പ്ലാന്റിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക. മുകൾ ഭാഗം കട്ട് ചെയ്ത പിന്നെ മുകളിലേക്ക് വളരുമോ? ഇല്ല. എപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടാകുമോ? ഇല്ല. ഇങ്ങനെ പ്ലാന്റ്സ് മുകളിലേക്ക് വളരാതിരിക്കാൻ പ്ലാന്റ്സിന്റെ അറ്റം മുറിക്കും. അറ്റം മുറിച്ച് കളയും. ഈ മുറിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡീക്യാപിറ്റേഷൻ. എന്താ വിളിക്കുക? ഡീക്യാപിറ്റേഷൻ. ചില പ്ലാന്റ്സിന്റെ മുകൾ ഭാഗം വളരാതിരിക്കാൻ അവരുടെ തല വെട്ടും. തല വെട്ടുന്ന ആ റോളക്സ് ആരാടാ? തല വെട്ടുന്ന ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക? റോളക്സാർ. എന്താ വിളിക്കുക? തല വെട്ടുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുക? ഡീക്യാപിറ്റേഷൻ. ഡീക്യാപിറ്റേഷൻ. സെറ്റല്ലേ? സെറ്റാണ്. എങ്കിൽ മക്കൾ പറ സെമ്മിന്റെ ലെങ്ത് കൂട്ടുന്ന ഹോർമോൺ ആരാ? എടാ ലെങ്ത് കൂട്ടുക എന്ന് കേട്ടാൽ അത് ഏത് ഹോർമോണാ? ഗിബർലിൻസാ. എടാ ഷുഗർ കെയിൻ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഗ്രേപ്പ് ആയിക്കോട്ടെ, ഏതിന്റെങ്കിലൊക്കെ ലെങ്ത് കൂട്ടുന്ന ഹോർമോൺ ആരാ? ഗിബർലിൻസാ. ആരാടാ? ഗിബർലിൻസാ. സെറ്റ് അല്ലേ? സെറ്റാണ്. എപ്പിക്കൽ ഡോമിനൻസ് ആരാ? ഞാൻ പറഞ്ഞതാ. എപ്പിക്കൽ ഡോമിനൻസ് നടത്തുന്ന ഹോർമോൺ ആരാ? ഇപ്പൊ ഞാൻ ചോദിച്ചതാ. പറ എപ്പിക്കൽ ഡോമിനൻസ് നടത്തുന്ന ഹോർമോൺ ആരാ? ആരാ? ഓക്സിന. എപ്പിക്കൽ ഡോമിനൻസ് കുറയ്ക്കുന്നത് ആരാ? സൈറ്റോകൈനിന. സൊമാറ്റ അടയ്ക്കും. ഒരു ഹോർമോൺ പോയിട്ട് പ്ലാന്റ്സില് ലീഫിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് സൊമാറ്റ. ഈ സൊമാറ്റ അങ്ങ് അടയ്ക്കും. സൊമാറ്റ അടയ്ക്കുന്ന ഹോർമോൺ ആരാ? സൊമാറ്റ അടയ്ക്കുന്ന ഹോർമോൺ ആരാ? ഏത്? അബ്സിസിക് ആസിഡ്. സൊമാറ്റ അടയ്ക്കുന്ന ഹോർമോൺ ആരാ? അബ്സിസിക് ആസിഡ്. അടയ്ക്കുന്ന ഹോർമോൺ അബ്സിസിക് ആസിഡ്. ഫ്രൂട്ടിനെ പഴുപ്പിക്കും. ഞാൻ പഠിപ്പിച്ചതാ. ഫ്രൂട്ടിനെ പഴുപ്പിക്കുന്നത് ആരാ? ഫ്രൂട്ട് എന്ന് കേട്ടാൽ ആരാ? എത്തിലീൻ. സെറ്റാ. അടുത്ത ബോൾട്ടിങ് എന്നോ മാൾട്ടിങ് എന്നോ കേട്ടാൽ ആരാ? ഗിബർലിൻസാ. ഏതിന്റെങ്കിലും സൈസ് കൂട്ടിയാൽ, ലെങ്ത് കൂടിയാൽ ഗിബർലിൻസാ. ബോൾട്ടിങ് എന്നോ മാൾട്ടിങ് എന്നോ കേട്ടാൽ ആരാ? ഗിബർലിൻസാ. സെൽ ഡിവിഷനെ ഉഷാറാക്കുന്ന ഹോർമോൺ, അത് പേര് തന്നെ ഉണ്ട്, സി അല്ലേ? അപ്പൊ ഹോർമോൺ ആരാ? സൈറ്റോകൈനിൻ. ഇതിൽ തന്നെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ഓക്കെ, ബോൾട്ടിങ്, മാൾട്ടിങ്, ഗിബർലിൻസ്, സെൽ ഡിവിഷന്റെ സൈറ്റോകൈനിൻ, എപ്പിക്കൽ ഡോമിനൻസ് ഓക്സിൻ. സെറ്റ് അല്ലേ? സെറ്റാ. എടാ പാർത്തനോ കാർപ്പി ആരാ? ഓക്സിന. ഫ്രൂട്ട് റൈപ്പൻ ആക്കുന്ന ആരാ? എഥിലീന. സൊമാറ്റ ക്ലോസ് ചെയ്യുന്നത് ആരാ? അബ്സിസിക് ആസിഡ അല്ലെ? ലെങ്ത് കൂട്ടുന്നത് ആരാ? ഞാൻ പഠിപ്പിച്ച ലെങ്ത് കൂട്ടുന്നത് ആരാ? ലെങ്ത് കൂട്ടുക എന്ന് കേട്ടാൽ ആരാ? ഗിബർലിൻസ. ലെങ്ത് കൂട്ടുക എന്ന് കേട്ടാൽ ആരാ? ഗിബർലിൻസ. സെറ്റ് അല്ലേ? ഓക്കേടാ. അടുത്ത് നോക്കടാ.
ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. എടാ ഈ മുറിച്ചു വെച്ച സ്റ്റെമ്മ്, ഈ സ്റ്റെമ്മ് ഞാൻ മുറിച്ചു വെച്ചതാ. ഈ മുറിച്ചു വെച്ച സ്റ്റെമ്മിൽ നിന്ന് ചില ഹോർമോണുകൾ റൂട്ട് വരുത്താറുണ്ട്. ഇങ്ങനെ മുറിച്ചു വെച്ച സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് വരുത്തുന്ന ഹോർമോൺ ആരാ? ഓക്സിന. മുറിച്ചു വെച്ച സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് വരുത്തുന്നത് ആരാ? ഓക്സിന സാറേ. ബോൾട്ടിങ് മാൾട്ടിങ് അത് രണ്ടും ആരുടെ പണിയാ? ഗിബർലിങ്സിന്റെ പണിയാ. എപ്പിക്കൽ ഡോമിനൻസ് അത് ആരുടെ പണിയാ? ഓക്സിന്റെ പണിയാ. ഗ്രേപ്പിന്റെ ലെങ്ത് കൂട്ടുക എന്ന് കേട്ടാൽ ആരാ? ഗിബർലിങ്സാ. പാർത്തനോകാർപ്പി ആരുടെ പണിയാ? ഓക്സിന്റെ പണിയാ. മാൾട്ടിങ് ആരുടെ പണിയാ? ഗിബർലിങ്സിന്റെ പണിയാ. മാൾട്ടിങ്, ബോൾട്ടിങ്, ഗിബർലിങ്സ്. പാർത്തനോകാർപ്പി, എപ്പിക്കൽ ഡോമിനൻസ്, ഓക്സിൻ. സെറ്റല്ലേടാ? സെറ്റാണ് സാർ. ലെങ്ത് കൂട്ടുന്നത് ആരുടെ പണിയാടാ? ഗിബർലിങ്സിന്റെ പണിയാ. മുറിച്ചു വെച്ച സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് വരുത്തുന്നത് ആരാടാ? ഓക്സിന്റെ പണിയാ. അപ്പം ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. നിങ്ങൾ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഈ വീഡിയോ കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം വന്ന് കമന്റ് ചെയ്യണം. ഏതാണ് ഓക്സിജൻ, ഏത് ഗിബർലിൻ സൈറ്റ് ഒക്കെ. ഓക്കെ, താങ്ക് യുടാ മക്കളെ. നിങ്ങൾ പഠിക്കുക, പോയി എഴുതുക. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നാളത്തെ ഗിഫ്റ്റ് ആണ്. ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുമോ ദുഃഖം വരുമോ എന്നറിയില്ല. എന്തായാലും നാളെ വന്ന് കമന്റ് ചെയ്യണേ, പഠിപ്പിച്ച് എന്തെങ്കിലും കണ്ട കമന്റ് ചെയ്യണേടാ. ഓക്കെ, പൊളിച്ചടുക്കടാ. നമ്മുടെ ദിവസമാണ് നാളെ. വേറെ ലെവലാക്കട മുത്തുകളെ. കോടിത്തരം കാട്ടുന്നവർക്ക് മര്യാദയ്ക്ക് പോരുന്ന് പഠിച്ചോടാ. നാളെ നിങ്ങൾക്ക് റെഡി ആവടാ. നിങ്ങൾ പഠിച്ചതേ വരുള്ളൂടാ. ഐ ലവ് യുടാ. കുറെ കിടക്കട്ടെ. ഓക്കെ, ബൈ. ഹായ് buddies, hello, am I audible? കേൾക്കാമോ? ഹലോ, am I audible? ഷെജിലെ ഇവിടെ വന്നേ. ഷെജിലെ, എനിക്ക് വെള്ളം വേണം. I need water. Hello guys, am I audible? കേൾക്കാമോടാ? പ്ലീസ് കമന്റ്. ഷെജിലെ, വെള്ളം വേണം. ഹായ് മക്കൾ. ശരി, അപ്പോ സാർ വെള്ളം കുടിക്കാൻ പോകുന്നൊന്നുമില്ല, ഇവിടെ തന്നെ ഒന്ന് വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി 5 ചാപ്റ്ററുകൾ ബാക്കിയുണ്ട് അല്ലെ? സോളജിയിലെ there are 5 chapters. അപ്പൊ നമുക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു തീം ഒക്കെ ഇട്ടെ. ഓക്കെ, ആൻസർ ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ. ഐ എം സോ ഗ്ലാഡ്ഫുൾ ടു സീ ദാറ്റ്. എടാ, കുറച്ച് തീയും കുറച്ച് ലവ് സിമ്പിളൊക്കെ ഇട്ടെ. ഒന്ന് പെട്ടെന്ന് നിങ്ങൾ ഉറക്ക് വന്നിരിക്കുവാണോ നമുക്ക് അറിയണം. എടാ, നാളെ തീർന്ന സോളജി അങ്ങ് തീർന്നല്ലോ, അതോടുകൂടി സെറ്റ് ആയല്ലോ. ഓക്കെ, സോളജി ഇമ്പോർട്ടന്റ് ഇല്ലേ? ബയോളജി അങ്ങ് സെറ്റായി. അപ്പോ ഓക്കെ, കുറച്ച് സമയമൊക്കെ പരീക്ഷയുടെ തലേന്ന് ഉറങ്ങാതിരിക്കാം, നോ പ്രോബ്ലം. നമ്മൾ എന്നും ഉറങ്ങാതൊന്നും ഇരിക്കുന്നില്ലല്ലോ അല്ലെ? എന്നും ചിലപ്പോൾ നമ്മൾ മറ്റു കാരണങ്ങളോട് ഉറങ്ങാതിരിക്കുന്നുണ്ടാവും. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ദിവസം കുറച്ച് സമയം കൂടെ നമുക്ക് നമ്മുടെ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, കമോൺ, സെറ്റ് ആക്ക് പ്ലീസ്. എല്ലാവരും കമോൺ, എവരിബഡി. ശരി, let's look at the first question. Plasma without clotting factor. കുറേ ആൾ ആൻസർ പറഞ്ഞത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആയിട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മൾ എന്താ വിളിക്കുക? സീറം അല്ലെ? ഇറ്റ് ഈസ് കോൾഡ് സീറം. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ടേംസ് ഇൻ കോളം എ വിത്ത് കോളം ബി. ദാറ്റ് ഈസ് നോക്ക്, നമ്മുടെ ബ്ലഡ് സെല്ലുകളെ കുറിച്ചാണ്. ബ്ലഡ് സെല്ലുകളെ കുറിച്ച് മെജോറിറ്റി ക്വസ്റ്റ്യൻ വരിക. റിഗാർഡിംഗ് WBC കളെ കുറിച്ചാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സോ പറ നമുക്ക് WBCകളുടെ 2 ഗ്രൂപ്പ് ഉണ്ട്. ആരൊക്കെ? ഗ്രാനുലോസൈറ്റ്, അഗ്രാനുലോസൈറ്റ് അല്ലെ? ഗ്രാനുലോസൈറ്റിൽ ആരൊക്കെ വരെ? ന്യൂട്രോഫിൽ, യോസിനോഫിൽ, ബേസോഫിൽ. അഗ്രാനുലോസൈറ്റിൽ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അപ്പൊ ഇവരുടെ പേഴ്സന്റേജ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു കോഡ് പഠിപ്പിച്ചു തന്നില്ലേ? നോട്ട് ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന അല്ലെ? നോട്ട് ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന. അപ്പൊ ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിൽ ആണ്. അപ്പോ 60 to 65% ന്യൂട്രോഫിൽ ആണ്. ശരി, ന്യൂട്രോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ? ഇനി നോക്ക്, 2ാം സ്ഥാനം ആർക്കാ? ലിംഫോസൈറ്റിനാണ്. അപ്പൊ ലിംഫോസൈറ്റ് ആയിരിക്കും 2ാം സ്ഥാനം, 20 to 25%. അയാളുടെ ഫംഗ്ഷൻ എന്താ? നമുക്ക് ഇമ്മ്യൂണിറ്റി തരിക, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നുള്ളതാണ്. ഇനി ഇയോസിനോഫിൽ നോക്ക്, അടുത്ത 3ാം സ്ഥാനം മോണോസൈറ്റിനാണ്, അതിവിടെ ഇല്ല.
ഇനി അടുത്ത് വരുന്നത് ഇയോസിനോഫിൽ ആണ്. സ്വാഭാവികമായിട്ടും 2 to 3% ഇയോസിനോഫിൽ ആണ്. പെർസെന്റേജ് പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ചിട്ടെങ്കിലും പഠിക്കുക. പെർസെന്റേജ് അസച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറയാം. അറ്റ്ലീസ്റ്റ് യു സ്റ്റഡി ദിസ് കോഡ്. ഓക്കെ, ശരി. വാട്ട് ഇസ് ഫംഗ്ഷൻ ഓഫ് ഇയോസിനോഫിൽ? അലർജി അല്ലെ? ഇ ഫോർ അലർജി. സോ ഇയോസിനോഫിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് അലർജി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ, ലൈക്ക് ദിസ് ഈസ് റിഗാർഡിംഗ് അവർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാം. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാതെ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ഇട്ടതാണ്. ഓക്കെ, ലൈക്ക് എ ഗ്രൂപ്പ് ആർക്കൊക്കെ എ കൊടുക്കും? എക്ക് ആരൊക്കെ കൊടുക്കാം? എക്ക് ആരൊക്കെ കൊടുക്കാം? എയും കൊടുക്കുക, ഓയും കൊടുക്കുക. ബിക്ക് ആരൊക്കെ കൊടുക്കുക? ബിയും കൊടുക്കുക, ഓയും കൊടുക്കുക. എ ബിക്ക് എല്ലാവരും കൊടുക്കും, ഓക്ക് ഓ മാത്രം അല്ലെ? അപ്പൊ ഓയുടെ പ്രത്യേകത, ഓ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓ എന്താണ് കുട്ടികളെ? യൂണിവേഴ്സൽ ഡോണർ ആണ്. ശരിയല്ലേ മക്കളെ? ഓ ഈസ് യൂണിവേഴ്സൽ ഡോണർ അല്ലെ? ഇനി എ ബിയുടെ പ്രത്യേകത യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. എ ബി യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ് അല്ലെ മക്കളെ? യെസ് ഓർ നോ? സോ ലുക്ക്, അത് നമ്മളോട് ചോദിക്കും ഹു ഈസ് യൂണിവേഴ്സൽ ഡോണർ, ഹു ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇനി എയിലുള്ള ആന്റിജൻ ഏതാണ്, ബിയിലുള്ള ആന്റിജൻ ഏതാണ്, ആന്റിബോഡി ഏതാണ്? ആ കോൺസെപ്റ്റ് നമ്മളോട് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ ലുക്ക്, പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇപ്പോ ഹു ഈസ് യൂണിവേഴ്സൽ ഡോണർ, അതേപോലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഈ രണ്ട് കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളോട് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആരാണ് യൂണിവേഴ്സൽ ഡോണർ, അതുപോലെ ആരാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ്. അപ്പോ റെസിപ്പിയന്റ് എ ബി, ഡോണർ ഒ ആണ് അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ പേഴ്സൺ ഹാവിംഗ് ബ്ലഡ് ഗ്രൂപ്പ് എ ഈസ് ഗിവൺ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബി ബൈ മിസ്റ്റേക്ക്, വാട്ട് വിൽ ബി ദ എഫക്ട്? ഇപ്പൊ എക്ക് നമ്മൾ ആരൊക്കെ കൊടുക്കാൻ പാടുള്ളൂ? എയും ഓയും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി ബൈ മിസ്റ്റേക്ക് നമ്മൾ കൊടുത്താൽ എന്താ? മിസ്മാച്ചിങ് ആണ്. അങ്ങനെ മിസ്മാച്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ മിസ്മാച്ചിങ് ഉണ്ടായാൽ there will be ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. എന്താ സംഭവിക്കുക? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. ആൻഡ് ദാറ്റ് ലീഡ് ടു സിവിയർ ക്ലംബിംഗ്. നോക്ക് കുട്ടികളെ, സിവിയർ ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. സിവിയർ ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC. മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ, ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC നടക്കും. അപ്പോൾ ആദ്യം തന്നെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് സിവിയർ ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC സംഭവിക്കുകയും ചെയ്യും. നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person with A negative blood group is injured. ഇഞ്ചുറി പറ്റിയ ആള് A നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇനി നോക്കൂ, ഇവിടുത്തെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ആരൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. നോക്കൂ, എ ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ആരൊക്കെ കൊടുക്കാം? എ ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എയും കൊടുക്കാം, അതുപോലെ തന്നെ ഓയും കൊടുക്കാം അല്ലെ? പക്ഷെ ഇയാള് നെഗറ്റീവ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നെഗറ്റീവിന് ഓൾവേസ് നെഗറ്റീവ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ എ നെഗറ്റീവിന് ആരൊക്കെ കൊടുക്കേണ്ടത്? എ നെഗറ്റീവും ഓ നെഗറ്റീവും മാത്രം. ക്ലിയർ അല്ലേ? അതേ സമയത്ത് ഒരു രോഗി എ പോസിറ്റീവ് ആയ രോഗിയാണെങ്കിൽ അയാൾക്ക് എ ഗ്രൂപ്പ് കൊടുക്കുക, എ ആയതുകൊണ്ട് തന്നെ. പക്ഷെ എ പോസിറ്റീവും കൊടുക്കുക, എ നെഗറ്റീവും കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി ഇയാൾക്ക് ഓ പോസിറ്റീവ് കൊടുക്കുക, ഓ നെഗറ്റീവ് കൊടുക്കുക. ദാറ്റ് മീൻസ് നെഗറ്റീവിന് നെഗറ്റീവ് മാത്രം. ഓക്കെ, പക്ഷെ പോസിറ്റീവ് ആയ ആളാണെങ്കിൽ അയാൾ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്യും അല്ലെ? നെഗറ്റീവ് വ്യക്തികൾ ആരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ? നെഗറ്റീവ് വ്യക്തികളെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ്സ് അവർ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ തോന്നിയ പോലെ കൊടുത്താലോ? ഇപ്പൊ എ നെഗറ്റീവ് ഉള്ള ഒരാൾക്ക് നമ്മൾ എ പോസിറ്റീവ് ബ്ലഡ് കൊടുത്താൽ എന്താ സംഭവിക്കുക? There will be antigen antibody reaction that lead to severe clumping and destruction of RBC. Clear അല്ലേ? That is again mismatching ആണ്. അപ്പൊ അത് ABO mismatching ആയാലും RH mismatching ആയാലും എന്താ സംഭവിക്കുക? Severe clumping and destruction of RBC ആണ് സംഭവിക്കുക. ഓക്കെ, കൊയാഗുലേഷൻ ഒന്നും എഴുതരുത്. സിവിയർ ക്ലംബിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC അതായിരിക്കണം നമ്മുടെ ആൻസർ. പിന്നെ ചിലപ്പോൾ നമ്മളോട് ഈ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ഈ എക്സാമിന്. ഓക്കെ, സോ വാട്ട് ഈസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്? എന്താ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിന്റെ പ്രത്യേകത? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയോ? RH നെഗറ്റീവ് മദർ, നെഗറ്റീവ് ആയിട്ടുള്ള അമ്മക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബേബി ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടാവുക. ശരിയല്ലേ? നെഗറ്റീവായ അമ്മക്ക് പോസിറ്റീവായ ഫീറ്റസ്, ഗർഭസ്ഥ ശിശു പോസിറ്റീവായ ആളാവുമ്പോൾ. ശരി, അങ്ങനെയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷന്റെ പേരെന്താ? അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ആണ് എന്ത്? anti-RH ആന്റിബോഡി ഇഞ്ചക്ഷൻ. ശരിയല്ലേ കുട്ടികളെ? anti-RH ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്ര അറിഞ്ഞാൽ മതി. ഏത് കണ്ടീഷനിലാണ് ഉണ്ടാവുക? RH നെഗറ്റീവ് മദർ, RH പോസിറ്റീവ് ഫീറ്റസ്. ഇനി ഈ ഒരു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നിന്റെ പേരെന്താ? anti-RH ആന്റിബോഡി ഇഞ്ചക്ഷൻ. അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് പഠിക്കുക കേട്ടോ കുട്ടികൾ. ബാക്കി പഠിക്കേണ്ടെന്നല്ല, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
നോക്കടാ, ബ്ലഡ് കൊയാഗുലേഷൻ ഈസ് എ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ്. ഓക്കെ, ഐഡന്റിഫൈ ദ എൻസൈം. സം ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ടു പ്രിവെന്റ് എക്സസ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. 3 മാർക്കിന് 2022 ചോദിച്ച ചോദ്യമാണ്. നോക്കടാ, ആ ഒരു കംപ്ലീറ്റ് മെക്കാനിസം നമ്മൾ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതുക? നോക്കൂ, ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് നോക്കൂ ടിഷ്യൂ ഫാക്ടറുകൾ എന്ന് പറയുന്ന ഫാക്ടറുകൾ ഉണ്ടാവാൻ തുടങ്ങും. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ഫാക്ടറുകൾ എന്ന് പറയുന്ന ഫാക്ടറുകൾ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ടിഷ്യൂ ഫാക്ടറും അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഫാക്ടറും. ഈ 2 ഫാക്ടറും കൂടെ ദ ഇനീഷിയേറ്റ് എ റിയാക്ഷൻ കോൾഡ് കാസ്കേഡ് പ്രോസസ്. ഇത് രണ്ടും കൂടെ ദ ഇനീഷിയേറ്റ് എ റിയാക്ഷൻ കോൾഡ് കാസ്കേഡ് പ്രോസസ്. അങ്ങനെ കാസ്കേഡ് പ്രോസസിന്റെ ഫലമായിട്ട് ത്രോംബോകൈനേസ് എന്നറിയപ്പെടുന്ന ഒരു എൻസൈം രൂപപ്പെടും. ആര് രൂപപ്പെടുക? ത്രോംബോകൈനേസ്. ഓക്കെ, ഇനി ത്രോംബോകൈനേസിന്റെ ഫംഗ്ഷൻ എന്താ? ശ്രദ്ധിക്കും മക്കളെ, നമ്മുടെ ബ്ലഡിലുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന ആളെ എന്താക്കി മാറ്റുന്നു? ഉറക്കെ പറ, ത്രോംബിനാക്കി മാറ്റുന്നു. ശരിയല്ലേ? പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നു? ത്രോംബിനാക്കി മാറ്റുന്നു അല്ലെ? ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ത്രോംബിൻ? ത്രോംബിൻ എന്താ ചെയ്യുക കുട്ടികളെ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ത്രോംബിൻ? ത്രോംബിൻ എന്ത് ചെയ്യും കുട്ടികളെ? പറ. ത്രോംബിൻ നമ്മുടെ ബ്ലഡിലുള്ള ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ആക്കി മാറ്റും. ശരിയല്ലേ കുട്ടികളെ? ഫൈബ്രിൻ ആക്കിയിട്ട് മാറ്റും അല്ലെ? അപ്പൊ ഈ ഫൈബ്രിനെ നോക്കൂ, ഇത് നമ്മുടെ രക്തക്കുഴലാണെങ്കിൽ ആ രക്തക്കുഴലിൽ ഒരു ഇഞ്ചുറി പറ്റി അതിലൂടെയല്ലേ ബ്ലഡ് പുറത്തോട്ട് പോവുക. അപ്പൊ ഈ ഫൈബ്രിൻ എന്ത് ചെയ്യും കുട്ടികളെ? ഫൈബ്രിൻ ഫോം എ നെറ്റ്വർക്ക് ഹിയർ അല്ലെ? ഫൈബ്രിനോട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. വിത്തിൻ ദാറ്റ് നെറ്റ്വർക്ക് the blood cells are trapped leading to formation of blood clot അല്ലെ? ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള അയോൺ ആരാന്ന് ചോദിക്കും. ഏത് അയോണാണ് നമുക്ക് ആവശ്യം? നോക്ക്, ഈ സ്റ്റെപ്പ് നടക്കണമെങ്കിൽ നമുക്ക് കാൽഷ്യം അയോൺ വേണം, ഈ സ്റ്റെപ്പ് നടക്കണമെങ്കിലും കാൽഷ്യം അയോൺ വേണം. സോ കാൽഷ്യം ഈസ് ദ അയോൺ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള അയോൺ ആരാണ്? കാൽഷ്യം ആണ്. അടുത്ത ചോദ്യം നോക്കടാ, ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ലിംഫ്. ലിംഫിന്റെ ഏതെങ്കിലും 2 ഫംഗ്ഷനെങ്കിലും നമ്മളോട് എഴുതാൻ പറയും. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതാൻ പറ്റും. നോക്കൂ, ലിംഫ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ്. ശ്രദ്ധിക്കും മക്കളെ, അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നുള്ള ഫാറ്റിന്റെ അബ്സോർപ്ഷന് ഫാറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, നമ്മുടെ ശരീരത്തിലൂടെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടിന് ഫാറ്റ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലൂടെ ഹോർമോണുകൾ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്താൻ ഫാറ്റ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ലിംഫ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഫ് കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്. നോക്ക്, ലിംഫില് ധാരാളം ലിംഫോസൈറ്റുകൾ ഉണ്ട്. ലിംഫ് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ലിംഫോസൈറ്റ്സ്. ഈ ലിംഫോസൈറ്റുകൾ നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്. സോ ലിംഫ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ലിംഫോസൈറ്റ്സ്. They provide us immunity. അവർ നമുക്ക് എന്ത് നൽകുന്നു? അവർ നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നു. These are the functions of lymph. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, make a diagrammatic sketch of human double circulation and label the 3 associated organs and any one blood vessel. നമ്മുടെ സർക്കുലേഷന്റെ പ്രത്യേകത, വി ഹാവ് എ ഡബിൾ സർക്കുലേഷൻ അല്ലെ? നമുക്ക് ഡബിൾ സർക്കുലേഷൻ ആണുള്ളത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഫിഷസിന് 2 ചേംബർ ഉള്ള ഹാർട്ടാണ്. അതുപോലെ ആംഫീബിയക്ക് 3 ചേംബർ ഉള്ള ഹാർട്ടാണ്. ഇനി റെപ്റ്റൈൽസിനെ എടുത്താൽ 3 ചേംബർ ഉള്ള ഹാർട്ട് ഉള്ളവരുണ്ട്, 4 ചേംബർ ഉള്ള ഹാർട്ട് ഉള്ളവരുണ്ട്. ആരാ? ക്രൊക്കഡൈലിനെ പോലത്തെ റെപ്റ്റൈൽസിന് 4 ചേംബർ ആണ്. ഇനി ബേർഡ്സ് ആൻഡ് മാമൽസ്, വി ഹാവ് 4 ചേംബേർഡ് ഹാർട്ട് അല്ലെ? ആൻഡ് നമ്മുടെ സർക്കുലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. അപ്പൊ അതിന്റെ ഡയഗ്രാം ഒരു 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് മസ്റ്റ് ആയിട്ട് അത് പഠിക്കണം. അപ്പൊ എങ്ങനെ നമ്മുടെ ഡബിൾ സർക്കുലേഷൻ അറിയാം? ശ്രദ്ധിക്കുക, ദിസ് ഈസ് അവർ റൈറ്റ് അട്രിയ, ദെൻ ലെഫ്റ്റ് അട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് അട്രിയത്തിലേക്ക് വരും. കണ്ടോ, നീല നിറത്തിലെ ഞാൻ കാണിച്ചുള്ളത്, കാണുന്നുണ്ടോ നിങ്ങൾ? നീല നിറത്തിൽ കാണിക്കാനുള്ള കാരണം ഇറ്റ് ഈസ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് നേരെ റൈറ്റ് അട്രിയത്തിലേക്ക് വരും. റൈറ്റ് അട്രിയത്തിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ശ്രദ്ധിക്ക്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ലങ്സിലേക്ക് പോകും. മക്കളെ ശ്രദ്ധിക്ക്, നമ്മുടെ ലങ്സിലേക്ക് പോകും. അങ്ങനെ ലങ്സിൽ വെച്ചിട്ട് ബ്ലഡിന് എന്ത് നടക്കൂടാ? ഓക്സിജനേഷൻ നടക്കും. ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തും. അങ്ങനെ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ബ്ലഡായി മാറി? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി മാറി അല്ലെ? ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അട്രിയത്തിലേക്ക് വരും. ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നിങ്ങളുടെ ബോഡി പാർട്സിലേക്ക്, നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകും. ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ടിഷ്യൂകൾ ബ്ലഡിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കും. ടിഷ്യൂകൾക്ക് ഓക്സിജൻ വേണം.
അപ്പൊ ടിഷ്യൂകൾ ഓക്സിജനെ വലിച്ചെടുക്കും. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ബ്ലഡ് എന്തായിട്ട് മാറും മക്കളെ? ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറും. ആ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? വീണ്ടും റൈറ്റ് അട്രിയത്തിലേക്ക് പോകും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ക്ലിയർ ആണ് മക്കളെ? ദിസ് ഈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഡബിൾ സർക്കുലേഷന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ലങ്സിലേക്ക് ഇവിടെ നിന്ന് ബ്ലഡ് പോവുകയും ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരികയും ചെയ്യുന്ന ഈ ഒരു സർക്കുലേഷൻ. ഹാർട്ടിൽ നിന്ന് ലങ്ങിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് അല്ലെ? ഈ സർക്കുലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. എന്താണ്? പൾമണറി സർക്കുലേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇനി നോക്ക്, രണ്ടാമത്തെ സർക്കുലേഷൻ ഏതാടാ മക്കളെ? ശ്രദ്ധിക്ക്. രണ്ടാമത്തത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബോഡി പാർട്സിലേക്കും ബോഡി പാർട്സിൽ നിന്ന് തിരിച്ച് വീണ്ടും ഹാർട്ടിലേക്ക് റൈറ്റ് അട്രിയത്തിലേക്ക് വരുന്ന ഈ സർക്കുലേഷൻ, ഇതിനെ നമ്മൾ എന്താടാ മക്കളെ വിളിക്കുക? This is called systemic circulation. എന്താ വിളിക്കുക? സിസ്റ്റമിക് സർക്കുലേഷൻ. ഇനി നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? പൾമണറി സർക്കുലേഷന്റെ രണ്ട് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിക്കും. സിസ്റ്റമിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിക്കും. പറയടാ മക്കളെ, പൾമണറി സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മുടെ ബ്ലഡിന്റെ ഓക്സിജനേഷൻ, ബ്ലഡിലേക്ക് ഓക്സിജനെ എത്തിക്കുന്നു. ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. അതുപോലെ തന്നെ പറ, റിമൂവൽ ഓഫ് CO2, നമ്മുടെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു. ഇനി അതാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം. Now what is the function of systemic circulation? What is the significance of systemic circulation? പറയടാ. It provide oxygen and nutrients to tissues. നമ്മുടെ എല്ലാ ടിഷ്യൂകൾക്കും ഓക്സിജനും ന്യൂട്രിയൻസും നൽകുന്നു. അതുപോലെ റിമൂവ് CO2 and wastes ഫ്രം ടിഷ്യൂസ്. നമ്മുടെ വിവിധ ടിഷ്യൂകൾ ഉണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വേസ്റ്റിനെയും റിമൂവ് ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇത് ഈ രണ്ട് രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിക്കും. ക്ലിയർ അല്ലെ? അടുത്ത ചോദ്യം നോക്ക്. ഡബിൾ വാൾഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട് ഹാർട്ട് അല്ലെ? നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം ആരാ വീട്ടിൽ? പെരിക്കാർഡിയം. ഡു റിമെമ്പർ പെരിക്കാർഡിയം? നമ്മുടെ ലങ്ങിനെ കവർ ചെയ്യുന്ന ഡബിൾ ലെയേർഡ് വാളിന്റെ പേരെന്താ? ലങ്ങിനെ കവർ ചെയ്യുന്ന ഡബിൾ ലെയേർഡ് വാളിന്റെ പേരെന്താ കുട്ടികളെ? ലങ്ങിനെ കവർ ചെയ്ത് പ്ലൂര അല്ലെ? വെരി ഗുഡ്. ലങ്ങിന് പ്ലൂരയാണ്, ഹാർട്ടിനോ പെരിക്കാർഡിയമാണ് അല്ലെ? പെരിക്കാർഡിയം അല്ലെ? അപ്പൊ പ്ലൂര ചോദിക്കുക. അതുപോലെ പെരിക്കാർഡിയവും നമ്മളോട് ചോദിക്കും അല്ലെ? പ്ലൂര ആർക്കാണ്? പ്ലൂര ഈസ് ഫോർ ലങ് അല്ലെ? പ്ലൂര ലങ്ങിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ ഡയഗ്രം ആൻഡ് ലേബൽ ABCD. ഈ ഡയഗ്രം നോക്കിയിട്ട് ഭാഗങ്ങളെ ലേബൽ ചെയ്യാനാണ്. ദിസ് ഈസ് എ ഡയഗ്രം ഫ്രം NCERT. ഏത് ഭാഗം ഒരു ലേബൽ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതാരാ കുട്ടികളെ? ഹു ഈസ് ദിസ്? ദിസ് ഈസ് യുവർ അയോർട്ട അല്ലെ? ഇത് അയോർട്ടയാണ്. ഇനി സി ആരാ മക്കളെ? സി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ദിസ് ഈസ് പൾമണറി ആർട്ടറി ആണ്. സി ആരാ? പൾമണറി ആർട്ടറി ആണ്. ഇനി ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തുള്ള ആരെയാ? Can you see that? ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേണ്ട ഇയാള്. ദിസ് ഈസ് കോർഡേ ടെൻഡിനെ. ആരാണ്? കോർഡേ ടെൻഡിനെയുടെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ ബൈക്കസ്പിഡ് വാൾവിനെയും ട്രൈക്കസ്പിഡ് വാൾവിനെയും അടിപൊളിയായിട്ട് അതിന്റെ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടി അവരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് അവിടെ നിലനിർത്തിയിരിക്കുന്നത് കോർഡേ ടെൻഡിനെയുടെ സഹായത്തോടെയാണ്. സോ കോർഡേ ടെൻഡിനേക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബൈക്കസ്പിഡ് വാൾവിന്റെയും ട്രൈക്കസ്പിഡ് വാൾവിന്റെയും പ്രവർത്തനം അവതാളത്തിലാകും. എന്താ വാൾവുകളുടെ ഫംഗ്ഷൻ? It prevent back flow. ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് അട്രിയത്തിലേക്ക് തിരിച്ചു കയറരുത്. അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാ ഫംഗ്ഷൻ. നോക്ക്, വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരരുത്, അട്രിയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കേ പോകാവൂ. അപ്പൊ ബ്ലഡിന്റെ ബാക്ക് ഫ്ലോനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ കുട്ടികളെ? നമ്മുടെ ഹാർട്ടിലെ വാൾവുകളുടെ ഫംഗ്ഷൻ. അത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത്. അപ്പൊ ആ ഫംഗ്ഷൻ നടക്കൂല കോർഡേ ടെൻഡിനെ ഡാമേജ് ആയി കഴിഞ്ഞാല്. അടുത്ത ചോദ്യം നോക്ക്. Look at the next question. Name the two types of heart valves and mention their function. ഹാർട്ടിലുള്ള രണ്ട് ടൈപ്പ് വാൾവുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചത്. സോ വി ഹാവ്, നമുക്ക് 3 മാർക്കിനാ ചോദ്യം. സോ വി ഹാവ് ബൈക്കസ്പിഡ് വാൾവ് ആൻഡ് ട്രൈക്കസ്പിഡ് വാൾവ് അല്ലെ? ബൈക്കസ്പിഡ് ഉണ്ട്, ട്രൈക്കസ്പിഡ് വാൾവ് ഉണ്ട് അല്ലെ? പിന്നെ നമുക്ക് വേറെയും വാൾവ് ഉണ്ട്. വേറെ വാൾവ് ആരാളുള്ളത്? സെമി ലൂണാർ വാൾവുകൾ ഉണ്ട്. നമുക്ക് ബൈക്കസ്പിഡ് വാൾവ് ആരുടെയൊക്കെ ഇടയിലുള്ളത്? ലെഫ്റ്റ് അട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളുടെയും ഇടയില്. ട്രൈക്കസ്പിഡ് ആരുടെയൊക്കെ ഇടയിലാ? റൈറ്റ് അട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളുടെയും ഇടയിൽ. ഇനി സെമി ലൂണാർ വാൾവുകൾ നമുക്ക് 2 ഉണ്ട്. ഒരു സെമി ലൂണാർ വാൾവ് പൾമണറി ആർട്ടറി തുറക്കുന്ന ഭാഗത്ത്, മറ്റൊന്ന് അയോർട്ട തുറക്കുന്ന ഭാഗത്ത്. ശരിയല്ലേ മക്കളെ? ഓക്കെ, സോ ദീസ് ആർ ദ ഹാർട്ട് വാൾവ്സ്. ഹാർട്ട് വാൾവുകളുടെ ഫംഗ്ഷൻ എന്താ? പ്രിവെന്റ് ബാക്ക് ഫ്ലോ അല്ലെ? ബാക്ക് ഫ്ലോയിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Look at the next question. Observe the flow chart and answer the question. ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ്. ഓക്കെ,
ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ള ചോദ്യം. ഒന്ന് ECGയും, രണ്ട് ഇതുമാണ് ഇതുവരെയുള്ള ഒരു പരീക്ഷകളുടെ പാറ്റേൺ വെച്ചിട്ട്. സോ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് നമ്മളോട് ചോദിച്ചതാണ് അല്ലെ. സോ ടെൽ മീ, യെസ്, നമ്മുടെ നോഡൽ ടിഷ്യൂവിന്റെ അറേഞ്ച്മെന്റ് ആണ് അല്ലെ. സോ പറ, വി ഹാവ് SA നോഡ്, അത് കഴിഞ്ഞാൽ AV നോഡ് അല്ലെ. SA നോഡ് കഴിഞ്ഞാൽ AV നോഡ്. നോക്ക്, ഇവിടെ വേറെയും ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്ക്, അട്രിയൽ കൺട്രാക്ഷൻ. എന്താ സംഭവം? നോക്ക്, SA നോഡിൽ നിന്ന് സിഗ്നല് AV നോഡിലേക്ക് സഞ്ചരിക്കുന്നതിന് മുൻപ് എന്ത് നടക്കും? അട്രിയത്തിന് കൺട്രാക്ഷൻ നടക്കും. അങ്ങനെ കൺട്രാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് AV നോഡിലേക്ക് സിഗ്നൽ എത്തും. ശരിയല്ലേ? AV നോഡിൽ നിന്ന് സിഗ്നല് AV ബണ്ടിലൂടെ സഞ്ചരിക്കും. അങ്ങനെ AV ബണ്ടിലൂടെ സിഗ്നൽ എത്തി നമ്മുടെ പർക്കിൻജെ ഫൈബറുകളിലൂടെ സിഗ്നൽ പോകുമ്പോഴത്തേക്ക് വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ നടക്കും. അപ്പൊ ഇതിനെ കൃത്യമായ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നൗ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് SA നോഡ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി? SA നോഡ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം SA നോഡാണ് പേസ് മേക്കർ. SA നോഡാണ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പൊ SA നോഡ് വർക്ക് ചെയ്തില്ലെങ്കിലോ ഹാർട്ടിന്റെ റേറ്റ് കുറയും. കാരണം AV നോഡിന് SA നോഡിന്റെ അത്ര സിഗ്നൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഇഫ് SA നോഡ് സ്റ്റോപ്പ് ഇറ്റ്സ് ഫംഗ്ഷൻ, വാട്ട് ഹാപ്പൻ? ദ ഹാർട്ട് റേറ്റ് വിൽ ഡിക്രീസ്. ഹാർട്ടിന്റെ റേറ്റ് ഡിക്രീസ് ആകും അല്ലെ. ദ ഹാർട്ട് റേറ്റ് വിൽ ഡിക്രീസ്. ദാറ്റ്സ് ദ ആൻസർ. ഇനി നോക്കൂ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്തല്ല. ഐ വിൽ കം ബാക്ക്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SA node and AV node are two nodal tissues seen on the heart. Discuss how this nodal tissue regulates the contractile activity of heart. എങ്ങനെയാണ് ഈ നോഡൽ ടിഷ്യൂ നമ്മുടെ ഹാർട്ടിന്റെ കൺട്രാക്ടൈൽ ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത്? നമുക്കറിയാം SA node and AV node, that is നോഡൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താ? അപ്പൊ നമ്മൾ എന്താ പറയാ? നോഡൽ ടിഷ്യൂവിന്റെ പ്രത്യേകത, നോഡൽ ടിഷ്യൂ ഓട്ടോ എക്സൈറ്റബിൾ ആണ്. നോഡൽ ടിഷ്യൂ ഓട്ടോ എക്സൈറ്റബിൾ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഓർ സിഗ്നൽസ് വിതൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ. പുറമെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് SA നോഡും AV നോഡും അല്ലെങ്കിൽ നോഡൽ ടിഷ്യൂവിനെ ഓട്ടോ എക്സൈറ്റബിൾ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാൻ ജനറേറ്റ് സിഗ്നൽസ് വിതൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൽ ഈ നോഡൽ ടിഷ്യൂവിനെ അറേഞ്ച് ചെയ്ത് വെച്ചുള്ളത്? അതിന്റെ ഒരു ചോദ്യമാണിത്. നോക്കൂ, കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിന്റെ ആൻസർ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരെ നമ്മൾ പല ചോദ്യങ്ങളെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുവാണ്. ഇവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെ? ഹിയർ വി ഹാവ് SA നോഡ്, അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞുള്ള ചോദ്യം കണ്ടോ. താഴെ നമുക്ക് എന്തുണ്ട്? AV നോഡ് ഉണ്ട്. ഇവിടെ നമുക്ക് AV ബണ്ടിൽ ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് പർക്കിൻജെ ഫൈബേഴ്സ്. ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് പറയണം നമ്മൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി അടുത്തത് ആരാ മാക്സിമം നമ്പർ ഓഫ്, അടുത്ത പോയിന്റ്. അപ്പൊ അത് ഇവിടെ എഴുതണം, ഇവരുടെ അറേഞ്ച്മെന്റ് ഇവിടെ എഴുതണം. ഇനി അടുത്ത ചോദിക്കുക, നോക്കൂ, ലൈക്ക് എവറി പാർട്ട് ഓഫ് നോഡൽ ടിഷ്യൂ ക്യാൻ ജനറേറ്റ് സിഗ്നൽസ്. എല്ലാ ഭാഗത്തിനും സിഗ്നൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, എവറി പാർട്ട്, all the parts of nodal tissue, they can produce signals, but SA node produce maximum number of signals or maximum number of action potentials. So that is 72 times or 70 മുതൽ 75 times ആക്ഷൻ പൊട്ടൻഷ്യലിനെ ഒരു മിനിറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, അതുകൊണ്ട് തന്നെ SA നോഡ് ആക്ട് ആസ് പേസ് മേക്കർ. അതുകൊണ്ട് തന്നെ SA നോഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പേസ് മേക്കർ എന്ന് വിളിക്കുന്നു. ആൻഡ് SA നോഡ് ഉണ്ടാക്കുന്ന സിഗ്നൽ AV നോഡിലേക്ക് അവിടുന്ന് അങ്ങനെ സിഗ്നൽ സഞ്ചരിക്കും. ആ സിഗ്നലുകൾ നിരന്തരമായി സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നോക്കൂ, ഒന്ന് ഇവർ ഓട്ടോ എക്സൈറ്റബിൾ ആണെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ? ദേ ക്യാൻ ജനറേറ്റ് സിഗ്നൽസ് വിതൗട്ട് സ്റ്റിമുലേഷൻ. ഇനി ഇവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് എഴുതുക. ഓൾ പാർട്ട് ക്യാൻ ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് എഴുതുക, ബട്ട് മാക്സിമം നമ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ SA നോഡ്. സോ SA നോഡ് ഈസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുക. എന്നിട്ട് SA നോഡ് ഉണ്ടാക്കുന്ന സിഗ്നൽ ഇങ്ങനെയാണ് സഞ്ചരിക്കുക. അത് കാരണമാണ് അട്രിയയും വെൻട്രിക്കിളും കൺട്രാക്ട് ആവുന്നത് എന്ന് പറഞ്ഞാൽ you will get that 3 marks. Clear അല്ലേ മക്കളെ? I hope it's clear. Okay, look at the next question. The sequential okay, നമുക്ക് തിരിച്ചങ്ങോട്ട് വരാം. The sequential events in the heart which are cyclically repeated are called cardiac cycle. What are the phases of cardiac cycle? Cardiac cycle ന്റെ phases ഏതൊക്കെ കുട്ടികളെ? ഒന്ന്, we have joint diastole അല്ലെ. joint diastole ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്? ഉറക്കെ പറയടാ. atrial systole അല്ലെ. atrial systole. അത് കഴിഞ്ഞാൽ എന്താ കുട്ടികളെ? ഉറക്കെ പറ. atrial systole കഴിഞ്ഞാൽ ventricular systole അല്ലെ. ventricular systole ഉണ്ട്. ventricular systole കഴിഞ്ഞാൽ ventricular diastole അല്ലെ. So these are the phases of cardiac cycle. Now what is the role of SA node on human heart? എന്താണ് SA നോഡിന്റെ റോൾ കുട്ടികളെ? It acts as the pacemaker. It is the pacemaker. അപ്പൊ പറ, SA നോഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? SA നോഡാണ് ഒരു മിനിറ്റിൽ 75 തവണയോളം സിഗ്നൽ ഉണ്ടാക്കുന്നത്. ആൻഡ് അവർ ഹാർട്ട് റേറ്റ് ഈസ് ഓൾമോസ്റ്റ് 75 ടൈംസ് അല്ലെ. നമ്മുടെ ആവറേജ് ഹാർട്ട് റേറ്റ് 72 ടൈംസ് ആണ്. SA നോഡ് ഇത്രയും സിഗ്നൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി SA നോഡ് സ്റ്റോപ്പ് ആയാല്
പിന്നെ AV നോഡിനെ ഹാർട്ട് AV നോഡിനെയാണ് പരിഗണിക്കുക. പിന്നെ AV നോഡിന്റെ സിഗ്നലുകൾ അനുസരിച്ച് ഹാർട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അല്ലെ. സോ ദാറ്റ്സ് ദ ഐഡിയ. ഇനി SA നോഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ കുട്ടികളെ? നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ അല്ലെ. ഇഫ് SA നോഡ് ഗെറ്റ്സ് ഡാമേജ്ഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആർട്ടിഫിഷ്യൽ പേസ് മേക്കറുകളെ വെച്ചു കൊടുക്കേണ്ടി വരും. ശരിയല്ലേ കുട്ടികളെ? ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിനെ വെച്ചു കൊടുക്കേണ്ടി വരും. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം നോക്ക്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ റിഗാർഡിംഗ് ഹാർട്ട് സൗണ്ട്. ഹാർട്ട് സൗണ്ട് ഏതാ? ഫസ്റ്റ് സൗണ്ട് ഏതാ? സെക്കൻഡ് സൗണ്ട് ഏതാ? സിമ്പിൾ ആണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ. നമ്മൾ എപ്പോഴും ആദ്യം കാണുന്നുണ്ടാവുക ലവ് ആണ് ഉണ്ടാവുക, പിന്നെയാണ് ബാക്കി ഡംബ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ആദ്യം നമ്മൾ കാണുമ്പോൾ നല്ല ലവ് ഒക്കെ തോന്നും, പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക യെസ് ഹീസ് എ ഡംബ് ഓർ ഷീസ് എ ഡംബ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ കണ്ട വഴി ഓടിക്കുക അല്ലെ. ദാറ്റ്സ് ഐഡിയ. സോ ഫസ്റ്റ് എന്താണ്? ലബ്. എല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് ലബ്. രണ്ടാമത്തത് ഡംബ് ആണെന്ന് നമുക്ക് പിന്നീടാണ് ഫീൽ ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്, ഡംബ് അല്ലെ. സോ ലബ് നോക്കൂ, ഇറ്റ് ഈസ് ഡ്യൂ ടു ക്ലോഷർ ഓഫ് വാൾവ്. എപ്പോഴും വാൾവ് ക്ലോസ് ആകുമ്പോഴാണ്, ഓപ്പൺ ആകുമ്പോൾ സൗണ്ട് ഉണ്ടാവോ? ഇല്ല, എപ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക, വാതിലായാലും വാൾവ് ആയാലും ഒക്കെ അല്ലെ. സോ ദാറ്റ്സ് ദ ഐഡിയ. So look, closure of bicuspid and tricuspid valve. നമ്മുടെ BCV and TCV നമ്മൾ ആദ്യം പഠിച്ച വാൾവ് ഏതാ? ബൈക്കസ്പിഡും ട്രൈക്കസ്പിഡും അല്ലേ. അപ്പൊ ആദ്യത്തെ സൗണ്ട് അയാൾ ക്ലോസ് ആവുന്നത് കാരണം നമ്മൾ രണ്ടാമതാണ് സെമിലൂണാർ വാൾവുകളെ പറ്റി പഠിച്ചത് അല്ലെ. അപ്പൊ സെമിലൂണാർ വാൾവുകൾ ക്ലോസ് ആവുന്നത് കാരണമാണ് എന്ത് കുട്ടികളെ? ഡബ് സൗണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. Okay, you can. Okay, ശരി. So look at the next question, guys. നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻ ബിറ്റ്വീൻ യെസ്, ഡ്യൂ ടു ഡെവലപ്മെന്റൽ അനോമലി ദ വാൾ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ആൻ ഇൻഫന്റ്സ് ഹാർട്ട് ഹാസ് സെയിം തിക്നെസ് ആസ് ദാറ്റ് ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ. വാട്ട് വുഡ് ബി ഇറ്റ്സ് സ്പെസിഫിക് എഫക്ട് ഓൺ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്? ഈ ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ദാറ്റ് ഈസ് ഐഡിയ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹാർട്ടിന് വി ഹാവ് ടു വെൻട്രിക്കിൾസ് അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ദിസ് ഈസ് യുവർ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് യുവർ റൈറ്റ് വെൻട്രിക്കിൾ. നോക്ക്, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാളിന്റെ തിക്നെസ് റൈറ്റ് വെൻട്രിക്കിളിനെക്കാളും വളരെ കൂടുതലാവും നോർമലി. What is the reason for that? ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡിനെ എങ്ങോട്ടേക്കാ പമ്പ് ചെയ്യുന്നത് നോക്കൂ കുട്ടികളെ. ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡിനെ നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളിലേക്കുമാണ് പമ്പ് ചെയ്യേണ്ടത്. റൈറ്റ് വെൻട്രിക്കിളിന് തൊട്ടടുത്തുള്ള ലങ്ങിലേക്ക് പമ്പ് ചെയ്താൽ മതി. ലെഫ്റ്റ് വെൻട്രിക്കിൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിന് മോർ ഫോഴ്സ് വേണം അല്ലെ. അങ്ങനെ മോർ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാള് റൈറ്റ് വെൻട്രിക്കിളിനെക്കാളും തിക്നെസ്. യു ക്യാൻ സി ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാൾ ഈസ് മോർ തിക്കർ ദാൻ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഇനി ഒരാൾക്ക് എന്തോ ഒരു പ്രശ്നം കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ വാളിന്റെ തിക്നെസ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ഹാർട്ട് കനോട്ട് പമ്പ് ബ്ലഡ് എഫക്റ്റീവ്ലി ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. അല്ലെങ്കിൽ there will be decrease in the pumping of blood to systemic circulation. സിസ്റ്റമിക് സർക്കുലേഷനിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ് അല്ലെങ്കിൽ അയോട്ടയിലൂടെ, ലെഫ്റ്റ് വെൻട്രിക്കിളിന് അയോട്ട വരിക, അയോട്ടയിലൂടെയുള്ള ബ്ലഡിന്റെ പമ്പിങ് കുറയും. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ECG? എന്താ ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ഫുൾ ഫോം നമ്മളോട് എഴുതാൻ ചോദിക്കും. Now draw a standard ECG and explain different waves. എങ്ങനെയാ സ്റ്റാൻഡേർഡ് ECG? We have P wave, we have QRS complex, T wave അല്ലെ. P, QRS and T wave. P wave എന്തിനെ കാണിക്കുക? Depolarization of atria that lead to atrial systole അല്ലെ. Depolarization of atria. അട്രിയത്തിന്റെ ഡീപോളറൈസേഷൻ ആണ് that lead to atrial systole. അട്രിയത്തിന്റെ സിസ്റ്റോളിലേക്ക് നയിക്കും. ഇനി QRS എന്തിനെയാ കാണിക്കുന്നത്? വെരി ഗുഡ്, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെ. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അതെന്തിലേക്ക് നയിക്കൂടാ? വെൻട്രിക്കുലാർ സിസ്റ്റോളിലേക്ക് നയിക്കും. വെൻട്രിക്കുലാർ സിസ്റ്റോളിലേക്ക് നയിക്കും. ഇനി പറ T wave എന്തിനെയാ കാണിക്കുക? വെരി ഗുഡ്, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ലെ. റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ, വെൻട്രിക്കിളിന്റെ റീപോളറൈസേഷൻ. അങ്ങനെ വെൻട്രിക്കിളിന്റെ റീപോളറൈസേഷൻ നടന്നാൽ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. എന്താണ് വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ? അടുത്ത ചോദ്യം നോക്ക്. മെൻഷൻ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ECG. ഞങ്ങൾ ഡോക്ടർമാർ എന്തിനാ ECG എടുപ്പിക്കുന്നത്? ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ ടു ഡിറ്റക്ട് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ ഡിസോർഡറുകൾ, ഡിസീസുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ECG എടുപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രഷർ ഉള്ള ആൾ എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രഷറിനുള്ള മരുന്ന് കൊടുക്കും, ഒരു ECG എടുപ്പിക്കുന്നില്ല. ഈ പ്രഷർ കാരണം ഹാർട്ടിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടി എലവേഷൻ എന്ന് പറയും. ടി എലവേഷൻ ആക്ച്വലി വേണ്ട, പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എന്താ പറയുക എൻട്രൻസ് ലൈവിന്റെ ഒക്കെ നിങ്ങൾ എടുക്കുന്ന ആളുകളാണ് ഞാൻ അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ് എനിവേ ഹിയർ. അടുത്ത ചോദ്യത്തിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി പോയി. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫ് എ പേഷ്യന്റ് blood pressure is noted as 140/90. What does it indicate? Which organ is affected? പറയടാ. നമ്മുടെ നോർമൽ BP എത്രയാണ് നമ്മളോട് ചോദിക്കും. നമ്മുടെ നോർമൽ BP എത്രയാ? 120/80 ആണ് നമ്മുടെ നോർമൽ BP അല്ലെ. നോർമൽ BP ഇതാണ്. ഇനി if BP is more than 140/90 it is called hypertension. Hypertension എന്ന് വിളിക്കുക. HTN, hypertension അല്ലെ. hypertension പ്രധാനമായിട്ടും ഏതൊക്കെ അവയവങ്ങളെയാണ് അഫക്ട് ചെയ്യുക? ഒന്ന്
ബ്രെയിനിനെ അഫക്ട് ചെയ്യും, 2 കിഡ്നിയെ അഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ഹാർട്ടിനെ അഫക്ട് ചെയ്യും. ബ്രെയിന്, ഹാർട്ട്, കിഡ്നി ഇത്രയും ആളുകളെയാണ് നമ്മളെ ഹൈപ്പർ ടെൻഷൻ പോയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ കുട്ടികൾ? ഓക്കെ, നൗ ദെൻ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏബിനെ വിളിക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു ഇറ്റ് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ അതർ ഗ്രൂപ്പ്സ് അല്ലെ. മറ്റെല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഏബിക്കാരൻ ബ്ലഡിനെ അക്സെപ്റ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ഓൾ അതർ ഗ്രൂപ്പ്സ്. ദാറ്റ്സ് ദ റീസൺ. അടുത്ത ലിസ്റ്റ് ഔട്ട് എനി 2 ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഏതെങ്കിലും 2 ഡിസോർഡർ പറയാൻ പറ്റും. ഒന്ന് നമുക്ക് എന്ത് പറയാ? ഹൈപ്പർ ടെൻഷൻ. നിങ്ങൾ ഫുൾ ഫോം എഴുതണേ, HT എന്ന് എഴുതിയാൽ പോരാ, ഹൈപ്പർ ടെൻഷൻ. വേറെ ഏതെങ്കിലും പറയാൻ പറ്റും നിങ്ങൾക്ക്? വെരി ഗുഡ്, കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ അത്തിറോസ്ക്ലീറോസിസ് അല്ലെ. 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻജൈന എഴുതാൻ പറ്റും. 4 ഹാർട്ട് അറ്റാക്ക് എഴുതാൻ പറ്റും അല്ലെ, ഹാർട്ട് അറ്റാക്ക് എഴുതാൻ പറ്റും. 5 കാർഡിയാക് ഫെയിലിയർ എഴുതാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ക്ലിയർ ആണ് മക്കളെ? നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് excretory products and their elimination. Are you ready buddies? Please do comment. Okay, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നത് നിങ്ങളൊന്നും കരുതണ്ട. ഇവിടെയാണ് നമ്മുടെ സ്ക്രീന്. I can see your comments here. നോക്കടാ മക്കളെ, സെറ്റ് ആണോ? പ്ലീസ് ഡു കമന്റ്. യെസ്, കാർഡിയാക് അറസ്റ്റ് ചെയ്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, പ്ലീസ് ഡു കമന്റ്. റെഡി ആണെങ്കിൽ ഒരു കുറച്ച് ലവ് സിമ്പിൾ ഇട്ടേ മക്കളെ, നമുക്കൊന്ന് പവർ ആക്കണം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, ഗേൾ, ബ്ലൂ മൂൺ. Okay, Sadish, Fatima, Ahlam. Okay, good, set. Come on buddies. അടുത്ത ചോദ്യം നോക്ക്. നമ്മൾ excretory products and their eliminationലേക്ക് എത്തിയിരിക്കുകയാണ്. So by selecting appropriate terms from the bracket, complete the given table which is related with excretory system. നോക്കടാ മക്കളെ, types of excretion. അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? അമോണോടെലിസം അല്ലെ മക്കളെ? അമോണോടെലിസം എന്നാണ് വിളിക്കുക. അമോണോടെലിസം കാണിക്കുന്ന ആളുകളുടെ എക്സാമ്പിൾ എന്തൊക്കെ കുട്ടികളെ? ബോണി ഫിഷ് അമോണോടെലിസ് ആണ്. അക്വാട്ടിക് ആംഫീബിയ അല്ലെ, അക്വാട്ടിക് ആംഫീബിയ അമോണോടെലിസ് ആണ്. പിന്നെ അക്വാട്ടിക് ഇൻസെക്റ്റുകൾ അമോണോടെലിസ് ആണ്. ഇത്രയും ആളുകൾ എന്താണ്? അമോണോടെലിസം ആണ് അല്ലെ. ഇനി അടുത്ത് യൂറിയോടെലിസത്തിലെ നൈട്രോജനസ് വേസ്റ്റ് ആര കുട്ടികളെ? യൂറിയ അല്ലെ. യൂറിയോടെലിസം കാണിക്കുന്ന ആരൊക്കെ? നമ്മള്, മാമൽസ്, അതുപോലെ തന്നെ കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെ, കാർട്ടിലേജിനസ് ഫിഷസ് അല്ലെ, കടലിൽ കാണുന്ന ഫിഷുകൾ അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷുകൾ. പിന്നെ ആരാ കുട്ടികളെ? ടെറസ്ട്രിയൽ ആംഫീബിയ അല്ലെ, ടെറസ്ട്രിയൽ ആംഫീബിയ, കരയിൽ കാണുന്ന ആംഫീബിയ. ഇനി പറയടാ, ബേർഡ്സിന്റെ കൂടെ വേറെ ആരൊക്കെ യൂറിക്കോടെലിസം കാണിക്കുന്നത്? സാറ് കോഡ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്താ പഠിപ്പിച്ചെന്ന്? ബിർല അല്ലെ, ബിർല എന്ന് പറഞ്ഞ ബേർഡ്. പിന്നെ ആരൊക്കെ കുട്ടികളെ? ഇൻസെക്ട്, കരയിൽ കാണുന്ന ഇൻസെക്റ്റുകൾ, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ് അല്ലെ. ഇത്രയും ആളുകൾ എന്താ കാണിക്കുക? യൂറിക്കോടെലിസം ആണ്. യൂറിക്കോടെലിസം എന്ന് പറഞ്ഞ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് അല്ലെ, യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന് യൂറിക്കോടെലിസം എന്ന് പറയും. ക്ലിയർ അല്ലെ? Look at the next question. Amazing question. The terrestrial animals are either ureotelic or uricotelic. കരയിൽ കാണുന്ന ആനിമൽസ് ഒന്നുകിൽ യൂറിയോടെലിക് ആണ് അല്ലെങ്കിൽ യൂറിക്കോടെലിക് ആണ്. What is the reason for that? They are not amonotelic. ഇവർ അമോണോടെലിക് അല്ല. അതിന്റെ കാരണം എന്താ? ശ്രദ്ധിക്ക്, അമോണോടെലിക് ജീവികളുടെ പ്രത്യേകത, അമോണിയ is the most toxic waste, so it require large amount of water for removal. Ammonia is the most toxic waste, so it require large amount of water for its removal. But terrestrial animals get very little water when compared to aquatic animals. Aquatic animalsമായി compare ചെയ്യുമ്പോൾ terrestrial animals get very little water. So in order to conserve water, വെള്ളത്തെ കൺസർവ് ചെയ്യാന്, നമ്മുടെ ബോഡിയിൽ ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്, കൺസർവ് സംരക്ഷിക്കുക. In order to conserve water, the terrestrial organisms are or animals are either ureotelic or uricotelic. ഈ ഒരു പോയിന്റ് അങ്ങോട്ട് എഴുതിയാൽ 2 മാർക്ക് കിട്ടി. Okay, to conserve water, വെള്ളത്തെ കൺസർവ് ചെയ്യാൻ. Clear അല്ലേ? Ammonia is the most toxic waste, so it require large quantity of water for the removal അല്ലേ. So terrestrial animals get very little water. To conserve water, വെള്ളത്തെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് terrestrial animals are ureotelic or uricotelic. Idea കിട്ടിയല്ലോ? Simple. Look at the next question. Prepare to matching pairs from the given list of animals and excretory organs. Okay, so
രണ്ട് മാച്ചിങ് പെയർ ഉണ്ടാക്കാനാ പറഞ്ഞത്. പ്രോൺസിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ? ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് ആണ്. ക്ലിയർ അല്ലേ? അല്ലെ? കോക്രോച്ച് അല്ലെങ്കിൽ ഇൻസെക്റ്റുകളുടെ ഫൈലം ആർത്രോപോഡയിലാണ് പ്രോൺ ഉൾപ്പെടുന്നത്, കോക്രോച്ച് ഉൾപ്പെടുന്നത്. പക്ഷെ പ്രോൺസിനെ പോലെയുള്ള ആളുകൾക്ക് ഗ്രീൻ ഗ്ലാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആന്റിനൽ ഗ്ലാൻഡ് ആണെങ്കിൽ ഇൻസെക്റ്റുകൾക്ക് മാൽപീജിയൻ ട്യൂബ്യൂൾ ആണ്. എർത്ത് വേമിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താ മക്കളെ? നെഫ്രീഡിയ ആണ് അല്ലെ? നെഫ്രീഡിയ ആണ് അല്ലെ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ഡയഗ്രാം വെച്ച് ആൻസർ ചെയ്യാനാണ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ, എന്നിട്ട് എയും ബിയും മാർക്ക് ചെയ്യാൻ. വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ദിസ് ഈസ് മാൽപീജിയൻ ബോഡി അല്ലേ മക്കളെ? ദിസ് ഈസ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ അല്ലെ? മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ ആണ്. ഇതിൽ എ എന്താ കുട്ടികളെ സംഭവം? എ അഫറന്റ് ആർട്ടീരിയോൾ ആണ്. അതെങ്ങനെ മനസ്സിലാക്കുക? അഫറന്റിന്റെ വലിപ്പം എപ്പോഴും കൂടുതലായിരിക്കും, ശരിയല്ലേ? ഇനി ഇത് ഇഫറന്റ് ചെറുത്. ഇനി ബി എന്താ കുട്ടികളെ സംഭവം? ബൗമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ? ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഉള്ളിലുള്ളത് ആരായിരിക്കും? ഗ്ലോമറുലസ്, ശരിയല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അടുത്ത് നോക്ക്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് നെഫ്രോൺ ഈസ് ഗിവൺ ബിലോ. നെഫ്രോണിന്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പാർട്സ്. ഈ പാർട്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സ് എന്താ സംഭവം? എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ഭാഗം ആരാ? ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ്. സെഡ് എന്ന് പറഞ്ഞ ഉള്ളിലുള്ള ആളാണ് ആരാ? ഗ്ലോമറുലസ് ആണ്. ഗ്ലോമറുലസ് ആണ്. ദെൻ ഡബ്ല്യു എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആരാ? നോക്ക്, പി സി ടി ആണ്. പി സി ടി. നോക്ക്, ഇതാരാ? പേരൊന്നും തന്നിട്ടില്ല. ഇതാരാ? ഹെൻലീസ് ലൂപ്പ് ആണ്, ശരിയല്ലടാ? ഇനി ഇതാരാള്? ദിസ് ഈസ് ഡി സി ടി. ഇയാള് ഡി സി ടി ആണ്. ഇനി വൈ ആരാ കുട്ടികൾ? വൈ ഈസ് കളക്ടിങ് ഡക്ട് അല്ലെ? കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്റ്റിന്റെ പ്രത്യേകത ചിലപ്പോൾ ചോദിക്കും, വിച്ച് ഈസ് കോമൺ ഫോർ മെനി നെഫ്രോൺ. ഒന്നിലധികം നെഫ്രോണുകൾക്ക് കളക്ടിങ് ഡക്ട് കോമൺ ആണ്, ശരിയല്ലേ? അടുത്ത ചോദ്യം നോക്ക്. വിച്ച് പാർട്ട് ഓഫ് നെഫ്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് മാൽപീജിയൻ ബോഡി? ആരൊക്കെയാ? ഗ്ലോമറുലസും ബൗമാൻസ് ക്യാപ്സ്യൂളും. ഇത് രണ്ടുമാണ് എന്ത്? നമ്മുടെ മാൽപീജിയൻ ബോഡി. റെഡി അല്ലേ? ഓക്കെ, റെഡി ആണെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, മാൽപീജിയൻ ട്യൂബ്യൂൾ ഇമ്പോർട്ടന്റ് ആണോ സാറേ? മാൽപീജിയൻ ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. ഇൻസെക്റ്റിന്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഓക്കെ, ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ GFR. എന്താ കുട്ടികളെ GFR എന്ന് പറഞ്ഞാൽ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അടുത്ത് നോക്ക്. Even though GFR is 180 liter, the amount of urine released is only 1.5 liter. എന്താ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ചിലപ്പോൾ. എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചാൽ നോക്ക്, ദിസ് ഈസ് എക്സ്പാൻഡ്. ഇതിനെ വിശദമായി ഇതിന്റെ ഫുൾ ഫോം എഴുതാനാ ചോദിച്ചത്. പക്ഷെ ചിലപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഡിഫൈൻ ചെയ്യാൻ പറയും. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ്. നമ്മുടെ രണ്ട് കിഡ്നിയിലും കൂടെ ഒരു മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? GFR അല്ലെ? ദ എമൗണ്ട് ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് പെർ മിനിറ്റ് അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു 125 ml പെർ മിനിറ്റ്. അതാണ് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ ഒരു മിനിറ്റിൽ 125 ml ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് ഇറ്റ്സ് 180 ലിറ്റർ. ബട്ട് നമ്മൾ ഒരു ദിവസം പുറന്തള്ളുന്ന യൂറിൻ വെറും എത്രയേ ഉള്ളൂ? 1.5 ലിറ്റർ ഉള്ളൂ. വാട്ട് ഇറ്റ് മീൻസ്? അതിന്റെ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ഈ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ദാറ്റ് മീൻസ് 99% ഓഫ് ഫിൽട്രേറ്റ്, ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ 99% ഈസ് റീഅബ്സോർബ്ഡ്. അത്രയും ഭാഗം എന്താവുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് ഫ്രം PCT, ഹെൻലീസ് ലൂപ്പ് ആൻഡ് എൻലീസ് ലൂപ്പ്, DCT ആൻഡ് കളക്ടിംഗ് ഡക്ട് അല്ലെ? ഈ ഭാഗങ്ങളിൽ നിന്ന് എന്താവുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുക, ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അടുത്ത ചോദ്യം നോക്ക്. ഇൻ ബയോളജി ക്ലാസ് ടീച്ചർ ടോൾഡ് ദാറ്റ് നമ്മുടെ GFR, നമ്മുടെ ടോട്ടൽ ബ്ലഡിന്റെ 2% GFR എന്ന് പറയുന്ന രീതിയിൽ രൂപപ്പെടുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്. 180 ലിറ്റർ ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാല്. എന്നിട്ട് ടീച്ചർ പറയാണ് ആ ടോട്ടൽ ഉണ്ടാകുന്ന GFRന്റെ 1% യൂറിൻ ആവുന്നുള്ളൂ. അതാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളോട് പറയാണ് സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ പറയും നമ്മൾ അനുകൂലിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മുടെ ടോട്ടൽ GFRന്റെ 1% താഴെ യൂറിൻ ആവുന്നുള്ളൂ. 99% റീഅബ്സോർബ് ആവുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന്റെ ഉത്തരമാണ് ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചല്ലേ. അപ്പൊ അതേ കാര്യമാണ് നിങ്ങൾ അപ്പുറത്ത് ഈ രീതിയിൽ ഒരു ചോദ്യം വന്നാലും എഴുതി വെക്കേണ്ടത്. ഈ ഒരു ചോദ്യത്തിനും അതേ കൺസെപ്റ്റ് ആണ് നമുക്ക് എഴുതി വെക്കാനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
The counter current mechanism helps to maintain a concentration gradient in the medullary interstitium. Explain that. In the concentration gradient എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനിലെ വ്യത്യാസം. ഓക്കെ, ഇത് ഇംപ്രൂവ്മെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യം അത്. ദിസ് ഈസ് യുവർ ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, കുറച്ച് വൃത്തികേടായിട്ടുണ്ട്, എന്നാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിത. Then this is your ascending limb. Okay, Henle's loop in the ascending limbida, and this is your DCT, and here you have your collecting duct. Okay, I'm sorry. Okay, കുറച്ചുകൂടെ വൃത്തിക്ക് വരക്കാം അല്ലെ. സോ ഹിയർ യു ഹാവ് യുവർ കളക്ടിംഗ് ഡക്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ കളക്ടിംഗ് ഡക്ട് ഉണ്ട്. സോ ലുക്ക് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. നോക്കൂ, ഇന്റർസ്റ്റീഷ്യം എന്ന് പറഞ്ഞാൽ നെഫ്രോണിന്റെ പുറത്തുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഓക്കെ, സോ ലുക്ക്, നമ്മുടെ ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബാണിത്, ഇത് അസെൻഡിങ് ലിംബാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ വി ഹാവ് അവർ വാസ റെക്ട. ഇവിടെ നമുക്ക് ഇതിന് പാരലൽ ആയിട്ട് വി ഹാവ് അവർ വാസ റെക്ട. ഓക്കെ, വാസ റെക്ടയിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ഇങ്ങനെയാണ്. നോക്കൂ, സോ ദിസ് ഈസ് യുവർ കൗണ്ടർ കറന്റ് സിസ്റ്റം. സോ ദ കൗണ്ടർ കറന്റ് സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആൻഡ് വാസ റെക്ട. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ്, ഈ ഫിൽട്രേറ്റ് ഹെൻലീസ് ലൂപ്പിലൂടെ പാസ് ചെയ്യുന്നത് ഈ രണ്ട് ലിംബിലൂടെയും പാസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ദ ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് in the two limbs of Henle's loop is in opposite direction. ഈ രണ്ട് ലിംബിലൂടെയുള്ള ഫിൽട്രേറ്റിന്റെ ട്രാൻസ്പോർട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കടാ, ബ്ലഡിന്റെ ഫ്ലോ നോക്കടാ. The flow of blood in the two limbs of vasa recta is also in opposite direction. So that is the counter current system. ഇതാണ് counter current system. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നും കൂടെ എഴുതി വെച്ച മാർക്കായി. ശ്രദ്ധിക്ക്, നമുക്കറിയാം ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഓൺലി പെർമിയബിൾ ടു വാട്ടർ. അപ്പൊ ഇവിടെ ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വാട്ടറിന്റെ മാത്രം ഈ കുഴലിൽ നിന്ന് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക്, എങ്ങോട്ടാണ്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വാട്ടറിനെ മാത്രം അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി നോക്ക്, അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ഈസ് ഓൺലി പെർമിയബിൾ ടു അയോൺസ്. സോ അസെൻഡിങ് ലിംബിൽ നിന്ന് NaCl മാത്രം അബ്സോർബ് ചെയ്യും. ക്ലിയർ ആണോ? അയോണുകൾ Na+Cl- അയോണുകളെ. റെഡി അല്ലേ? ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ അബ്സോർബ് ആകുന്ന NaCl മൊത്തം നേരെ വാസ റെക്ടയിലേക്ക് കയറുക. ഓക്കെ, ആ കയറുന്നതായിട്ട് കാണിക്കുക. ഈ ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വരുന്ന NaCl മൊത്തം എങ്ങോട്ടേക്ക് കയറും? വാസ റെക്ടയിലേക്ക് കയറും. ഇത് അങ്ങോട്ട് വരച്ചു വെച്ചാൽ പോലും മതി. എന്നിട്ട് പറയാ NaCl വാസ റെക്ടയിലേക്ക് നേരെ കയറിപ്പോവും. നോക്കൂ, വാസ റെക്ടയുടെ ഏത് ലിംബിലേക്കാ കയറുന്നത്? ഇത് വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബാണ്, അതിലേക്കാണ് കയറുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വാസ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബ് ഇപ്പോ NaCl ഉള്ളിലേക്ക് എടുക്കുമ്പോ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഇവിടുന്ന് ഇങ്ങനെ വെറുതെ എന്തിനെങ്കിലും കൊണ്ടുപോയാൽ മതിയോ? പോരാ. അപ്പൊ ഈ പാവം ഡിസെൻഡിങ് ലിംബ് കുറച്ച് വാട്ടറിനെ പുറത്തേക്ക് പറഞ്ഞയക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്ക്, ഇയാൾ ഇങ്ങനെ സഞ്ചരിച്ച് ഈ ബ്ലഡ് ഇവിടെ എത്തുമ്പോ അസെൻഡിങ് ലിംബ് ഡിസെൻഡിങ് ലിംബിന്റെ എതിരാളിയാണ്. അയാൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റാ ചെയ്യാം. അപ്പൊ ഡിസെൻഡിങ് ലിംബിൽ NaCl ഉള്ളിലേക്ക് കയറുന്നു, വാട്ടർ പുറത്തേക്ക് വരുന്നു. അതിന് പകരം ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വാട്ടർ ഉള്ളിലേക്ക് കയറും. നോക്ക്, അസെൻഡിങ് ലിംബിൽ വാട്ടർ ഉള്ളിലേക്ക് കയറും. അപ്പൊ പുറത്തേക്ക് ആരാ വരിക? പറയടാ, വരിക പുറത്തേക്ക് NaCl വരും. ക്ലിയർ ആണോ? പുറത്തേക്ക് NaCl വരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്റർസ്റ്റീഷ്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് രൂപപ്പെടും. ഓക്കെ, ഞാൻ ഇവിടെയാണ് എഴുതുന്നത്, ഇപ്പുറത്ത് എഴുതുന്നത്. ഏകദേശം 300 മില്ലി ഓസ്മോൾ മുതൽ കോൺസെൻട്രേഷൻ കൂടി ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു 600 മില്ലി ഓസ്മോൾ ആയിട്ട് മാറും. കുറച്ചുകൂടെ താഴോട്ടേക്ക് വരുമ്പോൾ 1200 മില്ലി ഓസ്മോൾ ആയിട്ട് മാറും. സോ കോൺസെൻട്രേഷൻ കൂടി വരും. ക്ലിയർ ആണോ? ഇതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നത്. ഇത് വരച്ചിട്ട് ജസ്റ്റ് എവിടെ നിന്ന് ആരൊക്കെയാണ് എങ്ങോട്ടൊക്കെ പോകുന്നത് എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി എന്തിനാണ് നമുക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്? ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കളക്ടിംഗ് ഡക്റ്റിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് യൂറിനെ മോർ കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ കളക്ടിംഗ് ഡക്റ്റിൽ നമ്മൾ കുറെ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ യൂറിന് കോൺസെൻട്രേറ്റഡ് ആയി മാറുന്നത്. ക്ലിയർ അല്ലേ? സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വി ആർ അബ്സോർബിംഗ്, അവർ കിഡ്നീസ് ആർ അബ്സോർബിംഗ് വാട്ടർ ഫ്രം കളക്ടിംഗ് ഡക്റ്റ് ആൻഡ് പ്രൊഡ്യൂസിംഗ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. സോ ദിസ് ഈസ് ഹൗ അവർ കിഡ്നീസ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് അസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഇങ്ങനെയാണ്
ആണ് നമ്മുടെ കിഡ്നികൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കടാ. ദ ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഇൻക്രീസ്ഡ് ഇൻ കോൾഡ് ഡേയ്സ് വൈൽ ഡിക്രീസ്ഡ് ഇൻ ഹോട്ട് ആൻഡ് സണ്ണി ഡേയ്സ്. Can you give the reason for this phenomenon as realized from the graph given below? നമ്മൾ ചൂടുള്ള ദിവസങ്ങളിൽ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കുറയും, ചൂടില്ലാത്ത ദിവസങ്ങളിൽ യൂറിൻ ഔട്ട്പുട്ട് കൂടും. അതിന്റെ റീസൺ പറയാൻ പറ്റുമെന്നോ ചോദിച്ചത്? ശ്രദ്ധിക്കുക. ആക്ച്വലി എന്താ സംഭവിക്കുക? ചൂടുള്ള ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് വിയർക്കും, അപ്പൊ നമ്മുടെ ബോഡിയിലെ വെള്ളത്തിന്റെ അളവ് കുറയും. സോ ഇഫ് ദ ബോഡി വാട്ടർ ലെവൽ ഡിക്രീസസ് അവർ posterior pituitary it release ADH. നമ്മുടെ ബോഡിയിലെ വാട്ടർ ലെവൽ കുറയും വിയർപ്പ് കാരണം. സോ അവർ posterior pituitary release ADH. ADH helps to absorb water from DCT and collecting duct. DCTയിൽ നിന്നും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നുമുള്ള വാട്ടറിന്റെ അബ്സോർപ്ഷനെ ADH കൂട്ടും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ യൂറിൻ ബിക്കം കോൺസെൻട്രേറ്റഡ് ആൻഡ് ദ യൂറിൻ വോളിയം കുറയും. കാരണം യൂറിനിലെ വെള്ളം മൊത്തം വലിച്ചു, പിന്നെ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അപ്പൊ ഇവര് ഗ്രാഫും തന്നിട്ടുണ്ട്. ഓക്കെ, ദ ADH ലെവൽ ഇൻക്രീസസ്. യു ക്യാൻ ക്ലിയർലി സി ADH ലെവൽ ചൂട് കൂടുന്നതിനനുസരിച്ച്, ക്യാൻ യു സി, ചൂട് ഇങ്ങോട്ട് കൂടി വരികയാണ്, അതിനനുസരിച്ച് ADH ന്റെ ലെവലും കൂടി വരും. സോ ഇൻ ഹോട്ട് ഡേയ്സ് ADH is secreted more, so more water is reabsorbed from DCT and collecting duct, so the urine become more concentrated and there is decreased urine output. യൂറിന്റെ ഔട്ട്പുട്ട് വോളിയം കുറയും. അടുത്ത നോക്ക്, വീണ്ടും അതേ ചോദ്യമാണ്. On a hot day, would you expect the level of ADH in blood high or low? Explain. ADH ന്റെ അളവ് കൂടുമോ? ഹോട്ട് സണ്ണി ഡേയ്സിൽ കൂടും, കാരണം ബോഡി വാട്ടർ ലെവൽ കുറയല്ലേ. ADH ന്റെ വേറെ പേരെന്താ കുട്ടികളെ? പറ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെ? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്നാണ് ഇയാളുടെ പേര്. റെഡി അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഐഡിയ. ഓക്കെ, ഇറ്റ് പ്രിവെന്റ് ഡൈയൂറസിസ് അല്ലെ? ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. യൂറിനിലൂടെ വെള്ളം കുറയുന്ന അവസ്ഥയിൽ, വെള്ളം നഷ്ടപ്പെടുന്ന, ധാരാളം യൂറിനിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയാണ് ഡൈയൂറസിസ് അല്ലെ? ഓക്കെ, സോ ലുക്ക്, ADH നിങ്ങളുടെ ബോഡിയിൽ കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന രോഗത്തിന്റെ പേരെന്താ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. എന്താ വിളിക്കുക? നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാം, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് കോൾഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, ഡിക്രീസ്ഡ് ADH in body അല്ലെ? ദാറ്റ്സ് ദ ഐഡിയ. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ സ്കീമാറ്റിക് ഡയഗ്രം ആൻഡ് എക്സ്പ്ലെയിൻ ദിസ്. ഇതിലെ മാർക്ക് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ലുക്ക്, നമ്മുടെ ലിവർ എല്ലാ സമയത്തും നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആൻജിയോടെൻസിനോജൻ. ഇനി ഇഫ് അവർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഡിക്രീസസ്, നമ്മുടെ ബോഡിയിലെ ഗ്ലോമറുലാർ ഫിൽട്രേഷന്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാല്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവ് കുറഞ്ഞാല്, GFR കുറഞ്ഞാൽ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞാല്, നമ്മുടെ കിഡ്നിയിൽ വി ഹാവ് ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇറ്റ് സെക്രീറ്റ് റെനിൻ. ഓക്കെ, അത് റെനിൻ എന്ന് പറയുന്ന ഒരാളെ സെക്രീറ്റ് ചെയ്യും. റെനിൻ എന്താ ചെയ്യുക? നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജനെ, ബ്ലഡിലേക്ക് ആൻജിയോടെൻസിനോജൻ റിലീസ് ചെയ്ത് ലിവർ, ഓക്കെ, ആ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും, പിന്നീട് അതിനെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. ഈ ആൻജിയോടെൻസിൻ 2 പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡ് എന്തിനുണ്ടാക്കും? ആൽഡോസ്റ്റിറോണിനെ ഉണ്ടാക്കും. ഇനി ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യാന്നറിയോ? ഇറ്റ് ഹെൽപ്സ് ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. Na+ന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷനെ കൂട്ടും. കിഡ്നിയിൽ നിന്ന് നമ്മുടെ യൂറിനിലൂടെ നഷ്ടപ്പെടേണ്ട Na+ഉം വാട്ടറും കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും DCTയിൽ നിന്നും അബ്സോർവ് ചെയ്യും. വാട്ടർ മാത്രമല്ല, ADH വാട്ടറിന്റെ മാത്രം റീഅബ്സോർപ്ഷനെ കൂട്ടും. ഇത് Na+ന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷനെ കൂട്ടും. അപ്പൊ നമ്മുടെ ബ്ലഡിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയാണ്, കൂടുതൽ NaCl എത്തുകയാണ്. അപ്പൊ കൂടുതൽ വെള്ളം എത്തുമ്പോൾ ബ്ലഡിന്റെ വോളിയം കൂടും. സോ ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് വോളിയം. ഓക്കെ, ഇയാള് ബ്ലഡ് വോളിയം കൂടാൻ കാരണമാകും. ഇൻക്രീസ് ബ്ലഡ് വോളിയം, നമ്മുടെ ബ്ലഡിന്റെ വോളിയം കൂടും. ഇനി അടുത്ത് നോക്കുക, ആൻജിയോടെൻസിൻ 2 ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇറ്റ് കൺസ്ട്രിക്ട് ബ്ലഡ് വെസൽ. ഇയാള് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും. നമ്മുടെ രക്തക്കൊഴലുകളെ നന്നായിട്ട് ഇറുക്കും, രക്തക്കൊഴലുകൾ കൺസ്ട്രിക്ട് ആവും. അപ്പൊ പ്രഷറിന് എന്താ സംഭവിക്കുക? കൈ ഒന്ന് മുറുക്കി പിടിച്ചു നോക്ക്, നല്ല മർദ്ദം കൂടും, നല്ല പ്രഷർ ഫീൽ ചെയ്യും നിങ്ങൾക്ക്. സോ ദ BP വിൽ ഇൻക്രീസ് അല്ലെ? BP ഇൻക്രീസ്, BP കൂടും. നമ്മുടെ BP അല്ലാതെ കൂടിയാൽ എന്താ സംഭവിക്കുക? GFR വിൽ ഇൻക്രീസ്. നമ്മുടെ GFR കൂടണമെങ്കിൽ BP കൂടിയാൽ മതി. സോ ദാറ്റ് ലീഡ് ടു ഇൻക്രീസ്ഡ് GFR. നമ്മുടെ GFR കൂടുന്നു, നമ്മുടെ ബ്ലഡ് വോളിയം കൂടുന്നു, നമ്മുടെ BP കൂടുന്നു. ഇതാണ് ആരുടെ ഫംഗ്ഷൻ? റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ആൽഡോസ്റ്റിറോൺ ഈ സെക്രീറ്റഡ് ബൈ, ആരുടെ ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കുന്നത്? നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ആണ് അല്ലെ? കിഡ്നി അല്ല, അഡ്രിനൽ കോർട്ടെക്സ് ആണ് എന്തിനുണ്ടാക്കുന്നത്? ആൽഡോസ്റ്റിറോൺ ഉണ്ടാക്കുന്നത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ? റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ അല്ലെ? ഇതാണ് ചോദ്യം.
ഇനി നോക്ക് ADH ആരാ സെക്രീറ്റ് ചെയ്യുന്നത് പറയടാ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ADH? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലെ, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ മാത്രം റീഅബ്സോർപ്ഷൻ ആണ്. അടുത്ത ചോദ്യം നോക്ക്, ANF മെക്കാനിസം ആക്ട് ആസ് എ ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം, എക്സ്പ്ലെയിൻ ഹൗ. എങ്ങനെയാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന്റെ മുകളിൽ ANF മെക്കാനിസം ഒരു ചെക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറയടാ? നമുക്കറിയാം റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇറ്റ് ഇൻക്രീസ് യുവർ BP അല്ലെ, ഇറ്റ് ഇൻക്രീസ് BP. അങ്ങനെ when BP increases above a level, ഒരു ലെവലിനപ്പുറത്തേക്ക് BP കൂടിക്കഴിഞ്ഞാൽ what will happen? BP ഒരു ലെവലിനപ്പുറത്തേക്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? The atrium of heart, നമ്മുടെ ഹാർട്ടിന്റെ അട്രിയം ഉണ്ടല്ലോ, ഇറ്റ് സെക്രീറ്റ് ANF. അയാൾ എന്തിനെ സെക്രീറ്റ് ചെയ്യും? ANF. ANF ഫുൾ ഫോം എന്താ? അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. എന്താണ് അട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ? ആൻഡ് വിച്ച് ഡിക്രീസ് BP. അയാൾ നമ്മുടെ BP കുറക്കും. സോ ദിസ് ഈസ് ഹൗ ANF ആക്ട് ആസ് എ ചെക്ക്, an opponent അല്ലെ, ഓപ്പണന്റ് ആയിട്ട് ഇതിനെ നിയന്ത്രിക്കുന്ന ആളായിട്ട് ആക്ട് ചെയ്യുന്നു. ആരെ? റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിന്റെ മെക്കാനിസത്തെ. അയാൾ BP കൂട്ടും, ഇയാൾ BP കുറക്കും. ദാറ്റ് ഈസ് ദ മെക്കാനിസം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി look at the next question. Certain hormones that regulate kidney function are given in column A, their specific function are in column B, then match them suitably. പറ ADH ന്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? ADH reabsorption of water. ശരിയല്ലേ മക്കളെ? Angiotensin 2 it is a powerful, ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയത് it is a powerful vasoconstrictor. അയാൾക്ക് വേറെയും ഫംഗ്ഷൻ ഉണ്ട്. അയാൾ അഡ്രിനൽ കോർട്ടക്സിൽ പോയിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് അവിടുന്ന് അഡ്രിനാലിനെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. Now ANF ന്റെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? പറ. വാസോ ഡയലേഷൻ, ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും, അങ്ങനെ BP കുറക്കും. ആരെ കൺസ്ട്രിക്ട് ചെയ്യുന്ന ആള്? പറ. ആൻജിയോടെൻസിൻ 2 ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്നു, അങ്ങനെ BP കൂട്ടുന്നു. ഇയാൾ അതിന്റെ ഓപ്പോസിറ്റ്, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു, ഡയലേറ്റ് ചെയ്യാൻ വികസിപ്പിക്കുന്നു, അങ്ങനെ BP കുറക്കുന്നു. ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താ? റീഅബ്സോർപ്ഷൻ ഓഫ് Na+, അല്ലെ. Now give one word for the following. പറയടാ, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്ലൈക്കോസ്യൂറിയ. പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, ഇതിനെന്താ വിളിക്കുക? കീറ്റോൺ യൂറിയ. ഓക്കെ, അടുത്ത് നോക്ക്. വിച്ച് ഹ്യൂമൻ ഡിസോർഡർ ഹാവിംഗ് ദ എബവ് മെൻഷൻ 2 സിംപ്റ്റം, ഏതിലാണ് നമുക്കിത് കാണാൻ പറ്റുക? ഡയബറ്റീസ് മെല്ലിറ്റസ് അല്ലെ, ഡയബറ്റീസ് മെല്ലിറ്റസിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കടാ. സം കണ്ടീഷൻസ് റിലേറ്റഡ് ടു കിഡ്നി ഡിസീസ് ആർ ഗിവൺ. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, മാൽ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി. നെയിം ദ കണ്ടീഷൻ. മാൽ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി കാരണം യൂറിയ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ എന്താ വിളിക്കുക? യുറീമിയ അല്ലെ, യുറീമിയ. അടുത്ത നോക്ക്. ഇൻ യുവർ ഒപ്പീനിയൻ സജസ്റ്റ് ദ ട്രീറ്റ്മെന്റ് ഫോർ കിഡ്നി ഫെയിലിയർ ആൻഡ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ. നോക്കടാ, കിഡ്നി ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് എന്താ കുട്ടികളെ? പറ. യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് ഹീമോഡയാലിസിസ് അല്ലെ, ഹീമോഡയാലിസിസ്. Now what is the treatment of acute kidney failure? കിഡ്നി ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് ഹീമോഡയാലിസിസ്. അക്യൂട്ട് കിഡ്നി ഫെയിലിയറിന്റെ ട്രീറ്റ്മെന്റ് എന്താ? വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ മെത്തേഡ് അല്ലെ. അടിപൊളി. അടുത്ത ചോദ്യം നോക്ക്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, യുറീമിയ. ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ഇൻ ദ കിഡ്നി. നമ്മുടെ കിഡ്നിയിൽ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടുകളുടെ മാസ് രൂപപ്പെടുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? പറ. യെസ്, റീനൽ കാൽക്കുലൈ അല്ലെ, റീനൽ കാൽക്കുലൈ അല്ലെ, റീനൽ കാൽക്കുലൈ. സർജിക്കൽ മെത്തേഡ് ഫോർ ദ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ ഏതാ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. അടുത്ത ചോദ്യം നോക്കണം മക്കളെ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ് അല്ലെ, ഗ്ലോമറുലോനെഫ്രൈറ്റിസ് അല്ലെ കുട്ടികളെ, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അടുത്ത ചോദ്യം നോക്കടാ. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി പെർഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. അടുത്ത ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ചാപ്റ്ററും കൂടി ഉണ്ട്. ഓക്കെ, സോ ലുക്ക്, സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ് കാണിക്കും. റൈറ്റ് എനി 2 ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ആൻഡ് ദ പാർട്ട് എക്സിബിറ്റ് ദാറ്റ്. ഓക്കെ, പറയടാ, നമ്മൾ 4 ടൈപ്പ് മൂവ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് അമീബോയിഡ് മൂവ്മെന്റ് അല്ലെ, അമീബോയിഡ് മൂവ്മെന്റ്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? സീലിയറി മൂവ്മെന്റ്.
പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? മസ്കുലാർ മൂവ്മെന്റ് അല്ലെ, മസ്കുലാർ മൂവ്മെന്റ്. അവസാനം നമ്മൾ ഏതാ പഠിച്ചത്? ഫ്ലജെല്ലാർ മൂവ്മെന്റ്, ഫ്ലജെല്ലാർ മൂവ്മെന്റ് അല്ലെ. അമീബോയിഡ് മൂവ്മെന്റ് കാണിക്കുന്ന ആരൊക്കെ കുട്ടികളെ? നമ്മുടെ WBCകള്, അതുപോലെ തന്നെ നമ്മുടെ മാക്രോഫേജുകള്, WBCകള് മാക്രോഫേജുകളൊക്കെയാണ്. ദെൻ സീലിയറി മൂവ്മെന്റ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുകയെന്നറിയോ? നമ്മുടെ ബോഡിയിലെ സീലിയറി എപ്പിത്തീലിയത്തിലാണ്, സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സീലിയറി അല്ലെങ്കിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഓക്കെ, നമ്മുടെ ബോഡിയിലെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് കാണാൻ പറ്റുക. എവിടൊക്കെയാണ് നമുക്ക് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉള്ളത് എന്നറിയോ? നമ്മുടെ ബ്രോങ്കസില്, ബ്രോങ്കൈകളില്, അതുപോലെ ഫീമെയിൽസിന്റെ ഫെലോപ്പിയൻ ട്യൂബില്, ഇവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. മസ്കുലാർ മൂവ്മെന്റ് ആരാ? മസിൽസ്. ഫ്ലജെല്ലാർ മൂവ്മെന്റ് ആരുടെ കുട്ടികളെ? സ്പേംസ്. സ്പേമിന്റെ മൂവ്മെന്റ് ആണ് എന്ത്? ഫ്ലജെല്ലാർ മൂവ്മെന്റ് അല്ലെ. അടുത്ത് നോക്ക്. ഒബ്സർവ് ദ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് മസിൽസ് ഗിവൺ ബിലോ. ഇതിൽ ഏതാണ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്? ഇതാണോ? Can you see? ഇതാണോ? ഇതാണോ? Which is the contracted state? Tell me. വെരി ഗുഡ്, ഇതാണ് കൺട്രാക്റ്റഡ് സ്റ്റേറ്റ്. കാരണം എന്താ? അവിടെ H സോൺ ഒന്നും ഇല്ല അല്ലെ. അടുത്ത് നോക്ക്. നെയിം ദ പാർട്ട് ലേബിൾഡ് ABC. എയും ബിയും സിയും ഏതൊക്കെയാന്ന് പറയാനാ ചോദിച്ചിട്ടുള്ളത്. എ ഏതാ കുട്ടികളെ? എ ഈ Z ലൈൻ അല്ലെ, Z ലൈൻ ആണ്. പറയടാ. ബി ഏതാ? വെരി ഗുഡ്, H സോൺ ആണ് അല്ലെ കുട്ടികളെ. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തുള്ളത് ഇതിനെയാണ്. ഹു ഇസ് ദിസ്? ഇതാരാള്? വെരി ഗുഡ്, മയോസിൻ ആണ് അല്ലെ. മയോസിൻ ഫിലമെന്റ് ആണ് അയാള്, മയോസിൻ ആണ്. ഇനി ഇതാരാള് കുട്ടികളെ? ആക്ടിൻ ആണ് അല്ലെ. ഇനി പറ, രണ്ട് Z ലൈനുകൾക്കിടയിലുള്ള ഈ ഭാഗത്തെ നോക്കൂ, രണ്ട് Z ലൈനുകൾക്കിടയിലുള്ള ഈ ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, സാർക്കോമിയർ അല്ലെ, സാർക്കോമിയർ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം നോക്ക്. സെലക്ട് the wrong statement regarding muscles from those given below and correct it. Okay, ഇതിനെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാനാണ് ചോദ്യം. നോക്ക്. each muscle fiber is lined by, അതിനെ ലൈൻ ചെയ്തുകൊണ്ട്, it has a plasma membrane called sarcolemma. ശരിയല്ല? അത് ശരിയാണ്. പ്ലാസ്മ മെമ്പറിനെ നമ്മൾ സാർക്കോലെമ്മ എന്നാ വിളിക്കുക. അടുത്ത് നോക്ക്. ദ ലൈറ്റ് ബാൻഡ് ഈസ് കോൾഡ് എ ബാൻഡ്. ആണോ? അത് തെറ്റാണ്. ലൈറ്റ് ബാൻഡ് നമ്മൾ എന്താണ് വിളിക്കുക? ഐ ബാൻഡ് എന്നാണ് വിളിക്കുക. എ ബാൻഡ് എന്നല്ല, ഐ ബാൻഡ് എന്നാണ് വിളിക്കുക. ഓർ ഇറ്റ് ഈസ് കോൾഡ് ഐസോട്രോപിക് ബാൻഡ്. അനൈസോട്രോപിക് അല്ല, ഐസോട്രോപിക് ബാൻഡ് ആണ്. ശരിയല്ലേ കുട്ടികൾ? ഓക്കെ, ഇനി ഡാർക്ക് ബാൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? എ ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോപിക് ബാൻഡ് അല്ലെ. ഇത് ഡാർക്ക് ബാൻഡിനെ വിളിക്കുന്ന പേരാണ്. അടുത്ത് നോക്ക്. ദ പോർഷൻ ഓഫ് മയോഫൈബ്രിൽ ബിറ്റ്വീൻ ടു Z ലൈൻ ഈസ് കോൾഡ് സാർക്കോമിയർ. ശരിയാണ്. ഓക്കെ, ഇനി മസിൽ കണ്ടെയ്ൻസ് റെഡ് കളേർഡ് പിഗ്മെന്റ് കോൾഡ് മയോഗ്ലോബിൻ. അതും ശരിയാണ്. അപ്പൊ തെറ്റ് ബി മാത്രമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റും ചെയ്തു. അടുത്ത ചോദ്യം നോക്ക്. Name the portion of myofibril between two Z line. ആരാ? സാർക്കോമിയർ അല്ലെ. ഇനി അടുത്ത് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ ഗിവൺ ഫിഗേഴ്സ് ആൻഡ് ഇത് എന്താണെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം? ഇതിലെ ഭാഗങ്ങൾ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മിസ്സിംഗ് ആയതാണ്, ഇതിന്റെ അടിയിലേക്ക് പെട്ടുപോയതാണ് ആ ചോദ്യം. ഈ പിക്ചർ നോക്കിയിട്ട് ഇത് എന്താന്ന് പറയണം, അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് പറയണം. ഇതാരാ കുട്ടികളെ? ദിസ് ഈസ് ആക്ടിൻ അല്ലെ. ഇത് ആക്ടിൻ ഫിലമെന്റ് ആണ്. ഇതാരാ കുട്ടികളെ? ദിസ് ഈസ് ആക്ച്വലി മീറോമയോസിൻ ആണ്. ശരിയല്ലേ? മീറോമയോസിൻ ആണ്. ഈ മീറോമയോസിനെ ചേർത്ത് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയുള്ളത്? മയോസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പറ, ഈ ആക്ടിൻ ഫിലമെന്റിലെ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? എഫ് ആക്ടിൻ അല്ലെ, എഫ് ആക്ടിൻ. ഇനി ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? ട്രോപ്പോമയോസിൻ. വെരി ഗുഡ്, ട്രോപ്പോമയോസിൻ അല്ലെ. ഇനി നോക്കട്ടെ, ഇയാള് നമ്മൾ എന്താ വിളിക്കുക? ഈ ആളുകൾ, ഇയാൾ എന്താ വിളിക്കുക? ട്രോപ്പോണിൻ അല്ലെ, ട്രോപ്പോണിൻ എന്നാണ് വിളിക്കുക. ഇനി മീറോമയോസിൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ടെയിൽ അല്ലെ, ടെയിൽ അല്ലെങ്കിൽ ലൈറ്റ് മീറോമയോസിൻ. ഇനി ഈ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? ഹെഡ് എന്ന് വിളിക്കുന്നു. ഇതിന് നമ്മൾ എന്താ വിളിക്കുക? ഷോർട്ട് ആം എന്ന് വിളിക്കുന്നു, ഷോർട്ട് ആം എന്ന് വിളിക്കുന്നു അല്ലെ. ഹെഡിനെയും ഷോർട്ട് ആമിനെയും കൂടി ഒന്നിച്ച് നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെവി മീറോമയോസിൻ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ഹെവി 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 മീറോമയോസിൻ. സെറ്റ് ആണോ? പ്ലീസ് ഡു കം ഓൺ, പ്ലീസ് ഡു കമന്റ്, കമൻ പ്ലീസ്, കമൻ പ്ലീസ്, കമന്റ് ചെയ്യടാ മക്കളെ. റെഡി ആണോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. ഉറങ്ങിയിട്ടുണ്ടോ എല്ലാവരും? പരീക്ഷയുടെ തലേന്ന് ഉറങ്ങുന്നവന് മാർക്ക് കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്, നൈസ്. ഓക്കെ, സെറ്റ് ആണല്ലേ. കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇപ്പൊ കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ റോക്കറ്റ് റിവിഷൻ വരും. സാറേ ഇത് മാത്രം കണ്ടാല് ഫുൾ മാർക്ക് കിട്ടുമെന്ന്. ചോദ്യപേപ്പർ ഇടുന്ന എന്റെയും അഖിലിന്റെയും അപ്പന്മാരാണല്ലോ, എന്റെയും അഖിലിന്റെയും അപ്പന്മാരാണല്ലോ ചോദ്യപേപ്പർ ഇടുന്നത്. ഓക്കെ, കമോൺ ബഡീസ് അല്ലെ. സോ കമോൺ 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 കമോൺ. യെസ്, അങ്ങനെ ചോദിക്കൂ. നമുക്ക് രാവിലെ കാണാം, ചില കമന്റ് ബോക്സിലെ കമന്റുകൾ കാണാം. സാറേ ഇത് മാത്രം പഠിച്ചാൽ പോരെ. ഓക്കെ, വി ആർ ഗിവിംഗ് യു ദ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്, ദാറ്റ്സ് ഓൾ. അടുത്ത്
complete the following chart showing structure of myosin filament and proteins. That is the same ചോദ്യമാണ്. നമ്മുടെ മയോസിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാ? മീറോമയോസിനെ കൊണ്ടാണ്. മീറോമയോസിന് ഹെവി മീറോമയോസിൻ ഉണ്ട്, അതുപോലെ ലൈറ്റ് മീറോമയോസിൻ ഉണ്ട്. ആൻഡ് ഹെവി മീറോമയോസിൻ നോക്കി അതിനകത്ത് ആക്ടിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ATP ദാറ്റ് ഈസ് ഹെഡ് ഭാഗമാണ്. നമ്മൾ ഈ ഹെഡിനെ നോക്കിയാലേ, ലുക്ക് അറ്റ് ദ ഹെഡ്, ഈ ഹെഡിൽ ഈ ഭാഗം കണ്ടോ, ദിസ് ഈസ് ആക്ടിനിലേക്ക് പോയി അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. ക്യാൻ യു സീ ദിസ്? ആക്ടിനിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. ഇനി ഈ ഭാഗം കണ്ടോ, ദിസ് ഈസ് ATP ബൈൻഡിങ് സൈറ്റ് ആണ്, ATPക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം നോക്കടാ. Major steps involved in muscle contraction are given below, which are not in the correct order. Arrange them in the correct order. Okay, ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കടാ. നോക്ക്, ഒന്ന്, നമ്മുടെ സിഗ്നൽ സെൻഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൂടെ സിഗ്നൽ വരണം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മസിലിലേക്ക് സിഗ്നലിനെ കൊണ്ടുവരുന്ന ന്യൂറോണിനെ നമ്മൾ എന്താ വിളിക്കുക? മോട്ടോർ ന്യൂറോൺ എന്നല്ലേ വിളിക്കുക? മോട്ടോർ ന്യൂറോൺ എന്നാണ് വിളിക്കുക. അങ്ങനെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇതേണ്ട ഇവിടെ നമ്മുടെ മസിൽ ഉണ്ടാവും അല്ലെ. ഈ മോട്ടോർ ന്യൂറോണിൽ നിന്ന് ഈ ജംഗ്ഷനിലേക്ക്, ദിസ് ഈസ് കോൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കും. ദിസ് ഈസ് കോൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കും. അവിടേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്യും അല്ലെ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്താൽ നമ്മുടെ മസിൽ സെല്ലിനകത്ത് ഡീപോളാറൈസേഷൻ സംഭവിക്കും. ദാറ്റ് ഈസ് ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആയിട്ട് മാറും. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, അങ്ങനെ അതിന്റെ ഫലമായിട്ട് കാൽഷ്യം റിലീസ് ആകും. മസിലിന്റെ സൈറ്റോപ്ലാസത്തെ സാർക്കോപ്ലാസം എന്നാണ് വിളിക്കുക. അങ്ങോട്ട് കാൽഷ്യം റിലീസ് ആകും. ശരിയല്ലേ മക്കളെ? കാൽഷ്യം റിലീസ് ആകും. അങ്ങനെ കാൽഷ്യം റിലീസ് ആയി കഴിഞ്ഞാൽ ഈ കാൽഷ്യം പോയിട്ട് ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ട്രോപ്പോണിനെ ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു മാസ്കിങ് അങ്ങോട്ട് റിമൂവ് ചെയ്യും. ശരിയല്ലേ കുട്ടികളെ? അതാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കടാ. റിമൂവൽ ഓഫ് മാസ്കിങ് അല്ലെ. റിമൂവൽ ഓഫ് മാസ്കിങ് ഓഫ് ആക്റ്റീവ് സൈറ്റ് ഫോർ മയോസിൻ. മയോസിന് വന്നിരിക്കാനുള്ള സൈറ്റ് അൺമാസ്കിങ് ചെയ്യപ്പെടും. ദാറ്റ്സ് ദ സ്റ്റെപ്പ്. ഇനി അടുത്ത ചോദ്യം നോക്ക്. വിച്ച് തിയറി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മസിൽ കൺട്രാക്ഷൻ? ഈ തിയറിയുടെ പേരെന്താ? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി അല്ലെ മക്കളെ. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നാണ് ഈ തിയറിയുടെ പേര്. അടുത്ത ചോദ്യം നോക്ക്. ബേസ്ഡ് ഓൺ ദ ഡയഗ്രം ഗിവൺ ബിലോ, can you write down the structural changes occurring in sarcomere during muscle contraction? മസിൽ കൺട്രാക്ഷനിൽ സാർക്കോമിയറിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് പറയാൻ പറ്റുമോ? വാട്ട് ഹാപ്പൻസ് ടു യുവർ എച്ച് സോൺ? നോക്ക്, എച്ച് സോണിന്റെ വലിപ്പം കുറഞ്ഞ് ഇല്ലാതാകുന്നു. സോ എച്ച് സോൺ ഡിക്രീസസ്. എച്ച് സോണിന്റെ വലിപ്പം കുറയുന്നു. വാട്ട് ഹാപ്പൻസ് ടു സാർക്കോമിയർ? സാർക്കോമിയറിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. സോ സാർക്കോമിയർ ഡിക്രീസസ്. സാർക്കോമിയറിന്റെ സൈസ് കുറയുന്നു. വാട്ട് ഹാപ്പൻസ് ടു യുവർ പറയടാ ഐ ബാൻഡിന് എന്താ സംഭവിക്കുക? ഐ ബാൻഡിന്റെ സൈസിന് എന്താ സംഭവിക്കുക? ലുക്ക് അറ്റ് ഹിയർ, ദിസ് ഈസ് യുവർ ഐ ബാൻഡ്. ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് ഇത്ര വലിപ്പമായി, അവസാനം ഐ ബാൻഡ് ഓൾമോസ്റ്റ് ഇല്ലാതായി. ക്യാൻ യു സീ? ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം? ഐ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആക്ടിൻ മാത്രമുള്ള ഏരിയ എത്ര ഉണ്ടായിരുന്നു? ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ആക്ടിൻ മാത്രമേ ഉള്ളൂ. അത് കുറഞ്ഞ് ഇത്രയായിട്ട് മാറി, അത് അവസാനം ഇല്ലാതായിട്ട് മാറി. സോ ഐ ബാൻഡ് ഓർ ലൈറ്റ് ബാൻഡ് ഡിക്രീസസ്. ലുക്ക് അറ്റ് യുവർ എ ബാൻഡ്. എ ബാൻഡിലേക്ക് നോക്കടാ. എ ബാൻഡ് നേരത്തെ ഇത്ര വലിപ്പമുണ്ട്, ഇപ്പോഴും അത്ര വലിപ്പമുണ്ട്, ലാസ്റ്റ് നോക്കുമ്പോഴും അത്ര വലിപ്പമുണ്ട്. സോ എ ബാൻഡ് അൺചേഞ്ച്ഡ് ആണ്. എ ബാൻഡ് അൺചേഞ്ച്ഡ് ആണ്. സോ ദീസ് ആർ ദ ചേഞ്ചസ് അല്ലെ. ഇതാണ് ചേഞ്ചുകൾ. ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Draw a flow chart showing physiological process involved in the formation of cross bridge during muscle contraction. Physiological process കാണിക്കുന്ന ഫ്ലോ ചാർട്ട് വരക്കാനാണ്. അപ്പൊ നിങ്ങൾ ഇത് തന്നെ അങ്ങോട്ട് വരച്ചു കൊടുത്തോ. ഓക്കെ, ഇത് തന്നെ വരച്ചു കൊടുത്തോ. അല്ലെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റുന്ന വേറൊന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്കറിയാം. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് പഠിച്ചാൽ മതി. ഇതുവരെ പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഇത് പഠിച്ചാൽ മതി. അല്ല എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ല ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് കാൽഷ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അൺമാസ്കിങ് നടക്കുന്നു. അങ്ങനെ ATP എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ നേരെ പോയി ആക്ടിനിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് രൂപപ്പെടുന്നു. പിന്നീട് ആ ക്രോസ് ബ്രിഡ്ജ് കാരണം ഇയാൾ പുൾ ചെയ്യുന്നു. പിന്നെ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ആവുന്നു. അങ്ങനെ ഒരു ഡയഗ്രം ഉണ്ട്.
അതുകൂടെ വരച്ച് കാണിച്ചാൽ വളരെ നല്ലതാണ്. അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് കാണിച്ചാൽ പോലും വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, ഇത് കാണിച്ചാൽ മതി, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്ക്. റെഡ് മസിൽ ഫൈബർ ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ടു ഡു വർക്ക് ഫോർ പ്രൊലോങ്ഡ് പീരീഡ് വെറസ് വൈറ്റ് ഫൈബർ സഫർ ഫാറ്റീഗ് ഈസിലി. ഒന്നുമില്ല, നമ്മുടെ ബോഡിയിൽ രണ്ട് തരം മസിൽ ഫൈബറുകൾ ഉണ്ട്, റെഡ് ഫൈബറുകളും വൈറ്റ് ഫൈബറുകളും. അപ്പോ ഈ റെഡ് ഫൈബറുകൾ കുറെ സമയം വർക്ക് ചെയ്താലും പെട്ടെന്ന് തളരൂല, ഫാറ്റീഗ് ആവൂല. അതേസമയത്ത് വൈറ്റ് ഫൈബർ പെട്ടെന്ന് ഫാറ്റീഗ് ആവും. അപ്പോ അതിന്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, അപ്പൊ എന്താണ് റെഡ് ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും തമ്മിലുള്ള വ്യത്യാസം? ദ മെയിൻ വ്യത്യാസം ഈസ് മയോഗ്ലോബിൻ. ഓക്കെ, വാട്ട് ഈസ് മയോഗ്ലോബിൻ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ്. മസിലുകളിൽ കാണുന്ന റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ആണ്. സോ ഈ റെഡ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ ഈസ് മോർ. ഇൻ വൈറ്റ് ഫൈബർ മയോഗ്ലോബിൻ ഈസ് ലെസ്. മയോഗ്ലോബിന്റെ അളവ് കുറവാണ്. മയോഗ്ലോബിൻ കൂടുതലായതുകൊണ്ട് തന്നെ റെഡ് മസിൽ ഫൈബറിന് മക്കളെ റെഡ് കളറാണ്. റെഡ് മസിൽ ഫൈബറിന് റെഡ് കളറാണ്. വൈറ്റ് മസിൽ ഫൈബറിന് മയോഗ്ലോബിൻ കുറവായതുകൊണ്ട് വൈറ്റ് കളറല്ല, ഒരു തരം പെയിൽ. ഓക്കെ, ഒരു പെയിൽ നിറമാണ്. പെയിൽ എന്ന് പറഞ്ഞാൽ വൈറ്റും അല്ല എന്നാ റെഡും ഒന്നും അല്ലാത്തൊരു പ്രത്യേക നിറമാണ് പെയിൽ. എന്തായാലും റെഡ്നെസ് കുറവാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇതിൽ മോർ മയോഗ്ലോബിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ മെയിൻലി, മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ സ്റ്റോർ ചെയ്യുന്ന പിഗ്മെന്റാ. അപ്പൊ ഇയാളുടെ അടുത്ത് ധാരാളം മയോഗ്ലോബിൻ ഉണ്ട്. ആ മയോഗ്ലോബിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാള് കൂടുതൽ ഓക്സിജൻ ഇയാൾക്ക് കിട്ടും. അപ്പൊ ഇയാൾ മെയിൻലി എയറോബിക് റെസ്പിറേഷൻ ആണ് നടത്തുക. സോ ദീസ് ആർ എയറോബിക് മസിൽസ്. ഇവരെന്താണ്? എയറോബിക് മസിലുകളാണ്. മറ്റേ ടീമിന് മയോഗ്ലോബിൻ കുറവായതുകൊണ്ട് കുറച്ച് ഓക്സിജൻ അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ മെയിൻലി അനേറോബിക് റെസ്പിറേഷൻ, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ, ദാറ്റ് ഈസ് അനേറോബിക് റെസ്പിറേഷനിലൂടെയാണ് എനർജി ഉണ്ടാക്കുക. സോ ദീസ് ആർ കോൾഡ് അനേറോബിക് മസിൽസ്. ഇവര് അനേറോബിക് മസിൽസ് ആണ്. നോക്കൂ, നമ്മുടെ മസിലുകൾക്ക് ഫാറ്റീഗ്, തളർച്ച വരാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? മസിലുകളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായി മസിലുകളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. നോക്കുക, ഈ റെഡ് മസിൽ ഫൈബറിൽ ലാക്ടിക് ആസിഡ് പെട്ടെന്ന് ഉണ്ടാവുമോ? ഉണ്ടാവൂല. മെയിൻലി എയറോബിക് റെസ്പിറേഷൻ ആണ്. സോ നോട്ട് ഈസിലി ഫാറ്റീഗ്ഡ് അല്ലേ, പെട്ടെന്നൊന്നും ഫാറ്റീഗ്ഡ് ആവൂല. അതേ സമയത്ത് ലുക്ക് അറ്റ് യുവർ വൈറ്റ് ഫൈബേഴ്സ്, ദേ ആർ ഈസിലി ഫാറ്റീഗ്ഡ്. ദേ ആർ ഈസിലി ഫാറ്റീഗ്ഡ്. അവർ പെട്ടെന്ന് എന്താവും? ഫാറ്റീഗ്ഡ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. അപ്പൊ അത് എഴുതിയാൽ മതി. ദേ ഹാവ് മോർ മയോഗ്ലോബിൻ, സോ ദേ ആർ മെയിൻലി എയറോബിക് മസിൽസ്, സോ നോട്ട് ഫാറ്റീഗ്ഡ് ഈസിലി, പെട്ടെന്ന് ഫാറ്റീഗ്ഡ് ആവൂല. അതേ സമയത്ത് ദീസ് വൈറ്റ് ഫൈബേഴ്സ് ആർ ലെസ് മയോഗ്ലോബിൻ, സോ ദേ ആർ മെയിൻലി അനേറോബിക് മസിൽസ്, സോ ഈസിലി ഫാറ്റീഗ്ഡ്. അത് എഴുതിയാൽ വിൽ ഗെറ്റ് ദാറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മസിൽ ഫൈബേഴ്സ് ആർ ടു ടൈപ്സ്, വൈറ്റ് ഫൈബേഴ്സ് ആൻഡ് റെഡ് ഫൈബേഴ്സ്. വീണ്ടും ഇത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അവർ തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എഴുതാൻ പറഞ്ഞു. ദ സെയിം ആൻസർ. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In your zoology practical class, some bones teachers കൊടുത്തിട്ടുണ്ട്. Categorize them into two. രണ്ടായി കാറ്റഗറൈസ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തെ കുറിച്ച് നമ്മളോട് സോ ഫാർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ അപ്പർ ലിംബിനെയും ലോവർ ലിംബിനെയും കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, വേറെയും ഒന്ന് രണ്ട് ബോണുകളോട് പഠിക്കണം. പക്ഷെ നമുക്ക് ആദ്യം തന്നെ അപ്പർ ലിംബിന്റെയും ലോവർ ലിംബിന്റെയും ബോണുകൾ നോക്കാം. സോ പറയടാ മക്കളെ, ഇവിടുന്ന് ഞങ്ങൾ പഠിച്ചു പോകാലോ. അപ്പർ ലിംബിന്റെ ബോണുകൾ ആരൊക്കെയാ? ഓക്കെ, ഹലോ നന്ദു, നമ്മുടെ മാർക്ക്, നമ്മുടെ പെന്നിന്റെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പേന വേഗം കൊണ്ടുവരൂ. കമോൺ സ്റ്റാഫ്. ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് പെട്ടെന്ന് ഓടി വരണം. വിനീഡ് പെൻ. പെന്ന് സെറ്റ് പോയി. റെഡി ആയല്ലോ. പെന്ന് ഇടയ്ക്ക് പറ്റിച്ചാ തോന്നടാ മക്കളെ. പെന്ന് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. മേ ബി ദാറ്റ്. ഓക്കെ, അപ്പൊ അപ്പർ ലിംബിന്റെ ബോണുകൾ ഏതൊക്കെ കുട്ടികൾ? വി ഹാവ് ഹ്യൂമറസ്. ഓക്കെ, നമ്മുടെ ഈ ഭാഗത്തുള്ള ബോണാണ് ഹ്യൂമറസ്. പിന്നെ ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് അൾന. ആൻഡ് ദെൻ വി ഹാവ് റേഡിയസ്. ഓക്കെ, റേഡിയസ് ഉണ്ട്, അൾണയുണ്ട്. പിന്നെ ഇവിടെ കുറെ കുഞ്ഞു ബോൺ, നമ്മുടെ റിസ്റ്റ് ബോൺസ്, ദീസ് ആർ കോൾഡ് കാർപ്പൽസ്. പിന്നെ ഒരു 5 ബോണുകൾ ഇങ്ങനെയുണ്ട്, ദീസ് ആർ കോൾഡ് മെറ്റാകാർപ്പൽസ്. എന്താ വിളിക്കുക കുട്ടികളെ? മെറ്റാകാർപ്പൽസ്. പിന്നെ അവസാനം വി ഹാവ് ഫെലാഞ്ചസ്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഫെലാഞ്ചസ് കേട്ടോ. പിന്നെ അവസാനം വി ഹാവ് ഫെലാഞ്ചസ്. 14 ഫെലാഞ്ചസ് ഉണ്ട്. എത്ര ഫെലാഞ്ചസ് ഉണ്ട്? 14. ഓക്കെ, സോ ദിസ് ഈസ് ഹ്യൂമറസ് and then we have radius and this is called ulna. എന്താ വിളിക്കുക? ulna. Okay, and these are called carpels and these are called metacarpels. എന്താ വിളിക്കുക? metacarpels. and അവസാനം ഈ വിരലുകളിലുള്ളത് these are called phalanges. ഇവരെന്താ വിളിക്കുക? phalanges അല്ലെ. ഇതേപോലെയാണ് നമ്മുടെ കാലിലെ ബോണുകൾ ആരൊക്കെ കുട്ടികൾ? ഡു യു റിമെമ്പർ നമ്മുടെ കാലിലെ ബോണുകൾ ആരൊക്കെയെന്ന് അറിയോ? സോ നമ്മുടെ കാലിലെ ബോണുകൾ ആർ ദീസ്. ഓക്കെ, വി ഹാവ് എ ബോൺ ലൈക്ക് ദിസ് ഈസ് കോൾഡ് ഫീമർ. എന്താ വിളിക്കുക? ഫീമർ. ഓക്കെ, then we have, ശ്രദ്ധിക്കുക മക്കളെ, പ്ലീസ്. then we have
tibia. ഇവിടെ ഒരു ബോണ്ട് tibia and ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് that is called fibula. Okay, this is called tibia and this is called fibula. ഉറക്കെ പറ fibula. And then കയ്യിൽ carpels ഉള്ളതുപോലെ ഇവിടെ we have metacarpals. എന്താണ് metacarpals and then കയ്യിൽ I'm sorry ഇവിടെ we have tarsals. I'm really sorry. കയ്യിൽ carpels ഉള്ളതുപോലെ കാലിൽ we have tarsals. I'm really sorry, we have tarsals. ഇനി നോക്കടാ, കയ്യിൽ മെറ്റാകാർപ്പൽ ഉള്ളതുപോലെ ഇവിടെ വി ഹാവ് മെറ്റാടാർസൽസ്. ആരാ ഉള്ളത്? അവരൊക്കെ പറ. ഹിയർ വി ഹാവ് മെറ്റാടാർസൽസ് ആൻഡ് അത് കഴിഞ്ഞാൽ വി ഹാവ് ഫെലാഞ്ചസ്. അത് കയ്യിലുള്ളത് പോലെ തന്നെ വി ഹാവ് ഫെലാഞ്ചസ്. ഇനി നോക്ക്, നമ്മുടെ കാൽമുട്ടിന്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ഇവിടെയാണ് ആ കാൽമുട്ടിന്റെ ജോയിന്റ് വരിക. ഇവിടെ വി ഹാവ് എ സ്മോൾ ബോൺ കോൾഡ് പെറ്റല്ല അല്ലെ. സോ ദീസ് ആർ ദ ബോൺസ് ഓഫ് അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബ്. കേട്ടോ, അത് രണ്ടും നമ്മളോട് ചോദിക്കും. NCERT പിക്ചർ ഉണ്ട്, ചിലപ്പോൾ ആ പിക്ചർ വെച്ചിട്ട് നമ്മളോട് ചോദ്യം വരാം. അതുകൊണ്ട് ആ രണ്ട് പിക്ചറും മസ്റ്റ് ആയിട്ട് നോക്കണം. അതാണ് സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചുള്ളത്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ആൻഡ് എഗെയിൻ അവിടെ നിന്നാണ് ഇതുവരെ കാര്യമായിട്ട് ബോണുകളെ കുറിച്ച് കാര്യമായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്. അതേ സമയത്ത് കുറച്ച് ബോണുകൾ കൂടെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് നമ്മുടെ ബോണുകൾ നമ്മൾ രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ കുട്ടികളെ? വി ഹാവ് ആക്സിയൽ സ്കെലിറ്റൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ. ശരിയല്ലേ? അതെന്താ ഞാൻ ചോദ്യം ഇടാത്തതെന്ന് അറിയാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇതുവരെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇപ്രാവശ്യം ചിലപ്പോൾ എന്തായാലും ചോദിക്കാം. വി ഹാവ് ആക്സിയൽ സ്കെലിറ്റൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ. അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലിംബുകൾ, അപ്പർ ലിംബ് അതുപോലെ ലോവർ ലിംബ് അല്ലെ? കൈ, കാലുകൾ, അപ്പർ ലിംബ്, ലോവർ ലിംബ്, അതിലെ മൊത്തം ബോണുകൾ. പിന്നെ നമ്മുടെ അപ്പർ ലിംബിനെയും നമ്മുടെ ലോവർ ലിംബിനെയും നമ്മുടെ ആക്സിയൽ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ബോണുകളുണ്ട്. ദേ ആർ കോൾഡ് ഗർഡിൽ ബോൺസ്. അവരെ നമ്മൾ എന്താ വിളിക്കുക? ഗർഡിൽ ബോൺ. അപ്പൊ നമ്മുടെ പെക്ടോറൽ ഗർഡിൽ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഗർഡിൽ, ഇപ്പൊ കൈയിനെ ആക്സിയൽ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ബോണുകൾ, നമ്മുടെ ഈ ആക്സിസിലുള്ള ബോണുകളെയാണ് ആക്സിയൽ സ്കെലിറ്റൺ എന്ന് വിളിക്കുക, ഇവിടെയുള്ള ബോണുകൾ. അപ്പൊ കൈയിനെ ആക്സിയൽ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഗർഡില് that is called pectoral girdle. എന്താ വിളിക്കുക? പെക്ടോറൽ ഗർഡിൽ. അതിന് രണ്ട് ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ഉണ്ട്. സോ ഈ പെക്ടോറൽ ഗർഡിലിന്റെ ഓരോ ഹാഫ് നോക്കിയാൽ അവിടെ വി ക്യാൻ സീ ടു ബോൺസ്. ഒരു ട്രയാങ്കുലാർ ഷേപ്ഡ് ബോൺ കാണാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് സ്കാപ്പുല. എന്താ വിളിക്കുക? സ്കാപ്പുല. പിന്നെ ഒരു ദേണ്ട ഇങ്ങനെ ഒരു ബോൺ കാണാൻ പറ്റും, അയാൾ വിളിക്കുന്ന പേരാണ് ക്ലാവിക്കൽ. എന്താണ്? ക്ലാവിക്കൽ. അപ്പൊ ഇത് രണ്ടുമാണ്. നോക്കൂ, ഓരോ സൈഡിലും നമ്മുടെ പെക്ടോറൽ ഗർഡില് യു ക്യാൻ സീ ക്ലാവിക്കൽ ആൻഡ് സ്കാപ്പുല. സ്കാപ്പുല ഒരു പരന്ന ട്രയാങ്കുലാർ ബോൺ ആണ്. യു ക്യാൻ ഫീൽ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റ് ട്രയാങ്കുലർ ബോൺ ആണ് ആര് കുട്ടികളെ? സ്കാപ്പുല എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ വി ഹാവ് ക്ലാവിക്കൽ. ഇനി നമ്മുടെ കാലിനെ ആക്സിയൽ സ്കെലിറ്റണിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ദാറ്റ് ഈസ് കോൾഡ് പെൽവിക് ഗർഡിൽ. പെൽവിക് ഗർഡിൽ ഒരു സിംഗിൾ ബോണേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്, look at here, it is almost like this and this is called coxal bone അല്ലെങ്കിൽ ഹിപ്പ് ബോൺ. എന്താ വിളിക്കുക? കോക്സൽ ബോൺ അല്ലെങ്കിൽ ഹിപ്പ് ബോൺ എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഒരു സൈഡിൽ ഒരു കോക്സൽ ബോൺ, മറ്റേ സൈഡിൽ മറ്റൊരു കോക്സൽ ബോൺ. അവർ രണ്ടുപേരെയും കൂടി ഒന്നിച്ചാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെൽവിക് ഗർഡിൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? പെൽവിക് ഗർഡിൽ. ഇവരുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യം കൂടി നമ്മളോട് ചോദിക്കും. ശ്രദ്ധിക്കുക, ഈ കോക്സൽ ബോണിനെ ഉണ്ടാക്കിയിട്ടുള്ളത് 3 ഭാഗങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ്. എത്ര ഭാഗങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് കോക്സൽ ബോൺ ഉണ്ടാക്കിയത്? 3 ഭാഗം. അപ്പൊ ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ദിസ് പാർട്ട് ഈസ് കോൾഡ് ഇലിയം. ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലിയം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഷിയം. എന്താ വിളിക്കുക? ഇഷിയം. ഓക്കെ, ഇനി നോക്ക്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് പ്യൂബിസ്. എന്താ വിളിക്കുക? പ്യൂബിസ്. ഇത് മൂന്നും കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഒരു സിംഗിൾ കോക്സൽ ബോണിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ലുക്ക് അറ്റ് യുവർ കോക്സൽ ബോൺ. ഈ കോക്സൽ ബോണിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റി കാണാൻ പറ്റും ആൻഡ് ദിസ് ഈസ് കോൾഡ് അസെറ്റാബുലം. എന്താ വിളിക്കുക? അസെറ്റാബുലം. ആ അസെറ്റാബുലത്തിലേക്കാണ് നമ്മുടെ ഫീമറിന്റെ ഹെഡ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കുട്ടികൾ? ഓക്കെ, ദിസ് ഈസ് യുവർ ഫീമർ. സോ ദ ഹെഡ് ഓഫ് ഫീമർ അറ്റാച്ചസ് ടു അസെറ്റാബുലം. അങ്ങനെയാണ് നമ്മുടെ ഹിപ്പ് ജോയിന്റ് രൂപപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്കാപ്പുലയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. സ്കാപ്പുലയുടെ ഈ ഭാഗത്തായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട് ആൻഡ് ദിസ് ക്യാവിറ്റി ഈസ് കോൾഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലേക്കാണ് ഹെഡ് ഓഫ് ഹ്യൂമറസ്, നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്? നമ്മുടെ ഷോൾഡർ ജോയിന്റ് രൂപപ്പെടുന്നത്. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്? ഷോൾഡർ ജോയിന്റ് രൂപപ്പെടുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളോട് ചിലപ്പോ
നമ്മുടെ റിബ്സിനെ കുറിച്ച് ഇത് ഞാൻ പറയുന്നത് നാളെ ഞാൻ ഇതിന്റെ വീഡിയോ ഇടും. റിബ്സ് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ചോദിക്കുന്നതെന്ന്. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മുടെ റിബ്സ്, വി ഹാവ് 12 പെയർസ് ഓഫ് റിബ്സ് അല്ലേ. അതിലെ ഫസ്റ്റ് 7 പെയർ, ആദ്യത്തെ 7 പെയറിനെ നമ്മൾ എന്താ വിളിക്കുക? ട്രൂ റിബ്സ് എന്ന് വിളിക്കും അല്ലെ. ട്രൂ റിബ്സ് എന്ന് വിളിക്കും. അതിന്റെ കാരണം എന്താ? ബാക്കില് ദേ ആർ അറ്റാച്ച്ഡ് ടു വെർട്ടിബ്രൽ കോളം, ഫ്രണ്ടില് ദേ ആർ അറ്റാച്ച്ഡ് ടു സ്റ്റേർണം. ഇനി 8, 9, 10 ദേ ആർ കോൾഡ് ഫാൾസ് റിബ്സ് അല്ലെ. ദീസ് ആർ കോൾഡ് ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കുന്നു. അതിന്റെ കാരണം എന്താ? ബാക്കിൽ they are attached to vertebral column, ഫ്രണ്ടില് they are attached to 7th rib. അവര് 7ാമത്തെ റിബിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക് 11 and 12 അവര് നമ്മൾ എന്താ വിളിക്കുക കുട്ടികളെ? ഫ്ലോട്ടിംഗ് റിബ്. അതിന്റെ കാരണം എന്താ? ഫ്ലോട്ടിംഗ് റിബ് എന്ന് വിളിക്കും. What is the reason? They have no attachment in the anterior part. ഫ്രണ്ടിൽ ഇവർക്ക് എന്തില്ല? അറ്റാച്ച്മെന്റ് ഇല്ല. That's why they are called floating ribs അല്ലെ. ഇനി നോക്കൂ, ഇനി നമ്മളോട് ചോദിക്കുന്ന കാര്യം നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ബോണുകൾ ആരൊക്കെയും ചോദിക്കും. വെർട്ടിബ്രൽ കോളത്തിൽ we have 26 ബോൺസ്. അതിലെ നമ്മളെ കഴുത്തിലുള്ള ആളുകൾ എന്ത് വിളിക്കും? സർവൈക്കൽ വെർട്ടിബ്ര. എന്താ വിളിക്കുക? സർവൈക്കൽ വെർട്ടിബ്ര. ഇനി നമ്മുടെ തൊറാക്സിന്റെ ഭാഗത്തുള്ള വെർട്ടിബ്രൽ കോളത്തിലെ ബോണുകളെ തൊറാസിക് വെർട്ടിബ്ര. നമ്മുടെ വയറിന്റെ ഭാഗത്ത് അബ്ഡോമനിലുള്ള ബോണുകളെ ലംബാർ വെർട്ടിബ്ര. അതിന്റെ താഴെ വി ഹാവ് സാക്രം ആൻഡ് കോക്സിക്സ് അല്ലെ. സാക്രം ആൻഡ് കോക്സിക്സ് ഇവരുടെ പ്രത്യേകത എന്താ? സാക്രം ആൻഡ് കോക്സിക്സ് ദേ ആർ ഫ്യൂസ്ഡ് വെർട്ടിബ്ര. ഇവർ രണ്ടുപേരും എന്താണ്? ഫ്യൂസ്ഡ് വെർട്ടിബ്രകളാണ്. അതുപോലെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള സംഭവമാണ് റിബ് കേജ്. റിബ് കേജ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടും കുട്ടികളെ? നമ്മുടെ തൊറാസിക് വെർട്ടിബ്ര ഉൾപ്പെടും, പ്ലസ് റിബ്സ് ഉൾപ്പെടും, പ്ലസ് ആരെ ഉൾപ്പെടുക? സ്റ്റേണം, ഫ്രണ്ടിലുള്ള സ്റ്റേണം. ഇവരാണ് എന്ത് രൂപപ്പെടുത്തുന്നത്? നമ്മുടെ റിബ് കേജിനെ രൂപപ്പെടുത്തുന്നത്. സെറ്റല്ലേ? ഇതും ചിലപ്പോൾ ചോദിക്കാം. ഇനി നോക്ക്, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ജോയിന്റ്സിനെ കുറിച്ച് അല്ലെ. നമ്മുടെ ബോഡിയിലുള്ള ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് സൈനോവിയൽ ജോയിന്റ്. സോ പറ, എനി 2 ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റ്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള സൈനോവിയൽ ജോയിന്റ് ഉണ്ട്. ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ബോൾ ആൻഡ് സോക്കറ്റ് അറിയാം. ബോൾ ആൻഡ് സോക്കറ്റ് അറിയാം. പിന്നെ പറയടാ സാഡിൽ ജോയിന്റ് അറിയാം. പിന്നെ പറയടാ ഗ്ലൈഡിംഗ് ജോയിന്റ് അറിയാം. പിന്നെ പറയടാ ഹിഞ്ച് ജോയിന്റ് അറിയാം. ഹിഞ്ച് ജോയിന്റ് അറിയാം അല്ലെ. ഹിഞ്ച് ജോയിന്റ് അറിയാം. ശരിയല്ലേ മക്കളെ? ബോൾ ആൻഡ് സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഷോൾഡർ ജോയിന്റ്, ഷോൾഡർ ജോയിന്റ് ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. സാഡിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ, കാർപ്പലിന്റെയും മെറ്റാകാർപ്പലിന്റെയും ഇടയിൽ. ഗ്ലൈഡിംഗ് പറ, ബിറ്റ്വീൻ കാർപ്പൽസ് ഓർ ടാർസൽസ്, കാർപ്പൽസിന്റെയും ടാർസൽസിന്റെയും ഇടയിൽ എന്താണ്? ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റിന്റെ ഒരു എക്സാമ്പിൾ പറയടാ. നീ ജോയിന്റ് ഒരു ഹിഞ്ച് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി വി ഹാവ് പിവട്ട് ജോയിന്റ് അല്ലെ. പിവട്ട് ജോയിന്റ് നമ്മൾ എവിടെയാ കാണുക? ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് അല്ലെ. അറ്റ്ലസ് ആൻഡ് ആക്സിസ്, ഒന്നാമത്തെ വെർട്ടിബ്ര, രണ്ടാമത്തെ വെർട്ടിബ്ര, അവർക്കിടയിൽ കാണുന്നതാണ് എന്ത്? പിവട്ട് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലെ കുട്ടികളെ. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. വ്യത്യസ്ത തരത്തിലുള്ള സൈനോവിയൽ ജോയിന്റ് ഏതൊക്കെയാണെന്നാണ്. ഇനി നോക്കൂ, നമ്മൾ സൈനോവിയൽ ജോയിന്റിനെ പറ്റിയാ പറഞ്ഞത്. മൊത്തത്തിൽ ജോയിന്റുകൾ എത്ര ടൈപ്പാണ്? 3 ടൈപ്പാണ് അല്ലെ. ജോയിന്റ്സ് മൊത്തത്തിൽ 3 ടൈപ്പാണ്. ഏതൊക്കെ? ഫൈബ്രസ്, കാർട്ടിലേജിനസ്, അതുപോലെ തന്നെ സൈനോവിയൽ അല്ലെ. ഫൈബ്രസ്, കാർട്ടിലേജിനസ്, സൈനോവിയൽ. ഫൈബ്രസ് ജോയിന്റ് നമുക്ക് എന്താ കാണാൻ പറ്റും? ബിറ്റ്വീൻ ദ ബോൺസ് ദർ ഈസ് ഫൈബ്രസ് ടിഷ്യൂ. ഒരു ജോയിന്റിലെ 2 ബോണുകൾക്കിടയിൽ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അത്തരം ജോയിന്റിനെ ഫൈബ്രസ് ജോയിന്റ് എന്ന് വിളിക്കുന്നു. 2 ബോണുകൾക്കിടയിൽ കാർട്ടിലേജ് ആണെങ്കിൽ കാർട്ടിലേജിനസ് ജോയിന്റ്. 2 ബോണുകൾക്കിടയിൽ സൈനോവിയൽ കാവിറ്റി ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? സൈനോവിയൽ ജോയിന്റ് അല്ലെ. ഫൈബ്രസ് ജോയിന്റിന്റെ എക്സാമ്പിൾ എന്താ? ബിറ്റ്വീൻ യുവർ ക്രേനിയൽ ബോൺസ്, നമ്മുടെ ക്രേനിയൽ ബോൺസിന്റെ ഇടയിലുള്ള ജോയിന്റ് ആണ് സൈനോവിയൽ ജോയിന്റ്. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ് ബിറ്റ്വീൻ വെർട്ടിബ്രകൾക്കിടയിലാണ്. സൈനോവിയൽ ജോയിന്റിന്റെ എക്സാമ്പിൾ വി ഹാവ് ഓൾറെഡി ടോൾഡ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണോ? ഓക്കെ. So name the disorder caused due to accumulation of uric acid in a joint. ജോയിന്റിൽ യൂറിക് ആസിഡ് വരുന്നത് കാരണം ഉണ്ടാകുന്ന ഡിസോർഡറിന്റെ പേര് എന്താ കുട്ടികളെ? ഗൗട്ട് അല്ലെ. നമ്മൾ എന്താ വിളിക്കുക? ഗൗട്ട് എന്ന് വിളിക്കുന്നു. സെറ്റല്ലേ മക്കളെ? അടുത്ത് നോക്കൂ, 2 മസ്കുലാർ പ്രോട്ടീന്റെ ഉദാഹരണം പറയാൻ പറ്റുമോ? 2 മസ്കുലാർ പ്രോട്ടീന്റെ ഉദാഹരണം ആക്ടിൻ ആൻഡ് മയോസിൻ. ആരൊക്കെ? ആക്ടിനും മയോസിനും. ഓക്കെ. നൗ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് എന്താ വിളിക്കുക? ആർത്രൈറ്റിസ്. എന്താ വിളിക്കുക? ആർത്രൈറ്റിസ്. അടുത്തത് നോക്ക്, ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ ഡ്യൂ ടു ലോ ഈസ്ട്രോജൻ. ഈസ്ട്രോജൻ കുറയുന്നത് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓസ്റ്റിയോപോറോസിസ്. എന്താ വിളിക്കുക? ഓസ്റ്റിയോപോറോസിസ്. ദിസ് ഈസ് കോൾഡ് ആർത്രൈറ്റിസ് അല്ലെ. ആർത്രൈറ്റിസ്. ഇനി നോക്ക്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു യൂറിക് ആസിഡ് വരുന്നത് കാരണം ഇൻഫ്ലമേഷൻ വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് ഗൗട്ട് അല്ലെ മക്കളെ. റാപ്പിഡ് സ്പാസം ഡ്യൂ ടു ലോ കാൽഷ്യം, അതിനെന്താ വിളിക്കുക? ടെറ്റനി. എന്താ വിളിക്കുക? ടെറ്റനി. ഇറ്റ് ഈസ് കോൾഡ് ടെറ്റനി. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? റെഡി അല്ലേ? ഇനി നോക്ക്, മസിൽ ഡീജനറേറ്റ് ആവുന്ന അവസ്ഥനെ നമ്മൾ എന്താ വിളിക്കുക? മസ്കുലാർ ഡിസ്ട്രോഫി അല്ലെ. മസ്കുലാർ ഡിസ്ട്രോഫി, മസിൽ ഡീജനറേറ്റ് ആവുന്ന അവസ്ഥ.
ഇനി നോക്കടാ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ബാധിച്ച് നമ്മുടെ മസിൽ തളർന്നു പോകുന്ന അവസ്ഥ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. എന്താ വിളിക്കുക? ഉറക്കെ പറ. മയസ്തീനിയ ഗ്രേവിസ് അല്ലെ? മയസ്തീനിയ ഗ്രേവിസ്. വെരി ഗുഡ്. മയസ്തീനിയ ഗ്രേവിസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. ഓക്കെ. So look, we are moving to the next chapter, that is neural control and coordination. Look at here, complete the flow chart. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിന് രണ്ട് ഭാഗമുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഉണ്ട്. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ. ഇനി നോക്ക്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗമുണ്ട്. വി ഹാവ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് വിസറൽ നെർവസ് സിസ്റ്റം അല്ലെ? വി ഹാവ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം, സോറി ഐ ആം റിയലി സോറി, വി ഹാവ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അല്ലെ മക്കളെ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമിക്കിന് രണ്ട് ഭാഗമുണ്ട്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും അല്ലെ? സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഇത് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ തന്നെ സൊമാറ്റിക്, ഓട്ടോണോമിക്. ഓട്ടോണോമിക്കിൽ രണ്ട് ഭാഗമുണ്ട്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? Okay, that's it. Look at the next question. Structure of a neuron is given below. Label the parts and mark ABCD. Okay, label the parts ABCD. A എന്ന് പറയുന്ന ഭാഗം ഏതാ കുട്ടികളെ? ഇറ്റ് ഈസ് സിംപ്ലി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണ്. ബി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കിയാൽ കാണാം, ഷ്വാൻ സെൽ ആണ്. NCERT പിക്ചർ ആണ്. അത് തന്നെ അതേപോലെ തന്നെ നമ്മളോട് പരീക്ഷ ചോദിക്കും കേട്ടോ. സോ ബി എന്ന് പറയുന്ന ആരാണ്? ഷ്വാൻ സെൽ ആണ്. ഇനി സി എന്ന് അവർ പറഞ്ഞ് കാണിച്ചത് ആക്സോണിനെയാണ്. ഡി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് സൈനാപ്റ്റിക് നോബിനെയാണ്. സൈനാപ്റ്റിക് നോബിനെയാണ്. ഓക്കെ, അടുത്തത്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്? ആക്സോണിന്റെയും ഡെൻഡ്രൈറ്റിന്റെയും എണ്ണത്തെ ബേസ് ചെയ്ത് ന്യൂറോണുകൾ എത്ര ടൈപ്പ് ആണ്? വി ഹാവ് യൂണിപോളാർ, ദെൻ രണ്ടാമത്തത് ബൈപോളാർ അല്ലെ? ഒരു ഡെൻഡ്രൈറ്റും ഒരു ആക്സോണും ബൈപോളാർ, ഒരു ആക്സോൺ മാത്രം യൂണിപോളാർ. ദിസ് ഈസ് ബൈപോളാർ. ഇനി നോക്ക്, ഒരുപാട് ഡെൻഡ്രൈറ്റ്, ഒരു ആക്സോൺ, ദിസ് ഈസ് കോൾഡ് മൾട്ടിപോളാർ അല്ലെ? മൾട്ടിപോളാർ. സോ വി ഹാവ് യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺ. മൾട്ടിപോളാറിനെ നമ്മൾ എവിടെ കാണാം? ബ്രെയിനിൽ. ബൈപോളാറിനെ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും. യൂണിപോളാറിനെ നമുക്ക് എംബ്രിയോയിൽ കാണാൻ പറ്റും. ചിലപ്പോൾ ചോദിക്കാം എവിടെ കാണാന്ന്. അടുത്ത് നോക്ക്, അടുത്ത ചോദ്യം ഇതാണ്, ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് പോളറൈസ്ഡ് ആൻഡ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ആക്സോൺ ഓൺ എ ന്യൂറോൺ. ന്യൂറോണിലെ ഡീപോളറൈസ്ഡ് ആൻഡ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. എങ്ങനെയാ പോളറൈസ്ഡ് സ്റ്റേറ്റ്? ഉള്ളിൽ നിറയെ നെഗറ്റീവ്, ഉള്ളിൽ നിറയെ നെഗറ്റീവ്, പുറത്ത് നിറയെ പോസിറ്റീവ് അല്ലെ? ദിസ് ഈസ് പോളറൈസ്ഡ് സ്റ്റേറ്റ്. This is polarized state. Now what is depolarized state? ഉള്ളിൽ പോസിറ്റീവ് അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ്. ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ്. ദിസ് ഈസ് ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്. റെഡി അല്ലേ? അടുത്ത നോക്കൂ, ഡിസ്ക്രൈബ് ഹൗ ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ ന്യൂറോൺ ഈസ് മെയിൻറ്റൈൻഡ്. എങ്ങനെയാണ് ന്യൂറോണിന്റെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക? Okay, so the resting potential, what is resting potential? The potential difference across polarized neuronal membrane. ഈ പോളറൈസ്ഡ് ന്യൂറോണൽ മെംബ്രെയിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ആൻഡ് അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് കുട്ടികളെ? ഇറ്റ് ഈസ് ജനറേറ്റഡ്, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു കെ പ്ലസ് ഇഫ്ലക്സ് അല്ലെ? കെ പ്ലക്സ് പുറത്തോട്ട് പോകുന്നത് കാരണമാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത്. അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടാനുള്ള കാരണം എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് ഡ്യൂ ടു സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലെ? സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ പ്രവർത്തനം കൊണ്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നതാണ് മക്കളെ ചെയ്യുന്നത്? ഇതിപ്പോ നിങ്ങളെ ന്യൂറോൺ ആണെങ്കിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് 3 Na+ പുറന്തള്ളുന്നു, അതേ സമയത്ത് 2 K+ ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നു യൂസിങ് ATP അല്ലെ? ATP ഉപയോഗിച്ചുകൊണ്ട് അതാണ് അയാൾ ചെയ്യുന്നത്. അടുത്ത നോക്കൂ, electrical current fade as they pass along a wire, but nerve impulse do not fade as they pass along neuron. Evaluate the statement and substantiate your answer. എന്തുകൊണ്ടാ? ലൈക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈനുകളിലൂടെ കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഫെയ്ഡ് ആവുള്ള കാരണം എന്താ? ഡ്യൂ ടു റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ വയേഴ്സ് ഹാവ് എ ഗ്രേറ്റ് റെസിസ്റ്റൻസ്. അത് കാരണമാണ് ഫെയ്ഡ് ആകുന്നത്. അതേ സമയത്ത് ഈ ന്യൂറോൺ ദർ ഈസ് ലെസ് റെസിസ്റ്റൻസ്, അതുകൊണ്ട് തന്നെ ന്യൂറൽ സിഗ്നൽ ഫെയ്ഡ് ആവൂല. സിംപ്ലി യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. Look at the next question. Diagrammatic representation of impulse to an action is given. Explain how the action potential develops. എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? അപ്പൊ ആക്ഷൻ സാധാരണ ന്യൂറോൺ, അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതേണ്ടതെന്ന് അറിയോ? സാധാരണ ന്യൂറോണ് പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അല്ലെ? ലൈക്ക് ഉൾഭാഗം നെഗറ്റീവ്, പുറം ഭാഗം പോസിറ്റീവ്. പക്ഷെ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്ന സമയത്ത് സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് സംഭവിക്കും. അത് കാരണം ഉള്ളിൽ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ് ആയിട്ട് മാറും. ശരിയല്ലേ? That state is called depolarized state. Depolarized സ്റ്റേറ്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ തന്നെ you will get full mark. Okay,
ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കടാ. Nerve impulse transmission include generation and propagation of action potentials. Write various stages in the generation of action potential. Action potential ന്റെ ഡെവലപ്മെന്റിലുള്ള വ്യത്യസ്ത സ്റ്റേജുകൾ. അപ്പൊ നമ്മൾ പറയണം, ആദ്യം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. പൊട്ടാസ്യത്തിന്റെ ഇഫ്ലക്സ് കാരണം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത് കാണിക്കണം. പിന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ് ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ നമ്മളൊരു സ്റ്റിമുലേഷൻ കൊടുക്കുന്ന സമയത്ത് സോഡിയം ഇൻഫ്ലക്സ് വരുന്നു. ആ സോഡിയം ഇൻഫ്ലക്സ് കാരണം ഡീപോളറൈസേഷൻ നടക്കുന്നു. അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, റെഡിയാണോ മക്കളെ? ഓക്കെ, അപ്പൊ പിന്നീട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? വീണ്ടും പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പൊട്ടാസ്യത്തിന്റെ ഇഫ്ലക്സ് കാരണം വീണ്ടും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. അത്രയും കാര്യങ്ങൾ എഴുതിയാല് യു വിൽ ഗെറ്റ് ദിസ് മാർക്ക്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാല്. ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. Observe the diagram and constitute a flow chart to show the mechanism of transmission of impulse through a chemical synapse. നോക്കൂ, നമ്മുടെ ബോഡിയിൽ രണ്ട് തരത്തിലുള്ള സൈനാപ്സുകൾ ഉണ്ട് അല്ലെ? വി ഹാവ് ഇലക്ട്രിക്കൽ സൈനാപ്സ് ആൻഡ് കെമിക്കൽ സൈനാപ്സ് അല്ലെ? ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഉണ്ട്. ഇലക്ട്രിക്കലിന്റെ പ്രത്യേകത എന്താ? രണ്ട് ന്യൂറോണുകൾ, ഇത് ഒന്നാമത്തെ ന്യൂറോൺ, അടുത്ത ന്യൂറോൺ, ദേ ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി, വളരെ അടുത്താണ്. സോ സിഗ്നൽ ക്യാൻ ട്രാൻസ്മിറ്റ് ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു നെക്സ്റ്റ്, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാം. ബട്ട് ഇൻ കെമിക്കൽ സൈനാപ്സ് ദർ ഈസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് സൈനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെ? ഇവിടെ ഒരു സൈനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്. സോ ദിസ് ഈസ് കോൾഡ് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ അല്ലെ? ഇതിനെ പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ഈസ് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. ശ്രദ്ധിക്കുക. സോ വെൻ എ സിഗ്നൽ റീച്ചസ് ദ ആക്സോൺ ടെർമിനലിൽ സിഗ്നൽ എത്തിയാൽ ഉടനെ തന്നെ ദ സൈനാപ്റ്റിക് വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദേ മൂവ് ടുവാർഡ്സ് ദ സൈനാപ്സ്. ഇവർ സൈനാപ്സിനെ അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ദേ റിലീസ് ദെയർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹിയർ. അതാണ് സ്റ്റെപ്പ്. ആൻഡ് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ടു ദെയർ റിസപ്റ്റേഴ്സ് അല്ലെ? ഇയാൾ പോയിട്ട് അയാളുടെ റിസപ്റ്ററിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആര് ഓപ്പൺ ആവൂടാ? യെസ്, ഇവിടെ നമ്മുടെ അയോൺ ചാനലുകൾ ഓപ്പൺ ആവും. അങ്ങനെ ഇവിടെ സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് നടക്കും. അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ രൂപപ്പെടുന്നു. അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തി. ക്ലിയർ അല്ലേ കുട്ടികളൊക്കെ? ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഇനി ഈ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക? ഉറക്കെ പറ. സൈനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെ? ഇറ്റ് ഈസ് കോൾഡ് സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈസ് ദാറ്റ് ക്ലിയർ? ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു ക്വസ്റ്റ്യനെ ഞാൻ ഇങ്ങനെ ആക്കിയതാ. നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ NCERT തന്നിട്ടുണ്ട്. അതിൽ ഏത് ഭാഗം വേണമെങ്കിലും ഇവർ മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും കേട്ടോ. ഏത് ഭാഗവും മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ബ്രെയിനിനെ 3 ഭാഗമാക്കാം അല്ലെ? ഒന്നാമത്തതാണ് ഫോർ ബ്രെയിൻ. ഇത്രയും ഭാഗമാണ് ഫോർ ബ്രെയിൻ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഇനി നോക്കടാ മക്കളെ, നോക്കൂ മക്കളെ, ദേണ്ടേ ഈ ഫോർ ബ്രെയിന്റെയും ദേണ്ടേ ഈ ഒരു ഗ്യാപ്പിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇറ്റ് ഈസ് കോൾഡ് മിഡ് ബ്രെയിൻ. ഓക്കെ, അതിനെയാണ്, ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡ് ബ്രെയിൻ. അതിന്റെ താഴെയുള്ള ഭാഗമാണ് ഹൈൻഡ് ബ്രെയിൻ. അപ്പൊ ഇതിൽ ആരൊക്കെ വരുന്നു? യെസ്, വി ഹാവ് സെറിബെല്ലം വരുന്നുണ്ട്. ദിസ് ഈസ് സെറിബെല്ലം, ദിസ് പാർട്ട് ഈസ് കോൾഡ് പോൺസ് ആൻഡ് ദിസ് ഈസ് മെഡുല്ല അല്ലെ? ഇവരെല്ലാവരും ഉൾപ്പെടുന്ന എവിടെയാണ്? ഹൈൻഡ് ബ്രെയിനിലാണ്. ഈ ഓരോ ഭാഗങ്ങളും നമ്മളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ദിസ് ഈസ് കോർപ്പസ് കല്ലോസം ഉണ്ട്. ഏത് ഭാഗം വേണമെങ്കിലും ചിത്രം തന്നിട്ട് നമ്മളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. സോ യു ഷുഡ് നോ ദീസ് പാർട്സ്. ഓക്കെ, അടുത്ത കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻസ് അപ്രോപ്രിയേറ്റ്ലി. നോക്കൂ, നമ്മുടെ ബ്രെയിനിന്റെ ഭാഗങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുള്ളത്. ഈ ഒരു കാര്യമാണ്. നമ്മുടെ ഫോർ ബ്രെയിനിൽ ആരൊക്കെ ഉണ്ട്? വി ഹാവ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് അല്ലെ? ഇനി പറ, ഈ ഫോർ ബ്രെയിൻ കഴിഞ്ഞ അടുത്ത ഭാഗേത മക്കളെ? വി ഹാവ് മിഡ് ബ്രെയിൻ അല്ലെ? മിഡ് ബ്രെയിനിൽ വി ഹാവ് സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം പോകുന്നുണ്ട്. ഈ കനാലിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ അക്യൂഡക്റ്റ്. ഇനി മിഡ് ബ്രെയിനിന്റെ ബാക്ക് ഭാഗത്ത് നോക്കി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന 2 സാധനം കാണുന്നുണ്ടോ? ഇതാണ് ഫ്രണ്ട്, ദിസ് ഈസ് ബാക്ക്. സോ ദിസ് ഈസ് യുവർ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിന്റെ ഭാഗത്ത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് ഇവിടെ 2 ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 2 ഉണ്ടാവും. സോ ഈ പൊന്തി നിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപോറ ക്വാഡ്രിജെമിന. എന്താ വിളിക്കുക? കോർപോറ ക്വാഡ്രിജെമിന. ഇനി ഹൈൻഡ് ബ്രെയിനിൽ ആരൊക്കെയുണ്ട് കുട്ടികളെ? പോൺസ്, സെറിബെല്ലം, മെഡുല്ല അല്ലെ? ഇനി ഓരോരുത്തരുടെയും ഫംഗ്ഷൻ നമ്മളോട് ചോദിക്കും കേട്ടോ. ഓക്കെ, ലൈക്ക് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മുടെ സെൻസേഷൻസ് എല്ലാം സെറിബ്രാണ്. നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ് ആൻഡ് അവർ സെൻസേഷൻ കേട്ടോ. നമ്മുടെ വോളണ്ടറി ആക്ടിവിറ്റീസ് ആൻഡ് സെൻസേഷൻ ബോത്ത് ആർ സെറിബ്രം. വോളണ്ടറി ആക്ടിവിറ്റിയും സെൻസേഷനും സെറിബ്രമാണ്. ഇനി തലാമസ് എന്താ? ഇറ്റ് ഈസ് എ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. ഇത് രണ്ടിന്റെയും കോർഡിനേറ്റിംഗ് സെന്റർ ആണ്. ഇനി ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കൺട്രോൾ യുവർ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്. നമ്മുടെ ദാഹം, വിശപ്പ്, ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി നോക്ക്,
നമ്മുടെ പോൺസിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഇന്റർ കണക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ഇന്റർ കണക്ട് ചെയ്യുന്നു. ഇനി മെഡുലയുടെ ഫംഗ്ഷൻ എന്താ കുട്ടികളെ? അവിടെയാണ് നമ്മുടെ റെസ്പിറേഷന്റെ കൺട്രോള്, ഗ്യാസ്ട്രിക് സെക്രീഷൻസിന്റെ, നമ്മുടെ സ്റ്റൊമക്കിലെ സെക്രീഷൻസിന്റെ കൺട്രോള്, അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് ഫംഗ്ഷൻസിന്റെ കൺട്രോള്. സെറിബെല്ലോ ഇറ്റ് മെയിൻറ്റെയിൻസ് ബാലൻസ്. ഓക്കെ, ഇനി നമ്മുടെ ക്രേനിയൽ മെനിഞ്ചസിന്റെ ലെയർ ഏതൊക്കെ കുട്ടികളെ? പയാമേറ്റർ, അരക്കനോയിഡ് മാറ്റർ, ഡ്യൂറാമേറ്റർ അല്ലെ? പയ, അരക്കനോയിഡ്, ഡ്യൂറ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ കുട്ടികളെ. നെയിം ദ ഫോളോയിങ് സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ പേരെന്താ? കോർപ്പസ് കലോസം അല്ലെ? ഫോർ സ്വെല്ലിംഗ് ഇൻ ദ മിഡ് ബ്രെയിൻ ആരാ? കോർപ്പോറ ക്വാഡ്രിജമിന. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തി. എക്സ്പാൻഡ് ദ ഫോളോയിങ്. ACCH അല്ല, ACTH ആരാ കുട്ടികളെ? അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെ? അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അടുത്തത് FSH എന്താ കുട്ടികളെ? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ADH ആന്റി ഡയൂററ്റിക് ഹോർമോൺ. Look at the next question. Name 2 types of cells in islets of Langerhans. നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ, ഇവിടെ നമുക്ക് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പാൻക്രിയാസിലാണ്. അവിടെ 2 ടൈപ്പ് സെൽ ഏതൊക്കെ? ബീറ്റാ സെൽ ആൻഡ് ആൽഫ സെൽ അല്ലെ? ബീറ്റാ സെൽ എന്തിനുണ്ടാക്കുക? B for ഇൻസുലിൻ, ഇറ്റ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. ആൽഫ സെല്ലോ ഇറ്റ് പ്രൊഡ്യൂസ് ഗ്ലൂക്കഗോൺ അല്ലെ? അടുത്തത് റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെൽ. വൺ ബീറ്റാ സെൽ പ്രൊഡ്യൂസ് ഇൻസുലിൻ, ആൽഫ സെൽ ഗ്ലൂക്കഗോൺ. നെയിം ദ ഗ്ലാൻഡ് where it is found. പാൻക്രിയാസ്. Look at the next question. പിനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സെക്രീഷൻ ഏതാ? മെലറ്റോണിൻ അല്ലെ? മെലറ്റോണിൻ. അടുത്തത് ഓരോന്നും ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാ ചോദിച്ചത്. പിറ്റ്യൂട്ടറി ഡോർഫിസ് ഉണ്ടാവാനുള്ള കാരണം എന്താ? അണ്ടർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കുറയുക. ഡയബറ്റീസ് മെലിറ്റസോ? അണ്ടർ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ അല്ലെ? ഇൻസുലിന്റെ സെക്രീഷൻ കുറയുക. അക്രോമെഗാലിയോ? ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട് അല്ലെ? അഡൽട്ടുകളിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഓവർ സെക്രീഷൻ കാരണമാണ് അക്രോമെഗാലി. ഡയബറ്റീസ് ഇൻസിപ്പിഡസോ? അണ്ടർ സെക്രീഷൻ ഓഫ് അല്ലെ? അണ്ടർ സെക്രീഷൻ ആണ് ഇത് കുറയുക. ഓഫ് ആരുടെ അണ്ടർ സെക്രീഷനാ? ADH ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെ? നൗ നെയിം ഹോർമോൺസ് നോൺ as എമർജൻസി ഹോർമോൺസ്. ആരൊക്കെയാണ് എമർജൻസി ഹോർമോൺ? പറ. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അല്ലെ? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. അടുത്ത നോക്ക്. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഈസ് കൺവേർട്ടഡ് ഇൻടു. ഓവറിയിലെ റപ്ചേർഡ് ഫോളിക്കിൾ എന്തായിട്ട് മാറും? ഓവുലേഷന് ശേഷം എന്തായിട്ടാ മാറാ? അവർക്ക് പറ. കോർപ്പസ് ലൂട്ടിയം അല്ലെ? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. സാർ എനിക്ക് തിയറി അറിയില്ലാന്നോ? ഓക്കെ, രാത്രി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പൊ സമയം 12:15 പരീക്ഷ വരെ നാളെ ഉച്ച വരെ സമയമുണ്ട്. ഇരുന്ന് പഠിക്കാം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഇതുവരെ പഠിക്കാത്ത പോലെ ഇനിയും പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ആരും വന്ന് തടയൊന്നുമില്ല. ഓക്കെ, നൗ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആൻഡ് ഡയബറ്റീസ് മെലിറ്റസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്താ? ഡ്യൂ ടു അണ്ടർ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ അല്ലെ? അല്ലെങ്കിൽ ഹൈപ്പോ സെക്രീഷൻ. അണ്ടർ സെക്രീഷൻ അല്ലെങ്കിൽ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ADH അല്ലെ? ADHന്റെ ഹൈപ്പോ സെക്രീഷൻ കാരണമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അണ്ടർ സെക്രീഷൻ അല്ലെങ്കിൽ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഇൻസുലിൻ കാരണമാണ് എന്ത് വരുന്നത്? ഡയബറ്റീസ് മെലിറ്റസ്. ഇത് നമുക്ക് പിനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആരാ? മെലറ്റോണിൻ. മെലറ്റോണിന്റെ ഫംഗ്ഷൻ എന്താ? 24 hour റിതത്തെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ? അടുത്ത് നോക്കട്ടെ. തൈമോസിനെ ഉണ്ടാക്കുന്നത് ആരാ? തൈമസ് അല്ലെ? തൈമസ് ആണ് തൈമോസിൻ ഉണ്ടാക്കുന്നത്. സോ അയാളുടെ ഫംഗ്ഷൻ എന്താ? ഇത് പ്രൊവൈഡസ് ഇമ്മ്യൂണിറ്റി തരുന്നു. ഒരു ചോദ്യം ചോദിക്കും. പ്രായമായ ആളുകളിൽ, ഓക്കെ സെറ്റ് അല്ലേ? ഇനി നോക്ക്. പ്രായമായ ആളുകളില് ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണം എന്താ? ദ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ്സ് ഇൻ ഓൾഡർ ഇൻഡിവിജ്വൽസ്. പ്രായമായ ആളുകളില് തൈമസ് ഡീജനറേറ്റ് ചെയ്യും. അത് കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി കുറയും. ആ ഒരു ചോദ്യം നാളെ ചോദിക്കും കേട്ടോ. മാർക്ക് ചെയ്തോ? ആ ചോദ്യം നാളെ എന്തായാലും ചോദിക്കും. ഇനി ആൻഡ്രോജൻ ഉണ്ടാക്കുന്ന ആരാ? ടെസ്റ്റിസ് അല്ലെ? ടെസ്റ്റിസ്. ആൻഡ്രോജന്റെ ഫംഗ്ഷൻ എന്താ? സ്പൂമാറ്റോജെനിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പൊ തൈമസിന്റെ ചോദ്യം നാളെ ഉറപ്പാ. പ്രായമായ ആളുകളിൽ എന്തുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി കുറയുന്നത്? അടുത്ത ചോദ്യം നോക്ക്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഇത് നാളത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നത്തിങ് എൽസ്. പ്രതീക്ഷ ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് അല്ലെ? ഇനി ശ്രദ്ധിക്കടാ. ഇതെന്താ? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. സെല്ലിനകത്ത് റിസപ്റ്റർ ഉള്ള ഹോർമോണിന്റെ ആക്ഷൻ ആണ്. ഇത് എന്താണെന്ന് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം. സോ ദിസ് ഈസ് എ ഡയഗ്രാം ഷോയിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺ ഹാവിംഗ് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ. സെല്ലിനകത്ത് റിസപ്റ്റർ ഉള്ള ഹോർമോണിന്റെ ആക്ഷൻ ആണ് കാണിക്കുന്നത്. സോ ദിസ് ഈസ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അല്ലെ? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്.
അങ്ങനെ ഇറ്റ് ഇന്ററാക്ട് വിത്ത് യുവർ ജീനോം. ഈ രണ്ട് ഇതും ഇതിന്റെ കൂടെയുള്ള ഡയഗ്രം ഉണ്ട്, രണ്ടും പഠിക്കണേ. ആ ഡയഗ്രം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളൂ, ഞാനൊരു ആഷ് ഇട്ട് വെക്കുന്നുണ്ട്. ഇതോ അല്ലെങ്കിൽ ആ ഡയഗ്രം നാളെ ചോദിക്കും. അപ്പൊ ഞാൻ പിന്നെ നാളെ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡയഗ്രം ഇത് ക്ലാസ് കഴിഞ്ഞ പാട് നോക്കുക. ഓക്കെ, ആൻഡ് ജീനോമിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും, അത് കാരണം ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാകും. നൗ നെയിം എനി ടു സ്റ്റിറോയിഡ് ഹോർമോൺ. നോക്കൂ, നമ്മുടെ ഹോർമോണുകൾ ഒരുപാട് ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. വി ഹാവ് പ്രോട്ടീൻ, ദെൻ പോളിപെപ്റ്റൈഡ് ഹോർമോൺ അല്ലെ, പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ദെൻ വി ഹാവ് അയഡോതൈറോണിൻസ് ഉണ്ട്. ദെൻ വി ഹാവ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ദെൻ വി ഹാവ് സ്റ്റിറോയിഡ്സ്, ലാസ്റ്റ് സ്റ്റിറോയിഡ് ഉണ്ട്. പറയടാ, പ്രോട്ടീൻ പെപ്റ്റൈഡ് പോളിപെപ്റ്റൈഡ് ഗ്രൂപ്പിൽ ആരൊക്കെ ഉൾപ്പെടുക? നമ്മുടെ ഹൈപ്പോതലാമസിലെ എല്ലാ ഹോർമോണുകളും, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ എല്ലാ ഹോർമോണുകളും, പിന്നെ അടി കൂടുന്ന ആളുകൾ ആരൊക്കെ? ഇൻസുലിൻ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കഗോൺ ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്, ആ രണ്ടാൾക്കാർ. പിന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺ ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം, TCT ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം. അപ്പൊ തല്ല് കൂടുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഇത്രയും ആളുകളാണ് ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുക. ഇനി അയഡോതൈറോണിൻസ് എന്ന് പറഞ്ഞാലോ T3 and T4 തൈറോയിഡ് ഹോർമോൺസ്. ഇനി അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആരൊക്കെ? അഡ്രിനൽ മെഡുല്ലറി ഹോർമോൺസ്, അതായത് അഡ്രിനാലിനും നോറഡ്രിനാലിനും. ബാക്കിയുള്ള എല്ലാവരും സ്റ്റിറോയിഡ്. ഇപ്പൊ ആൻഡ്രോജന്, ഈസ്ട്രോജന്, പ്രൊജസ്റ്റിറോണ്, ദെൻ ആൽഡോസ്റ്റിറോണ്, കോർട്ടിസോള്, ഇവരെല്ലാവരും എന്താണ്? സ്റ്റിറോയിഡ് ആണ്. നൗ വിച്ച് ഹോർമോണൽ ഡെഫിഷ്യൻസി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോളോയിങ് ഡിസീസസ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആരാ? ഇൻസുലിൻ. ഗ്രേവ്സ് ഡിസീസ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ഇത് ഡെഫിഷ്യൻസി അല്ല, ഗ്രേവ്സ് ഡിസീസ് എപ്പോഴാണ് ഉണ്ടാവുക കുട്ടികളെ? ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? ഹൈപ്പർ തൈറോയിഡിസത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഗ്രേവ്സ് ഡിസീസ്. ഇൻക്രീസ്ഡ് തൈറോയിഡ് ഹോർമോൺ സിന്തസിസ് ആണ്. ക്രെറ്റിനിസം എന്താ കുട്ടികളെ? ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ അല്ലെ? ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ക്രെറ്റിനിസം ഉണ്ടാകുന്നത്. ഇനി ഡയബറ്റീസ് മെല്ലിറ്റസോ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ADH ഹൈപ്പോസെക്രീഷൻ അല്ലെ? ഇൻസുലിൻ അല്ല, ADH ഹൈപ്പോസെക്രീഷൻ. ഡയബറ്റീസ് മെലിറ്റസ് ആണ് ഡയബറ്റീസ് മെലിറ്റസ് ആണ് ഇൻസുലിന്റെ ഹൈപ്പോസെക്രീഷൻ വരുന്നത് അല്ലെ? ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ക്ലിയർലി കുട്ടികളെ? സാർ പഠിച്ചതൊക്കെ മറന്നു പോകൂല ചെലവ. പഠിച്ചിട്ടുണ്ടെങ്കിൽ യു നെവർ ഫോർഗെറ്റ് ദാറ്റ്. നാളത്തെ പരീക്ഷയ്ക്ക് അപ്പൊ ഓർമ്മ വന്നിരിക്കും, ബിലീവ് മീ. പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ ഓർമ്മ വരില്ല കേട്ടാ. പഠിക്കേണ്ട പോലെ പഠിക്കണം. ഒറ്റ തവണ പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ തലച്ചോറിൽ മൊത്തം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവരും നമ്മളെ പോലെ മടിയന്മാരല്ലേ? അപ്പൊ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടൂലേ? അപ്പൊ ആകെ പ്രശ്നമാവില്ലേ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ? ദാറ്റ് ക്രിയേറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ ഇഫ് വി വർ മഡിയൻസ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇന്ന് രാത്രിയിലും കുറച്ചധികം വർക്ക് ചെയ്യണം. അധികം വർക്ക് ചെയ്യാത്തവർക്ക് ദൈവം നീതിമാനല്ലേ? വെറുതെ എല്ലാവർക്കും ഫുൾ മാർക്ക്. എവ്രി വൺ വാണ്ട്സ് full mark, but nobody is ready to do work. That's really bad. A boy was trapped in a lift and his heart rate as well as breathing rate increased. ജൽവ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. I'm talking about majority. Okay, like അല്ലെ, നിങ്ങൾ നല്ല കുട്ടികളാണ്. ഈ സമയത്തും ലൈവെങ്കിലും കണ്ടിരിക്കുന്നുണ്ടല്ലോ. You are at least ready to study something. Okay, that's really great. Okay, അല്ലാതെ നമുക്ക് എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കല്ലോ കേട്ടോ. ഓക്കെ, ലൈക്ക് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, നമുക്ക് ഒറ്റ ദിവസം ലൈക്ക് ഒന്നും പഠിക്കാതെ വെറുതെ ഇന്ന് രാത്രിയും പഠിക്കൂല, നാളെ രാവിലത്തെ ലൈവ് മാത്രം കണ്ട് ഫുൾ മാർക്ക് അല്ലെ? എന്റെ കൺമുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വലിച്ചെറിയും, കടലിലേക്ക് എറിയും, തിരിച്ചു വരാത്ത രൂപത്തിൽ രാത്രി സെറ്റ് ആക്കണം. ഓക്കെ, എന്നിരുന്നെങ്കിലും പഠിക്കണം. ദാറ്റ്സ് ഇറ്റ്. അതും ചെയ്യൂല, എന്നിട്ട് രാവിലെ വരും ചില ടീംസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ നെയിം ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദിസ്. എന്താ കുട്ടികളെ? ഈ കുട്ടിയുടെ ബോഡിയിൽ റിലീസ് ആകുന്ന ഹോർമോണിന്റെ പേര്? വെരി ഗുഡ്. അഡ്രിനാലിനും നോറഡ്രിനാലിനും രണ്ടുപേരും റിലീസ് ആവും കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം ഓഫ് ദീസ് ഹോർമോൺസ്? ഈ ഹോർമോൺ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് വിളിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കളക്റ്റീവ് നെയിം എന്താ അറിയോ? കാറ്റക്കോളമീൻസ്. എന്താ വിളിക്കുക? കാറ്റക്കോളമീൻസ് എന്നാ വിളിക്കുക. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദീസ് ഹോർമോൺ? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ? വേർ ദിസ് ഗ്ലാൻഡ് ഈസ് located? എവിടെ ലൊക്കേഷൻ? ഓൺ ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി, അല്ലെങ്കിൽ ഓൺ ദ അപ്പർ സർഫസ് ഓഫ് ഈച്ച് കിഡ്നി. നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്താണ് ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കണം. സെറ്റല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം നോക്ക്. നെയിം ദ ബോണി കാവിറ്റി ഇൻ വിച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ്. ഏത് ബോണി കാവിറ്റിയിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്? അതിന്റെ പേരെന്താ? സെല്ല ടേഴ്സിക്ക അല്ലെ? സെല്ല ടേഴ്സിക്ക. നിങ്ങൾ NCERT സ്പെല്ലിംഗ് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോ. സെല്ല ടേഴ്സിക്ക. അടുത്തത്, ലിസ്റ്റ് എനി 3 ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഏതെങ്കിലും 3 പറയാൻ പറ്റും? ഒരുപാട് പറയാൻ പറ്റും. ലൈക്ക് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ACTH, TSH ഇല്ലേ? നമുക്ക് ഒരുപാട് എണ്ണം പറയാൻ പറ്റും. വി ഹാവ് ഗ്രോത്ത് ഹോർമോൺ, വി ഹാവ് പ്രൊലാക്റ്റിൻ, അങ്ങനെ എത്ര ഹോർമോൺ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അടുത്ത നോക്ക്, അഡ്രിനൽ മെഡുല്ല
is the centrally located tissue in the adrenal gland, whereas adrenal cortex is outside. How do adrenal cortex and medulla differ in their function? Adrenal cortex il ninnu vera hormone vara arake vara kuttiyale para. Yes, we have cortisol, aldosterone, adupole steroid, androgenic steroids alle. Cortisol ne nammal endu vilikkum, glucocorticoid ennu vilikkum. Aldosterone ne mineralocorticoid ennu vilikkum. അവസാനത്തെ sex corticoids അല്ലെങ്കിൽ androgenic steroids എന്ന് വിളിക്കും. Adrenal medulla produce emergency hormones. അടുത്ത identify the graph and label the parts. Okay കുട്ടികളെ പറ, ഇതേതാ? This is your hypothalamus അല്ലെ? ഇതിനെ നമ്മൾ hypothalamus എന്നാണ് വിളിക്കുക. And what is this? This is portal circulation ആണ്. ഇതേതാ കുട്ടികളെ? നോക്കൂ, നോക്ക്, ഈ നമ്മുടെ പോർട്ടൽ സർക്കുലേഷൻ വരുന്ന ഭാഗമായിരിക്കും anterior pituitary. അപ്പൊ അതില്ലാത്ത ഭാഗം it is called posterior pituitary അല്ലെ? അതില്ലാത്ത ഭാഗം posterior pituitary. അടുത്തത്, following are the hormones produced by tissue other than endocrine glands. Write the part where it is produced and mention their function. പറയടാ മക്കളെ, cholecystokinin, gastrin and secretin. ഇത് മൂന്നും ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ആണ്, GIT ആണ്. What is the function of gastrin? It stimulate gastric secretion. നമ്മുടെ സ്റ്റൊമക്കിന്റെ സെക്രീഷനെ മൊത്തം, സ്റ്റൊമക്കിലെ എൻസൈമുകളുടെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് ഗ്യാസ്ട്രിന്. സെക്രീറ്റിന്റെ ഫംഗ്ഷൻ എന്താ? ആക്ട് ഓൺ പാൻക്രിയാസ്. നമ്മുടെ പാൻക്രിയാസിൽ പോയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് and stimulate secretion of water and bicarbonate. നോക്ക്, നമ്മുടെ പാൻക്രിയാസിന്റെ പ്രത്യേകത, അതിലെ എൻഡോക്രൈൻ ഭാഗവും എക്സോക്രൈൻ ഭാഗവും ഉണ്ട്. അവിടുത്തെ എക്സോക്രൈൻ പാൻക്രിയാസിൽ ആക്ട് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോണിന്റെയും റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്രീറ്റിന്റെ ഫംഗ്ഷൻ. കോളിസിസ്റ്റോക്കിനോ ഇറ്റ് ആക്ട് ഓൺ പാൻക്രിയാസ് ആൻഡ് ഗോൾ ബ്ലാഡർ. എവിടെയൊക്കെ ആക്ട് ചെയ്യും? പാൻക്രിയാസിലും ഗോൾ ബ്ലാഡറിലും. വെൻ ഇറ്റ് ആക്ട് ഓൺ ദ പാൻക്രിയാസിൽ നിന്ന് എൻസൈമുകൾ വരും. വെൻ ഇറ്റ് ആക്ട് ഓൺ ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചിയിൽ ആക്ട് ചെയ്താൽ അവിടെ നിന്ന് ബൈല് അല്ലെങ്കിൽ പിത്തം വരും. ദാറ്റ്സ് ദ ഫംഗ്ഷൻ. അടുത്തത് നോക്ക്, ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഡാഷ് ഈസ് ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പൊ ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ആണ്, ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറക്കുന്നു. ആരാ? ഹൈപ്പർ. ഗ്ലൂക്കഗോൺ, വെരി ഗുഡ്, ഗ്ലൂക്കഗോൺ. അടുത്തത്, ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ജൈജാൻഡിസം. അപ്പൊ ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോണോ? പിറ്റ്യൂട്ടറി ഡോർഫിസം അല്ലേ മക്കളെ? അടുത്ത ചോദ്യം, എക്സ്പാൻഡ് ദ ഫോളോയിങ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പാൻക്രിയാസ് ഗ്ലൂക്കഗോണിനെ ഉണ്ടാക്കുന്നു. ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെ? തൈമോസിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിനിയൽ ഗ്ലാൻഡ് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് പാരാതൈറോയിഡ് ഹോർമോൺ ഡിസ്കസ് ചെയ്തിട്ടില്ല. What is the function of parathyroid hormone? It increase blood glucose. ആരുണ്ടാക്കുന്നതെന്ന് അറിയോ? പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. ക്ലിയർ അല്ലേ? TCTയുടെ ഫംഗ്ഷൻ എന്താ? തൈറോകാൽസിറ്റോണിൻ, ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്. അയാൾ ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറക്കുന്നു. ഇനി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. What is the function of oxytocin? നമ്മൾ ഡിസ്കസ് ചെയ്ത സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ പാർച്യൂറേഷൻ അല്ലെ? ഡെലിവറിക്കൊക്കെ സഹായിക്കുന്ന ആളാണ് അയാൾ. ഓക്കെ, അടുത്തത് നോക്കൂ, ഡയൂറസിസ്. ഏത് കണ്ടീഷനിലാണ് ഡയൂറസിസ് ഉണ്ടാവുക? ഡയബറ്റീസ് ഇൻസിപ്പിഡസില് ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ യൂറിനിലൂടെ വെള്ളം ധാരാളം നഷ്ടപ്പെടുക. ADH വരാതിരിക്കുമ്പോൾ. സെറ്റിലെ മക്കളെ, ഈസ് ദാറ്റ് ക്ലിയർ? പ്ലീസ് ഡു കമന്റ്. ഇനി നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഹോർമോണിന്റെ പേരെന്താ? ANF. ഇറ്റ് ഡിക്രീസ് ബ്ലഡ് പ്രഷർ അല്ലെ? പ്രഷർ കുറയ്ക്കുന്ന ആളാണ്. ഇനി നോക്കൂ, നമ്മുടെ കിഡ്നിയിൽ നിന്ന് വരുന്ന ഹോർമോൺ ഉണ്ട്, അതിന്റെ പേരാണ് എറിത്രോപോയറ്റിൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കിഡ്നി ഉണ്ടാക്കുന്ന ആൾ. അതിന്റെ ഫംഗ്ഷൻ എന്താ പറയുക? എറിത്രോപോയസിസ്. വാട്ട് ഈസ് എറിത്രോപോയസിസ്? RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് എറിത്രോപോയറ്റിന്റെ ഫംഗ്ഷൻ. തൈമസിൽ നിന്ന് വരുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് അല്ലെ കുട്ടികളെ? അല്ലെ, ഓവറിയിൽ നിന്ന് നമ്മുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓവർ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാ കുട്ടികളെ? പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ. വെരി ഗുഡ്, പ്രൊജസ്റ്റിറോൺ അല്ലെ? ഇറ്റ് സപ്പോർട്ട് യുവർ പ്രഗ്നൻസി. ശരിയല്ലേ മക്കളെ? ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ശരിയല്ലേ മക്കളെ? നമ്മൾ ഡിസ്കസ് ചെയ്ത കൈൻഡ് ഓഫ് വീണ്ടും ദ സെയിം ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റഡ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. ഓക്കെ, സോ ദ ടൈം ഈസ് ഓൾമോസ്റ്റ് 12:20. 12:20 ആയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് അറ്റ്ലീസ്റ്റ് സംതിങ് അല്ലെ? അത്യാവശ്യം പരീക്ഷ സെറ്റായി എഴുതാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരുപാട് തവണ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് തോന്നും പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല. ഞാൻ ആ കാര്യത്തിൽ ഒരു പരിധി വരെ ലക്കിയാകട്ടോ. സത്യം പറയാം, എനിക്ക് പരീക്ഷ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ അതാണ്ട് കഴിഞ്ഞാൽ മതി. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ പലപ്പോഴായി പഠിച്ചിട്ടുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ഇതിനകത്ത് പറയുന്ന കുട്ടികൾ ഏറ്റവും മിനിമം എജുപോർട്ട് ഇന്ന് വരെ തന്ന ലൈവ് കണ്ടിട്ടില്ലേ? എടാ, ഇതേ കാര്യങ്ങളും ഇതേ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം
ഞാൻ സോളജി മുഴുവൻ ചാപ്റ്റേഴ്സിന്റെ ലൈവ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഏകദേശം ഈ ചാപ്റ്ററുകൾ ഒരു 4-5 തവണ ഞാൻ റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഐ നോ ദാറ്റ്. നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസ് ചിലപ്പോൾ 6 തവണ ഒക്കെ റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. വേണ്ട, നമ്മുടെ ബാക്കിയുള്ള യൂട്യൂബിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ എഡ്യൂപോർട്ടിനെ കാണുന്ന കുട്ടികൾ നിങ്ങൾ ഏറ്റവും മിനിമം 4 തവണയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെന്താ പേടിക്കാൻ? നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാം, അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. വെറുതെ എന്താവണ്ട, നമുക്ക് ഇങ്ങനെ തോന്നും അറിയില്ല. അത് ഒഴിവാക്കിക്കോ. സത്യമായിട്ടും എന്നെ ഒരു പരിധി വരെ എക്സാമിന് സക്സസ് ആക്കുന്ന ഒരു ഘടകം ഞാൻ വെറുതെ അനാവശ്യമായി പേടിക്കാറില്ല. ഞാൻ ലാസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് പരീക്ഷയല്ലേ. ലോകത്ത് എത്രയോ മനുഷ്യര് മരിച്ചു പോകുന്നുണ്ട്, ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. പെട്ടെന്ന് ലൈക്ക് ഇന്ന് 2 കാലിലും നടക്കുന്ന മനുഷ്യര് നാളെ ആക്സിഡന്റ് ആയിട്ട് 2 കാലും നഷ്ടപ്പെട്ട് നടക്കേണ്ടി വരുന്നുണ്ട്. ഇന്ന് നടക്കുകയും ലോകത്ത് എന്താ പറയാ ഭയങ്കര അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുന്നവൻ നാളെ നടന്നു പോകുമ്പോൾ അവൻ ഒരു ബുദ്ധിമുട്ട്, അവനൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. വേറെ വണ്ടി വന്ന് ഇടിച്ചിട്ട് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെ തളർന്ന് കിടപ്പിലാവുന്നുണ്ട്. അത്രയൊന്നും ഇല്ലല്ലോ ഒരു പരീക്ഷയല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. ഓക്കെ, സോ ദാറ്റ് ഗീവ് യു സ്ട്രെങ്ത്, ദാറ്റ് മേക്ക് യു മോർ ആക്റ്റീവ്. ഓക്കെ, അത് നിങ്ങളെ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കി നിർത്തും. അങ്ങനെ മതി, നമ്മൾ പരമാവധി വർക്ക് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ പേടിക്കുകയാണ് പരീക്ഷ തോൽക്കോ. എടാ ചെങ്ങൈമാരെ, നമ്മുടെ ബഹിരാകാശ യാത്ര പോകുന്ന ആൾക്കാരില്ലേ, നമ്മന്മാര് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥ ആലോചിച്ചു. മുഴുവൻ ഇന്ധനം നിറക്കപ്പെട്ട പൊട്ടിത്തെറിച്ചാൽ എക്സ്പ്ലോഡ് ചെയ്യുന്ന മറ്റേ മെഷീനറിയിൽ വെഹിക്കിളിൽ ഇരുന്നിട്ട് ബഹിരാകാശത്തേക്ക് യാത്ര പോകുന്നത്. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർക്ക് ഇത് പൊട്ടിത്തെറിച്ചാലോ, അയ്യോ പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട സ്പേസ് എക്സിന്റെ ഒക്കെ റോക്കറ്റ് എത്ര തവണ പൊട്ടിത്തെറിച്ചു. അപ്പൊ ആളുകൾ പറയാ ഞങ്ങൾ ബഹിരാകാശത്ത് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ റോക്കറ്ററി ടെക്നോളജികളോ നമുക്ക് ഇന്ന് കിട്ടുന്ന ഇന്റർനെറ്റിന്റെ ആവിർഭാവം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ രാവിലെ പുറത്തിറങ്ങുന്നില്ലേ? ലോകത്ത് ഒരു ദിവസം ആക്സിഡന്റിൽ എത്ര മനുഷ്യർ മരിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടാ. എന്നാ പിന്നെ വീട്ടിലിരുന്നാൽ പോലെ പുറത്തിറങ്ങണോ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അറിയോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഒഴിവാക്കുന്നതുകൊണ്ടാ. ഒരുത്തും പേടിക്കുക, റോട്ടിലിറങ്ങിയ വണ്ടി ഇടിച്ച് ഞാൻ ആദ്യമായിട്ട് എന്റെ ബൈക്ക് ആക്സിഡന്റ് ആവുന്നത് ഞാൻ സൂക്ഷിച്ച് മെല്ലെ ഓടിക്കുക. ഒരു ചേച്ചിങ് വന്ന് ബാക്കിൽ തന്നെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു ഫസ്റ്റ് ടൈം. ഓക്കെ, കോഴിക്കോട് അരയത്ത് പാലത്തും വന്ന് എന്റെ പുതിയ ബൈക്കായിരുന്നു. എന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല, അവരിപ്പോഴും കേൾക്കുന്നത്. വീട്ടുകാർ അറിയാതെയാണ് ആ ബൈക്ക് ഞാൻ പണിയെടുത്തത്. ഓക്കെ, കുറച്ച് മുമ്പ് ഒരു 5 or 6 years ബാക്ക്. സോ വാട്ട് ഐ എം ടെല്ലിംഗ് യു ഈസ്, എനിക്ക് ആരോട് പറയാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ലൈക്ക് റൂട്ടിൽ സംഭവിക്കുന്നത്, പിന്നെ റൂട്ടിൽ നമ്മൾ ഇറങ്ങോ? ആക്സിഡന്റ് സംഭവിക്കുന്നതിൽ നമ്മൾ റോട്ടിൽ ഇറങ്ങുമോ? സോ ഞാൻ പറഞ്ഞു വരുന്നത്, സോ ലുക്ക്, നോട്ട് ഇപ്പം കിട്ടൂല സാർ, നോട്ട് ഇപ്പം കിട്ടും, ഇഷ്ടം പോലെ സമയമുണ്ട്. വെറുതെ പേടിക്കാൻ വേണ്ടി മാത്രം എക്സാമുകളെ കാണണ്ട. എക്സാം വരുമ്പോൾ നമ്മൾ എന്താവുക, പോസിറ്റീവായിട്ട് ഓൾവേസ് ബി ഓൺ ദ പോസിറ്റീവ് സൈഡ് ആൻഡ് എക്സാം അടിച്ചു പൊളിച്ച് എഴുതുക. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ പഠിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കുറെ ടീമുണ്ട് ഒന്നും പഠിക്കൂല, ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യൂല. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ടെൻഷനിലാവും, അതൊരു പ്രശ്നമാണ്. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ഒരു മിനിമം കാര്യങ്ങളെങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം, +2 എക്സാം വരെ ഇനിയും സമയമുണ്ട്. എഡ്യൂപോർട്ട് ഒരു ലോഡ് കണക്കിന് ലൈവുകൾ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇനി ഒരു കോപ്പും ചെയ്തില്ലെങ്കിലും ഇനിയുള്ള പരീക്ഷകൾക്കെങ്കിലും എഡ്യൂപോർട്ടിന്റെ ലൈവെങ്കിലും ഫോളോ ചെയ്യുക കേട്ടോ കുട്ടികളെ. ആ ലൈവ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താവാം, അടിപൊളിയാവാൻ പറ്റും. ഏതാടാ ഒരു നല്ലവനൊക്കെ ഇതിനടിയിൽ വന്നിട്ട് എന്തൊക്കെ നന്ദിയുണ്ട് അധ്യാപക, നന്ദി. കുറെ സമയം ഇവൻ മലയാളം പറയുന്നു. പോടാ, പോയി കിടന്നുറങ്ങടാ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, സീ യു, ബൈ, ഹാവ് എ നൈസ് ടൈം, ലവ് യു ഓൾ. അല്ലേ, ഭയങ്കര മലയാളമൊക്കെ പറഞ്ഞാണ്ട് ചില ആൾക്കാരെ. ഓക്കെ, അത് മാത്രം വലിയ രസമൊന്നുമില്ല. പഠിക്കേണ്ട സമയത്ത് പരീക്ഷ അടുക്കുമ്പോഴൊക്കെ പഠിക്കണം. അതാണ് അതിന്റെ ഒരു വൃത്തിയായ കാര്യം അല്ലെ. വെറുതെ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് വെറുതെ ആളാവുക, ഷോ ഓഫ് കാണുക, അത് ഭയങ്കര ബോറാണ്. അടിപൊളിയായിട്ട് ക്ലാസ് അങ്ങോട്ട് ഫോളോ ചെയ്യുക. പരീക്ഷ കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ലവൻ, ഞാൻ മുഴുവൻ പഠിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം, നല്ലവാ. ഓക്കെ സാർ, PDF. സോ കമോൺ നന്ദു, നമ്മുടെ പിള്ളേർക്ക് PDF കൊടുത്തേ. സോ ബൈ. നിങ്ങളെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ സംസാരിച്ചത്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് മൈ ഡിയർ ബഡീസ്.